നമസ്തേ. JEE Main 2024 മൂന്നാമത്തെ ദിവസം, അതായത് ബിടെക്കിൻ്റെ മൂന്നാമത്തെ ദിവസം ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഷിഫ്റ്റ് നമ്മുടെ കുട്ടികൾ എക്സാം ഹാളിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ എത്രാമത്തെ എക്സാം? അഞ്ചാമത്തെ എക്സാം അല്ലേ കഴിഞ്ഞിരിക്കുന്നു. ആറാമത്തെ എക്സാം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അഞ്ചാമത്തെ എക്സാം കഴിയുമ്പോഴത്തേനും സമ്മിശ്രമായ പ്രതികരണങ്ങളുമായിട്ട് വീണ്ടും JEE Mains. അതായത് സാറേ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാനുണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് ആദ്യമായിട്ട് എല്ലാവർക്കുമായിട്ട് പറയേണ്ടത് 1-ാം തീയതി വരെയുള്ള എല്ലാ കുട്ടികളുടെയും അഡ്മിറ്റ് കാർഡുകൾ JEE Mainന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതായത് 3 ദിവസം മുമ്പൊന്നുമല്ല, ആദ്യം തന്നെ അവരെല്ലാ അഡ്മിറ്റ് കാർഡുകളും റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡുകൾ എടുക്കണം. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴിയൊക്കെ അറിയിക്കാനുള്ള സമയമുണ്ട്. അതുപോലെ വേറെ എക്സാം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും, കാരണം നമുക്കറിയാം വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെയാണ് ഈ 5-ാമത്തെ ഷിഫ്റ്റും 6-ാമത്തെ ഷിഫ്റ്റും ഒക്കെ ഇതുവരെ യാതൊരു തരത്തിൽപ്പെട്ട കംപ്ലയിന്റുകളും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്ലി ആണ് കേട്ടോ, ഹെവിലി ഫ്രണ്ട്ലി ആണ്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇനിയിപ്പം എക്സാമിലേക്ക് വരുവാണെങ്കിൽ എല്ലാവരും പറഞ്ഞിട്ട് ഈസിയാണെന്ന് തന്നെയാണ് പറയുന്നതാണ്. അപ്പം നമ്മുടെ ഏറ്റവും നമുക്കിപ്പോൾ ഈ ലേറ്റസ്റ്റ് എക്സാമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ന് രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റിൻ്റെ എക്സാമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അസോസിയേഷൻ ഞങ്ങളത് ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. മാത്തമാറ്റിക്സ് അല്പം ടൈം കൺസ്യൂമിംഗ് ആണ്. 27-ാം തീയതി ആദ്യത്തെ ഷിഫ്റ്റിനോടാണെന്ന് തോന്നുന്നു കൂടുതൽ താതാത്മ്യം പ്രാപിക്കുന്നത്. അതെ, ഈ ആദ്യത്തെ ഷിഫ്റ്റ് സാറേ അത് ഭയങ്കര എളുപ്പമായി പോയി. ഭയങ്കര ഷിഫ്റ്റ് 1 മോർണിംഗ് ഷിഫ്റ്റിന്റെ എക്സാം മാത്തമാറ്റിക്സ് വളരെ എളുപ്പമായി പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ അഞ്ചാമത്തെ നമ്മൾ അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നതല്ലാതെ, എന്നാൽ 2023 എക്സാമിനോട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇത് വളരെ ഈസിയാണ്. അത് മാത്രമല്ല ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും സാറുമാർ ഇതേ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് പറയുന്നത്. യാതൊരു തരത്തിൽപ്പെട്ട ബുദ്ധിമുട്ടുകളും ഇല്ല. നല്ല, അതായത് കെമിസ്ട്രിയുടെ സാറുമാർ പറയുന്നത്, ഇന്നലെ കെമിസ്ട്രിയുടെ സാറുമാർ പറഞ്ഞപ്പോൾ ഇത്തിരി എളുപ്പമാണ്, വളരെ എളുപ്പമാണെന്ന് പറഞ്ഞ സാറുമാർ ഇന്നിപ്പോൾ പറയുന്നുണ്ട് അത് അത്രയും എളുപ്പമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒരു കാണുന്ന ഒരു രീതി പാറ്റേണിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ കുട്ടികൾ ഈ എക്സാം എഴുതിയ കുട്ടികളുടെ റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ഇതിനും കൂടെ ഒരു ഒതന്റിസിറ്റി. കാരണം അവർ 4 ഷിഫ്റ്റിനെ അവർ അനലൈസ് ചെയ്തിട്ടുണ്ട്. 5-ാമത്തെ എക്സാം എഴുതി അവരുടെ റെസ്പോൺസ് നമുക്കിപ്പോൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആദ്യം ഇന്ന് രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് എഴുതിയ കുട്ടികളെ അവരുടെ എക്സ്പീരിയൻസ് ഏത് ചാപ്റ്ററുകളൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം രാവിലത്തെ ഷിഫ്റ്റിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റിനെ നമ്മുടെ ഫാക്കൽറ്റീസ് ഒന്ന് അനലൈസ് ചെയ്യുന്നു. വീണ്ടും ഇന്ന് ഷിഫ്റ്റ് 2 ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ഷിഫ്റ്റിലെ പരീക്ഷയ്ക്ക് ശേഷം ആ എക്സാം സെന്ററിൽ നിന്ന് തന്നെ നമ്മുടെ സാർമാർ റിവ്യൂ എക്സാം സെന്ററിൽ നിന്ന് തന്നെ റിവ്യൂ നമുക്കറിയാൻ സാധിക്കും. അതിനുശേഷം ഷിഫ്റ്റ് 2-ന്റെ ഉച്ച കഴിഞ്ഞ് നടന്ന ക്വസ്റ്റിന്റെ അനാലിസിസും ഒക്കെ ആയിട്ട് നമ്മളിനി നിർത്തുന്നില്ല. നമ്മളിനി ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ഈ 2 എക്സാമുകളുടെ അനാലിസിസ് കംപ്ലീറ്റ് നടത്തിയതിനു ശേഷമേ പിരിയുള്ളൂ. കാരണം ഇനി 31 നമുക്ക് 4 ഷിഫ്റ്റ് ആണ് നമ്മുടെ കുട്ടികൾക്ക് മുമ്പിലുള്ളത്. അപ്പൊ ഓരോ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ തന്നെ നമുക്ക് JEE Mainന്റെ ഈ ആദ്യത്തെ സെഷനെ, ജനുവരിത്തെ സെഷനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാറേ, ഈ കുട്ടികൾ സിമ്പിൾ ആണെന്ന് പറയുമ്പോൾ കെയർലെസ് കൊണ്ട് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതകളും നമുക്ക് പരിഗണിക്കണം. അതൊരു പക്ഷേ അതുകൊണ്ടായിരിക്കണം. കാരണം ഇത് ഇവരുടെ എക്സാം ഹാളിലെ മൈൻഡ് സെറ്റ് ആണ് ഇതിനെ ബാധിക്കുന്നത്. കാരണം ഈ ഇറങ്ങി വരുന്ന കുട്ടികൾ മാത്തമാറ്റിക്സ് ലെങ്തി ആണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ലെങ്തിയായ ഏതോ ഒരു ചോദ്യത്തിൽ അവർ സമയം കളഞ്ഞിട്ടുണ്ട്. അതേസമയം എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ലെങ്തിയായ ഒരു ചോദ്യത്തിൽ അവർ സമയം കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി വരുന്ന കുട്ടികൾ മാത്സ് ലെങ്തി ആയിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ക്വസ്റ്റൻസ് പാടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരവിടെ സമയം കളഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ വളരെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. തീർച്ചയായിട്ടും അതിനൊരു പ്രാക്ടീസ് നമ്മൾ കൊടുക്കാറുണ്ട്. കാണുമ്പോഴേ ഡിഫിക്കൽട്ട് സ്കിപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി. അപ്പൊ അതാണ് നമ്മുടെ തീർച്ചയായിട്ടും ഒരു 2.5 മണിക്കൂർ കൊണ്ട് തന്നെ ഓവറോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം റീഡ് ചെയ്യാനും അവസാനത്തെ 1/2 മണിക്കൂർ വീണ്ടും നോക്കാനുള്ള ഒരു സമയമുണ്ട്. സാർ, ഇത്തവണ അവരാരും പറഞ്ഞിട്ടില്ല നമ്മുടെ എല്ലാ ചോദ്യത്തിനെ കുറിച്ച്. ഇപ്പൊ നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റൻ എടുക്കുമ്പോഴുണ്ടല്ലോ, കുട്ടികളോട് ചോദിക്കുക ഇതുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സാർ ഇതുണ്ടായിരുന്നു പറയുമ്പോൾ ഇവരെല്ലാ ക്വസ്റ്റനും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സമയം ഇതിനുണ്ട്. അപ്പൊ ഇവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ടൈം കൺസ്ട്രെയിൻഡ് എക്സാം ആണെന്ന് പറഞ്ഞാലും സമയം ഇഷ്ടം പോലെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനിടയ്ക്ക് പാടുള്ള ചോദ്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. നാളെയും മറ്റന്നാളും നമുക്ക് 4 എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ഈ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിൽ കുട്ടികളോട് നമുക്ക് ചോദിക്കേണ്ടതായിട്ട്, എന്നാലും സാറിന്റെ ഒരു അനാലിസിൽ നാളത്തേക്ക് തയ്യാറെടുക്കുന്നവരെ എന്താണ് ഇന്നൊന്ന് ഫോക്കസ്? ഇതിപ്പോ ഇവരുടെ പ്രിപ്പറേഷനിൽ ചേഞ്ച് ഒന്നും ഫൈനൽ മൊമെന്റിൽ നടത്താൻ പാടില്ല. അത് ഇപ്പോൾ ഇവർ യൂസ്ഡ് ആവുന്ന പ്രിപ്പറേഷൻ തന്നെ നടത്തിക്കോട്ടെ. ഒരു പരിധി കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തലേദിവസം ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ നോക്കിയാൽ മതി. പിന്നെ 2, എക്സാം ഹാളിൽ കയറുമ്പോഴുള്ള മൈൻഡ് സെറ്റ് ഇപ്പോഴേ നമ്മൾ ഡിസൈൻഡ് ആയിരിക്കണം. അതായത് എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം സ്പീഡ് ചെയ്ത് പോയിട്ട്. പിന്നെ സാറേ ഒരു ചെറിയ കാര്യമുണ്ട്, നേരത്തെ കഴിഞ്ഞ എക്സാമിന് കേട്ടിരുന്ന ഒരു വലിയ കാര്യം ഇത്തവണ ഇല്ല. കാരണം കഴിഞ്ഞ എക്സാമിന് ഇവർ പറയുന്നുണ്ട് സാർ 3D എന്നുള്ള ചോദ്യം എളുപ്പമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അത് നോക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അതില്ല ഇത്തവണ. ഇപ്പം എല്ലാവരും
എല്ലാവരും ഇവർ കാണുന്നുണ്ട്, ക്വസ്റ്റൻസ് എല്ലാം കാണുന്നുണ്ട്, കുട്ടികളെല്ലാം കാണുന്നുണ്ട്. അപ്പൊ നല്ല സമയമുണ്ട്. ഒരു 65-75 ഇടയ്ക്ക് തന്നെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാ ക്വസ്റ്റിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞൊരു പ്രശ്നം, നാളത്തെ എക്സാം ഒരു പക്ഷേ എങ്ങാനും ഇത്തിരി കൂടെ ടഫ് ആണെങ്കിൽ ഇവിടെ പിള്ളേരെ പേടിക്കേണ്ട. 65-75 പറയുന്ന റേഞ്ച് നമ്മൾ പറയുന്നില്ല, കാരണം അതാണ് ഏറ്റവും നല്ലത്. ടഫ് ആകുന്നതാണ് നല്ലത്. 6 എക്സാം നമുക്ക് സിമ്പിൾ ആയിട്ട് നടന്നിട്ട് ഒരു എക്സാം നമുക്ക് ടഫായിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് പകുതി മാർക്കാണെങ്കിൽ പോലും നിങ്ങളുടെ പെർസെന്റേജ് കൂടും, ബെറ്റർ ആയിട്ട് വരും. ആദ്യത്തെ എക്സാമിൽ മാത്തമാറ്റിക്സ് ഭയങ്കര ഈസി ആണെന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്തൊരു റിസൾട്ട് വരുമ്പോഴത്തേന് ചിലപ്പോൾ ബുദ്ധിമുട്ടാകാൻ സാധ്യത. സ്കോർ കാൽക്കുലേഷൻ നമ്മൾ ഈ കാണുന്ന പോലെ അല്ല വരുന്നത്. സാറേ ലാസ്റ്റ് 2023 എക്സാമിന് 40 ചോദ്യം ചെയ്തവർക്ക് 98-99 കിട്ടിയിട്ടുണ്ട്. വെറും 40 ചോദ്യം, 50 ചോദ്യം അവർ സ്കിപ്പ് ചെയ്തു, 50 ചോദ്യം വിട്ട് കളഞ്ഞു. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ കരുതരുത്. നിങ്ങളുടെ എക്സാം ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ, അതിപ്പോ തോന്നൽ എല്ലാ ക്വസ്റ്റിനും കണ്ടെങ്കിലും നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം ചെയ്തു പോകുക. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആദ്യം പിടിക്കുക. പിന്നെ നമ്മുടെ ഒരു ചെറിയ സജഷൻ, ഫിസിക്സോ കെമിസ്ട്രിയോ ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. 5 എക്സാമുകൾ നമുക്ക് മുമ്പിലുള്ളത്. ഈ 5 എക്സാമിലും മാത്തമാറ്റിക്സ് ആയിരുന്നു ഉള്ള സബ്ജക്റ്റുകളിൽ ലെങ്തി ആണെന്ന് പറഞ്ഞ, ടൈം കൺസംഷൻ കൂടുതലാണെന്ന് പറഞ്ഞ മാത്തമാറ്റിക്സ് ആയിരുന്നു. ഇപ്പൊ കുട്ടികളുടെ റെസ്പോൺസിൽ നിന്ന് നമ്മൾ പറയുന്നതാണ്. എല്ലാവരും പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ഈസി ആയിരുന്നു, മാത്സ് ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. അന്നേരം കോട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബുദ്ധിമുട്ടല്ല ടൈം കൺസ്യൂമിംഗ് തന്നെയാണ് പറയുന്നത്. അതായത് ചെയ്ത് കിട്ടും, എന്നാലും ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് നമുക്ക് ഇന്ന് രാവിലെ എക്സാം എഴുതിയ നമ്മുടെ കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അവരിൽ നിന്നാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്നത്തെ രാവിലത്തെ ആ ഒരു എക്സാമിന്റെ ഒരു പൾസ് എന്താണെന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കുട്ടികളോട് കൂടി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യനിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. മോന്റെ പേര് ഹാർദിക്. എവിടെ, നാടെവിടെയാണ്? കോഴിക്കോടാണ്. 2023 എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മൈൻഡും ഇന്ന് രാവിലെ ഇറങ്ങി വന്ന ഒറ്റ നോട്ടത്തിൽ പ്രിപ്പയർഡ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. 26-ാം തീയതിക്ക് വേണ്ടിയിട്ട് ഇന്ന് മുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ഇത്രയും കോൺഫിഡൻസോടുകൂടി എക്സാം ഇറങ്ങി വരുമ്പോഴേ പറയാന്ന് പറയുന്നത്. അപ്പം റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡന്റ് ആണ് അല്ലേ? അപ്പൊ 2023 എക്സാമും കണ്ടതാണ്, 2024 എക്സാമും കണ്ടതാണ്. ആദ്യം അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒന്ന് പറയാമോ? ലാസ്റ്റ് ഇയർ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പിന്നെ മാത്സ് എക്സാക്ട്ലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മാത്സ് സമയം അത് തീരെ കിട്ടിയിട്ടില്ല. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കൂടുതൽ പഠിക്കാൻ പറ്റി. ഓരോ എക്സാമിലും ഇപ്പൊ മാത്തമാറ്റിക്സിന്റെ കഴിഞ്ഞുള്ള എക്സാമും ഇക്കൊല്ലത്തെ എക്സാമും തമ്മിലൊരു ഡിഫറൻസ്, അതായത് ഇപ്പൊ പ്രിപ്പയർ, ഇപ്പൊ നമ്മളിത് കൂടുതലും പറയുന്നത് നാളെയും മറ്റന്നാളെ എക്സാം എഴുതാൻ വേണ്ട കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പ്രിപ്പറേഷനിൽ ഉണ്ടായിരുന്നത്, അതായത് ഇപ്പം നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടും കണ്ടതാണല്ലോ. 2023 ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറും മാത്തമാറ്റിക്സിന്റെ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് തോന്നിയോ? ചേഞ്ച് പാറ്റേൺ ഡിഫറൻസ് ഇല്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് ഈസി ആണെന്ന് തോന്നും, അതായത് ഒറ്റ നോട്ടത്തിൽ ഓക്കെ ഡൂവബിൾ ആണ്, ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് അങ്ങനെ കുറെ അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. അതായത് കാണുമ്പോൾ ഓക്കെ ഇത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആണ്, ഫോർമുല പഠിച്ചതാണ്, അറിയാം. പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിന്റെ വാല്യൂസ് കുറച്ച് പണിയാണ്, സോൾവ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പകുതി എത്തുമ്പോഴത്തേക്ക് ഫെഡപ്പ് ആയി പോകും, അതായത് കിട്ടില്ല എന്ന് തോന്നും. അപ്പോഴാണ് ഡിമോട്ടിവേറ്റഡ് ആയി പോവുക. അപ്പം നമ്മൾ സാറേ അതൊന്ന് സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയേണ്ടതാണ്. അതായത് നമ്മൾ അതാണ് പറഞ്ഞത്. കാരണം നമുക്ക് ഈ സിമ്പിൾ ആണ് നമ്മൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ ലെങ്തി ആണെന്ന് കേട്ടുകൊണ്ട് നമ്മൾ പോകുമ്പം, നമ്മളൊരു ക്വസ്റ്റ്യനിലോട്ട് എത്തുമ്പം നമുക്ക് ആദ്യത്തെ ആ ഒരു ഡേറ്റ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുമോ നോക്കണം. അതല്ലേ പറഞ്ഞത്. അതായത് നമുക്ക് ഇല്ലെങ്കിൽ നമ്മളത് ചെയ്യാൻ പറ്റുമെന്ന്, അതായത് പ്രീവിയസ്ലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലാണ് കൂടുതലും മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് പോകണം. അതായത് നമ്മൾ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് ഫെമിലിയർ ആകുന്ന ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്തു, അതല്ലാതെ ചെയ്ത് കിട്ടുമെന്ന പ്രതീക്ഷ വെച്ചിട്ട് ചോദ്യങ്ങളാണ് നല്ലത്. അത് അവസാനം നമുക്ക് സമയം കിട്ടും. ഭംഗിയുള്ള അനാലിസിസ് ആയിരുന്നു കേട്ടോ, അതൊരു ഭംഗിയുള്ള അനാലിസിസ് ആയിരുന്നു. കാരണം വെച്ചാൽ ശരിയാണ്, അത് ചെയ്ത് കിട്ടണമെന്ന് ഉറപ്പില്ല, ചിലതെങ്ങാനും പണി ഇടയ്ക്ക് വെച്ച് കാൽക്കുലേഷന്റെ ബുദ്ധിമുട്ടൊക്കെ വരാൻ ചാൻസ്. ഇനി ഫിസിക്സിനെ കുറിച്ചും ഫിസിക്സ് ഈസി ആയിരുന്നു, കെമിസ്ട്രി ഈസി ആയിരുന്നു. കെമിസ്ട്രി അത്യാവശ്യം ഫണ്ടമെന്റൽസ് നോക്കിയ ഒരാളാണെങ്കിലും പിന്നെ അത്യാവശ്യം മെമ്മറി നിൽക്കുന്ന ഓർമ്മയുണ്ട്. ഇനോർഗാനിക് ആണെങ്കിൽ കുറച്ച് ഓർമ്മയുള്ളതൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്നു, ജസ്റ്റ് നോക്കുന്നു ചെയ്യുന്നുള്ള രീതിയിൽ പോകാൻ പറ്റും. അതായത് തിയറി ബേസ്ഡ് ആണെന്നാണ് സാറന്മാരും കെമിസ്ട്രിയെ കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചോളം, അതായത് ഒരു പ്രിപ്പറേഷൻ, അതായത് കഴിഞ്ഞ വർഷം ഇദ്ദേഹം എഴുതിയ പോലെ, അതായത് പ്രിപ്പയർഡ് അല്ലാത്ത ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം ഇതൊരു ഈസി ആണോ യഥാർത്ഥത്തിൽ? കാരണം താങ്കൾ ഇത്രയും പ്രിപ്പയർഡ് ചെയ്തത് കൊണ്ടല്ലേ ഈ എക്സാമിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതാണ് ഇവിടെ. അതെ, പഠിച്ചത് കൊണ്ട് മാത്രമാണ്, പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതല്ല, അപ്പൊ അതൊരു നല്ല സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. അതായത് ഇത് ഈസി ആണെന്ന് പറയുന്നിടത്ത് പ്രിപ്പയർ ചെയ്തവർക്ക് ഈസി ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ കണ്ടേ
ലോങ് ടൈം സ്റ്റുഡൻസിന്, അതായത് അവർ അത്രത്തോളം അവർ +2 ബോർഡ് എക്സാമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തപ്പോൾ അവർ ഈ ആദ്യത്തെ സെഷൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു. പക്ഷേ പ്രാക്ടീസിന് വേണ്ടി അറ്റൻഡ് ചെയ്തു. പക്ഷേ അവർക്ക് അത്രത്തോളം പെർഫോം ചെയ്യാൻ സമയമൊന്നും നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ മറ്റേ കുട്ടികൾ അവരപ്പം നവംബർ മുതൽ കൃത്യമായ മോഡലുകളിലൂടെ കടന്ന് പോയിട്ടാണ് ഈ ആദ്യത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുകയും ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് അവർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. അപ്പം ഡയറക്റ്റ് ആണെങ്കിൽ പോലും സിമ്പിൾ, എളുപ്പമാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സിമ്പിൾ അല്ല. ഇവരുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയം എടുക്കണം, പഠിച്ചെടുക്കാൻ പറ്റും, പക്ഷേ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. എല്ലാത്തിനും ആൻസർ ഒരിക്കലും കൺഫ്യൂസിംഗിലോട്ടൊന്നും പോകുന്നില്ല. ഫിസിക്സ് കുറച്ചും കൂടി കൺഫ്യൂസിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ നമുക്ക് 5ാമത്തെ ഷിഫ്റ്റ് അതെ, ഒറ്റ നോട്ടത്തിൽ ഓക്കെ ക്ലിക്ക് ആവണമെന്നില്ല, പക്ഷേ ഒന്ന് മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത് ഓർഗാനിക് ഇന്ന് കുറച്ചും കൂടി ലെവൽ കൂടി പോയത്. അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റുന്നതായിരുന്നു, ഇന്ന് കുറച്ചും കൂടി ലെങ്തി ആയതുപോലെ തോന്നി. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിന്ന് കുറച്ച് കൂടുതൽ അന്ന് 2 ദിവസം ഫിസിക്കൽ കെമിസ്ട്രിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് കൂടുതൽ ഫിസിക്കൽ കെമിസ്ട്രി കുറച്ചുകൂടി ശ്രദ്ധിക്കണം. വളരെ നാളത്തെ എക്സാം എഴുതാൻ പോകുന്നവർ ശ്രദ്ധിച്ചോണം. ഇന്നലത്തെയോ മിനിങ്ങാന്തത്തെയോ എക്സാമുകളിൽ ഇല്ല എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റിനാണെങ്കിലും, മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ശരിയാ. കാരണം പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇല്ല എന്ന് ആദ്യ ഷിഫ്റ്റിൽ പറഞ്ഞതാണ്, മറക്കണ്ട. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒഴിവാക്കി. പിറ്റേ ദിവസം 3 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഒരിക്കലും സബ്ജക്ട് ഒഴിവാക്കി നിങ്ങൾ തയ്യാറാക്കരുത്. എല്ലാ സബ്ജക്റ്റിനും എല്ലാ ചാപ്റ്ററുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. ഈസി, ടഫ് അല്ലെങ്കിൽ മോഡറേറ്റ്, അത് ഏത് വേണേ ആയിക്കോട്ടെ, പക്ഷെ ചാപ്റ്ററുകൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ നോക്കരുത്. തീർച്ചയായും. സിലബസിനെ കുറിച്ച്, അതായത് ഇത്തവണ സിലബസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തു. 2023 സിലബസും 2024 സിലബസും ഡിഫറന്റ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് പ്രിപ്പറേഷനും അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സിലബസ് വന്നത് വെച്ചിട്ടല്ലേ പഠിച്ചത്? അപ്പൊ സിലബസ് വന്നത് വെച്ചിട്ട് പഠിച്ചതിന്റെ പുറത്തുനിന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും? ഇന്ന് മാഗ്നറ്റിക് എർത്ത് മാഗ്നറ്റിസം, അതിൽ ഡിക്ലിനേഷൻ ഡിക്ലൈൻ, അതിനെപ്പറ്റി ഒരു ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടോപ്പിക് ഇല്ലായിരുന്നു, ഒഴിവാക്കിയതാണ്. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതായത് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ന്യൂമറിക്കലായിരുന്നു, 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ടില്ല. ബട്ട് വന്നിട്ടുണ്ട് പ്രശ്നബാധിതമായിട്ട് സബ്ജക്റ്റിന് സിലബസിന്റെ പുറത്തേക്ക് ഒന്നും വന്നിട്ടില്ല. സാറേ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയണം. കാരണം വെച്ചാൽ ലാസ്റ്റ് മൊമെന്റിൽ സിലബസ് വിട്ട് പഠിച്ചവര് ഇന്നോ നാളെ ഇരുന്ന് സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. അതായത് ഇപ്പം വന്നിരിക്കുന്ന ഒരു ചോദ്യം ന്യൂമറിക്കലില് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നിന്നാണ്. മാത്രമല്ല എല്ലാ പിള്ളേരോടും നമ്മൾ ചോദിച്ചതാണ്. സിലബസിന് പുറത്ത് എന്ന് പറയുമ്പോഴത്തേനും മാത്തമാറ്റിക്സിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട ടോപ്പിക്കുകൾ നോക്കിയിരിക്കണം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് കൃത്യമായിട്ട് സിലബസിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അത് സബ്ജക്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് കെമിസ്ട്രിയും ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ടോപ്പിക് ഡിലീറ്റഡ് ആണ്. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഡിലീറ്റഡ് എന്നല്ല, നമുക്ക് കണക്റ്റഡ് ടോപ്പിക്കുകളിൽ നിന്നും ചോദ്യങ്ങളുണ്ട്. അത് സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സബ്ജക്ട് വൈസ് ഡിഫറൻസ് ഉണ്ട്. ഏത് സബ്ജക്ട് ആണ് ആദ്യം എടുത്തത്? ഏതാണ്? ആദ്യം മാത്സ് ആണ് ആദ്യം സ്ക്രീനിൽ വന്നു. ഞാൻ എന്റെ മാത്സ് സ്ട്രോങ് അല്ല, അതുകൊണ്ട് തന്നെ ഈസി ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോവാന്നുള്ള രീതിയിലായിരുന്നു. ഈസി ആണെന്ന് തോന്നി, ചിലതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തു പോയി, കുറച്ചൊന്ന് പണി കിട്ടി. അപ്പൊ ഇതൊരു ഭംഗിയായ റിവ്യൂ ആണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് സംഭവിച്ചേക്കുന്ന നെഗറ്റീവ് ആണ് പറഞ്ഞത് കേട്ടോ. അതല്ല, കാരണം വെച്ചാൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി പോയി. ഫിസിക്സ് കാണുന്നു, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കോ റിവ്യൂ. ക്വസ്റ്റ്യൻസ് ആദ്യം എല്ലാം ഒന്നും പരിചയപ്പെടാൻ വേണ്ടി പോയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ മുഴുവൻ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അബദ്ധം പറ്റും. അത് ശരിക്കും നോക്കണം. നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇത് എളുപ്പമായിരുന്നെന്ന് തോന്നുന്നത്. ഏറ്റവും ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് കിട്ടാതെ പോകും. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും വായിച്ചില്ലെങ്കിൽ അത് നല്ലതാണ്. എല്ലാ ക്വസ്റ്റ്യനും വായിക്കാനുള്ള സമയം അല്ലെങ്കിൽ 2023 അത്രയും സമയം കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. സമയം അല്ല, അന്ന് പ്രശ്നമില്ലായിരുന്നു. ഞാൻ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് എന്താ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അത്ര ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് സമയം ഒട്ടും തികയുമില്ല. കാരണം നമുക്ക് ഒത്തിരി സമയം മാത്സ് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇത് മതിയാവണമെന്നില്ല. ടൈം കുറച്ചുകൂടി മാത്സ് നല്ലോണം സ്കോർ ചെയ്യണമെങ്കിൽ ഈ ടൈംസ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അതായത് മാത്തമാറ്റിക്സ് ഫോക്കസ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോഴത്തേനും ടൈം കൺസ്യൂമിംഗ് ആണെന്ന് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. മാത്രമല്ല ഒരു ചെറിയ അബദ്ധം എന്ന് പറയുന്ന മാത്തമാറ്റിക്സ് ആദ്യം കണ്ടുകൊണ്ട് ഒരു ആവേശത്തിന്റെ അല്ല, ഞാൻ അവിടെ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തെന്നല്ല, നോക്കി പോയി സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്യാൻ ശ്രമിച്ചു, ജസ്റ്റ് മാർക്ക് ചെയ്തു പോയി.
പിന്നെ ഫിസിക്സിലേക്ക് തന്നെയാണ് ആദ്യം കടന്നത്. ഫിസിക്സ് ആണ് ആദ്യം ചെയ്തത്. എന്നാലും നമുക്കൊരു സ്ട്രോങ് ആയിട്ട് നമുക്കൊരു ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ ഫിസിക്സ് ആദ്യം ചെയ്തിരുന്നെങ്കിലോ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. തീർച്ചയായും കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടായിരുന്നു. കെമിസ്ട്രി ഓർഗായിരുന്നു കുറച്ചുകൂടി നമ്മൾ പോയിന്റ് ചെയ്യേണ്ടത്. നമുക്ക് എവിടെയാണോ നമുക്ക് സ്ട്രോങ് അത് ആദ്യം എടുക്കാൻ നമ്മൾ ഓട്ടോമാറ്റിക് ഒന്ന് ടച്ച് ചെയ്യണം. അതായത് അത് ഡിസൈൻഡ് ആയിട്ട് വേണം ഇവർ പോകാൻ. അതായത് അങ്ങനെ തീരുമാനിച്ച് വേണം പോകാൻ. അല്ലാണ്ട് എക്സാം ഹാളിൽ കയറി ആദ്യം ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ടോ, കണ്ടോ, അപ്പൊ അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറകെ ഒരുപക്ഷെ ഇദ്ദേഹം പോയി കാണും. അങ്ങനെ പോകരുതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു നടന്നത് അല്ലേ? നമുക്ക് ഇനി അടുത്ത ആളോട് ചോദിച്ചാലോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്. കാരണം ഇന്ന് രാവിലത്തെ ആ ഒരു സ്ട്രഗിള് നമ്മൾ എടുത്ത ആ ഒരു എഫേർട്ടിന്റെ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. നമുക്ക് 12-ാം തീയതി പെർസെന്റേജ് സ്കോർ അറിയാനായിട്ട് സാധിക്കും. 26-ാം തീയതിക്ക് വേണ്ടിയിട്ട് ഇന്ന് മുതൽ 26-ാം തീയതി നമ്മൾ ഇതുപോലെ ലൈവിൽ നിൽക്കുമ്പോൾ നമുക്ക് IIT-കളിലോട്ടുള്ള സാധ്യതകൾ തന്നെയാണ്. അല്ല, അദ്ദേഹം കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ? എന്തായാലും അല്ലേ? ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, പേരെങ്ങനെയായിരുന്നു പറഞ്ഞത്? ഹാർദിക്. ഓക്കെ ഹാർദിക്, താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ അധികം പോയിന്റ്സുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് അടുത്ത കുട്ടിയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വിളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്ന് 30-ാം തീയതി രാവിലത്തെ ഷിഫ്റ്റ് എഴുതിയ രണ്ടാമത്തെ കുട്ടിയാണ് നമ്മളിപ്പോ ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. പ്ലീസ്. പേരെങ്ങനെ? അഭിജിത്ത്. എവിടുന്ന് വരുന്നു? തൃശ്ശൂർ. ഓക്കെ, നമുക്ക് 2023 ഫോക്കസ് ചെയ്തുകൊണ്ട് ആദ്യം ചോദിച്ച ആ ചോദ്യം തന്നെ ഒരിക്കൽ കൂടി ചോദിച്ചോട്ടെ. 23-ന്റെ ആദ്യ സെഷനിൽ നിന്ന് വെളിയിൽ വന്നപ്പോഴും ഇന്ന് 24-ന്റെ ആദ്യ സെഷനിൽ നിന്ന് വെളിയിൽ വരുമ്പോഴും എങ്ങനെയായിരുന്നു കോൺഫിഡൻസ് ലെവല്? അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡീമോട്ടിവേറ്റഡ് ആയിരുന്നു അന്ന് എക്സാമുകളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ. അന്ന് നമുക്ക് തോന്നുമായിരുന്നോ +1 +2 ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറെ അധികം ശ്രദ്ധിക്കാൻ പറ്റുമായിരുന്നുണ്ടോ, അതോ ബോർഡ് എക്സാം തന്നെ ആയിരുന്നോ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്? അല്ല, ഞാൻ തീർച്ചയായിട്ടും നോക്കാമായിരുന്നു എന്ന് നമ്മുടെ ലോങ് ടൈമിന് പഠിക്കുന്ന പിള്ളേരോടുള്ള ഒരു തീർച്ചയായിട്ടും. കാരണം നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങളുടെ സയൻസും മാത്സും നല്ല ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു എക്സാം നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കും അല്ലേ? പക്ഷേ സിലബസ് ഒക്കെ വന്നതിന് ശേഷം ഇപ്പം ഒപ്പം പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ കിട്ടാനുള്ള ഒരു സാധ്യത കൂടുതലല്ലേ കാണുന്നത്? അപ്പോൾ ഈ ലെവലുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ +1 +2 നന്നായിട്ട് തയ്യാറെടുക്കുന്ന ഒരാൾക്കാണെങ്കിലും ഈ ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞു, അതായത് ടൈം മാനേജ്മെന്റിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും, ഇപ്പം ഇതിനു മുന്നേ വന്ന ഹാർദിക് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലോ അങ്ങനെ ഏത് സബ്ജക്റ്റാണ് ആദ്യം എടുത്തത്? ഞാൻ എപ്പോഴും ഫിസിക്സ് എന്നാണ് തുടങ്ങാറ്. ഫിസിക്സ് തന്നെ. ക്യൂരിയോസിറ്റിയുടെ പുറകെ ഒന്നും പോയില്ല. ആദ്യമേ വന്നത് ഫിസിക്സ് ആണോ അതോ ഫിസിക്സിലോട്ട്? അല്ല, മാത്സ് ആണ് ആദ്യം ഓപ്പണായി വന്നത്. എല്ലാവർക്കും പക്ഷെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ തുടങ്ങുന്നത് ഫിസിക്സിലാണ്. ഇവിടെ മോഡൽ എഴുതുമ്പോഴും അങ്ങനെ തന്നെ എല്ലാപ്പോഴും അങ്ങനെ. ശരി. ഫിസിക്സിന്റെ ക്വസ്റ്റിനിലൂടെ കടന്നു പോയപ്പോൾ ഈ കഴിഞ്ഞ 4 ഷിഫ്റ്റിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അപ്പം ഒരു 5 ക്വസ്റ്റനെങ്കിലും വായിച്ചു കഴിഞ്ഞപ്പം എനിക്കും ഇത് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയായിരുന്നു. തീർച്ചയായിട്ടും. ഇത് കഴിഞ്ഞ 4 ഷിഫ്റ്റ് വെച്ചിട്ട് ഒരു കുട്ടി പറയുകയുണ്ടായി ന്യൂമറിക്കൽ ടൈപ്പ് കൂടുതലാണ്, ചെയ്യാനുള്ളത് കൂടുതലാണ് ഫിസിക്സ് എന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് ഷിഫ്റ്റുകളിലായിട്ട് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഉണ്ടായിരുന്നു. ഇന്ന് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. കൂടുതലും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം അതും നാളെ മറ്റന്നാളും ഒക്കെ തയ്യാറെടുക്കുന്നവർ നോക്കുക. കൺസെപ്റ്റ് വൈസ് മാത്രമല്ല, ന്യൂമറിക്കൽ ടൈപ്പ് അതായത് ചെയ്യാനുള്ള പ്രോബ്ലം വൈസ് ഉള്ളതും ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ 4 എക്സാമും കൺസെപ്റ്റ് ബേസ്ഡ് ആയിരുന്നെങ്കിൽ കൂടുതൽ ഇന്ന് 5ാമത്തേത് വന്നപ്പോൾ ഫിസിക്സ് ചെയ്യാനുള്ള ന്യൂമറിക്കൽ ടൈപ്പ് പ്രോബ്ലം ടൈപ്പും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പോയിന്റ് ചെയ്യേണ്ടതാണ് അല്ലേ? ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിൽ ഇന്നലെ വൈകുന്നേരം എന്താണ് ഫിസിക്സ് നോക്കിയത്? ഞാൻ കൂടുതലും ഫോർമുല റിവൈസ് ചെയ്യാണ് ചെയ്തത്. അത് നന്നായി അല്ലേ? ഫോർമുല ബേസ്ഡ് സ്റ്റഡി തന്നെയാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ നടത്തിയത്. അത് എന്തുകൊണ്ട് നന്നായി, കാരണം കൂടുതലും ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ചോദിക്കട്ടെ, ഇന്നലെ എക്സാമിന് കയറുന്നതിന് മുന്നേ ടെൻഷൻ ഉണ്ടായിരുന്നു? ഇന്ന് രാവിലെ എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ച അത്ര ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തവണ അത്യാവശ്യം പ്രിപ്പയർഡ് ആയിരുന്നു. അതൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. അത് കോൺഫിഡൻസ്. ഇവിടെ വരുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാണ് സാറേ, ഇവരാരും സംശയങ്ങളില്ല, കിട്ടുമോന്നുള്ള പേടിയോ ഇല്ല. ഇവരെല്ലാരും എക്സാമിന് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെ ജൂൺ മുതൽ ക്ലാസ്സിൽ ഇരുന്നപ്പം അവർക്കറിയാം സബ്ജക്ട് നന്നായിട്ട് പഠിച്ചേ പറ്റൂ, അല്ലാതെ മറ്റൊരു ഭാഗ്യ പരീക്ഷണം ഒന്നും ഇതിനകത്ത് പറ്റില്ല. സബ്ജക്ട് നല്ല ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ആ ഡെപ്തിൽ അവർ പഠിച്ചു. അത് പരീക്ഷകളിലൂടെ അല്ലേ മോഡൽ എക്സാമിലുള്ള പ്രാക്ടീസ് ചെയ്തോളം ഇവർക്ക് സിലബസ് നേരത്തെ കിട്ടി. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന ഇവര്
ടെൻഷൻ അടിച്ച് പോയാൽ പറയിക്കണം എന്ന് പറയുന്നിടത്ത് ഇവർ കൂളായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ സ്ട്രെങ്ത് അതിലും ഒരു നമുക്ക് കൂളായിട്ട് എഴുതുന്നതും അല്പം ടെൻഷനായിട്ട് എഴുതുന്നതും തമ്മിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് വേണേൽ തെറ്റിച്ചേക്കാം. ഫിസിക്സിന്റെ എല്ലാം തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടാണോ കെമിസ്ട്രിയിലോട്ട് പോയത്, അതോ നമുക്ക് റിവ്യൂ കൂടുതൽ വെക്കേണ്ടി വന്നിട്ടുണ്ടോ? അധികം റിവ്യൂ വെക്കേണ്ട വന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 2-3 ക്വസ്റ്റ്യൻസ് റിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ ചെയ്തിട്ട് റിവ്യൂ വെച്ചോ, ആൻസർ ചെയ്യാതെ റിവ്യൂ വെച്ചോ? ചിലതൊക്കെ ഡൗട്ട് ഉള്ളത് ചെയ്ത് റിവ്യൂ വെക്കുമ്പോൾ നമുക്കറിയാം, നമുക്കത് ലാസ്റ്റ് സേവ് ചെയ്യണം. അല്ലെങ്കിൽ ഇവ നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് റീഡ് ചെയ്യും അല്ലേ? കാരണം ആൻസർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ വെക്കുമ്പോൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്തതായിട്ട് തന്നെ റിവ്യൂ എടുക്കും. അതുകൊണ്ട് അത് നമ്മൾ കോൺഫിഡന്റ് തന്നെ ആയിരുന്നു, അത് മാറ്റേണ്ടി വന്നിട്ടില്ല. ഇല്ല, മാറ്റേണ്ടി വന്നില്ല. അപ്പൊ ഏകദേശം ഒരു 50 അല്ലെങ്കിൽ 75% കോൺഫിഡന്റ് ആണെങ്കിൽ ആൻസറുകളാണ്. ഇനി കെമിസ്ട്രി അത്യാവശ്യം ഈസി തന്നെയായിരുന്നു ഇന്ന്. കെമിസ്ട്രി പക്ഷെ ഇന്നലത്തെ നടന്ന എക്സാം ആയിരുന്നു ഈസി, ഇന്നത്തെ എക്സാം അത്ര ഈസി ആയിരുന്നില്ല എന്ന് പറയുന്നത് അത് കെമിസ്ട്രിയോട് ഇഷ്ടം കൊണ്ടാണോ? ഒരു പക്ഷെ ഇനിയിപ്പോ അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതൽ. ഇന്നത്തെ എക്സാമിന് മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. ഓക്കെ, അതാണ് കൂടുതലും ഇൻഓർഗാനിക് ഓർഗാനിക് ബേസ്ഡ് തന്നെ ആയിരുന്നു. അപ്പൊ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ആ പ്രിപ്പറേഷൻ ലെവൽ കൊണ്ട് തന്നെ ആയിരിക്കണം നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം ഞാൻ ഏറ്റവും വീക്ക് കെമിസ്ട്രിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ജൂണിൽ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ തന്നെ കെമിസ്ട്രിയിൽ ഞാൻ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നോ, അതോ കുറച്ച് മോഡലുകളൊക്കെ എഴുതി വന്നപ്പോഴാണ് കെമിസ്ട്രിയിൽ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായത്? അങ്ങനെ ഒരു എഫേർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രയോജനം ഇന്ന് നമുക്ക് എക്സാമിന് ഉണ്ടാകുകയും തീർച്ചയായിട്ടും. കാരണം ഈക്വൽ ഇമ്പോർട്ടൻസ് അതും പ്രധാനമാണ്. ചിലർ ടഫ് ഉള്ളത് ഒഴിവാക്കിയിട്ട് ആ സ്കോറും കൂടെ അടുത്ത സബ്ജക്റ്റിന് കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു പക്ഷേ എളുപ്പമുള്ളത് ചോദിക്കുന്നത് ഇവർ വിട്ടുകളഞ്ഞ ടോപ്പിക്കിൽ നിന്നായിരിക്കും. ഈ JEE ഇത്രയും പരീക്ഷകൾ ഉള്ളത് കൊണ്ട് ഇപ്പം നീറ്റൊക്കെയാണ് ഒരു എക്സാമേ ഉള്ളൂ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത്രയും എക്സാമിന്റെ ക്യാരക്ടർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഈ ഒരു 4-5 എക്സാം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററുകൾക്കും എല്ലാ സബ്ജക്റ്റുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഇനി ടെയിൽ എൻഡിൽ നമ്മുടെ മാത്തമാറ്റിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്തമാറ്റിക്സ് ഡൂവബിൾ ആണെങ്കിലും അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഞാനാണെങ്കിൽ അതിൽ ട്രാപ്പ് ആവുകയും ചെയ്തു. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസിൽ അവിടെ സ്റ്റക്കായി നിന്നു. ഇത് ലാസ്റ്റ് അല്ലേ മാത്തമാറ്റിക്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്? അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നാളെ ഇപ്പൊ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എന്താണ്, അതായത് നമുക്ക് ഇങ്ങനെ വേണമെന്ന് പറയാൻ പാകത്തിന് എന്താണ് മാത്തമാറ്റിക്സിനെ കുറിച്ച്? നല്ല മൊത്തം ഇപ്പൊ ഫിസിക്സ് ആദ്യം എടുത്തു, സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. കെമിസ്ട്രി രണ്ടാമത് എടുത്തു, സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. ഒരു പ്രശ്നങ്ങളും ഇല്ല. മാത്തമാറ്റിക്സിൽ വരുമ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ആവുന്നത്? എവിടെയാണ് ചെയ്തു വരുമ്പോഴാണോ, അതോ ആ ക്വസ്റ്റിനെ നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്ത് വരുന്ന കുഴപ്പമാണോ? അതായത് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, ഇതെനിക്ക് എത്താൻ പറ്റുമെന്ന് നമുക്കൊരു ലെവലുണ്ടല്ലോ, അത് അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതാണോ, അതോ ഇത് നമുക്ക് എന്താണെങ്കിലും കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ സ്റ്റക്കായ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടപ്പോ ഓക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇതിനു മുന്നേ വന്നയാൾ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് മാത്തമാറ്റിക്സ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കാൻ കാര്യം, ഇപ്പം ഞാനിവിടെ നിൽക്കാൻ കാര്യം എല്ലാവരും ഈ റിവ്യൂ പറയുന്നതിനകത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഫിസിക്സ് ഓക്കെ, കെമിസ്ട്രി ഓക്കെ, മാത്തമാറ്റിക്സ് ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു എന്നാണ്. അപ്പോൾ അതാണ് നമുക്ക് മറ്റന്നാളത്തെ എക്സാമിന് വേണ്ടി പറയേണ്ടത്. ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇതിനു മുന്നേ വന്നയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഒരേ കാര്യം. പിള്ളേരുടെ എല്ലാവരും റിവ്യൂലുള്ളത് ഒരേ കാര്യം. എന്താ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് തൊടുന്നു, പക്ഷെ 2 ലൈൻ 3 സ്റ്റെപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും അത് അത് പരിഹരിക്കണം. നമുക്കിപ്പോ അടുത്ത എക്സാമിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്തായിരിക്കും? അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ അങ്ങനെ വരരുത്. എന്താണ് നമുക്കൊന്ന് പറയാൻ പറ്റുക? അത് ചെയ്ത് നോക്കിയാൽ തന്നെ അത് കിട്ടാൻ പറ്റുള്ളൂ, അങ്ങനെ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞു വിടുന്നതാണ്. അതായത് അൺഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങളെ തുടരുത്. പക്ഷെ ഇത്തവണ അവർ ഇത്തിരി കൂടെ ട്രാപ്പ് ഇടുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. കാരണം ചെയ്ത് കൺസെപ്ഷ്യൽ ചോദ്യങ്ങളാണ് അല്ലേ, കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ലെങ്ത് അല്ല. 2023 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഓരോ ചോദ്യം എസ് എഴുതിയിരിക്കുന്ന പോലെ ആയിരുന്നു എഴുതി വെച്ചിരുന്നത്. ഇപ്പൊ ഇതില്ല. പെട്ടെന്ന് 2-3 സെന്റൻസിൽ ക്വസ്റ്റ്യൻ തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പമാണെന്നുള്ളൊരു തോന്നൽ ആദ്യം തന്നെ അവർ ഉണ്ടാക്കിക്കുന്നു. അതിനുശേഷം അവർ അതിനകത്ത് ട്രാപ്പുകൾ ഇട്ടിട്ടുണ്ട്. ട്രാപ്പുകൾ ഇട്ടിരിക്കുന്നതും സോൾവ് ചെയ്യുന്നിടത്തൊക്കെയാണ് ട്രാപ്പുകൾ ഇട്ടിരിക്കുന്നത്, ന്യൂമറിക്കൽ പ്രശ്നങ്ങളിലൊക്കെയാണ്. ശരിയല്ലേ? അതല്ലാതെ കൺസെപ്ഷ്യൽ പ്രോബ്ലംസോ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്തവണ അതാണ് പ്രശ്നം. അതായത് ഇവർക്ക്
ഇന്നലെ കണ്ട 2 ലൈൻസ് സോൾവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് കൂടുതൽ എനിക്ക് വന്നത്. കൂടുതലാണ് അതായത് മെജോറിറ്റി ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരിക്കലും. കാരണം നമുക്ക് അവിടെ തീർച്ചയായിട്ടും എല്ലാ ആൻസറും എത്തിയേ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ നമുക്കൊരു ട്രിക്കി മെത്തേഡുകൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇങ്ങനെ സോൾവ് ചെയ്ത് പകുതി വരുന്ന ചോദ്യം റിവ്യൂവിന് കൊടുത്തതിന് ശേഷം തൊട്ടടുത്ത അടുത്ത ക്വസ്റ്റിലേക്ക് പോയി ഇത് ഓർത്തിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. കാരണം പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടുത്തെ മെയിൻ കാര്യം. ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് സോൾവ് ചെയ്ത് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതായത് ഐക്യമുള്ള കുട്ടികളാണ് ഈ എക്സാം എഴുതുന്നത്. ഇവർ പ്രതീക്ഷിക്കും ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇവർക്കുള്ളതുകൊണ്ട് സമയം പോകുന്ന ഇവർ ശ്രദ്ധിക്കത്തില്ല. ഇതിങ്ങനെ ഓടുന്ന കാര്യം ഇവർ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇതിനകത്ത് സോൾവ് ചെയ്ത് കിട്ടുമല്ലോ. റൂട്ട് 3 റൂട്ട് 5 ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ അങ്ങനെ വന്നാലും അവർ ചെയ്ത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. ആ മൊമെന്റിൽ മാറി അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് 2 or 3 ചോദ്യം ചെയ്തതിന് ശേഷം തിരിച്ചു വന്നാൽ ഒരുപക്ഷെ സമയം ഉണ്ടെങ്കിൽ തിരിച്ച് കിട്ടും അല്ലേ? ഇല്ലെങ്കിൽ പോട്ടെന്ന് വെക്കാം. എപ്പോഴാണ് സമയത്തിനെ കുറിച്ചൊരു ബോധം പെട്ടെന്നൊരു ഒരു ഇത് പേടി വരുമല്ലോ, ആ സമയത്തിലോട്ട് എപ്പോഴാണ് പേടിയോടെ ഒന്ന് നോക്കിയത്? മാത്സ് തുടങ്ങി കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10 ദിവസം ഞാൻ ആയപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് അത്യാവശ്യം ടൈം കഴിഞ്ഞു. അത് കണ്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഇത് കിട്ടും, ആൻസർ കിട്ടും. പക്ഷെ അതല്ല കാര്യം, പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് കിട്ടണം. അതായത് പാടുള്ള ഒരു ചോദ്യം ചെയ്ത ഒരു കുട്ടിക്കല്ല റാങ്ക് കൂടുതൽ കിട്ടുന്നത്, എളുപ്പമുള്ള 2 ചോദ്യം ചെയ്ത കുട്ടിക്കാണ് റാങ്ക് കൂടുതൽ കിട്ടുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് എക്സാം ഹാളിൽ വേണം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? അഭിജിത്ത്. താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ. അപ്പൊ ഏപ്രിൽ 1-ാം തീയതി നമ്മൾ അത്ര ഇതൊന്നും അല്ല, നമ്മൾ എക്സാം എഴുതും, പക്ഷെ നമ്മുടെ ഫോക്കസ് അഡ്വാൻസിലേക്കായിരിക്കും. ഹാപ്പി അല്ലേ? അല്ലേ? ഹാപ്പി അല്ലേ? ശരി, താങ്ക് യു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റിവ്യൂവിൽ നിങ്ങൾ ശരിക്കും അറ്റൻഡ് ചെയ്യുന്നവരും ഇനി വരുന്ന ഷിഫ്റ്റ് എഴുതുന്നവരാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ മെസ്സേജുകൾ പറഞ്ഞു കൊടുക്കണം. കാരണം അദ്ദേഹം ഒക്കെ പറഞ്ഞത് മറക്കരുത്. എളുപ്പമാണെന്ന് തോന്നലുണ്ടാക്കിക്കുന്ന രീതിയിൽ പാടുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അവിടെ നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും നമുക്ക് ടൈമിൽ അതായത് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം സാറേ. ഒരു പാടുള്ള ചോദ്യം ചെയ്യുന്ന കുട്ടിക്കല്ല റാങ്ക്, 2 എളുപ്പമുള്ള ചോദ്യം ചെയ്യുന്ന കുട്ടിക്കാണ് റാങ്ക് എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വേണം കേട്ടോ. പാടുള്ള ചോദ്യം ചെയ്യുന്നയാൾ ബ്രില്യൻ്റ് ആണ്, അത് സമ്മതിക്കുന്നു. പക്ഷെ എളുപ്പമുള്ള 2 ചോദ്യം ചെയ്യുന്ന കുട്ടി അതിന്റെ മേളിൽ കയറി പോകും. മിനിമം ടൈം നമുക്ക് ഒരാളെയും കൂടെ, കാരണം ഇത് വളരെ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഏറ്റവും പ്രയോജനം എനിക്ക് തോന്നുന്നു കുട്ടികളിൽ നിന്ന് കിട്ടുന്ന. നമുക്ക് ഒരാളെയും കൂടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. പേരെങ്ങനെ? ലിയോൺ. നാടെവിടെയാണ്? കണ്ണൂരാണ്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു തയ്യാറെടുപ്പുകളൊക്കെ? ജൂൺ മുതലുള്ള ഒരു തയ്യാറെടുപ്പ്? കുഴപ്പമില്ല. ലിയോൺ ഹാപ്പി അല്ലേ? എക്സാം എഴുതിയിട്ട് സാറ്റിസ്ഫൈഡ് അല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്, ഹെവിലി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ആണല്ലോ അല്ലേ? വീട്ടിലൊക്കെ വിളിച്ചു എളുപ്പമായിരുന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ ആരെ വിളിച്ച് കയറ്റിയാലും ഇവർക്ക് മറുപടികൾ ഇത് തന്നെ കേട്ടോ. അപ്പം നമ്മൾ ഹാപ്പിയാണ് എല്ലാവരും. അതിനകത്ത് നമ്മൾ ഞങ്ങൾക്ക് പേഴ്സണലി 2023 എടുത്തൊരു തീരുമാനമുണ്ട്. എനിക്ക് IIT ആണ്, ഞാൻ പ്രിപ്പയർ ചെയ്താൽ കിട്ടും എന്ന് നമുക്ക് അറിയാമായിരുന്നല്ലോ. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു നിന്ന് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തീർച്ചയായിട്ടും തോന്നി. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുമായിരുന്നു, അങ്ങനെ എടുക്കാതെ നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്തതിന് ഫലം ഇന്നുണ്ടായി. തീർച്ചയായിട്ടും. അപ്പൊ സന്തോഷമാണല്ലോ അല്ലേ? സന്തോഷമാണ്. അപ്പം നമ്മൾ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ ടെൻഷൻ ഉണ്ടായിരുന്നു? എക്സാം തുടങ്ങുന്നതിന്റെ മുന്നേ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. 5 മണിക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും നോക്കിയോ? ഇല്ല. 5 മണിക്ക് എഴുന്നേറ്റ് മൈൻഡ് ക്ലിയർ ആയിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചു, ടെൻഷനുകളൊന്നും ഇല്ലായിരുന്നു. എക്സാം ഹാളിൽ ടെൻഷൻ ഉണ്ടായിരുന്നോ? എക്സാം തുടങ്ങുന്നതിന്റെ മുന്നേ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഇത് എന്താ വരാൻ പോകുന്നത്? ഇപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അതുണ്ടാവണം. നാഷണൽ ലെവൽ എക്സാം 6 ലക്ഷം കുട്ടികളാണ് ഈ പരീക്ഷ എഴുതുന്നത്. ടെൻഷനിലും പ്രഷറിലും ചെയ്യുന്ന കാര്യങ്ങളാണ് മോർ സക്സസ്ഫുൾ ആകുന്നതെന്ന് ഒരു പ്രോവർബ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ടെൻഷൻ വേണം അല്ലേ? അതുമല്ല, എന്നാലും അതിനൊരു സുഖമുള്ളൂ. കൂളായിട്ട് എഴുതുന്നതിനകത്ത് ഒരു രസമുള്ളൂ. പിന്നെ ഇതിനകത്ത് എന്ത് സർപ്രൈസ് ആണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്? എന്ത് സർപ്രൈസ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്? അത് പറ. ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് തുറന്നു, എന്തെങ്കിലും പുതിയത്, ഏറ്റവും ഇന്നലെ നോക്കി ഒരെണ്ണത്തിന്റെ ആൻസർ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പഠിക്കണം എന്ന് വിചാരിച്ച ഒരു ആൻസർ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സർപ്രൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സർപ്രൈസിംഗ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചില്ല. എന്തെങ്കിലും പുതിയ കാര്യം, അതായത് പ്രിപ്പയർ ചെയ്തതിനല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ബ്രില്യന്റിന്റെ മോഡൽ എക്സാമുകൾ ഒത്തിരി എഴുതിയതാണ്, നമ്മുടെ ഒത്തിരി പ്രോബ്ലംസ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നത് 1-2 മാസമായിട്ട് മോഡൽ എക്സാമുകൾ തന്നെയാണ് എഴുതി കൊണ്ടുപോയത്. അപ്പോൾ ഈ എക്സാമുകളൊക്കെ എഴുതിയതിനു ശേഷം ഇങ്ങനെ കയറുമ്പോഴത്തേനും ഓൺലൈൻ എക്സാമുകളും എഴുതുകയാണ് അല്ലേ? ഓൺലൈൻ എക്സാം എഴുതുന്ന കൂടുതൽ എഴുതിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കയറുമ്പോഴത്തേനും നമുക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ബ്രില്യന്റിന്റെ മോഡൽ എക്സാം എഴുതുന്ന അതേ ഫീൽ ഉണ്ടായിരുന്നു.
അത് തന്നെയാണ് ഇവരുടെ ആ ഒരു സ്ട്രെങ്തും. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴാണ് നിങ്ങളെ കാണുന്നത്. ഞങ്ങൾ ഈ കാര്യം മറുപടി പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും കാരണം ഇത് ജെനുവിൻ റിപ്ലൈ ആണ് കേട്ടോ. ഞങ്ങൾ കാര്യമായിട്ടും ചോദിക്കുന്നതാണ്. കാരണം നാളെ വരുന്ന പിള്ളേർക്ക് എന്തെങ്കിലും എക്സ്ട്രാ, അതായത് പിള്ളേർക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. നിങ്ങൾ എക്സാം ഹാളിൽ കയറിയിട്ട് പുതിയത് എന്തെങ്കിലും എനിത്തിങ് ന്യൂ വാസ് ദെയർ? ഇല്ല. നോ, ഒന്നും പുതിയതില്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഇടപെടലൊക്കെ? നമുക്ക് ഒരു കംഫർട്ടബിൾ തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വെരിഫൈ ചെയ്യുന്നതും വാലിഡ് ID പ്രൂഫും ബയോമെട്രിക്കും എല്ലാം എക്സാം ഹാളിൽ മൊത്തം നമുക്കെന്നല്ല വന്ന ഏത് കുട്ടിയാണെങ്കിലും അവരുടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് NTA എക്സാം കണ്ടക്ട് ചെയ്തത്. ഇപ്പോൾ ഈ 6ാമത്തെ എക്സാം ആകുമ്പോഴും ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് എക്സാം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചോളം അത് വളരെ നല്ല കാര്യമാണ്. ഏത് സബ്ജക്റ്റിലോട്ടാണ് ആദ്യം എത്തിയത്? ഞാൻ കെമിസ്ട്രി വെച്ചപ്പോഴും തുടങ്ങാറ്. കെമിസ്ട്രി വെച്ചാണ് തുടങ്ങാറ്. കെമിസ്ട്രി സ്ട്രോങ് ആക്കിയില്ല ഈ ഇയർ. അതല്ല, വേറൊന്ന് ചോദിക്കട്ടെ. ആദ്യം ഡിസ്പ്ലേ ചെയ്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? മാത്സ് ആയിരുന്നു. മാത്തമാറ്റിക്സ് ആയിരുന്നു. അവർക്ക് മാത്തമാറ്റിക്സ് ചാടി അതിലേക്ക് നോക്കിയോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി? ഇല്ല, നേരെ കെമിസ്ട്രിയിലേക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലും വായിച്ചു നോക്കിയില്ല. നേരെ കെമിസ്ട്രിയിലേക്ക്. കെമിസ്ട്രി പ്രതീക്ഷിച്ചത് തന്നെ ആയിരുന്നോ? ഇൻഓർഗാനിക്കോ ഓർഗാനിക്കോ? പ്രതീക്ഷിച്ചതിലും ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. സാധാരണ ബ്രില്യന്റിന്റെ മോഡലില് കുറച്ച് ലെങ്തി ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് കൊടുക്കാറുണ്ട് എപ്പോഴും. കാരണം എന്നാലേ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നോർമലി കുറച്ച് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഫിസിക്സിലേക്ക് പോകുന്നത്, സെക്കൻഡ് ഫിസിക്സ് തുറക്കുന്നത്. പക്ഷെ മാർക്ക് ചെയ്യേണ്ട വന്നില്ല, കാരണം എല്ലാം ഇനോർഗാനിക്കും എല്ലാം. അപ്പൊ അതൊരു പോസിറ്റീവ് കാര്യമല്ലേ? കാരണം ഇതിന്റെ നമ്മൾ എഴുതുന്നതിനേക്കാളും എളുപ്പമുള്ള ഒരു എക്സാം കിട്ടുന്നത് എപ്പോഴും അല്ല. അത് നെഗറ്റീവ് ആകുന്നത് മാത്സിൽ മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇവർ എളുപ്പമാണെന്ന് തോന്നി ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴേ ഈ നമുക്ക് കെയർലെസ് കൊണ്ട് തെറ്റ് വരാനുള്ള സാധ്യത. ഇങ്ങനെ ഒരു എക്സാം വരുമ്പോൾ, എക്സാമിന്റെ ആ ഒരു സ്ട്രെസ് ഒക്കെ വരുമ്പോൾ, ഇപ്പൊ നാളെയൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് അവിടെ ഒന്ന് ഇരുത്തി വായിക്കേണ്ടതായിട്ടുണ്ടോ? കെയർലെസ് കൊണ്ട് ഒരു തെറ്റ് വരാനുള്ള, അതായത് ടൈം കൺസ്ട്രെയിൻ ഉണ്ടല്ലോ, പെട്ടെന്ന് ചെയ്യുമ്പോൾ തെറ്റാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നാണ്. അത്തരം ചോദ്യങ്ങളുണ്ടോ? അതാണ് സാർ ചോദിക്കുന്നത്. 4 ചോയ്സിനകത്ത് നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ബട്ട് എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുവാണെങ്കിൽ ആ ടൈമിൽ മൈൻഡ് ക്ലിയർ ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഒന്ന് വായിച്ച് ഒന്നുകൂടെ വായിച്ച് വേണം കറക്റ്റ്. നമ്മള് മോഡൽ എക്സാമുകളൊക്കെ എഴുതിയുള്ള ശീലം ഉള്ളതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫറൻസ് എന്തായിരുന്നു? 2023 ക്വസ്റ്റ്യൻ പേപ്പറും 2024 ക്വസ്റ്റ്യൻ പേപ്പറും എനിക്ക് പേഴ്സണലി തോന്നിയത് കെമിസ്ട്രിയും ഫിസിക്സ് ഇവർ കുറച്ചുകൂടി ഈസി ആക്കി. മാത്സ് ഈസി ആക്കി ബട്ട് ലെങ്തി ആക്കി. ഈസി ആക്കി ബട്ട് ലെങ്തി ആക്കി. മാത്സ് കഴിഞ്ഞ കൊല്ലം കുറച്ചുകൂടി ഡിഫിക്കൽട്ടും കൂടിയായിരുന്നു. കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് കൂടിയായിരുന്നു. ഇത്തവണ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി കുറച്ചിട്ട് ലെങ്തി മാത്രമാക്കി. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എന്താണ് സ്റ്റെപ്സ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കും. ശരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഒരു ചെറിയ പ്രശ്നം, ഇവർക്ക് ഇത് അറിയാമെന്നുള്ള ഒരു തോന്നലില് ചാടിക്കറി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് ആ രീതിയിൽ തന്നെയാണ്, ആ രീതിയിൽ തന്നെ ഒരു പരിധിവരെ ആ രീതിയിൽ തന്നെയാണ്. അതായത് പരിചയമില്ലാത്ത ഒരു സംഗതികൾ അതിനകത്തില്ല. പിന്നെ മാത്രമല്ല അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് വെച്ചിട്ട് ഭയങ്കര എളുപ്പമുള്ളത് പോലെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മുടെ റിവ്യൂ ഓൾമോസ്റ്റ് ഇതിനകത്തെല്ലാം നമ്മളിട്ട് അതേ പാറ്റേണിൽ തന്നെ അല്ലെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കാണുന്നതുകൊണ്ടാണല്ലേ ആ 30 ചോദ്യങ്ങൾ നമുക്ക് ഏറ്റവും പരിചയമുള്ളത്. ഒരുപക്ഷെ ഇവിടുത്തെ അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കും. അതായത് നല്ലത് പ്രിപ്പയർ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൺമുമ്പിൽ കണ്ടത് തന്നെയാണ്. പരിചയമില്ലാത്ത ഒന്നുമില്ല അല്ലെ, ഒന്നുമില്ല. അങ്ങനെ ചെയ്തു വരുമ്പം നമുക്ക് സമയത്തിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് അലേർട്ട് ആകേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, മാത്സില് ഞാൻ ആദ്യം ഫിസിക്സും കെമിസ്ട്രിയും ചെയ്തപ്പോൾ എനിക്ക് മാത്സിൽ കുറെ ടൈം കിട്ടി. സോ ഞാൻ മാത്സ് തന്നെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ സാധിച്ചു. മാത്സ് ഒക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്കും തിരിച്ചു പോകേണ്ടതായിട്ട് റിവ്യൂ ചെയ്ത ചോദ്യങ്ങൾ മാത്സും കൂടെ ചെയ്തതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. അന്നേരം മാത്തമാറ്റിക്സ് ഉണ്ട്. അതിപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ വേഗമായിട്ട് ചോദിക്കുവാണ്, നമ്പർ കൃത്യം പറയണ്ട. മാത്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഫിസിക്സ് കെമിസ്ട്രിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് എണ്ണം കുറവല്ലേ ചെയ്തിരിക്കുന്നത്? എണ്ണം കുറവാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടെൻഷനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കിയുള്ള അത്യാവശ്യം എല്ലാ ചോദ്യം കണ്ടില്ലേ? എല്ലാ ചോദ്യം കണ്ടു. അതിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയല്ലേ സെലക്ട് ചെയ്തത്? ഏതെങ്കിലും ഒരു ചോദ്യം ചെയ്തിട്ട് പകുതി വഴിക്ക് നിർത്തിയിട്ട് അത് വിട്ട് കളഞ്ഞിട്ട് വേറെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അത് കാൽക്കുലേഷൻ ലെങ്തി ആണെന്ന് വിചാരിച്ചപ്പം അവിടെ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ ബാക്കി ടൈം ലാസ്റ്റ് കുറെ ടൈം വന്നു. ആ ടൈമിൽ അതും കണ്ടിന്യൂ ചെയ്തു. ലാസ്റ്റ് കുറെ ടൈം വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് JEE മെയിൻസിന്റെ എക്സാം കഴിഞ്ഞിട്ട് സമയം കിട്ടിയെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വർഷം എല്ലാ കുട്ടികളും പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യം അതാണ്. മാർക്ക് ഫോർ റിവ്യൂ ധൈര്യമായിട്ട് വെക്കാം. നമുക്കൊരു 50%, 60%, 70% അറിയാമെങ്കിൽ ആൻസർ ചെയ്തിട്ട് തന്നെ നമുക്ക് മാർക്ക് ഫോർ റിവ്യൂ വെക്കാം. ഇനി ഒട്ടും അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ റിവ്യൂവിൽ വെക്കാം. കാരണം അവസാനം നിങ്ങൾക്ക് സമയം കിട്ടും. പിന്നെ പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്ത ചോദ്യങ്ങളാണെങ്കിൽ ആ ചെയ്ത പേപ്പർ റഫർക്ക് ചെയ്ത പേപ്പർ ഒന്ന് സൂക്ഷിച്ച് വെക്കണം. കാരണം വെച്ചാൽ അതിന്റെ ബാക്കി ചെയ്താൽ മതി. അതൊക്കെ ഒന്ന് ഓർത്തോണം കേട്ടോ. കാരണം വെച്ചാൽ ഇദ്ദേഹം റഫർക്ക് ചെയ്യാനായിട്ട് അഡീഷണൽ പേപ്പർ ഒക്കെ അവർ തരുന്നില്ല. തരുന്ന പ്രശ്നങ്ങളൊന്നും ടൈമിനൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് കൃത്യമായിട്ട് സമയത്ത് അവിടെ ഇവിടെയും അറ്റവും മുറി ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാനുള്ളതുണ്ട്. അപ്പം റഫർക്ക് ചെയ്യുന്ന പേപ്പറുകൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയത് നിങ്ങൾക്ക് കളയാം. അതല്ലാത്ത പകുതി വഴി ചെയ്ത സാധനങ്ങൾ കെമിസ്ട്രിക്കൊന്നും അധികം റഫർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ക്വസ്റ്റ്യൻ അത് ഇതിന് മുന്നേ പറഞ്ഞായിരുന്നു. ക്വസ്റ്റ്യൻ വായിക്കാൻ ആൻസർ എന്നുള്ള
അപ്പോൾ അപ്പം ഹാപ്പിയാണ്, ഹെവിലി സാറ്റിസ്ഫൈഡ് ആണ്. പേരെങ്ങനെയായിരുന്നു പറഞ്ഞത്? ലിയോൺ. അപ്പോൾ ലിയോണിനെ ഒത്തിരി താങ്ക് യു. അപ്പം മെയ് 26 നമുക്ക് ഇതുപോലെ ലൈവ് സെഷൻ നമുക്ക് ചെയ്യണം. അഡ്വാൻസ്ഡിന്റെ IIT മദ്രാസും IIT മുംബൈയും ഒക്കെ ആ സീറ്റുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇഷ്ടമുള്ള കോഴ്സുകൾ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും, പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. വീണ്ടും കാണാം. താങ്ക് യു ഫോർ ജോയിനിങ്. JEE Main പോലെ ഒരു നാഷണൽ ലെവൽ എക്സാമിന് ഇത്ര കോൺഫിഡന്റോടുകൂടി ചിരിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കൂടെ ഇന്ന് രാവിലെ 12 മണി വരെ പരീക്ഷ എഴുതിയ കുട്ടികൾ ഏതാണ്ട് 1 മണിയോടുകൂടി നമ്മുടെ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിട്ട് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ കൂടെ ഒരു ഷെയർ ചെയ്യാൻ സാധിക്കാന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് വിളിക്കുമ്പോഴത്തേനും അയ്യോ അയാൾ മിണ്ടുന്നില്ല, ടെൻഷനാണ്, സങ്കടമാണ്. കാരണം നമുക്ക് ഒരു എഫേർട്ട് എടുത്തു, റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തു, കീ വന്നിട്ടില്ല, എക്സാക്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, ചെയ്തത് കറക്റ്റ് ആണെന്ന് അറിയില്ല. ഇവരെന്ത് കോൺഫിഡന്റ് ആണെന്ന് നോക്കിയേ, ഇവർ ഹെവിലി കോൺഫിഡന്റ് ആണ്. ഓരോ ക്വസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കോൺഫിഡന്റ് ആണ് കേട്ടോ. പിന്നെ എന്താ സാറേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നത്തിങ് ന്യൂ വാസ് ദെയർ, എല്ലാം ഫെമിലിയർ. എല്ലാവരും 3 പേര് പറഞ്ഞത് അവർക്ക് മൂന്ന് ടൈപ്പുള്ള ആൾക്കാരായിരുന്നു. നമ്മൾ യാദൃശ്യവശാൽ 3 പേരും 3 ടൈപ്പ് ആയിരുന്നു. അത് നമ്മുടെ ഭാഗ്യം എന്ന് കൂട്ടിയാൽ മതി. കാരണം വെച്ചാൽ 2-3 തരത്തിലുള്ള 3 ഡയമെൻഷനിലെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കേട്ടത്. ആദ്യം വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ പറഞ്ഞു, മാത്തമാറ്റിക്സ് ഓപ്പൺ ആയി വന്നു. എന്റെ ആ ഒരു ഞാൻ അറിയാതെ വായിച്ചു പോയപ്പം അതെനിക്ക് അബദ്ധം പറ്റിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അതെനിക്ക് അബദ്ധം പറ്റിയെന്ന് പറയുന്നുണ്ട്. കാരണം അത് നാളത്തേക്കൊക്കെ എന്തുമാത്രം പ്രയോജനപ്പെടുന്നത്. അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നാണ് അവര് കണ്ടോ. ആലോചിച്ച് നോക്കിയാ കുട്ടികൾ പറഞ്ഞിട്ട് പോകുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഏതാണോ ഫെമിലിയർ, ഏതാണോ കോൺഫിഡന്റ് കിട്ടുന്നത്, അത് വേണം നിങ്ങൾ ആദ്യമേ അറ്റൻഡ് ചെയ്യാൻ. മാത്രമല്ല റിവ്യൂ ചെയ്താൽ സമയമുണ്ട്. തീർച്ചയായിട്ടും പ്ലീസ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുവാണെങ്കിൽ അത് ഏത് മൊമെന്റിലാണേലും ഇഫ് ഇറ്റ് ഫൈൻ ഡിഫിക്കൽട്ട് സ്കിപ്പ് ചെയ്തോ. റിവ്യൂ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക, റഫർക്ക് പേജിൽ എഴുതി വെക്കുക, അവിടെ സ്പേസ് ഇട്ടേക്കുക. അതിനുള്ള സമയമൊക്കെ നിങ്ങൾ കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ തപ്പിക്കൊണ്ടിരിക്കും, അതിന്റെ സമയം പിന്നെയും പോകും. ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക, റഫർ ചെയ്യാൻ മിച്ചമുള്ള സ്ഥലം ഇടുക, അടുത്ത ഷീറ്റിലേക്ക് പോവുക. പേപ്പർ ചോദിച്ചാൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പേപ്പർ ഉണ്ട്, പേനയുണ്ട്. 20-21 ഷീറ്റ് വരെ ഉപയോഗിച്ചവരുണ്ട്, 3 ഷീറ്റ് ഉപയോഗിച്ചവരും ഉണ്ടല്ലേ. ടോപ്പ് മാർക്കറ്റുകൾ 3 ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള. അപ്പൊ അങ്ങനെയും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ചൊന്നും പേടിക്കണ്ട. രണ്ടും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത സംഗതികളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എക്സാം ഭയങ്കര എളുപ്പമാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ നിൽക്കുക. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. ഡിഫിക്കൽട്ട് എക്സാമിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് പെർസെന്റേജ് കൂടുതൽ കിട്ടും. നമുക്ക് സ്വകാര്യമായിട്ട് യഥാർത്ഥത്തിൽ പറയാൻ പറ്റില്ല. കാരണം കുട്ടികൾ കേൾക്കരുത്, ഈ ഒരു സെഷനിൽ ഇനി ഒരു ഡിഫിക്കൽട്ട് എക്സാം വരുന്നവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. അത് ഈ സെഷനിൽ, ഫസ്റ്റ് സെഷനിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ എക്സാമിന് കയറി ബാക്കി എല്ലാവർക്കും റിവ്യൂ ചെയ്യാൻ സമയം കിട്ടി, ബാക്കി എല്ലാവർക്കും മുഴുവൻ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് മുഴുവൻ ചോദ്യം എടുക്കാനൊന്നും പോകണ്ട. അറിയാവുന്ന ഏറ്റവും എളുപ്പമുള്ള ചോദ്യം സ്പീഡിലങ്ങ് ചെയ്തു പോയാൽ നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവാന്മാർ എന്ന് മനസ്സിലൊന്ന് പറയുക. ടഫ് ആണെങ്കിൽ അതെ, കാരണം എല്ലാ കുട്ടികളും ഇത് എളുപ്പമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കയറുന്നത്. മാത്രമല്ല ഞങ്ങൾ ഒന്നുകൂടെ പറയുവാണ്, എളുപ്പമുള്ള ചോദ്യങ്ങൾ സ്പീഡിൽ ചെയ്യുക എന്നുള്ളതാണ് JEE മെയിൻസിന്റെ നിയമം കേട്ടോ. JEE മെയിൻസിന്റെ നിയമം എളുപ്പമുള്ള ചോദ്യങ്ങൾ സ്പീഡിൽ ചെയ്യുക. കാരണം ഒരു ക്വസ്റ്റിന് മാർക്ക് കൂടുതലോ കുറവോ ഇല്ല, എല്ലാത്തിനും 4 മാർക്കാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, പാടുള്ള ഒരു ചോദ്യം സമയമെടുത്ത് ചെയ്ത കുട്ടിയേക്കാൾ റാങ്ക് മേളിൽ പോകുന്നത് എളുപ്പമുള്ള 2 ചോദ്യങ്ങൾ ചെയ്ത കുട്ടിയായിരിക്കും. അപ്പൊ ആ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിലെ ഫാക്കൽറ്റികൾ റെഡിയാണ്. ഷിഫ്റ്റ് 5-ന്റെ, അതായത് ഇന്ന് രാവിലെ നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യനുകളെ ഡീറ്റെയിൽഡ് ആയിട്ട്, കാരണം നമ്മളിപ്പോ ചാപ്റ്റർ വൈസ് നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല, ഏത് ടൈപ്പ് ആണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കാണാം, നിങ്ങൾക്ക് ഈ എക്സാമിനെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട്. സോ ഏത് ചാപ്റ്ററിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ കോൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് ലെങ്തി, ഏതൊക്കെ ചോദ്യങ്ങളാണ് അതായത് എല്ലാം ലൈൻ ബൈ ലൈൻ അല്ല പോകേണ്ടത്. ട്രിക്കി ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മുടെ ഫാക്കൽറ്റികൾ സ്റ്റുഡിയോ റെഡിയാണ്. എനിക്കൊന്ന് മാത്തമാറ്റിക്സ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ അതിൽ തുടങ്ങുകയാണ്. മാത്തമാറ്റിക്സിന്റെ ഫാക്കൽറ്റികളോട് നമ്മൾ ഈ മൈക്ക് കൈമാറുകയാണ്. വീണ്ടും നമുക്ക് ഷിഫ്റ്റ് 6, അതായത് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് എക്സാം ഹാളില്, അതായത് എക്സാം സെന്ററിന്റെ വൈബോർഡ് കൂടി അവിടുത്തെ കുട്ടികളിൽ നിന്നുള്ള ഫസ്റ്റ് റിവ്യൂ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് റിവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം ഇന്ന് രാവിലെ നടന്ന മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യന്റെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയിലോട്ട് പോവുകയാണ്. വീണ്ടും കാണാം. അപ്പൊ പോകരുത്, ഉണ്ട് കേട്ടോ. ഓക്കെ. ഹായ്, ഗുഡ് ഈവനിങ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയായിരുന്നു, ഇന്ന് വരും 5 മണിക്ക് വരും, ലൈവ് തുടങ്ങും. ഷിഫ്റ്റ് 1-ന്റെ ഷിഫ്റ്റ് 2-ന്റെ അല്ലേ സാറേ? അതെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ടൈമിന് വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം തുടക്കം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും പിള്ളേരുടെ അഭിപ്രായങ്ങൾ അറിയുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമ്മൾ നേരെ കടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിച്ചു. പൊതുവെ ഇന്നത്തെ ഷിഫ്റ്റിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ്. ഒരുവിധം എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് നമ്മുടെ കുട്ടികളെല്ലാം പറഞ്ഞിരുന്നത്. എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറേ കുട്ടികളെല്ലാം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
എല്ലാവരും നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് മാത്സിൻ്റെ ആണ് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്സിന്റെ ബാക്കി സബ്ജക്റ്റുകളുടെ കാര്യം നമ്മൾ പറയുന്നില്ല. മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാടുള്ള ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മൾ ലെങ്തി ക്വസ്റ്റ്യൻസ് വെച്ച് സമയം അതെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, എല്ലാ അധ്യാപകരും പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ലെങ്തി ക്വസ്റ്റ്യൻസ് വെച്ച് സമയം കളയാണ്ടിരിക്കുക, എളുപ്പമുള്ള ചെയ്ത് മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമെങ്കിലും സമയം എടുക്കും എന്നുള്ള ചോദ്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് റിവ്യൂവിന് വെച്ചിട്ട് പിന്നീട് വന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്കാണ്, അത് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നൊരു കുട്ടി ഒരു റിവ്യൂവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന്റെ ഒരു ഇന്നത്തെ അവന്റെ നെഗറ്റീവ് പോയിന്റ്സുകൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ ഇനി വരുന്ന 2-3 ദിവസങ്ങളിലെ എക്സാംസിന് വരുന്ന കുട്ടികൾ ആ പോയിന്റുകളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ തെറ്റ് നമ്മൾ ആവർത്തിക്കാതിരിക്കുക. അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഒഴിവാക്കുക, അറിയുന്നത് മാത്രം എഴുതുക, നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ വെച്ചോണ്ടിരുന്ന സമയം കളയാണ്ടിരിക്കുക. ശരി, നല്ലൊരു കോൺഫിഡൻസോടുകൂടി എല്ലാവരും ഒന്ന് ചെയ്യാം. ഓക്കെ, നമുക്കുള്ള മാർക്ക് നമുക്ക് തന്നെ കിട്ടും, അതിൽ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക, നന്നായി ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ മാത്സിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഇന്ന് മാത്തമാറ്റിക്സിന്റെ പ്രൊഫസർമാര് ഓൾമോസ്റ്റ് എല്ലാവരും അവൈലബിൾ ആണ്. സോ എല്ലാവരും ഇതിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് എന്താ കോംപ്ലക്സ് നമ്പറിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ അകത്ത് ഇതിങ്ങനെ കാണുമ്പോഴത്തേക്കും z = x + iy തന്നിട്ടുണ്ട്. അതുപോലെ z² x, y not equal to 0 ആണെന്ന് തോന്നുന്നു അല്ലേ? x, y not equal to 0. x, y not equal to 0 ആയിരിക്കില്ല. നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ സോ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പില്ല, ബട്ട് ഇങ്ങനെയാണെങ്കിലുള്ള ഉത്തരമാണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായത്തിൽ x, y not equal to 0 മനസ്സാർ പറയുന്നവരെ ഞങ്ങൾ ഈക്വലി റെസ്പോൺസിബിൾ ആണ്. സോ x, y not equal to 0 ആണ് വരേണ്ടിയിരുന്നത്. സോ സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ z² + i z bar = 0 എന്നാണ് നമ്മുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. സോ ഇതിന്റെ അത് മോഡ് z² വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ, മോഡുലസ് ഓഫ് z² വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് z = x + iy തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും ഇസഡിന് x + iy ഇട്ട് ചെയ്യാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ചെയ്താൽ കിട്ടില്ലെന്നല്ല, അത് പക്ഷെ കുറച്ചുകൂടി ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് മോഡുലസ് ആണ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇപ്പോഴത്തേക്ക് കൊണ്ടുപോയിട്ട് മോഡ് അപ്ലൈ ചെയ്ത് നോക്കാം. z² എന്താണ് -i × z bar. ഇവിടെ നിന്ന് നമുക്ക് മോഡുലസ് എടുത്താൽ നിങ്ങൾക്ക് അറിയാം, മോഡ് z² എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് z² എന്ന് പറഞ്ഞാൽ മോഡ് z ഹോൾ സ്ക്വയർ ആണ്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതെന്ത് വരും? -i ന്റെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. നിങ്ങൾക്ക് അറിയാം മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് z ബാറും മോഡ് z സെയിം ആണ് അല്ലേ? ഇങ്ങനെ കിട്ടും. ഇവിടുന്ന് നമുക്ക് മോഡ് z വാല്യൂ മോഡ് z 0 അല്ലെങ്കിൽ 1 എന്ന് കിട്ടും. നമ്മൾ ഫുള്ള് ചെയ്ത് കാണിക്കുന്നില്ല, അറിയാന്ന് വെച്ചിരിക്കുന്നു. സോ പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? x, y not equal to 0 എന്ന് തന്നിട്ടുണ്ട്. മോഡ് z 0 ആണെങ്കിൽ x ഉം y എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ഇത് പോസിബിൾ അല്ല. സോ z വാല്യൂ എന്താണ്? 1 ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യന്റെ ഇത് വെച്ചിട്ടുള്ള ഉത്തരവാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണെന്ന് നമുക്ക് 100% ഉറപ്പില്ല. നമ്മൾ പിന്നീട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി അവൈലബിൾ ആകുമ്പോൾ ഇതിന്റെ വേറെ സൊല്യൂഷൻ രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് കിട്ടിയ വെച്ചിട്ട് ഈ ക്വസ്റ്റിന്റെ ഉത്തരം ഇങ്ങനെ തന്നെയാണ് വരിക. സാർ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ആണെങ്കിൽ വളരെ ക്വിക്ക് ആയിട്ട് 2 സ്റ്റെപ്പിലൂടെ നമുക്ക് ആൻസർ കിട്ടും. ജനറൽ മെത്തേഡിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി അപ്പൊ കുട്ടികൾ അതുകൊണ്ടാണ് പല കുട്ടികളും പറയുന്നത് സാർ ക്വസ്റ്റ്യൻ ലെങ്തി എന്ന് പറയുന്നത്. ശരിയല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ മോഡ് z² 1 ഡാറ്റ സഫീഷ്യന്റ് കറക്റ്റ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ സാർ? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് മനീഷ് സാറിന് കൈമാറാം. ബാറ്റൻ ഞാൻ കൈമാറുവാണ്. ഓക്കെ കുട്ടികളെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ സീക്വൻസ് ആൻഡ് സീരീസ് എന്നാണ്. ഇൻ ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇഫ് സം ഓഫ് 20 ടേംസ് ഈസ് 790. ഓക്കെ, ദാറ്റ് ഈസ് സം ഓഫ് 20 ടേംസ് ഈസ് ഈക്വൽ ടു 790. ദെൻ ദ സം ഓഫ് 10 ടേംസ്, ഓക്കെ ആദ്യത്തെ 10 ടേംസിന്റെ സം ദാറ്റ് ഈസ് ഈക്വൽ ടു 145. ദെൻ what is the value of s15 - s5? നവി സാറേ, ഈ ക്വസ്റ്റ്യനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? ഇത് കാണുമ്പോ
ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10ാം ക്ലാസ് അതെ നമ്മൾ 10ാം ക്ലാസ് അതാണ് നമ്മുടെ സം ഓഫ് എ പിയുടെ ഇക്വേഷൻ വെച്ചിട്ട് അല്ലേ വളരെ സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് അപ്ലൈ അല്ലേ സാറേ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ സാറേ നബി സാറേ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സം ഓഫ് n ടേംസ് ഓഫ് an AP ഇക്വേഷൻ നമുക്കറിയാം Sn is equal to n/2 into 2a plus n minus 1 into d അല്ലേ എയും d a എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ് d കോമൺ ഡിഫറൻസ് n എന്താ നമ്പർ ഓഫ് ടേംസ് നമുക്ക് അറിയുന്ന കാര്യമാണ് നമുക്ക് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സാറേ സോ S20 = എത്രയാണ് സാറേ 790 ആണ് അല്ലേ നമുക്ക് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എത്ര വരും സാറേ 20/2 into 2a plus 20 ടേംസ് ആണ് സോ 19d വരും 19d ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ് സാർ തന്നിരിക്കുന്നത് 790 അല്ലേ ഓക്കെ സാറേ ഇവിടെ നമുക്ക് ഇതൊന്നും കട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഒരു 10 ഉണ്ട് ഈ 10 ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര 79 വരും സോ വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് a and d ദാറ്റ് ഈസ് ഈക്വൽ ടു 79 കറക്റ്റ് അല്ലേ സാറേ ഓക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇതേപോലെ തന്നെ അടുത്ത പ്രൊസീജിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം S10 തന്നിട്ടുണ്ടല്ലേ കുട്ടികളെ S10 എത്രയാണ് 145 അങ്ങനെയാണെങ്കിൽ S10 ഇക്വേഷൻ നമുക്കറിയാം എന്താണ് 10/2 സോ 10/2 into 2a plus 90 ഓക്കെ 90 ദാറ്റ് ഈസ് ഈക്വൽ 145 ആണ് കുട്ടികളെ ഇതാ ഈ 2 അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 290 വരും 290 ഡിവൈഡ് ബൈ 10 വരുമ്പോൾ 29 വരും സോ ദ ഇക്വേഷൻ ബിക്കം 2a plus 90 is equal to എത്ര വരും സാറേ 29 വരും അല്ലേ സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്ത് കിട്ടി 2 ലീനിയർ ഇക്വേഷൻ ഓക്കെ വി ഗോട്ട് 2 ലീനിയർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് 2a plus 19t is equal to 79 ആണ് ഒന്ന് then the second equation is 2a plus 90 is equal to 29 ആണ് ഇനി അറിയാലോ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാലോ so if you solve then subtract ചെയ്താൽ മതിയല്ലോ so you will get the value of d that is എത്ര വരും കുട്ടികളെ 10d is equal to എത്ര വരും 50 വരും that is d is equal to ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്താണ് 5 വരും d5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a യുടെ വാല്യൂ കിട്ടും സോ നമുക്ക് ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും 2a plus 9 into 5 45 വരും അത് അങ്ങോട്ട് വരുമ്പോൾ എത്ര വരും 29 minus 45 that is minus 60 വരും സാറേ അപ്പോൾ 2a minus 60 വരും അപ്പോൾ a എത്ര കിട്ടും സാറേ minus 8 കിട്ടും ഇനി നമുക്ക് എന്താ x15 ഉം S5 ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ S15 നമുക്കറിയാം ഇക്വേഷൻ എന്താ 15/2 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ സാർ നമുക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല സോ നിങ്ങൾക്ക് സ്റ്റെപ്പ് മനസ്സിലായല്ലോ S15 മനസ്സിലായി അപ്പൊ S15 എനിക്ക് തോന്നുന്നു സാറേ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ S15 എനിക്ക് തോന്നുന്നു 405 വരുന്നു ഓക്കെ ദെൻ S5 എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വരുന്നു സാറേ അങ്ങനെയാണെങ്കിൽ S15 മൈനസ് S5 എന്ന് പറഞ്ഞാൽ 395 ആണ് കേട്ടോ കുട്ടികളെ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ S15 മൈനസ് S5 എന്ന് പറഞ്ഞാൽ 395 ഓക്കെ ഡാറ്റ ഓക്കെ ആണ് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ബേസിക് ക്വസ്റ്റ്യൻ ആണ് അതെ 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 ഇത് കുറച്ച് ചെയ്യാനുണ്ട് ആക്ച്വലി ബട്ട് സ്റ്റിൽ ഇത് ബേസിക് ക്വസ്റ്റ്യൻ ആണ് അത് നമുക്ക് ബേസിക് കൺസെപ്റ്റ് മാത്രം പറഞ്ഞാൽ മതി സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിരൺമയി സാർ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുവാണ് സാർ വരൂ സാർ അടുത്ത ക്വസ്റ്റ്യൻ ഹലോ നമസ്കാരം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും കുറച്ച് പേടിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് കാരണം ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആൻസർ ആയിട്ടുള്ള ഓരോ ഓപ്ഷനായിട്ട് നമ്മൾ നോക്കി ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഏതാണ് ശരിയെന്നുള്ളത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഓപ്ഷനാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്കിത് അറ്റംപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിക്കുമെങ്കിലും ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് റോൾസ് തിയറം എന്ന് പറയുന്ന ഒരേ ഒരു കൺസെപ്റ്റ് മാത്രം യൂസ് ചെയ്യുന്ന ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് അറിയുന്ന ഒരു കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഓരോ ഓപ്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടി ലെങ്തി ഒന്നാണ് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താ നോക്കാം ജി ഈസ് എ നോൺ കോൺസ്റ്റന്റ് ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞത് ജി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജിയുടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ജി ഡാഷ് ഓഫ് 1/2 ഈക്വൽ ടു ജി ഡാഷ് ഓഫ് 3/2 എന്ന് പറഞ്ഞിട്ടുണ്ട് എഫ് എന്ന് പറയുന്ന ജിയുടെ ടേംസിലുള്ള ഒരു ഫംഗ്ഷൻ അത് തന്നിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് സ്വാഭാവികമായി ഓപ്ഷൻ നോക്കണം അതെ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നാൽ മാത്രമേ എന്ത് അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് ഓരോ ഓപ്ഷൻസും ഓരോ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതെ ഇതിൽ എഫ് ഡാഷ് ഉണ്ട് എഫ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഒബ്സർവ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ മനസ്സിലാക്കണം ഈ 1/2 3/2 എക്സും 2 - x ഒക്കെ കാണുമ്പോൾ റോൾസ് തിയറമാണ് എന്നുള്ളത് മനസ്സിലാക്കാം എന്തായാലും നമ്മുടെ റോൾസ് തിയറം നമുക്ക് പെട്ടെന്ന് റോൾസ് തിയറത്തിന്റെ ചെറിയ കാര്യം അങ്ങ് എഴുതാം എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി അതിൽ കണ്ടിന്യൂസ് ആണ് ഓപ്പൺ ആയി ഡിഫറൻഷ്യബിൾ ആണ് എൻഡ് പോയിന്റിൽ ഈക്വൽ വാല്യൂ ആണെങ്കിൽ അതായത് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ നമുക്ക് എക്കും ബിക്കും ഇടയിൽ ഒരു സി കിട്ടും സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ ടു 0 എന്നുള്ള ഒരു സി എക്കും ബിക്കും ഇടയിൽ കിട്ടുന്നതാണ് റോൾസ് തിയറം ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നമുക്ക് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്താ 1/2 3/2 എന്ന് പറയുന്ന ഈ പോയിന്റ് എടുത്ത് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും എഫ് ഓഫ് 1/2 എന്ന് പറയുന്നത്
പറയുന്നതും ഈക്വൽ ടു f(3/2) എന്ന് കിട്ടും. കാരണം എക്സിന് 1/2 കൊടുത്താലും എക്സിന് 3/2 കൊടുത്താലും ഉള്ളിൽ സെയിം ആളുകൾ. അപ്പൊ അങ്ങനെ കിട്ടിയോണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? റോൾസ് തിയറം പ്രകാരം എന്താ, ഒരു C ബിലോങ്സ് ടു 1/2 3/2 എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെല്ലിൽ ഒരു C ഉണ്ട്, സച്ച് ദാറ്റ് f' C ഈക്വൽ ടു 0 എന്ന രീതി കിട്ടും. ഓക്കെ, ഇനി ഇതേ കാര്യം നമുക്ക് എന്ത് ചെയ്യാം? f'(x) ടേംസിലാണ് ഓപ്ഷൻ ഉള്ളത്. ഒന്നുകൂടെ ഫംഗ്ഷൻ ഡിഫറൻസ്. പിന്നെ അതുപോലെ തന്നെ സാറേ ഒരു ഫസ്റ്റ് ഓപ്ഷനും കൂടി നമുക്ക് നോക്കണം, f'(1/2 + f'(3/2). അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം നമ്മള്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് പോവാം അല്ലേ? സെക്കൻഡ് ഡെറിവേറ്റീവ് f(x)നെ ഒന്നുകൂടെ അത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു g'(x) മൈനസ് g'(2 - x) എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ വീണ്ടും x = 1/2 x = 3/2 എന്ന് പറയുന്ന കാര്യം പോയിന്റ് കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും f'(1/2) ഈക്വൽ ടു എന്താണ്? f'(3/2) തന്നെയാണെന്ന് മനസ്സിലാവും. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടാവുന്നേ. കാരണം എന്താ, g'(1/2) g'(3/2) ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് അതും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? f' എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എൻഡ് പോയിന്റ് 1/2 3/2 ഈക്വൽ ആണെന്ന് കിട്ടി. വീണ്ടും f' എന്ത് ചെയ്യുന്നു? 1/2 3/2 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ റോൾസ് തിയറം അപ്ലൈ ചെയ്യാം. റോൾസ് തിയറം അപ്ലൈ ചെയ്യാം. ഓൺ 1/2 3/2. അപ്പോൾ എന്ത് കിട്ടി? റോൾസ് തിയറം പ്രകാരം എന്ത് കിട്ടും? f' ഈക്വൽ ടു 0 ഫോർ സം f'. അല്ലേ? f'(C) ഈക്വൽ ടു 0 ഫോർ സം C ബിലോങ്സ് ടു 1/2 3/2 എന്ന് കിട്ടി അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായി? ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷന്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നോക്കൂ, f'(x) എന്ന് പറയുന്നത് f'(1/2 f'(3/2) നിങ്ങൾ കൊടുത്താൽ അത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് ഈക്വൽ ടു 0 ആണ്. അത് ഈക്വൽ ടു 0 ആകുമ്പോൾ തന്നെ എന്താ, f'(1/2 + f'(3/2) എന്ന് പറയുന്നത് 1 ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കത് 0 ആണെന്ന് കിട്ടുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും അല്ല എന്നുള്ളത് ഉറപ്പായി. രണ്ടാമത്തെ f''ന്റെ കാര്യമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. f''(C) ഈക്വൽ ടു 0 ഫോർ സം C in 1/2 3/2 എന്നാണ്. f'(x) ഈക്വൽ ടു 0 ഫോർ അറ്റ്ലീസ്റ്റ് 1 വാല്യൂസ് ഓഫ് x in 0 to 1/2 3/2 lies in between 0 to. So we can say that. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഓപ്ഷനിലേക്ക് കുറച്ച് ചെയ്യാനായിരുന്നു, കുറച്ച് ലെങ്തി ആയിരുന്നു അല്ലേ? എങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഐഡിയ കോൺസെപ്റ്റ് ഉള്ളവർക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ശരിയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഇതാ 0 1 എന്നുള്ള ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. 0 1 എന്നുള്ള ഇന്റർവെൽ കൺസിഡർ ചെയ്താൽ നമുക്ക് 3-4 ഓപ്ഷൻസ് തെറ്റാണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ കഴിയും. അത്രേ കാര്യമുള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ ജസ്റ്റിൻ സാറാണ് വന്നിട്ടുള്ളത്. സാറേ വാ. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണല്ലേ വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എ സ്ട്രെയിറ്റ് ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ് A90 ആൻഡ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ x ആക്സിസ്. നമുക്കറിയാം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കുമ്പോൾ നമ്മൾ ആ കൂടെ കാണുന്നുണ്ട് നമ്മുടെ y ആക്സിസ് നമ്മൾ വരയ്ക്കാം, നമുക്ക് നമ്മുടെ x ആക്സിസ് വരയ്ക്കാം. അതിനുശേഷം എന്താ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ലൈനുണ്ട്. ആ ലൈൻ എന്താണ്? ഇറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് 90. നമുക്ക് തൽക്കാലം നമ്മുടെ ഈ പോയിന്റ് 90 ആയിട്ട് അസ്യൂം ചെയ്യാം. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 90. ഇതാണ് നമ്മുടെ 90 എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ അടിക്കാൻ. നമുക്കറിയാം x ആക്സിസിലുള്ള പോയിന്റ് ആണ് 90. നമുക്ക് വ്യക്തമായി തന്നിട്ടുണ്ട് എന്താണ് ആ ആംഗിൾ ആ ലൈൻ x ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്? 30 ഡിഗ്രി ആണ് ക്ലിയർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ലൈൻ ഇക്വേഷൻസ് ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് ബൈ 50 ഡിഗ്രി ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമുക്ക് ഇവിടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. നമ്മൾ പിന്നെയും ട്വിസ്റ്റ് ചെയ്യാം. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ 45 ഡിഗ്രി ആവും. അല്ല സാർ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ അതിന്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കുന്ന ഒരാൾക്ക് അറിയാം 50 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെയെങ്കിൽ സാറേ നമ്മുടെ ലൈൻ എങ്ങനെ വരും? നമ്മുടെ ലൈൻ ഏറെക്കുറെ ഇങ്ങനെയല്ലേ വരിക? നമുക്കൊരു സംശയത്തിന്റെ ആവശ്യമില്ല, ഇങ്ങനെയാണ് വരിക അല്ലേ? അപ്പോൾ എന്താ ഇവിടെ നമുക്കറിയാം, നോക്കിയേ സെയിം നമ്മുടെ എക്സ് ആക്സിസിനെ വിത്ത് റെസ്പെക്റ്റീവ് ആണ് നമ്മുടെ ലൈൻ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? 90 പോകുന്ന ഒരു ലൈനിനെ നമ്മൾ എക്സ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്താൽ ആ ലൈനും 90 കൂടെ തന്നെ പോകും. അത് നമുക്ക് ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് ഒരു സംശയം വന്നായിരുന്നു, ആക്സിസ് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത്? അതെ, അങ്ങനെ ഒരു ഡൗട്ട് നമ്മൾ പറയുന്നത് കേട്ടായിരുന്നു അല്ലേ? പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ, 90 പോകുന്ന ലൈനിന്റെ ആംഗിളിന് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. നമുക്കറിയാം 50 ഡിഗ്രി ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെയാണ് 50 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം സാറേ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ 30 ആണ്, തിരിച്ച് റീട്രേസ് ചെയ്ത് 50 ഡിഗ്രി ആണ്. അങ്ങനെ സാറേ ഈ ആംഗിൾ എത്ര വരും നമുക്കറിയാം? 15 ഡിഗ്രി. നമ്മുടെ കുട്ടികൾക്ക് സുഖമായി അറിയാം, കാരണം നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നു. അപ്പോൾ 15 ഡിഗ്രി ആണ് അറിയാം. നമുക്കറിയാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ആഫ്റ്റർ ദി റൊട്ടേഷൻ, ഈ റൊട്ടേഷൻ നടത്തിയതിന് ശേഷമുള്ള നമ്മുടെ ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുക. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻസിൽ നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ബേസിക് ആയിട്ട് 2 കാര്യങ്ങൾ വേണം. ആ 2 കാര്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാ സാറേ? ഒന്ന് ആംഗിൾ,
അതെ 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 പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത് 90 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന തീറ്റ ഈക്വൽ 15 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം നമ്മുടെ പോയിന്റ് 1 ഫോം അല്ലെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോമിൽ നമുക്കറിയാം ഏതാ സാറേ ഇക്വേഷൻ y മൈനസ് y1 ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. നമുക്കറിയാം തീറ്റ ആണ് ആംഗിൾ എങ്കിൽ ടാൻ തീറ്റ ആണ് സ്ലോപ്പ്. അത് തന്നെ ടാൻ തീറ്റ വരും. ഇവിടെ ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് x1 നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇത് വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം സാറേ y1 ആയിട്ട് നമുക്ക് ഇവിടെ 0 വരും. സോ y മൈനസ് 0 ഈസ് ഈക്വൽ ടു ടാൻ 15 ഡിഗ്രി ഇൻറ്റു എക്സ് മൈനസ് 9 ആണ് ഇക്വേഷൻ. നമുക്കറിയാം സാറേ y ഈസ് ഈക്വൽ ടു ടാൻ 15ന്റെ വാല്യൂ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 മൈനസ് √3 ഇൻറ്റു എക്സ് മൈനസ് 9 ആണ് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിക്കാൻ സാറേ പരിപാടി തീർന്നു വരും. എന്തായിരിക്കും ആൻസർ? y മൈനസ് 2 മൈനസ് √3 എക്സ് പ്ലസ് 9 ഇൻറ്റു 2 മൈനസ് √3 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ. ഒന്ന് ഓർത്ത് നോക്കണം. നമ്മൾ JEE പോലത്തെ ഒരു വലിയ എക്സാമിന് ലൈനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ കോണിക് സെക്ഷന്റെ സ്റ്റാർട്ടിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. അത് ഈ പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സാറേ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. അത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. വാല്യൂ അറിയാത്ത കുട്ടികൾ sin 15 cos 15 നമുക്ക് അറിയാം. 45 മൈനസ് 30 അങ്ങനെ ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് 2-3 സ്റ്റെപ്പിൽ കിട്ടുന്ന ആൻസർ ആണ് ഈ ഒരു വലിയ എക്സാമിന് നമ്മളിവിടെ ഫേസ് ചെയ്തല്ലേ സാറേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ ജോസഫ് സാർ വരുന്നുണ്ട്. ജോസഫ് സാർ സാറേ നമ്മൾ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് കടന്നു പോയത് സാറേ. സാർ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വെക്ടറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും എന്താ ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയായിട്ടല്ലോ തോന്നുന്നത് അല്ലേ. ഭയങ്കര സിമ്പിൾ ആണ്. കാര്യം ഒരു 2 പോയിന്റ് ഓപ്പോസിറ്റ് വെർട്ടെക്സ് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പം ABCD പാലോഗ്രാം ആണ്, ഡയഗണൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ ഇത് അല്ലേ. അപ്പോൾ അതിനകത്ത് എന്താ ഒരു പാലോഗ്രാം കാര്യം വെക്കുമ്പോഴത്തേക്കും വെക്ടറിന് ഇത്ര സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് പറയുമ്പോൾ തന്നെ എന്താ അല്ലേ ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. മെയിൻ എക്സാം അത് തന്നെ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നതിനകത്ത് ഇത്രേ ഉള്ളൂ. എന്താ പാലോഗ്രാം സാർ ജസ്റ്റ് വരയ്ക്കാം. എന്നിട്ട് എന്താ ABCD ഒരു പാലോഗ്രാം തന്നിട്ടുണ്ട്. പിന്നെ എന്താ A എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ 2, 3, 5 എന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? കിട്ടൂല്ലേ. അപ്പൊ C എന്ന് പറയുന്ന പോയിന്റ് എത്ര കിടക്കുന്നത്? -3, 4, -2 തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ മക്കളെ BD വെക്ടർ അല്ലേ അല്ലേ സാറേ. BD തന്നിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ ഇൻഫർമേഷൻ കിട്ടൂലല്ലേ. ഈ പാലോഗ്രാം ഇക്വേഷൻ ഹാഫ് ഓഫ് ഡയഗണൽ വെച്ചുള്ള ഇക്വേഷൻ എടുക്കും. ഇക്വേഷൻ D1 ക്രോസ് D2 എന്ന് വരും. അപ്പോൾ area is equal to the equation of area of the parallelogram half into modulus of എത്രയാ D1 ക്രോസ് D2 എടുത്താൽ മതി. ഡയഗണൽ വെക്ടർ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അതൊക്കെ സിമ്പിളാണ് കാര്യം ജയിക്ക് വരാന്നുള്ളത്. അത്ര സിമ്പിളാണ്. അപ്പം ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ട 2 ഡയഗണൽ കണ്ടുപിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്, പിന്നെ അടുത്ത ഡയഗണൽ കണ്ടുപിടിക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു ഡയഗണൽ D1 ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡയഗണൽ തന്നെ എടുത്തേക്കാം അല്ലേ. അപ്പോൾ എത്രയാ I പ്ലസ് 2J പ്ലസ് എന്തൊക്കെയാ 3K ആണ്. ഇനി അടുത്ത ഡയഗണൽ സാറേ ഒന്ന് മാറ്റിക്കേ. D2 എന്തായിരിക്കും ഡയഗണൽ? ഇതായിരിക്കുമല്ലോ അല്ലേ AC. അപ്പം AC വെക്ടർ കണ്ടുപിടിക്കാൻ ആർക്കറിയാമല്ലോ അതല്ലേ. OC മൈനസ് OA അങ്ങ് ചെയ്താൽ വെക്ടർ പൊസിഷൻ വെക്ടർ കുറച്ചാൽ മതി. അപ്പോൾ കാൽക്കുലേഷൻ പെട്ട് D വെക്ടർ കുറയ്ക്കുമ്പോൾ എന്ത് വരും? C മൈനസ് എത്ര ഇട്ടാ? -3 -2 ഇല്ലേ. അപ്പോൾ എത്രയാ സാർ എന്ന് പറയാം? -5 ആയി. പിന്നെ എത്രയാ 4 - 3 എന്ത് വരും? ഇറ്റ് വിൽ ബി എത്രയായിരിക്കും? 1J ആയിരിക്കും. പിന്നെ -2 - 7K ആയിരിക്കും. ഇത് തമ്മിൽ എന്തെടുത്താൽ മതി? ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ചെയ്യാവുന്ന കാര്യം. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ചെയ്യാം. ഇവിടെ എന്താ D1 ക്രോസ് D2 ഇല്ലേ. ക്രോസ് എടുക്കുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഇത് കൈ കാണുന്ന ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാം. അത് കുഴപ്പമില്ല, കിട്ടുമായിരിക്കും. IJK എടുക്കുക. എന്നിട്ട് എന്താ പൊസിഷൻ വെക്ടേഴ്സ് എഴുതിയ പോരെ. 1, 2, 3 പിന്നെ എത്രയാ? -5, 1, -7 അല്ലേ. അപ്പോൾ ബാക്കി ഒന്ന് പറഞ്ഞു Y ഇൻറ്റു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാ? -14 -3 വരും. പിന്നെ -J ഇൻറ്റു എത്രയാ? J ഇൻറ്റു വരുമ്പോൾ -7 അല്ല -7 അല്ലേ. -7 അതെ. +15 പറയാ പ്ലസ് K ഇൻറ്റു പിന്നെന്താ വരിക? +K ഇൻറ്റു 1 പ്ലസ് ഇങ്ങനെ. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും I ഇൻറ്റു വിൽ ബി ഗെറ്റിംഗ് എത്രയാ? -17 -J ഇൻറ്റു ഇവിടെ കിട്ടുന്ന 8 പിന്നെന്താ പ്ലസ് എന്ത് കിട്ടും? 11K എന്ന് കിട്ടും. ശരിയല്ലേ. അപ്പോൾ ഇതിന് എന്താ മോഡൽസ് എടുത്താൽ കിട്ടുന്ന കാര്യമുള്ളൂ. മോഡൽസ് കിട്ടുമ്പോൾ കിട്ടുന്ന കാര്യമുള്ളൂ. ബാക്കി ചെയ്ത ആൻസർ കിട്ടുന്ന കാര്യമുള്ളൂ. സമയം കളയണ്ട. നമുക്ക് ഡിസ്കസ് കാര്യമുള്ളൂ. അതിന് ആവശ്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനായിട്ട് സാറേ. ജോസഫ് സാറേ താങ്ക് യു. യെസ് വെൽക്കം സാർ. വെൽക്കം സാർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ സാറേ? സമയം കളയണ്ട. ആ ഡെസ്ക് ഒന്ന് അറേഞ്ച് ചെയ്ത്
അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ സാറേ? വെക്ടർ അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പൺ ആക്കാൻ പോകണം. ആ ഓക്കെ ആയിക്കോട്ടെ അകത്തേക്ക് ആണ്. അടിപൊളി ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ആയിക്കോട്ടെ. നമുക്കിപ്പോൾ തോന്നിയ സന്തോഷം നമ്മുടെ പിള്ളേർക്ക് എക്സാം ഹോളിൽ തോന്നിയിട്ടുണ്ടാവും. കാരണം വെട്ടിസ് ആൻഡ് ഡിറ്റർമിനൻസ് പിള്ളേർക്ക് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ എളുപ്പമായിരിക്കുമല്ലോ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പിള്ളേർക്ക് പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഏകദേശം സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മെറ്റീരിയൽ അകത്തുണ്ട്. ഞാൻ ജയിപ്പിച്ചാണ്, അപ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം ഡിറ്റർമിനന്റ് ഒരു വലിയ ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഡിറ്റർമിനന്റിനെ ഒന്ന് ചെറുതാക്കിയതിന് ശേഷം ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് ബേസിക് ഐഡിയ. ഓക്കെ, ഡിറ്റർമിനന്റിനെ ചെറുതാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിവിടെ 2 ട്രാൻസ്ഫോർമേഷൻസ് കൊടുക്കാം. നമുക്ക് R2നും R3ക്കും കൊടുക്കാം. ഓക്കെ, സോ R2 ഗീവ്സ് R2 മൈനസ് R1 കൊടുക്കാം. R2 മൈനസ് R1. അതുപോലെ തന്നെ R3 ഗീവ്സ് R3 മൈനസ് R1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ R1ന് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. R1 അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത്. ഓക്കെ, R1 ഇതാണ് 2 cos raised to 4x. ഓക്കെ, 2 sin raised to 4x. ഇത് വളരെ സിമ്പിളാ സാറേ. അതാ ഞാൻ പറഞ്ഞത്. 2 sin square 2x. അത് അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് നിർത്തി. ഓക്കെ, ഇനി ട്രാൻസ്ഫോർമേഷൻ പോവാണ്. R2 ഈസ് R2 മൈനസ് R1. R2 ഇതാണ് R2 മൈനസ് R1. അപ്പോൾ ഇത് മൈനസ് ഇത് വരും. ഇവിടെ 3. ഇത് മൈനസ് ഇത് 0. ഇത് മൈനസ് ഇത് മൈനസ് 3. അടുത്ത ട്രാൻസ്ഫോർമേഷൻ വരുന്നു R3 മൈനസ് R1. ഓക്കെ, സോ ഇത് മൈനസ് ഇത്. അപ്പോൾ ഇവിടെ 0. ഇത് മൈനസ് ഇത്. ഇവിടെ 3 വന്നു. അവിടെ വരുമ്പോൾ അവിടെ മൈനസ് 3 വരും. ഇവിടെ ചെറിയ ചേഞ്ച് ഉണ്ടോ? ഇല്ല, കുറച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തല്ലേ. അപ്പോൾ ഇവിടെ 3 ആണ്. ഇവിടെ വരുമ്പോൾ അത് ഇവിടുന്ന് R3 മൈനസ് R ആണ്. അപ്പോൾ മൈനസ് കറക്റ്റ് ആണല്ലോ, ഒരു വിഷയം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിറ്റർമിനന്റ് നമ്മൾ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ നമ്മൾ സാധാരണ ക്ലാസ്സിൽ ഒരു ഡെൽറ്റ എക്സ് നമുക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ പതിവ് തെറ്റിക്കേണ്ട, നമുക്ക് ഡെൽറ്റ എക്സ് വിളിച്ചേക്കാം. ആയിക്കോട്ടെ, അങ്ങനെയല്ലേ സാധാരണ പറഞ്ഞുകൊടുക്കുന്നല്ലേ? പതിവ് ഇങ്ങനെ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. നമ്മളോട് f ഡാഷ് ഓഫ് 0 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കാം. സോ f ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റിന്റെ ഡെറിവേറ്റീവ്. ഡിറ്റർമിനന്റ് ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ റോഡ് ഡെറിവേറ്റീവ് എടുക്കുക, ബാക്കി 2 റോ ഫിക്സ് ചെയ്ത് നിർത്തുക. പിന്നെ സെക്കൻഡ് ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ 1 ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ 2 ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ 3 ഡാഷ് ഓഫ് എക്സ്. ഓക്കെ സാർ, ഇതിന്റെ അകത്ത് പ്രത്യേകത എന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ സിമ്പിൾ ആകാൻ കാരണം എന്താണെന്നറിയോ? ഈ ലാസ്റ്റത്തെ 2 ഡെൽറ്റ 2 ഡാഷ് ഓഫ് എക്സ് സെക്കൻഡ് റോഡ് ഡെറിവേറ്റീവ് എടുക്കണം. ഇത് ഇവിടെ സെക്കൻഡ് റോ എല്ലാം കോൺസ്റ്റന്റ്സ് ആണ്. ഇത് 0 ആയി പോകും. തേർഡ് റോഡ് ഡെറിവേറ്റീവ് എടുക്കണം. തേർഡ് റോ മൊത്തം കോൺസ്റ്റന്റ് ആണ്, 0. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഡെൽറ്റ ഡാഷ് ഓഫ് എക്സ് മാത്രം. ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് മാത്രം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് എടുത്ത് വേക്കാം. ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഡിറ്റർമിനന്റ് ഓഫ് ഇതിന്റെ ഡെറിവേറ്റീവ് 4 cos cube x into cos x into derivative minus sin x. ഇതിന്റെ ഡെറിവേറ്റീവ് 8 sin cube x into cos x. ഇവിടെ 2 sin 2x into ഇവിടെ ഒരു ചെറിയൊരു കുറച്ചുകൂടെ സ്ഥലം വേണം. ഓക്കെ, 2 sin 2x into cos 2x into 2. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ ഇതുപോലെ തന്നെ 3 0 minus 3 0 3 minus 3 അല്ലേ? നമുക്ക് f dash of 0 അല്ലേ വേണ്ടത്? സോ ഇങ്ങോട്ട് ഇട്ടാ സാറേ. ഓക്കെ, സോ f dash of 0 is equal to x നുള്ള 0 എന്ന് കൊടുക്കുക. x ന് 0 എടുക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ മതി. ഇതിന്റെ അകത്ത് sin x ഉണ്ട്. x ന് 0 വരുമ്പോൾ അവന്റെ തീർന്നു, അവൻ മോട്ട. ഇവിടെ sin x ഉണ്ട്, അവന് തീരുമാനമായി 0. ഇവിടെ sin x ഉണ്ട്, sin 2x 0 അല്ലേ? തീർന്നില്ലേ? ഉത്തരം ഇതാ വരുന്നു. ഒന്നുമില്ലല്ലോ. 3 0 minus 3 0 3 minus 3 equal to 0. ഇതല്ലേ പറഞ്ഞ സിമ്പിൾ ആണ് സംഭവം. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടെ മാക്സിമം ജോബിൻ സാർ വിളിക്കുകയാണ്. ജോബിൻ സാർ വായോ. സാറേ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നോക്കാം സാറേ, സമയം കളയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ സാറേ കോണിക്കി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കോണിക്കി എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സാധാരണ കോണി സെക്ഷൻ കുറച്ച് പിള്ളേരെ വട്ടം കറക്കുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം പിള്ളേർക്ക് വളരെ സന്തോഷമായി കാണും. കാരണം ഈ ക്വസ്റ്റ്യൻ കിട്ടും. കാരണം NCERT ലെവലിൽ നിന്നുള്ള ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് ഈസ്
ദ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ്. ഒരു എലിപ്സിന്റെ മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു എലിപ്സിന്റെ മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2b ആണ് അല്ലേ? 2b ആണ്. 2b എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസി. എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസി എന്ന് പറയുന്നത്? 2AE ആണ് അല്ലേ? അതിന്റെ ഹാഫിന് ഈക്വൽ ആണ്. സോ ഹാഫ് ഓഫ് 2AE ആണ്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സെൻട്രിസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും കൂടുതലൊന്നും ആലോചിക്കാനില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ റിലേഷൻ എഴുതി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന് ഓക്കെ. സോ 2b is equal to നമുക്ക് എന്ത് കിട്ടുന്നു? AE എന്ന് കിട്ടും. 2b is equal to AE എന്ന് കിട്ടുന്നു. നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4b² is equal to a² e² എന്ന് കിട്ടും. ഇവിടുന്ന് നമുക്ക് b² a² കിട്ടും അല്ലെ? b² a² എന്ത് കിട്ടുന്നു? e²/4 എന്ന് കിട്ടും അല്ലെ? ഇത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് e² ഫോർമുല ഉണ്ടല്ലോ, അതിലേക്ക് കൊടുക്കാം. എന്താ e² ഫോർമുല എന്ന് പറയുന്നത്? e² is equal to 1 minus b²/a² ആണ് അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് നമുക്ക് ഇവിടെ b²/a² എന്താ? e²/4 ആണ്. സോ e²/4 ആണ് അല്ലെ? സോ നമ്മൾ LCM എടുത്താൽ ഇവിടെ നമ്മുടെ e² ഉണ്ട്. സോ 4e² is equal to 4 മൈനസ് e² എന്ന് കിട്ടും അല്ലെ? സോ ദാറ്റ് ഈസ് 5e² എന്ന് പറയുന്നത് 4 കിട്ടും. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ e² is equal to 4/5 എന്ന് കിട്ടും. സോ നമ്മുടെ എക്സെൻട്രിസിറ്റി E എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2/√5 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, കൂടുതലൊന്നും ആലോചിക്കില്ല, സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അറിയാവുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. സാറേ നമുക്ക് അടുത്ത സാർ റെഡിയാണ്, നമ്മുടെ സുനിൽ സാർ ഉണ്ട്. നമ്മുടെ സുനിൽ സാറേ വെൽക്കം. Thank you, sir. Thank you very much. Next problem. സാറേ ഇത് ഇന്റഗ്രേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ സാറേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ? കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ച്വലി നമ്മൾ നേരത്തെ ഉള്ള ടീച്ചേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഒരു സ്വല്പം NCERT ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് മിക്കതും. അപ്പോൾ ഒരു ആവറേജ് ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും നല്ല രീതിയിൽ സ്കോർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്കണ്ടിന്യൂറ്റി ഈസ് കമ്മിങ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് നമുക്കിതിനെ ചെയ്യാവുന്ന ഒരു കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മാക്സിമം വാല്യൂ. സാധാരണ ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് y എന്നെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുവാണെങ്കിൽ 10x ഡിവൈഡിങ് ബൈ x+1. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂയും മിനിമം വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. മാക്സിമവും മിനിമവും നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ x0 കൊടുക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കി കാണാവുന്നത് x0 മുതൽ 9 വരെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ വൈയുടെ വാല്യൂ വേരി ചെയ്യുന്ന 0 to നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വാല്യൂ വേണമെങ്കിൽ ചെക്ക് ചെയ്തേക്കാം. സ്ക്വയർ റൂട്ടാണ് നോക്കുന്നതെങ്കിൽ ഇത് 0 to 3 വരെ വരുന്നുള്ളൂ. അപ്പോൾ ഇൻറ്റിജർ വാല്യൂവിൻ്റെ ഇൻറ്റഗ്രേഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻറ്റഗ്രൽ വാല്യൂ ഓഫ് അത് നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞാൽ 0ക്കും 3ക്കും ഇടയ്ക്ക് ഇതിൻ്റെ വാല്യൂ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 1 വരുന്നത് എപ്പോഴാണ് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ഈ 10x ഡിവൈഡിങ് ബൈ x+1 1 വരുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഈ എക്സിൻ്റെ വാല്യൂ 10x 9x 1/9 എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ 0 to 1/9ൻ്റെ കേസിൽ ഈ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് 0ക്കും 1നും ഇടയ്ക്കായതുകൊണ്ട് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് 0 എന്ന് വരുന്നത്. അടുത്ത നമുക്കിതിൻ്റെ ഇൻറ്റിജർ വാല്യൂ ചെക്ക് ചെയ്യേണ്ടത് 10x ഡിവൈഡിങ് ബൈ x+1 എന്ന് പറയുന്നത് 2 വരുന്ന കേസിൽ സ്ക്വയർ ചെയ്യണമല്ലോ സാറേ. അപ്പോൾ ഇത് 4 വന്നാലല്ലേ ഇത് 2 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് വരാൻ പോകുന്നത് 4x 6x = 4 എന്ന് വരും. അതായത് എക്സിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് 2/3 ആണ്. നമുക്ക് ബെറ്റർ ഇതിനെ 6/9 എന്ന് എഴുതുന്നതാണ് നല്ലത്. കാരണം ആ ഡിഫറൻസ് എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ സാറേ? അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു രീതി പറഞ്ഞാൽ NCERT ലെവലിലെ ക്വസ്റ്റ്യൻ തന്നെയാണിത്. എങ്കിലും നമ്മൾ അതൊരിക്കൽ കൂടി ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ വരുന്നത് കാൽക്കുലേഷൻ പാർട്ടൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്കിവിടെ 0 to 1/9 അല്ലേ സാറേ ആദ്യം നമ്മൾ എഴുതുന്നത്. അപ്പോൾ അവിടെ 0 ആയിരിക്കും തരുന്നത്. അടുത്തത് നമുക്കിവിടെ കിട്ടുന്നത് 1/9 to
6/9 ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് 1dx ആണ് വരാൻ പോകുന്നത്. അടുത്തത് 6/9 മുതൽ ലാസ്റ്റിൽ വരുന്നതല്ലേ ഉള്ളൂ. ഇനി ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, വൈയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to 3 വരെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 6/9 to 9. അപ്പോൾ ആ കേസ് നമ്മൾ 2 എഴുതണമെന്ന് നിങ്ങൾ ഓർക്കണം. കാരണം ഇത് 6/9-ഉം 9-നും ഇടയ്ക്ക് അതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് 2-നും 3-ക്കും ഇടയ്ക്കാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് കാൽക്കുലേഷൻ ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ക്ലിയർ ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇനി ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ ഇത് കിട്ടുന്നത് 6/9 മൈനസ് 1/9 എന്ന് പറയുന്ന ഒരു കേസ് വരുന്നുണ്ട് അല്ലേ സാറേ? ഇനി ഇവിടെ 2 ടൈംസ് ആണ് വരുന്നത്. 9 മൈനസ് 6/9 ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ കിട്ടാൻ പോകുന്ന 5/9 എന്ന് പറയുന്ന കേസിൽ വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ 9 മൈനസ് ഈ 3 ക്യാൻസൽ ചെയ്തിട്ട് 2/3 എന്ന് തന്നെ എഴുതാം. അപ്പോൾ ആ രീതിയിൽ നമ്മളിത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് 5/9 പ്ലസ് 2 ടൈംസ് 25 വരും അല്ലേ സാറേ? 25/3 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നത് നമുക്ക് LCM സെയിം ആക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് 50 അല്ലേ, ഒരു 3 കൂടി ആകുമ്പോൾ 150/9 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് കിട്ടുന്നത് 150/9 എന്നായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചും ഈ ക്വസ്റ്റിന് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നമ്മളിത് മെമ്മറി ബേസ്ഡിലായതുകൊണ്ട് ഇവിടെ ഒരു 9 എന്ന് കൂടി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് 155 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ കിട്ടാനാണ് ചാൻസ്. അപ്പോൾ ഈ രീതിയിൽ മെമ്മറി ബേസിലായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഇപ്പോൾ. അപ്പോൾ 150/9 എന്ന് നമുക്കിവിടെ കിട്ടിയതിൽ അതിൽ നമുക്ക് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 155 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ അത് ഇച്ചിരി കാര്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നും ഇല്ലെങ്കിൽ കൂടിയും വളരെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മനസ്സാറാണ് കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. മനസ്സാറാണ് നമ്മളുടെ ബോൺ. താങ്ക് യു. നെക്സ്റ്റ് പ്രോബ്ലം സാറേ, ഇത് വെക്ടറിലെ ക്വസ്റ്റൻ ആണ്. ലെറ്റ് A, B be 2 vectors such that magnitude of vector A is equal to 1, magnitude of vector B is equal to 4, A dot B is equal to 2. അതിനകത്തൊരു ചെറിയ പ്രിന്റിങ് എനിക്ക് തോന്നുന്നു സാറേ, അത് C ആയിരിക്കും. സി ആണ്. സി വെക്ടർ C എന്നായിരിക്കും. രണ്ട് വെക്ടറിന്റെ സം മാഗ്നിറ്റ്യൂഡിൽ എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇത് C. വെക്ടർ C is equal to A cross B plus 4B എന്നത്. അതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് C ആണ് സാറേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തെ അത് നമുക്ക് ഫെമിലിയർ ആണ്, പക്ഷേ ഒരു റെഡിമെയ്ഡ് സ്റ്റെപ്പിലാണ് തുടങ്ങുന്നത് സാറേ. വെക്ടർ C അവർ തന്നിട്ടുണ്ടല്ലോ. വെക്ടർ C is equal to A cross B പ്ലസ് 4B എന്നവർ തന്നിട്ടുണ്ട് സാർ. ഇതിലേ നമുക്ക് എഴുതി വെക്കാത്തൊരു സംഗതിയാണ് ബോക്സ് പ്രൊഡക്റ്റ്. പക്ഷേ സിലബസിനകത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു കൺസെപ്റ്റ് എടുക്കേണ്ടതാണോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ മൊത്തം ഒരു B കൊണ്ട് ഡോട്ട് എടുത്താൽ, B ഡോട്ട് C എടുത്താൽ ദാറ്റ് ഇസ് ഈക്വൽ ടു B ഡോട്ട് സാർ A ക്രോസ് B ആകും, പ്ലസ് 4 ഇൻറ്റു B ഡോട്ട് B മോഡ് B സ്ക്വയർ. ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടല്ലോ. ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സാർ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബേസിക് പറഞ്ഞിരിക്കുകയാണ്. ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. ബി ഡോട്ട് സി എടുക്കാം. ഇത് ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വേണമെന്നില്ല. കാരണം A ക്രോസ് B പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B എന്ന് പറയുന്നതുകൊണ്ട് തന്നെ B ഡോട്ട് A ക്രോസ് B എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇത് 0 ആയിരിക്കും. പ്ലസ് 4 ടൈംസ് ഇത് മോഡ് B സ്ക്വയർ ആണ്. B ഡോട്ട് B എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് B സ്ക്വയർ ആണ്. അതായത് 4 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B അവർ തന്നിട്ടുണ്ട്. 4 തന്നിട്ടുണ്ട്. സോ 4 ഇൻറ്റു 4 നമുക്ക്. അപ്പോൾ B ഡോട്ട് C എന്ന് പറയുന്നത് 16 മോഡ് B സ്ക്വയർ ഉണ്ട്. അപ്പോൾ 4 സ്ക്വയർ. അപ്പോൾ 16 ഇൻറ്റു 4 ഇൻറ്റു 16 എന്ന് കിട്ടും. ഇനിയുള്ള പ്രശ്നം നമുക്ക് B ഡോട്ട് സിയുടെ ഡെഫിനേഷൻ നമുക്കൊന്ന് എഴുതാം. ചുമ്മാ നമുക്ക് ആ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനേഷൻ എഴുതിയാൽ പോരെ സാറേ. B ഡോട്ട് സി എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് B into magnitude of C into cos theta is equal to 4 into 16 എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ഇതിനകത്തൊരു ചെറിയ പ്രശ്നം, മാഗ്നിറ്റ്യൂഡ് ഓഫ് B അവർ തന്നിട്ടുണ്ട് ഡയറക്റ്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് C അവർ തന്നിട്ടില്ല. അതാണ് ഈ ക്വസ്റ്റിനിൽ ഒരു ശകലം ലെങ്തി പോർഷൻ വരാനുള്ള സാധ്യത. ഇപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് C തരാത്തതുകൊണ്ട് തന്നെ, പക്ഷേ നമ്മൾ പ്രാക്ടീസ്ഡാണ്. ഇപ്പം മാഗ്നിറ്റ്യൂഡ് തന്നിട്ടില്ലെങ്കിൽ തരുന്ന എക്സ്പ്രഷൻ്റെ സ്ക്വയർ എടുക്കാന്നുള്ള ഒരു പക്ഷേ ആ ഒരു സംഗതിയിലായിരിക്കും കുട്ടികൾ ഒരു പക്ഷേ ഇത് മോഡ് C എന്ന് പറയാനൊരു കാര്യം. മോഡ് C എന്ന് പറയുന്ന മോഡുലസ് ഓഫ് A ക്രോസ് B പ്ലസ് 4B. ഇവിടെ സ്ക്വയർ എടുക്കാം. മോഡ് C സ്ക്വയർ എന്ന് പറയുന്നത് എടുത്താൽ സാർ ഇവിടെ നമുക്ക് A പ്ലസ് B ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ട്. ഫോർമുല അപ്ലൈ ചെയ്താൽ ദിസ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് A ക്രോസ് B ദ ഹോൾ സ്ക്വയർ പ്ലസ്
ഇത് 16 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ദ ഹോൾ സ്ക്വയർ. സാർ ഇനി ഞാനേ 0 എഴുതിക്കോട്ടെ. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേനും എ ക്രോസ് ബി ഡോട്ട് ബി എന്ന് പറയുന്നത് 0 വരും. അപ്പോൾ 0 വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ ഇൻറ്റു സാറേ ഞാൻ ഇതിനകത്തെ ഒരു ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എഴുതുവാണേ. വെക്ടർ എ ആൻഡ് വെക്ടർ ബി കൊടുക്കത്തില്ലേ? അപ്പം അങ്ങനെ കൊടുത്താൽ ഇവിടെ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റയല്ലേ സാറേ വരുന്നത്, പ്ലസ് 16 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്ന 4 സ്ക്വയർ, ശരിയല്ലേ? സോറി സൈൻ സ്ക്വയർ ആൽഫ. താങ്ക് യു. ആൽഫയാണ് ആംഗിൾ ബിറ്റ്വീൻ എഴുതിയത്. ദറ്റ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ ഇൻറ്റു ഈ സൈൻ സ്ക്വയർ ആൽഫനെ നമ്മളൊരു 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് കൊടുത്താൽ ഇതുണ്ടോ ഈ വാല്യൂ കിട്ടി. എ ഡോട്ട് ബി അവിടെ കൊടുത്തിട്ടുണ്ട്. എ ഡോട്ട് ബി അല്ലെങ്കിൽ സാറേ എ ക്രോസ് ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് എ ഡോട്ട് ബിയുടെ ടൈമിലേക്ക് എഴുതാൻ അറിയുവാണെങ്കിൽ ദാറ്റ് വിൽ ഫൈൻ, കുഴപ്പമൊന്നുമില്ല. അപ്പം എ ഡോട്ട് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 വരുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് 1 ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് 4 ആണ്, ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് 1/2 കിട്ടും. കോസ് തീറ്റ 1/2 കിട്ടിയാൽ നമുക്ക് ഇവിടെ സൈൻ സ്ക്വയർ ആൽഫ, കോസ് തീറ്റ അല്ല സാറേ, അവിടെ രണ്ടും ആൽഫ കൊടുക്കണം. അതിൻ്റെ മിസ്റ്റേക്കാണ്, ആൽഫയാണ് കൊടുക്കേണ്ടത്. ആൽഫ കൊടുത്താൽ നമുക്കിവിടെ സൈൻ സ്ക്വയർ ആൽഫയ്ക്ക് വരെ നമുക്കൊരു 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ കൊടുക്കാം, പ്ലസ് 16 ഇൻറ്റു 4 സ്ക്വയർ ചെയ്താൽ ഈ ഒരു സിംപ്ലിഫിക്കേഷനിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് സി സ്ക്വയർ കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് സിയുടെ വാല്യൂ തിരിച്ചിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസ് തീറ്റ ആൻസറിലേക്ക് എത്തും. അപ്പോൾ പിന്നെ വലിയൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ഇത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ലെങ്തിയാണ്. മാത്രമല്ല സാറേ വെക്ടറിന്റെ ഓൾമോസ്റ്റ് എല്ലാ കൺസെപ്റ്റുകളും ഒരുപാട് കൺസെപ്റ്റുകൾ ഇപ്പോൾ ക്രോസ് പ്രൊഡക്റ്റിന്റെ ആണെങ്കിലും ഡോട്ട് പ്രൊഡക്റ്റിന്റെ ആണെങ്കിലും പെർപെൻഡിക്കുലർ, പിന്നെ എല്ലാത്തിന്റെ കോൺസെപ്റ്റ് ഒരേ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നൊട്ടേഷൻ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. സാറേ അതിന്റെ റെഡിമെയ്ഡ് സ്റ്റെപ്പില്ല, സ്റ്റാർട്ടിംഗ് റെഡിമെയ്ഡ് സ്റ്റെപ്പിനാണ് പ്രശ്നം. അപ്പൊ അത് സാറ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിനകത്ത്. കാരണം വെച്ചാൽ ബി ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി കണ്ടുപിടിക്കണമെങ്കിൽ ബി ഡോട്ട് സി വേണം. അപ്പൊ പിന്നെ ആ ഒരു ഐഡിയയിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ സാർ താങ്ക് യു ഫോർ ജോയിങ്. സാർ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മുടെ അരുൺ സാർ റെഡിയാണ്. അരുൺ സാർ എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് കേട്ടോ. സാർ അടുത്ത ക്വസ്റ്റ്യൻ സാറേ, ഇപ്പോൾ നമ്മളെ 9 ക്വസ്റ്റ്യനോളം കഴിഞ്ഞു. നമ്മുടെ പിള്ളേർ ഹാപ്പി ആയിരിക്കും, ഉറപ്പല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നവരല്ല, വണ്ടി നിർമ്മിക്കാൻ ശ്രമിക്കുന്നവരാ. ശരിയാണോ? ശരിയല്ലേ? അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ദ ഡൊമൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് 2 മൈനസ് മോഡ് x ബൈ 4 പ്ലസ് ലോഗ് ടു ദി ബേസ് ഇ ആണ്. x മൈനസ് 3 ദ ഹോൾ റേസ് ടു -1 ആണ്. എന്താണ് ആ ഡൊമൈൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൽഫ ബീറ്റ ഗാമ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇപ്പോൾ 2 ഫംഗ്ഷന്റെ സമ്മാണ് സാറേ. അപ്പം 2ന്റെ ഡൊമൈൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇന്റർസെക്ഷൻ എടുത്താൽ പോരെ. അപ്പോഴേ കോസ് ഇൻവേഴ്സിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, കോസ് ഇൻവേഴ്സിന് -1നും 1നും ഇടയ്ക്കല്ലാത്ത ഒരു നമ്പർ ഇഷ്ടമല്ല. ശരിയാണല്ലോ? അപ്പോൾ നമ്മൾ എന്താ എഴുതണ്ടേ? 2 മൈനസ് മോഡ് x ബൈ 4. ഇത് എവിടെയായിരിക്കണം ഈ വാല്യൂ? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യുന്ന ബേസിക് മെത്തേഡാണ്. 4 മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് -4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് മോഡ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. നമുക്കൊരു ഒരു 2 സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? 2 സബ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് -6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് മോഡ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരും. ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. ഇങ്ങനെ വരുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ട അല്ലേ? -2 ഇതിനൊന്നും ബാധകമല്ല. 0 to 6ന്റെ നെഗറ്റീവ് കൺസിഡർ ചെയ്യുക. അപ്പോൾ x ബിലോങ്സ് ടു എന്ത് വരും? x ഈസ് ബിലോങ്സ് ടു ഇസ് ക്ലോസർ അല്ലേ, ഈക്വൽ ടു അല്ലേ? അപ്പോൾ നോക്കിയേ, കോസ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഒരാളുടെ കിടപ്പുണ്ട് ലോഗരിതം. വീണ്ടും ലോഗരിതത്തിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ലോഗരിതത്തിന് നെഗറ്റീവ് നമ്പേഴ്സ് ഇഷ്ടമല്ല, 0 ഇഷ്ടമല്ല. കാരണം ഓൾറേസ് -1 കിടക്കുന്നതുകൊണ്ട് ആക്ച്വലി അത് എന്താണ്? 1/ലോഗ് x - 3. അപ്പോൾ 2 പ്രശ്നങ്ങൾ. ലോഗരിതത്തിന് ഇഷ്ടമല്ലാത്തത് എന്തൊക്കെ? -ഉം 0 അല്ല. അപ്പോൾ ഒറ്റ കാര്യം കണ്ടീഷൻ ഓക്കെയാണ്. x - 3 ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ ഡിവിഷൻ കാണുന്ന എല്ലാവർക്കും മാത്തമാറ്റിക്സിൽ നമ്മൾ എപ്പോഴും എന്നും കാണുന്നതാണ്. ഡിവിഷൻ എന്താവാൻ പാടില്ല? ഡിനോമിനേറ്ററിൽ ആരാണ് ഡിനോമിനേറ്ററിനെ 0 ആക്കുന്നത്? ലോഗിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ 1 ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് നോക്കുമ്പോൾ x എന്താവാൻ പാടില്ല? അപ്പോൾ x 4 ആകാൻ പാടില്ലല്ലോ. അപ്പോൾ ലോഗ് 1 വരും. അപ്പോൾ എന്തായി പോകും? 0 ആവാൻ പറ്റില്ല. ഇതിന് ഇന്റർസെക്ഷൻ നമുക്ക് ഒരുപാട് മെനക്കെടാനൊന്നുമില്ല അല്ലേ? ഇത് x ഗ്രേറ്റർ ദാൻ 3, x നോട്ട് ഈക്വൽ ടു 4. ഇവിടെ -6 to 6 ക്ലോസർ ആണ്. അപ്പോൾ അതിന്റെ ഇന്റർസെക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ 3 തൊട്ട് 3 ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ 3 എടുക്കാൻ പാടില്ല. ദെർഫോർ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇന്റർവൽ 3, ക്ലോസ്ഡ് 6. പിന്നെ ഒരാള് വിഷയക്കാരനുണ്ട്, അവനെ നമുക്ക് കുറച്ച് കളയാം. ഇത് മെമ്മറി ബേസ്ഡ്. പക്ഷേ ഈ ചോദ്യത്തിനകത്തല്ലേ -ആൽഫ അങ്ങനെ വരണമെങ്കിൽ എന്തോ ഒരു മാറ്റം ഉണ്ട്.
അപ്പം ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നറിയോ മൈനസ് ആൽഫ ഇസിക്കൽ 3 കൊടുത്താൽ ആൽഫ ഇസിക്കൽ -3 അങ്ങനെ എടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇനി അങ്ങനെ വരാറില്ലല്ലോ സാറിന് അല്ലേ? എങ്ങനെ കൺഫർമേഷൻ ഒന്നും കൊടുക്കണം. ഇതാണ് ഇത്രയൊക്കെ ഇതിനകത്ത് ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? കാര്യം ആൻസറിലേക്ക് പോകാതിരിക്കുന്നതാണ്. ക്ലിയർ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത 2 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ സാറേ ലിമിറ്റിന്റെ ചോദ്യം അല്ലേ? നമുക്ക് ഇത് കാണുന്ന നമ്മുടെ പിള്ളേരാണെങ്കിൽ അന്നേരം ചാടി 2-3 സ്റ്റെപ്പ് ആൻസർ ചെയ്യും. കാര്യം എന്നാ, ഫംഗ്ഷൻ കാണുമ്പോഴേ ഇങ്ങനെ ഡിനോമിനേറ്ററിൽ എക്സിന്റെ പവർ, സീരീസ് എക്സ്പാൻഷൻ ഓഫ് ഫംഗ്ഷൻസ്, e⁻x² എക്സ്പാൻഷൻ അറിയാവുന്ന, cos x എക്സ്പാൻഷൻ അറിയാവുന്ന നമ്മുടെ പിള്ളേര് 2 സ്റ്റെപ്പിൽ ആൻസർ ആണ്. ആ 2 സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യാം അല്ലേ? e⁻x² എക്സ്പാൻഷൻ, e⁻x എക്സ്പാൻഷൻ അറിയാവുന്ന എല്ലാവർക്കും ഇത് എന്ത് എഴുതാം? ലിമിറ്റ് x → 0 e⁻x². ഞാൻ 1 + x²/1 ഫാക്ടോറിയൽ. ഇനി ഞാൻ എഴുതുന്നില്ല, കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സോറി വൈകി വരല്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് എഴുതുന്നത് അല്ലേ? ഡിനോമിനേറ്റർ x² ആണ്, അതിനേക്കാളും കൂടിയ ടേംസ് ന്യൂമറേറ്റർ 0 ആകുന്ന കാര്യത്തിന് നമുക്ക് അറിയാമെങ്കിൽ പിന്നെ നമ്മൾ എഴുതാറില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ബി cos x എക്സ്പാൻഷൻ എന്താ? ഇറ്റ്സ് sin x ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 - അവിടെ x²/2 ഫാക്ടോറിയൽ. ബാക്കി ഞാൻ എഴുതില്ല, അതിന്റെ ആവശ്യമില്ല അല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ x². ഇതിന്റെ വാല്യൂ ഫൈനൈറ്റ് ആണെന്ന് തന്നേ 1/2 ആണെന്ന് അവർ പറഞ്ഞു. ഫൈനൈറ്റ് കിട്ടണമെങ്കിൽ ഇതിന്റെ കോൺസ്റ്റന്റ് 0 ആണ്. കാരണം ഇതിനേക്കാളും കുറഞ്ഞ പവറുള്ള കോയിഫിഷ്യന്റ് 0 ആണ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നോക്കി അങ്ങ് എഴുതിയാൽ പറയാം a + b 0 ആയേ പറ്റൂ. ഇനി ആൻസർ എപ്പോഴും സെയിം പവറുള്ള ഇതിന്റെ കോയിഫിഷ്യന്റ് ആണ് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിന്റെ നോക്കി ഇവിടെ x² കോയിഫിഷ്യന്റ് a ആണ്, അവിടെ x² കോയിഫിഷ്യന്റ് b/2 ഫാക്ടോറിയൽ 2 ആണ്. ഇതായിരിക്കണം ലിമിറ്റിന്റെ വാല്യൂ. രണ്ടും സോൾവ് ചെയ്താൽ ദാറ്റ് ഈസ് 2a - b. ഓക്കെ, 2a - b = 1/2 സോൾവ് ചെയ്ത്. എനിവേ ഇത് കറക്റ്റ് അല്ലെങ്കിൽ നല്ല കറക്റ്റ് ക്വസ്റ്റൻ അല്ലേ? ഇതിന് ആൻസർ ചെയ്താലോ? അല്ല, അന്നേരം നമുക്ക് ഓപ്ഷൻസ് അറിയത്തില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മുടെ സണ്ണി സാർ റെഡിയാണ്. സണ്ണി സാറിനെ ബഹുമാനപുരസ്സരം ക്ഷണിക്കുന്നു. Hello, good evening everyone. We'll move on to the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. കണ്ടോ, this is a differential equation question. Okay, now I feel some difficulty is there. What some error. That is this part. Anyway, without that also I'll solve this question. I'll show you. Okay. Well, first of all, there should be a minus sign. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടാവണം. ഓക്കെ, dy/dx. ഓൾറൈറ്റ്, ഇവിടെ കണ്ടോ കുഞ്ഞുങ്ങൾ, ശ്രദ്ധിച്ചോ? 1 - x². ഈ റൂട്ടിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോ? 3 × 1 - x². സോ 1 - x² ഈസ് നീഡഡ്. അപ്പം ഞാൻ ഇതിനെ ലെഫ്റ്റിൽ കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് -x / 1 - x² ഇൻറ്റു y. ഈ മൈനസ് ഇവിടെ തിരിച്ചു ഇപ്പുറത്ത് കൊണ്ടുവന്നു, മൈനസ് വെച്ചു. മനസ്സിലായല്ലോ ഞാൻ എന്തിനാ ഈ കീപ്പ് ചെയ്തതെന്ന്? Derivative of -x². All right. Now this is x² x³ + 2 into √3 into root of 1 - x² divided by 1 - x². Now this is a linear differential equation. So this is what they are then RP, integrating factor. That is integral e⁻⁻ p dx minus x by 1 - x² dx. There should be 2 1/2. This will be e⁻½ of logarithm of 1 - x². That means the root over 1 - x². Okay. Integrating factor. So multiplying both sides by the integrating factor and integrating. So you get what there? Y into integrating factor. That is root of 1 - x². Okay. Is equal to, look at the right side there. x³ + 2 into √3 into, this fellow will come. Up and 1 - x². Divided by, it is 1 - x². 1 - x² and x² cancel. And there is a dx. Okay. Therefore, this will be y into root of 1 - x² is equal to √3 into x⁴/4 plus 2x plus c. Your answer. Ready? Yes. ഇനി ഞാൻ ഇത് എറർ ഇല്ല, ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ that also I'll tell you how to solve. Okay. Well, we will move on to that. അറിയത്തില്ല. ഇതാണ് ഇപ്പൊ മെമ്മറി ആയതുകൊണ്ട് ഏതാന്ന് നമുക്ക് അറിയില്ല. Suppose it is ചെയ്യും dy/dx is equal to, this will become
there is no, this is out. Okay. Then this will become minus x divided by x square minus 1 y equal to x cube plus 2 into root 3 into root of 1 minus x square by 1 minus x square. Fine. അപ്പോൾ ഇവിടെ നമുക്ക് 1 minus x square മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ഇത് മാറ്റി, ഇത് മൈനസ് ആയി പ്ലസ് ആയി, കാരണം ഇവിടുത്തെ ഓക്കെ. അപ്പോൾ ഇവിടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആരായിട്ട് മാറി എന്ന് പറഞ്ഞേ? ഇന്റഗ്രൽ ഇ റൈസ് ടു ഇന്റഗ്രൽ എക്സ് ഡിവൈഡ് ബൈ 1 minus x square. We give a minus 1 by 2 2x dxi. So this is equal to e to the power minus 1 by 2 logarithm of 1 minus x square. That is മെത്തേഡ് 2. ഇവിടെ എറർ ഇല്ല, അങ്ങനെയാണ് ഞാൻ പറയുന്നത് രണ്ട് കേസിലും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ കിട്ടുന്നത്? This will be equal to 1 by root of 1 minus x square. So we multiply. For y into integrating factor is equal to integral right side into integrating factor dx. For y into 1 divided by root of 1 minus x square equal to integral. Now look at that. This will become 1 by root ആകുമ്പോൾ ഈ 1 by root കട്ട് ചെയ്ത് പോയി ഇല്ലേ? അപ്പോൾ റൂട്ട് ത്രൂ ഔട്ടായി. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 2 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഹൗ ടു ഇൻറ്റഗ്രേറ്റ് ദിസ്? ഇതും ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു. അപ്പോൾ ദാറ്റ് വിൽ ബി y ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു, ലുക്ക് അറ്റ് ദിസ് ഇൻറ്റഗ്രൽ, integral x cube divided by 1 minus x square dx plus 2 divided by 1 minus x square dx. Okay. Derivative of x square, x dx. Yes. So x square, put 1 minus x square is equal to t. Integrated. Okay. This is formula 1 by 2a logarithm of a plus x divided by a minus x. Solve. രണ്ടായാലും എറർ ഉണ്ടെങ്കിലും എറർ ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു ഇന്റഗ്രേഷൻ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാം. എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. Okay, now I'll call Mr. Rao to do the other question. Welcome. Thank you, sir. Okay. Good evening, my dear students. Be here. Okay. Okay. We will move on to the next question. Yeah. Ready? Oh, this is question number 13. Mr. Rao will be explaining it. Okay, we'll start. Yeah, function is given like this. Function is differentiable at x equal to. Yes, we know that every different function is continuous, right? So at x equal to, function is continuous as well as differentiable. So therefore, I will use at 2 left hand limit equal to right hand limit. So therefore, LHL is equal to RHL. That's the condition for continuity. Yes, continuity. Yes. So now it is limit extends to 2 minus. See, it is x greater than 2, mod x always positive. So it equals to 1 by x. It is 1 by x, right? So 2 minus, this is the function ax square plus b, and RHL is this, limit extends to 2 plus our function is 1 by x, right? Correct. So now this is a, right, we'll get a simple limit. Yeah, so it is 4a, right, plus b is equal to, it is 1 by 2, right? We'll get an equation that is what? 8a plus 2b equal to 1, equation 1. Now, function is differentiable, and so therefore right hand derivative equal to left hand derivative at x is 2. So therefore 2 plus the function is this. So 2 plus derivative is, what is that? Minus 1 by x square. So therefore minus 1 by x square at x equal 2. And 2 minus, this is the derivative, that is 2ax at x equal 2. So minus 1 by 4, this is equal 4a. You will get a equal minus 1 by 16, and substitute here, we'll get ab, then add a plus b, we'll get 11 by 6. Right. We'll move on to the next. Yes, sir. Okay. Yeah, this is a question, circle question. This is a C1 circle, and this is another point P. C be a circle of radius r centered at P, such that it meets C1 at distinct points, find the range of r.
Yes. See, if you observe this question, it is touching both the axes because g square equal f square equal c. Right. So therefore, G square yes, is equal to F square is equal to C. C. The circle touches both the axes. Mark it. mark it. And it is a circle, right? Center is 2, 2. Yes. And the radius of this also 4, 4 minus 4 is 2. Yes. So this radius 2, right? And there is another circle C1 with center P minus 1, 2 and cutting this circle. So minus 1, 2 means this only. Yes. Minus 1, 2 like this. This is the point P. And this as a center, there is a circle which cuts this C1. This C1 circle. So therefore, here, this is the situation. Yes. This is the C2. Now, we want range of this circle. That is the question. Say, this radius or say, right? Now, we know when two circles intersect, there is a condition. Yeah, C. Right. Thank you, sir. So, when two circles intersect, then the condition is mod R1 minus R2 less than or D, less than D, less than R1 plus R2. Yes, this is the condition. I am going to use this now. So, R1 is R only, mod R minus 2 less than D, distance between the centers, that is yes, PC, 9, square root 9, that is 3, right? And is less than R plus 2. R plus 2. So this is the basic maths you had solved. That is mod R minus 2 less than 3 and 3 less than R plus 2. Right? This lies between minus 3 and plus 2. Yeah. So this is minus 1 less than or less than 5. Intersection R plus 2 greater than 3. R greater than 1. So intersection is 1 to 5. Yes. Thank you, sir. Okay. Thank you, sir. Thank you. Right. All right. We will quickly move on to question number 15. After 15, question number after 15, we will move on to physics there then. Okay. This is question number 15. Look at this. If x square minus 70x plus lambda equal to 0 have roots alpha and beta, alpha beta belong to n. Alpha and beta in natural numbers are. That is positive, very clear. It is positive, absolutely positive. So alpha, beta, positive and the natural numbers. Look at this part. This is lambda by 2 is not a natural number. Lambda by 3 or natural number alla. That lambda is not divisible by 2. Lambda is not divisible by 3. Remember, find the minimum. This is very tricky. So what are we given? Alpha plus beta is equal to 70. Alpha beta is equal to lambda. Sum of the two numbers is a constant. Their product will be maximum when they are equal. So, quiet natural examination hold maximum. Wait, the way I solve. Alpha plus beta. Beta is equal to 70 minus alpha. Look at your lambda. Lambda is alpha into beta. That is alpha into 70 minus alpha. What do you calculus apply? You want minimum. This maximum alpha is equal to 35. 35 and 35. 35 into 35 will be lambda maximum. This alpha is minimum. 1 suppose alpha is equal to 1. Minimum to maximum. That is work under their function. Alpha 1 now. 1 is 35 maximum. Alpha is equal to 1. What will be your beta? 69. Not possible because they are not at all. This is not divisible by 2 and 3. Patilla. Alpha 2. Patilla. Alpha 3. Patilla. Alpha 4. 4 again. Patilla. Alpha is equal to 5. Therefore, your beta is equal to 65. You got your answer. Minimum. We have studied the concept maximum.
അത് ആൽഫ ഈസിക്കൽ 35 കാൽക്കുലസ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം മിനിമം വരുന്നത് ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് വെൻ ആൽഫ ഈസിക്കൽ 5 ആൻഡ് ബീറ്റ ഈസിക്കൽ 65 യു ക്യാൻ ഫൈൻഡ് യുവർ ലാംഡ, minimum value of lambda 5 into 65. Okay, with this we wind up our mathematics class now in order to give room for physics. Okay, stay tuned to us. Thank you. സാറേ നമുക്ക് ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഫിസിക്സിൻ്റെ ഡിസ്കഷനിലോട്ട് നമുക്ക് കയറാം. എങ്ങനെയുണ്ടായിരുന്നു സാറേ എക്സാമിൻ്റെ ഒരു രീതി? എക്സാം പൊതുവെ എളുപ്പമായിരുന്നു അല്ലേ സാറേ? കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേയിലെ എക്സാം പോലെ തന്നെ അല്ലേ? അതുകൊണ്ട് അതേ പാറ്റേൺ തന്നെ. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ടോപ്പിക് വൈസ് നോക്കുമ്പോഴും വെയിറ്റേജ് ഒക്കെ ഏതാണ്ട് ഈക്വൽ ആയിട്ട് തന്നെ വരുന്നു അല്ലേ? ചില ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് വൈസ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടല്ലേ? അതെ, കൺസെപ്റ്റ് വൈസിനേക്കാളും കൂടുതൽ കുറേ അല്ല ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ് കൂടുതൽ ചെയ്തെടുക്കണം. സമയം ഇച്ചിരി എന്നാലും നമ്മുടെ പിള്ളേരെല്ലാം ചെയ്ത് കാണും, പെട്ടെന്ന് ചെയ്ത് കാണും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഏരിയ മാത്രമേ കൂടുതൽ ക്വസ്റ്റൻസ് അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. അങ്ങനെ മോഡൽ ക്വസ്റ്റൻസ് മോഡൽ എക്സാമിനെ കാണുന്ന ക്വസ്റ്റൻ്റെ അതേ രീതി തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ അതെ. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിച്ച നമ്മളിവിടെ എക്സാമിനൊക്കെ ഇട്ട അതേ പാറ്റേണിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. നമുക്കെന്താ ക്വസ്റ്റ്യൻസിലേക്ക് പോലെ സാറേ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാറ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഞാൻ നോക്കാം സാറേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ? ഡയോപ്റ്റിക്സ് സാധാരണ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അതെ, ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് ഒബ്ജക്റ്റ് ആണ് 45 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം സാറേ, നമുക്ക് ക്വസ്റ്റൻ നോക്കാം. കോൺവെക്സ് ലെൻസ് ആണ്. യെസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിൽ ഒബ്ജക്റ്റ് ഇമേജിന് ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് അറിയാം എത്ര? 45 അല്ല സാറേ? 45 സെൻറ്റിമീറ്റർ. ഓക്കെ, എന്ന് പറയാൻ നമ്മൾ ന്യൂമറിക്കൽ അത് യുവും വിയുടെയും സമ്മാണ് അല്ലേ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെയും ഇമേജ് ഡിസ്റ്റൻസിൻ്റെയും ന്യൂമറിക്കൽ സമ്മാണ്. അതായത് മോഡുലസ് യു പ്ലസ് മോഡുലസ് വി ആണ് എത്ര? 45 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? സിമ്പിൾ നമുക്ക് യു പ്ലസ് വി എന്ന് എടുക്കാം, സോൾവ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന്. യു പ്ലസ് വി 45 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ്. ഇനി എന്തോ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ നോക്കിയ മാഗ്നിഫിക്കേഷൻ 2 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. വി നോ മാഗ്നിഫിക്കേഷൻ ഓഫ് ലെൻസ് വി ബൈ യു ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2. യെസ്, ദെൻ from that we get v is equal to 2u ആണ്. Substitute it here. We get u plus 2u. It become 3u. 3u is equal to 45 centimeter. And what we get? u is equal to 15 centimeter. നമുക്ക് object distance u 15 centimeter കിട്ടി. Substitute here we get v കിട്ടും. v എവിടെ നിന്ന് കിട്ടും? v എത്ര കിട്ടും? നമുക്ക് 30 centimeter കിട്ടും അല്ലേ? v 30 centimeter. ഇനി ചോദിച്ചിരിക്കുന്ന നോക്കിയേ, സിമ്പിളാണ്. ചോദിച്ചിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. ലെൻസ് ഫോർമുല കൊടുത്താൽ മതി. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. കറക്റ്റ്? യെസ്. ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് യുവിൻ്റെ സൈൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. യെസ്, ദെൻ 1/f ഈസ് ഈക്വൽ ടു 1/30. കറക്റ്റ്. മൈനസ് പ്ലസ് വരുമല്ലോ സാറേ? കറക്റ്റ്. 1/u 15. This is equal to 3/30. Correct? Yes. Then it become 1/10. 1/10 centimeter, that is f is equal to what we get? 10 centimeter. ഇത്ര സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നോക്കി, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്ന അതേ പാറ്റേണിലുള്ള ക്വസ്റ്റൻ തന്നെയാണ് അല്ലേ? ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. സാർ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അല്ലേ? യെസ്. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. ക്വസ്റ്റൻ നമ്പർ 2 നോക്കിയേ. ക്വസ്റ്റനിൽ പറയുന്നത് ഏത് ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റൻ ആണെന്ന് നോക്കി. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 10 meter. ആഫ്റ്റർ കൊളീഷൻ വിത്ത് എർത്ത് സർഫസ് ഇറ്റ് റൈസസ് ബാക്ക് ടു എ ഹൈറ്റ് 5 meter. Then find the impulse on the ball by earth surface if mass of the ball is 100 gram. ഇമ്പൾസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റനാണ് അല്ലേ? നമ്മളിവിടെ ഇമ്പൾസ് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് മോഷൻ ഒക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇമ്പൾസും ചേഞ്ച് ഓഫ് മൊമെൻറ്റും ഒക്കെ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇമ്പൾസിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുന്നത് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ആദ്യം ഒരു ബോൾ നമ്മൾ ഒരു സെർട്ടൺ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്, 10 meter എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് നേരെ ഗ്രൗണ്ട് സർഫസിൽ വന്ന് പതിക്കുമ്പോൾ ഇവിടെ ഒരു മൊമെൻറ്റം എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മൊമെൻറ്റം കണ്ടുപിടിക്കാനായിട്ട് ഇവനിവിടെ വന്ന് പതിക്കുമ്പോൾ ഉള്ള വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രീലി ഫോളിങ് ആയതുകൊണ്ട് നമുക്ക് v is equal to √2gh എന്ന് എടുക്കാം അല്ലേ സാറേ? അല്ലേ? അപ്പോൾ ഇതിനകത്തോട്ട് കൊടുത്താൽ √2 ഇൻറ്റു g വരുന്നത് 10 എടുക്കാം, ഇൻറ്റു ഹൈറ്റ് വരുന്നതും 10 ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എത്രയാണെന്ന് എഴുതാം? 10√2 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം താഴോട്ട് വരുമ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി v1 ആണ്. ശരിയല്ലേ?
മാസ് നമുക്ക് തന്നിട്ടുണ്ട്, യൂണിറ്റ് ശ്രദ്ധിച്ചോണം കേട്ടോ, 100 gram ആണ്. അപ്പോൾ അത് 100 × 10⁻³ കിലോഗ്രാം ആണ്. ഇൻറ്റു വെലോസിറ്റി വരുന്നത് 10√2. ഇതേ നോക്കി, ഈ 10⁻³ 10⁻³ ക്യാൻസലായി. അപ്പോൾ നമുക്കിവിടെ ഇനീഷ്യൽ മൊമെൻറ്റം വന്നിരിക്കുന്നത് √2 ആണ്. യൂണിറ്റ് ഓർത്തുള്ള കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? ശരിയാണോ? പിന്നെ എന്ത് സംഭവിക്കുന്നതെന്നാ പറയുന്നത്, ഈ ബോൾ ഇവിടുന്ന് അങ്ങോട്ട് ബൗൺസ് ചെയ്യുവാണ്. അപ്പോൾ ബൗൺസ് ചെയ്തിട്ട് പുള്ളി സെയിം ഹൈറ്റിലോട്ടൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എനർജി ലോസ് ഉണ്ടെന്നല്ലേ അർത്ഥം. അപ്പോൾ ഇത് ബൗൺസ് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ വെലോസിറ്റി നമുക്ക് V2 എന്ന് എടുക്കാം. ബൗൺസ് ചെയ്തിട്ട് പുള്ളി ഒരു സർട്ടൺ ഹൈറ്റിലെത്തി, ഫൈനൽ വെലോസിറ്റി 0 ആയി, വീണ്ടും ഫ്രീലി ഫോളിംഗ് ആയിട്ട് വരിക. ആ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 5 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ നേരെ ഇവിടെ വന്ന് പതിക്കുമ്പോൾ നമുക്കറിയാം മേളിലോട്ട് പോയി അതേ വെലോസിറ്റിയിലാണ് ഇവിടെ വന്ന് പതിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ V2 കിട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഈ V2, ബൗൺസ് ചെയ്യുന്ന V2 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നേരത്തെ ഉള്ള സെയിം ഇക്വേഷൻ എടുത്താൽ നമുക്കിത് √2g × h1 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് √100 വരും അല്ലേ, h1. അപ്പോൾ ഇത് 100 വരും. 100 വരുമ്പോൾ നമുക്ക് വരുന്നത് 10 എന്ന് വരും. അപ്പോൾ ഈ ഫൈനൽ മൊമെൻറ്റം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഫൈനൽ വരുന്നത് മാസ് × വെലോസിറ്റി V2 അല്ലേ. അപ്പോൾ നേരെ മാസ് കൊടുത്താൽ അവിടെ യൂണിറ്റ് നോക്കണം, 100 × 10⁻³ × 10 വന്നു. അപ്പോൾ നമുക്കിത് കിട്ടുന്നത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരിയാണല്ലോ? ഇനി ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സൈൻ കൺവെൻഷൻ കൊടുക്കാം. നേരെ നമുക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ളത് അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലുള്ളത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഇങ്ങോട്ടുള്ളത് പോസിറ്റീവ് എന്ന് എടുക്കുക, താഴത്തോട്ടുള്ള നെഗറ്റീവ് ഡയറക്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. അപ്പോൾ അത് ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് അല്ലേ? ഡയറക്ഷൻ നോക്കുമ്പോൾ ഫൈനൽ മൈനസ് ഓഫ് ഇനീഷ്യൽ വരും. അപ്പോൾ പി ഇനീഷ്യൽ എന്ന് കൊടുക്കുക. ശരിയാണല്ലോ? അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ഫൈനൽ എത്രയാണ് വരുന്നത്? 1 വന്നു. ഇനീഷ്യൽ എത്രയാണ്? √2 അല്ലേ? ഇനീഷ്യലല്ലേ നമ്മൾ നെഗറ്റീവായിട്ട് എടുത്തത്. അപ്പോൾ √2. അപ്പോൾ ഇത് വരുന്നത് 1 + 1.4 വരും. എത്ര വരുന്നത്? 2.4 എന്ന് കിട്ടി കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ നമ്മളിങ്ങനെ വരച്ചൊക്കെ കാണിക്കുമ്പോൾ കുറേ സമയം എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തിലോട്ട് പോയേക്കാം. മാഗ്നറ്റിക്സിലെ ഒരു ക്വസ്റ്റ്യനാണ്. മാഗ്നറ്റിസത്തിൽ എല്ലാവരും നമ്മൾ മിക്കവാറും നമ്മൾ തിയറി ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്യുന്ന പോകുന്ന ക്വസ്റ്റ്യനാണ്. സർക്കുലർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് സാറേ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്ന ക്വസ്റ്റ്യനാണ്. ഈ കോയിലുകൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ 2 കോയിലുണ്ട്, ലൂപ്പായിട്ട് എടുത്താൽ മതി. സർക്കിൾ സിംഗിൾ ടേൺ ആയിട്ട് എടുക്കാം. വേറെ പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുക. പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുമ്പോൾ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് വേണം സാറേ. സെൻറ്ററിൽ നമുക്കറിയാം ഇവിടെ 2 ഫീൽഡ് വരുമല്ലോ സാറേ. ഈ 2 ലൂപ്പിൻ്റെയും ഫീൽഡ് വരും. അപ്പോൾ നമുക്ക് വെറുതെ അത് ആഡ് ചെയ്യാൻ പറ്റിയാൽ എന്ത് നോക്കിയിട്ട് നമുക്ക് ഡയറക്ഷൻ നോക്കാം. ഡയറക്ഷൻ നോക്കിയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഡയറക്ഷൻ നോക്കുമ്പം പ്ലെയിന് ലൂപ്പിൻ്റെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്കറിയാം ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വരും. റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമുക്ക് ഡയറക്ഷൻ കിട്ടും. ഈ ലൂപ്പ് ഇരിക്കുന്ന ബോർഡിൻ്റെ പ്ലെയിനിലാണെന്ന് അസ്യൂം ചെയ്താൽ അത് ഈ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് റൂള് നേരെ പുറത്തോട്ട് വരും. ഈ ലൂപ്പ് ഇരിക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ ബോർഡിൻ്റെ, അപ്പോൾ അതിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് നേരെ ഇങ്ങോട്ട് വരും. അതായത് ഒരു ഫീൽഡ് നേരെ പുറത്തോട്ടാണെങ്കിൽ മറ്റൊരു ഫീൽഡ് നേരെ റൈറ്റ് സൈഡിലോട്ട് വരും. 2 പേരും പ്ലെയിൻ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ 2 ഫീൽഡുകൾക്ക് ഇടയ്ക്കുള്ള ആംഗിൾ എത്ര തന്നെയാണ്? 90 ഡിഗ്രി തന്നെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റിസൾട്ട് എടുക്കാം. ഐഡൻറ്റിക്കൽ ലൂപ്പുകളാണ് അല്ലേ? ക്വസ്റ്റൻ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഐഡൻറ്റിക്കൽ ആണല്ലോ സാറേ. ദർ സെൻറ്റേഴ്സ് കോയിൻസൈഡ് സെയിം റേഡിയസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ആണ്. B1 = B2. എന്താ ഒരു സിംഗിൾ ടേൺ ഉള്ള ലൂപ്പിൻ്റെ സർക്കുലർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ? ആപ്ലിക്കേഷൻ നമ്മൾ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷനാണ്. μ0I/2r വരും. കറക്റ്റ് അല്ലേ സാറേ? μ0I/2r. മാറിപ്പോകുന്ന മിക്കവാറും μ0I/2πr എടുക്കും. μ0I/2πr ലോങ് വയറിൻ്റെ ഫീൽഡാണ്. ഇത് സർക്കുലർ ലൂപ്പാണ്. μ0I/2r ആണ്. ഇവിടെ നമ്മൾ നെറ്റ് ഫീൽഡ് എടുക്കുമ്പം 2 ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. റിസൾട്ടൻ്റ് എടുക്കണം √B1² + B2². B1 B2 ഈക്വൽ ആണ്. സോ വി ഗെറ്റ് √2 ടൈംസ് വരും. √2 ടൈംസ് 1 ഫീൽഡ് വരും. √2 ടൈംസ് 1 ഫീൽഡ്. 1 ഫീൽഡ് ഈസ് μ0I/2r. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 2 √2 വേണം നമുക്ക് വേണമെന്ന് കട്ട് ചെയ്ത് എഴുതാം. μ0I/√2r വരും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതുപോലെയുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. കുഴപ്പമില്ല സാറേ. ക്വസ്റ്റ്യൻ സിമ്പിൾ, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ക്വസ്റ്റ്യൻ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ. യെസ്, നമുക്കെന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സാറേ. അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതെ 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 അതെ. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 4 പറയുന്നത് ഇഫ് RMS velocity of oxygen gas at 47 degrees Celsius and hydrogen gas at 10 degrees Celsius is same, then find the value of T.
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ ആണ് കിട്ടുന്നത്. നമ്മൾ ആർ എം എസ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. √3RT ഡിവൈഡഡ് ബൈ എം ആണ്. ആർ എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി ടെമ്പറേച്ചർ, എം എന്ന് പറയുന്നതിൻ്റെ മോളിക്കുലർ മാസാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മൾ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരുടെ കാര്യം പറയുന്നത് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഒന്ന് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം √3 ആർ എന്തായാലും സെയിം ആണല്ലോ, ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ മാസ് MH എന്ന് കൊടുക്കുക. ദെൻ √3R ഇൻറ്റു TO ഡിവൈഡഡ് ബൈ MO എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഈ √3R ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ, നമുക്ക് കണ്ടുപിടിക്കാം, ക്യാൻസൽ ആയി പോകോളും. അപ്പോൾ നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് ടി, ഹൈഡ്രജൻ്റെ അല്ലേ സാർ കണ്ടുപിടിക്കുന്നത്, ഹൈഡ്രജൻ്റെ. അപ്പോൾ TH എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുന്നത് MH ഡിവൈഡഡ് ബൈ MO ഇൻറ്റു TO എന്ന് വന്നു. അപ്പോൾ ഓക്സിജൻ്റെ ടെമ്പറേച്ചർ ഇവിടെ പറയുന്നുണ്ട് എത്രയാണ്, 47 ഡിഗ്രിയാണ്. അപ്പോൾ TO എന്ന് പറയുന്നത് 47 ഡിഗ്രി അല്ലയോ, അപ്പോൾ പ്ലസ് 273 വരും. എത്ര വരും നോക്കിയേ, 320 വരും, 320 ആണല്ലോ. അപ്പോൾ നേരെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ MH ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ഹൈഡ്രജൻ ഗ്യാസാണ്, 2 വരും. ഇത് വരുന്നത് 32 വരും അല്ലേ, ഇൻറ്റു 320 വരും. ശരിയാണോ? ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 കെൽവിൻ നമുക്ക് കിട്ടുന്നത് അല്ലേ. കെൽവിനിലാണോ എന്നറിയത്തില്ല, മിക്കവാറും ഡിഗ്രി സെൽഷ്യസിലാണ് ചോദിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് TH ഈസ് ഈക്വൽ ടു 20 മൈനസ് 273 എടുക്കുക. അപ്പോൾ എത്ര വരും, 253 മൈനസ് 253 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും കേട്ടോ. അപ്പോൾ അതായിരിക്കും ആൻസർ. അതും എളുപ്പമാണ് അല്ലേ, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നതാണ്. നമ്മളിത് ഇങ്ങനെയാണ് മിസ്റ്റേക്ക് വരുത്തിയാലേ ഉള്ളൂ, വരുത്താനില്ല. ഓക്കെ, നെക്സ്റ്റ് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയാണെങ്കിൽ ക്വസ്റ്റൻ ഇങ്ങനെയാണെങ്കിൽ അല്ല സാറേ, ക്വസ്റ്റൻ ഇങ്ങനെയാണോ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ആരും തന്നെ തെറ്റിക്കുകയില്ല, നമുക്ക് ഉറപ്പാണ്. ഇഫ് എ ലെങ്ത് ഓഫ് വയർ ഓഫ് യങ്സ് മോഡുലസ് y ഈസ് ഡബിൾഡ്, ലെങ്ത് ഡബിൾ ചെയ്യുന്നു, ക്രോസ് സെക്ഷണൽ ഏരിയ ഹാഫ് ചെയ്യുന്നു. ഫൈൻഡ് ദി ന്യൂ യങ്സ് മോഡുലസ് ആണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ന്യൂ യങ്സ് മോഡുലസ്. നമുക്കറിയാം മെറ്റീരിയലിനെ പറ്റി ഒരു മാറ്റവും പറയുന്നില്ല അല്ലേ, മെറ്റീരിയലിനെ പറ്റി ഒരു മാറ്റം പറയാത്തപ്പം ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ സാറേ, ഇത്ര സിമ്പിൾ ആയിട്ട് ഒക്കെ ചോദിക്കും. പിന്നെ അതിനകത്ത് ഇത്രയേ ഉള്ളെന്ന് വിചാരിക്കാം നമുക്ക്, അതായത് വേറെ ഒന്നും കാണുകയില്ലായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ യങ്സ് മോഡുലസിന് മാറ്റമില്ല, റിമെയിൻ സെയിം, യങ്സ് മോഡുലസ് സെയിം ആയിരിക്കും. അപ്പോൾ സെയിം വൈ തന്നെ, സെയിം യങ്സ് മോഡുലസ് വൈ തന്നെ. ആദ്യത്തെ നമ്മുടെ വൈ ആണെങ്കിൽ ഇപ്പോഴും വൈ തന്നെ ആയിരിക്കും. ക്വസ്റ്റ്യനകത്തിന് എന്തെങ്കിലുമൊക്കെ ചേർന്ന് വരാനുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ. എനിവേ ഇത് ഇതിനകത്ത് നമുക്കൊന്നും പറയാനില്ല, വൈ തന്നെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതും നമ്മൾ അല്ല സാർ, അപ്പോൾ നമ്മൾ മോഷനെ പ്ലെയിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ തിയറി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതെ, പാർട്ടിക്കുലർ മാസ് M ഈസ് പ്രൊജക്റ്റഡ് അറ്റ് an angle of 30 degree with the initial velocity u. Find its angular momentum about the point of projection at a maximum height ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ്, ഒരു M മാസുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ U ഇനീഷ്യൽ സ്പീഡിൽ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുവാണ്. ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോഴുള്ള ആംഗുലർ മൊമെൻറ്റമാണ് നമ്മളോട് കാണാൻ പറയുന്നത്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം കാണുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഇപ്പോണ്ട് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റിക്ക് എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലയോ, അതിൻ്റെ വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് u cos തീറ്റയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു മൊമെൻറ്റം ഉണ്ട്, മൊമെൻറ്റം P എന്ന് പറയുന്നത് മാസ് അറിയാമെങ്കിൽ mu cos തീറ്റയാണ്. തീറ്റ നമുക്ക് കൊടുക്കാം, തീറ്റ 30 ഡിഗ്രിയാണ് കേട്ടോ. ഇനി ഇവിടെ നോക്കുക, നമ്മളോട് അബൌട്ട് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മാക്സിമം ഹൈറ്റിൽ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ആംഗിൾ ബിറ്റ്വീൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആൻഡ് മൊമെൻറ്റം വെക്ടർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നമ്മൾ R ക്രോസ് P എന്നെടുത്താൽ RP സൈൻ തീറ്റ, തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് RP ആണ്, അതായത് MVR എന്ന് പറയുന്നതാണ് ആംഗുലർ മൊമെൻറ്റ്. മനസ്സിലായോ? ഇവിടെ മൊമെൻറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, മൊമെൻറ്റം ഇവിടെ എഴുതിയിട്ടുണ്ട്, mu cos തീറ്റയാണ്. അപ്പോൾ ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ മൊമെൻറ്റം mu cos തീറ്റ ഇൻറ്റു R എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്, H വരും കേട്ടോ. ഇക്വേഷനിൽ നേരെ കൊടുക്കുകയാണ്, ഡയറക്റ്റ് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനിലോട്ട് നേരെ കൊടുക്കും. ഇനി നോക്കിയാൽ ഹൈറ്റ് എന്ന് പറയുന്ന മാക്സിമം ഹൈറ്റ് നമ്മൾ പഠിക്കുന്നത് u² sin square തീറ്റ ഡിവൈഡഡ് ബൈ 2g അല്ലേ സാറേ, 2g ആണ്. അന്നേരം ഇങ്ങോട്ട് കൊടുത്തേ. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം വരുന്നത് mu cos തീറ്റ ഇൻറ്റു ഹൈറ്റ് പറയുന്നത്
യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇനിയിപ്പോൾ ഒന്നും നോക്കാമല്ലോ, നേരെ തീറ്റയും കൊടുത്താൽ മതി. തീറ്റ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നേരെ കൊടുത്തേ. ബാക്കി ഇപ്പം നമുക്ക് മാസും വെലോസിറ്റി ഒന്നും ഇല്ല. അപ്പോൾ എം യു വരുന്നത് യു ഇൻറ്റു യു സ്ക്വയർ, ഇവിടെ ഒരു യു ക്യൂബ് വരും, ഡിവൈഡഡ് ബൈ ഒരു 2g ഉണ്ട്. കോസ് തീറ്റ കോസ് 45 ആണ്, 1/√2. 30 ആണ്. കോസ് 30 എന്ന് പറയുമ്പോൾ √3 ഡിവൈഡഡ് ബൈ 2 വന്നു. പിന്നെ സൈൻ സ്ക്വയർ 30 ആണ്, സൈൻ 30 1/2 അല്ലേ. അപ്പോൾ ഇത് വരുന്നത് 1/4 വരും. ശരിയല്ലേ സാറേ? സൈൻ 30 1/2. അപ്പോൾ ഇതെല്ലാം കൂടെ കൊടുത്തി വരുന്നത് √3 എം യു ക്യൂബ് ഡിവൈഡഡ് ബൈ 2 × 2 4 16g എന്ന് വരും. ഇതാണിക്കും ആൻസർ കിട്ടുക കേട്ടോ. എളുപ്പമാണ്, ചെയ്തെടുക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. ചെയ്താൽ മതി. എന്തായാലും പ്രാക്ടീസ് ഉള്ള ക്വസ്റ്റനാണ്, നോട്ടിലൊക്കെ ഉള്ള ക്വസ്റ്റൻസ് ഒക്കെ തന്നെയാണ്. തിയറി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് ഈ കൺസെപ്റ്റ് ഒക്കെ, ആംഗുലർ മൊമെന്റത്തിന്റെ ഒക്കെ. നമുക്ക് അടുത്തേക്ക് പോകാം സാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഇങ്ങനെ തന്നെ ആയിരിക്കാമെന്ന് വിചാരിക്കല്ലോ സാറേ. ത്രെഷോൾഡ് വേവ് ലെങ്ത് ഇത്രയും സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്. വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ഈസ് 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്നാണോ ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കുക. അതിനകത്ത് അത്രയും കാര്യങ്ങളുള്ളൂ നോക്കുക. ത്രെഷോൾഡ് വേവ് ലെങ്ത് ആണ്, ഡയറക്റ്റ് ആണ്, ഒന്നുമില്ല, തന്നിട്ടുള്ളൂ. എന്നാലും അത് നേരെ ഡയറക്റ്റ് അല്ലേ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. അതായത് സാറേ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ φ ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് നമ്മൾ HC ബൈ ഇൻ ടേംസ് ഓഫ് ത്രെഷോൾഡ് വേവ് ലെങ്ത് എടുക്കുകയാണെങ്കിൽ HC ബൈ ലാംഡ. ഈ ത്രെഷോൾഡ് വേവ് എന്ന് പറയുമ്പോൾ മാക്സിമം വേവ് ലെങ്താണ്. മേ ബി മാക്സിമം വേവ് ലെങ്ത് എന്ന് ചോദിച്ചാലും നമുക്ക് ഈ രീതി തന്നെ ചെയ്യാം അല്ലേ. അതിന് മുകളിലോട്ട് നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കുക. ലാംഡ ഈസ് ഈക്വൽ ടു HC ബൈ 5. സിയുടെ വാല്യൂ നമുക്കൊരു കാര്യം ചെയ്യാം, ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആങ്സ്ട്രോമിലോ നാനോമീറ്ററിലോ അങ്ങ് എടുക്കാം. HCയുടെ വാല്യൂ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും പോകണ്ട, നമുക്ക് അറിയാമല്ലോ. വാല്യൂ 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ ഇലക്ട്രോൺ വോൾട്ട്. Then 5 is 3 electron volt direct question 3 electron volt. But then we get the answer in nanometer 1240 divided by 3. Sorry, approximately എനിക്ക് തോന്നുന്നു ഒരു 413 വരുമായിരിക്കും. 413 അറൗണ്ട് 414 ഒക്കെ വരുമായിരിക്കും അല്ലേ. അപ്രോക്സിമേറ്റ്ലി അതെ 413 വരും. 413 അല്ല 4. അത് ഓപ്ഷൻ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾ ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ അതിനകത്ത് ചെയ്യാനുള്ളൂ. വേറെ അതിനകത്തൊന്നുമില്ല, ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആ ക്വസ്റ്റിനകത്ത് വേറെ ഒന്നും നമുക്ക് കാണുകയല്ല. നമുക്ക് അടുത്തേക്ക് പോയാലോ സാറേ? ഇതൊന്നും ചെയ്തെടുക്കാനുണ്ട്. അതെ, എളുപ്പമാണ്. പറയുന്നത് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് 3.3 kilo ohm resistance is connected with 700 ohm resistors in series. If this is connected to a 4 volt battery, find the reading of voltmeter connected across the last 5 identical resistors. അല്ലെങ്കിൽ നമുക്ക് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഒരു 3.3 kilo ohm ആണ്. 3.3 kilo ohm എന്നുള്ളത് നമുക്ക് 3300 ohm എടുക്കാം, അല്ലെങ്കിൽ 10⁻³ ഇട്ടാൽ മതി. ഇതിനോട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 700 ohm റെസിസ്റ്റേഴ്സ് സീരീസ് അല്ല സാറേ, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മൊത്തം ഒരു 700 വരും. ഇനി ഇതെടുത്തിട്ട് നേരെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. എത്ര വോൾട്ടാണ്? 4 വോൾട്ടിൻ്റെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇതിനകത്തെ ലാസ്റ്റ് 5 ഐഡന്റിക്കൽ റെസിസ്റ്റർ, 5 അല്ലേ, 1 2 3 4 5 ഇവിടെ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതെല്ലാം 100 ohm ആണ് കേട്ടോ, എല്ലാം 100 ആണ്. ഇപ്പോൾ ഫിഗർ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല, നിങ്ങൾക്ക് തന്നെ വരച്ചെടുക്കാവുന്ന ഫിഗർ ഉള്ളൂ അല്ലേ. ഫിഗർ തരണമെന്നൊന്നും ഇല്ല. അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിനകത്ത് ഇപ്പോൾ വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാതെ എന്തായാലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനാദ്യം ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കി. എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരുന്നത് സീരീസ് ആയതുകൊണ്ട് ഒന്നും നോക്കാനില്ല. ഈ 3300 പ്ലസ് 7 പേരല്ലേ ഉള്ളേ, അപ്പോൾ 700 വരും. അപ്പോൾ ഇത് വരുന്നത് ഒരു 4000 ohm എന്ന് വന്നു അല്ലയോ. ഇനി കറണ്ട് എന്ന് പറയുന്നത് നേരെ ഓംസ് ലോ അനുസരിച്ച് V ഡിവൈഡഡ് ബൈ R എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇത് വരുന്നത് 4 ഡിവൈഡഡ് ബൈ 4000 വരും. അപ്പോൾ ഇത് 1/1000 വരും. 1 മില്ലി ആംപിയർ ആണ്. 10⁻³ ആംപിയർ എന്ന് കൊടുക്കാം. 1 മില്ലി ആംപിയർ. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. അത് കണ്ടോ, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ചോദിച്ചു കഴിഞ്ഞാൽ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് തിരിച്ച് V = അതിലെ പാസ് ചെയ്യുന്ന കറണ്ട് ഇൻറ്റു ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇത്രയും സാധനത്തിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്കറിയാമല്ലോ, അത് 500 ohm ആണ്.
അപ്പോൾ നേരെ കൊടുത്തു കഴിഞ്ഞാൽ I ഇൻറ്റു വാല്യൂ കൊടുത്താൽ മതിയല്ലോ. കറണ്ട് 10⁻³ ഇൻറ്റു 500 കൊടുക്കാം. അപ്പോൾ ഇത് എത്ര വരും സാറേ? 0.5 വോൾട്ട് എന്ന് വരും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഫിഗർ ഒന്നുമില്ല. പിന്നെ ആകെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഫിഗറുണ്ട്, ഫിഗർ നോക്കി വളരെ ഈസി ആയിട്ട് അല്ല, ഇവർ ചെയ്തിട്ടുള്ളതും മെറ്റീരിയൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ഒന്നുമല്ല, സീരീസ് കോമ്പിനേഷൻ. അതെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത എനിക്ക് തോന്നുന്നു സിമ്പിളാന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. സിമ്പിളാണോ സാറേ? നമുക്ക് എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല അല്ലേ? ആ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? ഇപ്പോൾ 2 ബാറ്ററി ഉണ്ട്. 2 batteries are connected as shown. Find the voltage drop. Voltage drop എന്നായിരിക്കുമല്ലോ, മേ ബി അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻ. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് E2, രണ്ടാമത്തെ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, സർക്യൂട്ടിലെ കറണ്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ സാറേ? കറണ്ട് ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ കറണ്ട് I = 2 സെല്ലുകൾ കണക്ട് ചെയ്തിരിക്കുന്ന നോക്കിയേ, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അല്ലേ? സപ്പോർട്ടിംഗ് ആണോ ഓപ്പോസിംഗ് ആണോ സാറേ? ഇവിടെ നിന്ന് ഓപ്പോസിംഗ് ആണ്. അപ്പോൾ ഇവിടെ 8 വോൾട്ട്, 2 വോൾട്ട് ശരിയല്ലോ സാറേ? കറക്റ്റ് ഓപ്പോസിംഗ് ആണ്. ഓപ്പോസിംഗ് ആയിട്ട് വരുമ്പോൾ 8 വോൾട്ട് 2 വോൾട്ട്, അപ്പോൾ 6 വോൾട്ട് വരും. അപ്പോൾ 6 വോൾട്ടാണ് നെറ്റ് EMF ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ohm ഉണ്ട്, ഇവിടെ 4 ohm ഉണ്ട്. ഇത് തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഡേറ്റയ്ക്കകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ 2 ohm ഉം 4 ohm സീരീസ് ആയിട്ട് വരുമ്പോൾ അവിടെ എഫക്റ്റീവായിട്ട് 6 ohm റെസിസ്റ്റൻസ് വരും. ശരിയല്ലേ സാറേ? അപ്പം നമുക്ക് കറണ്ട് 1 ആമ്പിയർ കിട്ടി സാറേ. 1 ആമ്പിയർ കറണ്ട് കിട്ടി. ഈ 1 ആമ്പിയർ കറണ്ട് സർക്യൂട്ടിൽ ഉണ്ട്, നമുക്കറിയാമല്ലോ. ആ കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ എടുത്തു കണ്ടോ. കറണ്ട് I = 1 ആമ്പിയർ. പിന്നെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എനിക്ക് തോന്നുന്നു ഒരു മീൻ ചെയ്തിരിക്കുന്ന ഇതായിരിക്കും. ഈ സെല്ലിന് അക്രോസ് അല്ല ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പോയിന്റ് അറിയാമല്ലോ, നിങ്ങൾക്ക് ട്രാവലിംഗ് മെത്തേഡ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് എടുത്ത് പോയിന്റ് എ, ഇവിടെ ഒരു പോയിന്റ് എടുത്ത് പോയിന്റ് ബി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ VA - VB. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ VA - VB. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ എയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. യെസ്, എയിലെ പൊട്ടൻഷ്യൽ VA. അവിടെ നേരെ നമ്മൾ ബാറ്ററിയിലേക്ക് ചെല്ലുന്നു. ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എത്ര വരും? അത് -2 വരും അല്ലേ സാറേ? -2 വരും അല്ലേ? -2 വരും അല്ലേ? -2 പിന്നെ മൈനസ് സാറേ അടുത്ത വരുന്ന നോക്കിയാൽ സാറേ, കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു. അവിടെ നമ്മൾ ഡ്രോപ്പ് എടുക്കുമ്പോൾ I × 4 എടുക്കണം. I × 4 എത്ര വരും സാറേ? 4 വരും. 4 വോൾട്ട് വരും. ശരിയല്ലേ? അപ്പോൾ VA -2 - 4 ദാറ്റ്സ് ഈക്വൽ ടു VB എന്ന് വരും അല്ലേ? കറക്റ്റ് അല്ലേ സാറേ? അപ്പോൾ VA - VB, പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA - VB എന്ന് പറഞ്ഞാൽ നമുക്ക് 6 വോൾട്ട് എന്ന് കിട്ടും. ശരിയല്ലേ? 6 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ആയിട്ട് കിട്ടി, അത് 6 വോൾട്ട് എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? ഓക്കെ, 6 വോൾട്ട് കിട്ടി. അപ്പോൾ ചെക്ക് ചെയ്തോണം ഇതിനകത്ത് ഇത്രയുള്ള ഡേറ്റ കാര്യങ്ങൾ ഇത്ര ഉള്ളതെന്ന് നോക്കിക്കണം കേട്ടോ. യെസ് സാർ, അടുത്ത ക്വസ്റ്റിലേക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ സാറേ, ഡയോഡിൻ്റെ ഒരു ക്വസ്റ്റൻ അല്ലേ? ഡയോഡിൻ്റെ ക്വസ്റ്റനാണ്, സ്ട്രൈറ്റ് ക്വസ്റ്റനാണ്, പ്രശ്നമൊന്നുമില്ല. സെനർ ഡയോഡിൻ്റെ ഒരു ക്വസ്റ്റനാണ്. സെനർ ഡയോഡ് നമ്മൾ സാധാരണ ക്ലാസ്സിൽ പറയുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയോഡാണ് സെനർ ഡയോഡ്. നമ്മൾ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് കൂടാതെ സ്പെഷ്യലായിട്ട് പറയുന്നൊരു ഡയോഡാണ് സെനർ ഡയോഡ്. വോൾട്ടേജ് റെഗുലേഷനാണ് എൻ്റെ പർപ്പസ്, നമുക്കറിയാമല്ലോ. സാർ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ഡയോഡ് എനിക്ക് തോന്നുന്നത് ഓൺ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും അല്ലേ? 20 വോൾട്ട് കൊടുക്കുന്നു. നമ്മൾ തെവനിൻസ് നോക്കുവാണെങ്കിൽ, ഇവനെ ഒഴിവാക്കി നോക്കുവാണെങ്കിൽ കറണ്ട് I = 20/700 വരും. × 500 എടുക്കുമ്പം ഈ റെസിസ്റ്റൻസ് അക്രോസിൻ്റെ വോൾട്ടേജ് സെനറിൻ്റെ ബ്രേക്ക് ഡൗണേക്കാൾ കൂടിയ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ സെനറിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് 500 ഓമി വരുന്ന വോൾട്ടേജ് 10 വോൾട്ടിനേക്കാൾ കൂടുതലാണ്, ഡയോഡ് ഓൺ ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് സെനറിലുള്ളൂ, അത് 10 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ 10 വോൾട്ട് ആണെങ്കിൽ അതിന് പാരലായിട്ടുള്ള ഇവിടെയും 10 വോൾട്ട് തന്നെ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ലൂപ്പിൽ ക്രിച്ച്ഓഫ് അപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് 20, ഇവിടെ 10, സോ ഇവിടെ 10 തന്നെ. കറക്റ്റ് അല്ലേ? 20 10 10 10 + 10 20 കറക്റ്റ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന നോക്കിയേ, സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ ദിവസവും നമ്മുടെ കഴിഞ്ഞ പാർട്ടിലും ഒരു സെക്ഷനിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, സെയിം ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സാറേ, സെയിം ഡേറ്റ മാത്രം വ്യത്യാസമുള്ളൂ. കറണ്ട് ഫ്ലോയിങ് ത്രൂ സെനർ ഡയോഡ് ആണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കറണ്ട് ഫ്ലോയിങ് ത്രൂ സെനർ ഡയോഡ് എടുക്കുമ്പം മെയിൻ കറണ്ട് I വരുന്നു സാറേ. ഇവിടെ ജംഗ്ഷൻ വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ലോഡിലൂടെ പോകുന്ന കറണ്ട് IL എന്ന് എടുക്കാം, സെനറിലെ കറണ്ട് I സെനർ. ജംഗ്ഷൻ റൂള്, വേറെ ഒന്നും ചെയ്യാനില്ല, ജംഗ്ഷൻ റൂള്. ദ കറണ്ട് I = IL + IZ. കറക്റ്റ്. നമുക്ക് വേണ്ടത് IZ ആണ്. IZ = I - IL. എത്ര ഉള്ളൂ സാറേ അല്ലേ?
വേണ്ടത് മെയിൻ കറണ്ട് ഐയും ഐ എല്ലും ആണ്. മെയിൻ കറണ്ട് ഐ ആദ്യം കണ്ടുപിടിക്കാം. ഐ ഈസ് ഈക്വൽ ടു സപ്ലൈ അവിടെ അക്രോസ് വോൾട്ടേജ് 10 ഡിവൈഡ് ബൈ 200 വരും. സാറേ 1/2 0.5, അപ്പോൾ അതൊരു 50 മില്ലി ആംബിയർ വരും അല്ലേ സാറേ? കറക്റ്റ് അല്ലേ നോക്കിയാൽ സാറേ? 50 മില്ലി ആംബിയർ അല്ലേ നോക്കി? കറക്റ്റ് അല്ലേ സാറേ? 50 മില്ലി ആംബിയർ വരും. ഈ ലോഡിലൂടെ പോകുന്ന കറണ്ട് ഐ എൽ ഈസ് ഈക്വൽ ടു അവിടെ 10 തന്നെ, 10 ഡിവൈഡഡ് ബൈ 500 അല്ലേ സാറേ? 500. ഓക്കെ സാറേ, അത് എത്ര വരും സാറേ? 1/5 20 മില്ലി ആംബിയർ. 20 മില്ലി ആംബിയർ അത് 20 മില്ലി ആംബിയർ വരും. സോ നമുക്കിനി ഇവിടെ അപ്ലൈ ചെയ്യാം. ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ മൈനസ് ഐ എൽ ആണ് സാറേ. 50 മൈനസ് 20 എത്ര കിട്ടി സാർ? നമുക്ക് 30 മില്ലി ആംബിയർ കിട്ടി. കണ്ടോ, ഇത്ര സിമ്പിൾ ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ സെക്ഷനകത്ത് കണ്ട് അതേ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നിരിക്കും, ഒരു മാറ്റവും ഇല്ലാതെ റിപ്പീറ്റ് ചെയ്ത് തന്നിരിക്കും. അപ്പോൾ നമുക്ക് സാറേ ഏതാണ്ട് ഒരേ പാറ്റേണിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നു അല്ലേ? വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ നമുക്ക് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻ തന്നെ കണ്ടില്ല, എല്ലാം എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. നമുക്കെന്താ സാറേ അടുത്ത സെഷനിലോട്ട് ഓക്കെ, ഒത്തിരി താങ്ക് യു. അപ്പം യഥാർത്ഥത്തിൽ നാളെ തയ്യാറെടുക്കേണ്ടവർ, ഇപ്പം നാളെയും മറ്റന്നാളും തയ്യാറെടുക്കാനായിട്ട് നമ്മുടെ കുട്ടികളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ അവരോട് എന്താണ് ബ്രെയിൻ പോയിൻ്റർ ആണോ അതോ നമ്മൾ ചെയ്ത മോഡലുകളുടെ പാറ്റേൺ ആണോ? അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 4 ഷിഫ്റ്റിനേക്കാളും കുറച്ചും കൂടെ ന്യൂമറിക്കൽ ഇത്തവണ കൂടുതൽ ചോദിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അപ്പം പ്രത്യേകിച്ച് ഒന്നും ഒഴിവാക്കരുത്, എല്ലാം ഉൾക്കൊണ്ട് തന്നെ പഠിക്കണം അല്ലേ? എല്ലാം ഉൾക്കൊണ്ട് ഏറ്റവും ലാസ്റ്റ് പുതിയ പരീക്ഷണങ്ങൾക്ക് പോകാതിരിക്കാം, നമ്മുടെ മോഡലുകൾ പഠിച്ച അതേ രീതി തന്നെ ഫോളോ ചെയ്യുക അല്ലേ? അതന്നെ എപ്പോഴും നല്ലതാണ്. അവസാന നിമിഷം തന്നെ നമ്മൾ മെറ്റീരിയൽ ചെയ്തു പോകുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം ഫിസിക്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഫിസിക്സ് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ചെയ്യാം. 1 മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി കൂടെ ഒക്കെ തീർക്കാൻ പറ്റുമായിരിക്കും. മാത്തമാറ്റിക്സ് കാരണം എല്ലാം ഇപ്പോൾ ലാസ്റ്റ് ഷിഫ്റ്റ് കുട്ടികളും പറയുന്നത് അത് തന്നെയാണ്. ഫിസിക്സ് ഈസി ആയിരുന്നു, കെമിസ്ട്രി ഈസി ആയിരുന്നു, മാത്തമാറ്റിക്സ് ലെങ്തി ആയിരുന്നു. അപ്പം ധൈര്യമായിട്ട് ഫിസിക്സിനെ അപ്രോച്ച് ചെയ്യാം. ഒത്തിരി താങ്ക്സ്. ബാക്കിയുള്ള ക്വസ്റ്റിനായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, അപ്പം ഇന്ന് രാവിലെ നടന്ന ഷിഫ്റ്റിൻ്റെ ഫിസിക്സിനെയാണ് നമ്മുടെ വിശ്വജിത് സാർ, രാജീഷ് സാറും ഇപ്പം ഏറ്റവും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് എങ്ങനെയാണ് ട്രിക്ക് മെത്തേഡിലൂടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആൻസറിൽ എത്തേണ്ടതെന്ന് കാണിച്ചത്. ഇപ്പം നമ്മൾ വീണ്ടും ജോയിൻ ചെയ്ത് ഇന്ന് ഉച്ച കടഞ്ഞ് നടന്ന സെഷൻ, ഇന്ന് 30-ാം തീയതി ഷിഫ്റ്റ് 2 എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കറിയേണ്ടതില്ലേ? കഴിഞ്ഞ 5 ഷിഫ്റ്റ് അനുസരിച്ച് ഫിസിക്സ്, കെമിസ്ട്രിയും മാത്തമാറ്റിക്സിനെയും ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇന്ന് ഒരു അരമണിക്കൂർ മുമ്പ് എക്സാം ഹാളിൽ എന്താണ് സംഭവിച്ചത്? ഏറ്റവും ക്വിക്കായിട്ടുള്ള എക്സാം സെൻറ്ററിൽ നിന്ന് നമ്മുടെ യദു സാറ് നമ്മുടെ കൂടെ കൂടുന്നുണ്ട്. ആ എക്സാം സെൻറ്ററിൻ്റെ വൈബോർഡ് കൂടി യദു സാറ് നമ്മുടെ കുട്ടികളോട് എങ്ങനെ ഉണ്ടായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നുള്ളതാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്റ്റുഡിയോ ഇപ്പം നമുക്ക് എക്സാം സെൻറ്ററിലേക്ക് യദു സാറിൻ്റെ പോവുകയാണ്. ഇതാ ഷിഫ്റ്റ് 2 അല്പം മുമ്പ് നടന്ന എക്സാം കഴിഞ്ഞിട്ട് കുട്ടികൾ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിലോട്ട് നമുക്ക് ഈ മൈക്ക് കൈമാറാം. യദു സാർ പ്ലീസ്. അപ്പോൾ മറ്റു കുറച്ച് വിദ്യാർത്ഥികൾ കൂടെ നമ്മളോട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിന്. മോർണിംഗ് ഉണ്ടായിരുന്നു എക്സാം. ഇത് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയല്ലോ. മോർണിംഗ് ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണോ ഉള്ളത്? മോർണിംഗ് ഉണ്ടായിരുന്നു.
ഇത് പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രി എളുപ്പമായിരുന്നു, ഫിസിക്സും പഠിച്ചവർക്ക് എളുപ്പമായിരുന്നു, മാത്സ് അത്യാവശ്യം തൊടാൻ പാടായിരുന്നു. ഇതാവുന്നതായിരുന്നു. പോർഷൻസ് ഒരുപാടില്ലായിരുന്നു അപ്പോൾ അതിന് കുറച്ച് ദിവസം വന്നായിരുന്നു. ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? സമയം കൂടുതൽ കിട്ടി. മോനോ? മാത്സിന് 50 കൊടുത്തിരുന്നു, കെമിസ്ട്രിയിൽ 1/2 മണിക്കൂർ തീർക്കാം, ഫിസിക്സിന് 1 മണിക്കൂർ തീർക്കും. മോനോ? മാത്സ് കാരണം മാത്സിന് സമയം കുറവുള്ളൂ. ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് ഫോക്കസ് ചെയ്ത അവിടെ മാർക്ക് ഓവറോൾ എന്തായാലും ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാം ആയിരുന്നു അല്ലേ? റെഡിയാ? അപ്പോൾ മറ്റു കുറച്ച് എക്സാം ഓവറോൾ അപ്പം ഒരു മോഡറേറ്റ് ലെവലാണോ അതോ പുഷ് ചെയ്യണോ? ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ടൈമൊക്കെ കിട്ടിയോ? ഇവിടെ മോഡൽ എക്സാംസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. എന്തായാലും ഓവറോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ? നമുക്ക് JEE മെയിൻ്റെ ഇതാ 6ാമത്തെ എക്സാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ 6 എക്സാമുകളിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. 2023 കുട്ടികളെ അത്ര തന്നെ വിഷമിപ്പിക്കാതെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളത് ഏതാണ്ട് 2.5 മണിക്കൂർ 2.25 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യനും വായിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. അപ്പം നാളെ മുതൽ 4 സെഷൻ എക്സാം എഴുതാൻ പോകുന്നവർ 31-ാം തീയതി 1-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. എല്ലാ ക്വസ്റ്റ്യനും നന്നായി മനസ്സിലെടുത്ത് വായിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫിസിക്സ് ഓർ കെമിസ്ട്രി നിങ്ങൾക്ക് അവിടെ മാത്തമാറ്റിക്സിനോടുള്ള സമയം നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും വൃത്തിയായി മനസ്സിലാക്കി ഏറ്റവും കൃത്യമായ ഉത്തരത്തിലോട്ട് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളൊരു നമുക്കൊരു ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യം സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 6 ഷിഫ്റ്റ് നടന്നതിൽ ഒരു ഷിഫ്റ്റിൽ പോലും ക്വസ്റ്റ്യൻസ് കുട്ടികളെ ഒരു പരിധിക്കപ്പുറം വിഷമിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ 6ാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ റെസ്പോൺസാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ബാക്കിയുള്ളത് ഇന്ന് രാവിലെ നടന്ന കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഫാക്കൽറ്റി അനലൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുട്ടികൾ ഈ 2ാമത്തെ ഷിഫ്റ്റ് എഴുതിയ കുട്ടികൾ സ്റ്റുഡിയോയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7:15 കുട്ടികൾ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഷിഫ്റ്റ് 2 വന്ന മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ഇന്നത്തെ ലൈവ് സെക്ഷനിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻസിനെയും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ലൈവ് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുകയുള്ളൂ. അപ്പം നമുക്ക് ഷിഫ്റ്റ് 1 ഇന്ന് രാവിലെ നടന്ന കെമിസ്ട്രി ക്വസ്റ്റ്യൻസിനെയാണ് നമ്മുടെ ഫാക്കൽറ്റി ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോയിലോട്ട് കെമിസ്ട്രി ഫാക്കൽറ്റിയുള്ള സ്റ്റുഡിയോയിലോട്ട് നമ്മൾ പോവുകയാണ്. വീണ്ടും കുട്ടികളുമായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. കെമിസ്ട്രി രാവിലത്തെ ഷിഫ്റ്റിലെ കെമിസ്ട്രി ഫാക്കൽറ്റി സാർ. ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന ഫസ്റ്റ് സെഷൻ കെമിസ്ട്രിയുടെ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാറേ, ഇന്ന് നടന്ന എക്സാമിനെ പറ്റി എന്താണ് പൊതുവെ വിലയിരുത്തുവാണെങ്കിൽ തോന്നുക? ഇന്നലത്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ നന്നായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയ ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മിക്കതും നമ്മൾ കാണുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നേക്കുന്നത്. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സെപ്ഷൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഫിസിക്കലി നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്
അതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതെ അതെ. ഇൻഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് എക്സെപ്ഷൻസ് ഒന്നും തന്നെ ചോദിച്ചില്ല, എല്ലാം ഡയറക്റ്റ് ആണ്. അതെ, ഇന്നലത്തെ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ എക്സെപ്ഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ സെഷനിൽ ഇല്ലായിരുന്നു. എല്ലാത്തിനും നമുക്ക് റീസൺ ഉണ്ട് അല്ലെ, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് വരാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്കിത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട്, IUM എലമെന്റ് ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റോമിക് നമ്പർ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനുള്ള മെത്തേഡുകളെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് 1ന് കറസ്പോണ്ടിങ് ആണ്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് അടുത്തതും തന്നെയാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് വീണ്ടും ഒരു 1 കൊടുക്കാം. അടുത്ത ഒരു 1 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റോമിക് നമ്പർ 111 ആണ് വരിക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റോമിക് നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം 111 തന്നെ വന്നു. അതും വളരെ റയർ കേസാണ് അല്ലേ. അതെ, അത് മാത്രമല്ല സാറേ, ഇതിൻ്റെ അത് വേണമെങ്കിൽ 1 2 3 ഒക്കെ ചോദിക്കായിരുന്നല്ലോ. അതുപോലും ഒരു പോസിബിലിറ്റി ഇല്ലേ. 111 തന്നെ അത് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ പീരിയോഡിക് ടേബിളിൽ ലൊക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പി ബ്ലോക്ക് നമ്മുടെ ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയാണല്ലോ നമ്മുടെ പി ബ്ലോക്ക് വരിക. നമ്മുടെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 118 ആണ് വരിക. അപ്പോൾ 118 വരുന്നത് ഈ 18th ഗ്രൂപ്പിലാണ് 118 അറ്റോമിക് നമ്പർ വരിക. അപ്പോൾ അത് 13നെ സംബന്ധിച്ച് 113 വരും. പി ബ്ലോക്ക് വരും. പിന്നെ 12th ഗ്രൂപ്പിൽ 112 വരുന്നു. അതുപോലെ തന്നെ 11th ഗ്രൂപ്പിൽ 111 വരും. ഡി ബ്ലോക്കിൽ വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, ഗ്രൂപ്പാണ്. സോ ദ ഗ്രൂപ്പ് വരുന്നത് 11th ഗ്രൂപ്പിലാണ് ഈ ഒരു പർട്ടിക്കുലർ അറ്റോമിക് നമ്പർ വരിക. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. റോയിൻജീനിയം എന്ന് പറയുന്ന എലമെന്റ് ആണ്. യെസ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇത് നമുക്കൊന്നും പ്രത്യേകിച്ച് ആലോചിക്കാൻ ഒന്നും ഇല്ല. നമുക്ക് പഠിക്കാനുള്ള സെഷൻ ആണ്. ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ഇതൊക്കെ ചിലപ്പോൾ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ഇഷ്ടംപോലെ എക്സാമ്പിളുകൾ നമ്മൾ ക്ലാസ് ചെയ്യിപ്പിക്കുന്നതുമാണ് അല്ലേ. 180 ശേഷം ഉള്ളത് വരെ നമ്മൾ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും എവിടെ വെക്കുന്നൊക്കെ ചോദിച്ചു. തീർച്ചയായിട്ടും യെസ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. 11th ഗ്രൂപ്പിലാണ് ഇയാൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. 4 ആൾക്കാരെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഷേപ്പ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ H2O നമുക്ക് പറയാനില്ലല്ലേ. ഹൈബ്രിഡൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ sp3 ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണ് അല്ലെ. അപ്പൊ നമ്മൾ ടെട്രാഹൈഡൽ വരത്തില്ല. അവിടെ 2 ലോൺ പെയർ ഉള്ളത് കൊണ്ട് അതിന്റെ ഷേപ്പ് ബെൻഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ ഷേപ്പ് ബെൻഡ് ആണ്. അപ്പൊ ഇതിന്റെ വരിക 1 ആണ്. അടുത്തത് BRF5 ആണ്. BRF5ന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചതെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3d2 ആയിരിക്കും അല്ലെ. sp3d2. പക്ഷെ നമുക്കറിയാം ബ്രോമിൻ ഇവിടെ 5 ബോണ്ടുകളെ ഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ sp3d2 ഹൈബ്രിഡൈസേഷൻ 5 ബോണ്ടും ബ്രോമിന്റെ മുകളിൽ ഒരു ലോൺ പെയറും ഉണ്ടാവും അല്ലെ. 6 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടാവും. പക്ഷെ അതിൽ ഒരെണ്ണം ലോൺ പെയർ ആണ്. അപ്പൊ അതുകൊണ്ട് ഒക്ടാഹൈഡൽ ആയിരിക്കത്തില്ല ഷേപ്പ്. അതിന് പകരം 5 ബോണ്ട് പെയറും 1 ലോൺ പെയറും വരുമ്പോൾ ഷേപ്പ് വരുന്നത് സ്ക്വയർ പിരമിഡൽ ആണ്. ഡിസ്റ്റോർട്ടഡ് സ്ക്വയർ പിരമിഡൽ ആണ് ആക്ച്വലി അതിന്റെ സ്ക്വയർ പിരമിഡലിനെ തന്നിട്ടുണ്ട്. അപ്പൊ 4 ആണ് ഇതിന്റെ ആൻസർ വരും. ഇനി SF4 ആണ്. SF4ന്റെ ഹൈബ്രിഡ് ഇതും നമ്മൾ എനിക്കൊന്ന് കഴിഞ്ഞ SF4 നമ്മൾ പറഞ്ഞു നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ പേര് നമുക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുന്ന പേരാണ്. സീസോ ഷേപ്പ് ആണ്. ഹൈബ്രിഡൈസേഷൻ sp3d വരും. അതിൽ 4 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ്. അപ്പോൾ sp3d ഹൈബ്രിഡൈസേഷൻ ഷേപ്പ് വരുന്നത് സീസോ ആണ്. അപ്പൊ ഇതിന് മാച്ച് ചെയ്യുന്നത് 2 ആണ്. CLF3 വരുമ്പോൾ ഇനി ഹൈബ്രിഡൈസേഷൻ നോക്കുമ്പോൾ സെയിം തന്നെയാണ്. ഇതില് ഹൈബ്രിഡൈസേഷൻ സെയിം ആണ്. sp3d തന്നെയാണ്. പക്ഷെ ഇതില് 3 ബോണ്ട് പെയറും പിന്നെ 2 ലോൺ പെയറാണ്. 2 ലോൺ പെയറും 3 ബോണ്ട് പെയറും വരുമ്പോൾ T ഷേപ്പ് ആണ് അല്ലെ. അപ്പൊ ഇത് വരിക 3 അല്ലെ. P1 Q4 R2 S3 ഓപ്ഷൻ നമ്പർ 1. ഇതും നമ്മള് ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന എല്ലാ എക്സാമ്പിളുകളും നമ്മള് ഓരോ ഹൈബ്രിഡൈസ് VSEPR തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ ബോണ്ടിങ് ചാപ്റ്ററിൽ ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ഇതൊന്ന് എക്സാമ്പിൾ ആയിട്ട് തന്ന എല്ലാ മോളിക്യൂൾസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ആൻസർ ഓപ്ഷൻ നമ്പർ 1 വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം.
അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 തന്നിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് അല്ലൈലി ഹാലൈഡീസ് CS2 ഡബിൾ ബോണ്ട് CH CS2 X എന്നാണ് തന്നിരിക്കുന്നത്. X ഹാലജനെയാണ് സൂചിപ്പിക്കുക. തീർച്ചയായിട്ടും ഇതൊരു അല്ലൈലി പൊസിഷൻ തന്നെയാണ്. അല്ലൈലി ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഹാലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ആൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ നെക്സ്റ്റ് ടു എ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ്. അപ്പോൾ ഇത് അല്ലൈലി ഹാലൈഡ് തന്നെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 തന്നിരിക്കുന്നത് ഇൻ അല്ലൈലി ഹാലൈഡ് ഹാലൈഡ് ഈസ് അറ്റാച്ച്ഡ് ടു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്നാണ്. അല്ലൈലി ഹാലൈഡിൻ്റെ അകത്ത് ഹാലജനായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലാണ്. യെസ്, ഇവിടെ തന്നെ നോക്കിയാൽ മതി. യെസ്, അത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, സിംഗിൾ ബോണ്ട് sp3 ഹൈബ്രിഡൈസേഷൻ. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണെന്ന് പറയേണ്ടതായിട്ട് വരും. ഹാലജൻ വരുന്നത് വിനൈലി ഹാലൈഡ്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് മുമ്പിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. അതെ, രണ്ട് ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് ഹാലോ എറൈൻസ് ചാപ്റ്ററിന്റെ അകത്ത് കൃത്യമായിട്ട് ഇതെല്ലാം എഴുതിയിട്ടിട്ടുള്ളതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റും വരും. sp2 ലാണെങ്കിൽ അത് വിനൈലിക് ഹാലൈഡ് ആണ്, അലൈലിക് ഹാലൈഡിൽ sp3 ആയിരിക്കും അല്ലേ. നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 വരും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ആലോചിക്കാൻ ഒന്നും തന്നെ ഇല്ല അല്ലേ. ഹലോ ആൽക്കെയിൻസ് ക്ലാസിഫിക്കേഷൻ പല ടൈപ്പ് എങ്ങനെയാണ് ആൽക്കൈൽ ഹാലൈഡ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ടോപ്പിക്കിൽ വരുന്നത് രണ്ടും രണ്ട് ക്വസ്റ്റൻ വന്നേക്കണത് ഒരേ പേജിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അതിന്റെ ബേസിക്കലി ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് എന്ന് വന്നതാണ്. നമ്മൾ എനിക്ക് തോന്നുന്നത് ഇത് എന്തായാലും നമുക്ക് റിയാക്ടന്റും തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്. അവരെ നമുക്കത് ബാലൻസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്കിത് ബാലൻസ് ചെയ്യാം. MnO4 മൈനസ് ആദ്യം നമ്മൾ ജസ്റ്റ് അതിലുള്ള സ്പീഷീസുകളെ മാത്രം എഴുതിയെടുക്കുക. അതായത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ആളെ മാത്രം എഴുതുക. നമ്മൾക്ക് ഇപ്പൊ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴി എളുപ്പം. ഇതിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 വരും. ഇവിടെ മാംഗനീസിന്റെ +4 വരും. അയഡിന്റെ -1 0 I2 0. അപ്പൊ നമ്മൾ ഇത് MnO4 മൈനസ് MnO2 ആകുമ്പോൾ 3 ഇലക്ട്രോണിന്റെ ചേഞ്ച് ആണ് വരുന്നത്. ഇത് വരുമ്പോൾ 1 ഇലക്ട്രോണിന്റെ ചേഞ്ച് അല്ലേ. നമ്മൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. ഇതിന്റെ 1 MnO4 മൈനസ് വരും, പിന്നെ +3I മൈനസ് വരും. നമ്മളിത് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ ഇങ്ങനെ തന്നെ എഴുതുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റംസ്, അത് നിങ്ങൾ പല രീതിയിലായിരിക്കും പഠിച്ചേക്കുന്നത്. നമ്മൾ അടുത്ത് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഒരു മാംഗനീസ്, ഇവിടെ ഒരു മാംഗനീസ്, ഇവിടെ 3 അയഡിൻ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, 3/2 I2 അല്ലെ. അപ്പം നമ്മളിപ്പം മാംഗനീസും ബാലൻസ്ഡ് ആയി, അയഡിനും ബാലൻസ്ഡ് ആയി. ഇനി നമ്മൾ ബേസിക് മീഡിയം ആണ് അല്ലെ നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ OH മൈനസ് ഉണ്ട് അല്ലെ. OH മൈനസ് തന്നിട്ടുണ്ട്. അപ്പൊ ബേസിക് മീഡിയം ആണ്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ചാർജ് ബാലൻസ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട് റിയാക്ടന്റ് സൈഡിൽ. ഇവിടെ 1 നെഗറ്റീവും ഇവിടെ 3 നെഗറ്റീവും, ടോട്ടൽ 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഈ 4 നെഗറ്റീവ് ചാർജിനെ നമുക്ക് OH മൈനസ് വെച്ചിട്ട് ബാലൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് എവിടെ OH മൈനസ് ആഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സൈഡിൽ 4 നെഗറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് OH മൈനസിന് ആഡ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് സൈഡിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 4 OH മൈനസ് ചാർജും കൂടെ ബാലൻസ് ആയി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്ട്രാ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ആഡ് ചെയ്ത് അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഓക്സിജന്റെ എണ്ണം ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പൊ നമുക്ക് ഓക്സിജന്റെ എണ്ണം ഹൈഡ്രജന്റെ എണ്ണവും നമ്മൾ ബാലൻസ് ചെയ്യുന്നത് വാട്ടർ വെച്ചിട്ട് അല്ലെ, വാട്ടർ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഈ സൈഡിലാണ് ഇപ്പം ഓക്സിജൻ കൂടുതലുള്ളത്. ഇവിടെ 4 2 6 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ ഇവിടെ 4 എണ്ണേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യണം. 2 വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെയും 6 ഓക്സിജൻ കിട്ടും, ഇവിടെയും 6 ഓക്സിജൻ കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ OH മൈനസ് ആഡ് ചെയ്തപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 വാട്ടർ വന്നപ്പോൾ 4 ഹൈഡ്രജൻ. ബേസിക്കലി ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. പക്ഷെ നമുക്ക് തന്ന ഇക്വേഷൻ നോക്കണം. ഇവിടെ 2 MnO4 മൈനസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1 MnO4 മൈനസ് ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്താൽ മതി, ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. 2 MnO4 മൈനസ് പ്ലസ് 6I മൈനസ് പ്ലസ് 4H2O gives 2 MnO2 plus 3I2 plus 8OH. Yes.
അപ്പോൾ ഇതാണ് 2 MnO4 മൈനസ് വരുമ്പോൾ ഉള്ള ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Z ആണ്, അല്ലേ, വാല്യൂ ഓഫ് Z, അതായത് OH മൈനസിന്റെ കോഎഫിഷ്യന്റ്. ഇവിടുത്തെ OH മൈനസിന്റെ കോഎഫിഷ്യന്റ് വന്നേക്കുന്നത് 8 ആണ് അല്ലേ. 8. അപ്പോൾ ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ആൻസർ വരുന്നത് 8 ആണ്. ഇതും ബാലൻസിംഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇത് ഒറിജിനൽ ക്വസ്റ്റൻ ഇതാണോ നമുക്ക് അറിയില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളോട് ആൾക്കാർ കുട്ടികൾ തന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കോഎഫിഷ്യന്റിലോ വല്ല മാറ്റം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ഇതെല്ലാം മെമ്മറി ബേസ്ഡ് ആണ്. തന്നിരിക്കുന്ന റിയാക്ഷൻ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതെ പ്രൊഡക്റ്റ് IO3 മൈനസ് അയോഡേറ്റ് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് റിയാക്ഷൻ ആസ് സച്ച് തന്നതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യാനേ പറ്റും, നമ്മൾ ബാലൻസ് ചെയ്യാനേ പറ്റുള്ളൂ. യെസ്. അപ്പോൾ ഇതിന്റെ ആൻസർ വരെ 8 ആണ് അല്ലേ. യെസ്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വിൽ നോട്ട് ഗിവ് എ പോസിറ്റീവ് ബെനഡിക്ട് ടെസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മള് കുട്ടികൾ നമ്മളടുത്ത് പറഞ്ഞത് ബെനഡിക്ട് അല്ല, ഫെല്ലിംഗ് ടെസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഏതാണെങ്കിലും നമ്മുടെ ആൻസർ നമ്മുടെ ആൻസർ വരുന്നത് നമുക്ക് സുക്രോസ് എടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് നോൺ റെഡ്യൂസിംഗ് ആയിട്ടുള്ളത് സുക്രോസ് ആണ്. ഇവര് ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ്. ഇവരുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ ഗ്ലൂക്കോസ് റിയാക്ട്, എല്ലാ മോണോസാക്കറൈഡുകളും റിയാക്ട് ചെയ്യും. ഗ്ലൂക്കോസ് പിന്നെ ഡൈസാക്കറൈഡ്, ലാക്ടോസും മാൾട്ടോസും റെഡ്യൂസിംഗ് ഷുഗർ ആണ്. ഇപ്പൊ നോൺ റെഡ്യൂസിംഗ് ഷുഗർ ആയിട്ടുള്ളത് ഓപ്ഷൻ നമ്പർ 1 തന്നിരിക്കുന്ന സുക്രോസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 1. ഇതിപ്പോ ഇങ്ങനെ അല്ല തന്നിരിക്കുന്നതെങ്കിലും നമ്മുടെ ആൻസർ എന്തായാലും ആൻസറിൽ മാറ്റം വരുന്നില്ല. ഇത് തന്നെയാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ നമ്പർ 1 തന്നെയായിരിക്കും. ഓക്കെ. യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതെ, ഇതും ഓർഗാനിക് നിങ്ങൾ NCERT പ്രോപ്പറായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ പേജിലുള്ള 2 റിയാക്ഷൻസ് ആണ് ബെൻസാൽഡിഹൈഡിന്റെ പ്രിപ്പറേഷനിൽ വരുന്നതാണ്. രണ്ടും ടൊളുവീന്റെ ഓക്സിഡേഷൻ ആണ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് സോൾവെന്റ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സോൾവെന്റിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അത് അസറ്റിക് എൻഹൈഡ്രേറ്റ് ആണ്. അസറ്റിക് എൻഹൈഡ്രേറ്റ് സോൾവെന്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അസറ്റിക് എൻഹൈഡ്രേറ്റിന്റെ കൂടെ ക്രോമിക് CrO3 ആണ്. CrO3 വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബെൻസാൽഡിഹൈഡ് കിട്ടുക. പിന്നെ ഇതൊരു നെയിം റിയാക്ഷൻ ആണ്. ബേസിക്കലി കാർബൺ ഡൈ സൾഫൈഡിന്റെ കൂടെ വരുമ്പം ക്രോമിൽ ക്ലോറൈഡ് ആണ്. ഇറ്റാഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് ഇറ്റാഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ CrO3 വരും, CrO2 വരും. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നടക്കും. പിന്നെ ഒരു ഹൈഡ്രോളിസിസ് സ്റ്റെപ്പ് ഉണ്ട്. ബേസിക്കലി അത് കുട്ടികളെ തന്നതിലുള്ള മിസ്സിംഗ് ആണോ എന്ന് അറിയില്ല. അവിടെ ഒരു സ്റ്റെപ്പും കൂടെ ചിലപ്പോൾ ഉണ്ടാവുന്നതാണ്, സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ആൻസർ വരാം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാനേ നിർവാഹമുള്ളൂ. കാരണം എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് അറിയില്ല. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ നമ്പർ 1 ആണ്. ഓപ്ഷൻ നമ്പർ 1 നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. യെസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഓഫ് വിനൈൽ ഹാലൈഡ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വിനൈൽ ഹാലൈഡിനെ സംബന്ധിച്ച് നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. അലൈൽ ഹാലൈഡിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അലൈൽ ഹാലൈഡ്. അപ്പൊ ഇത് വിനൈൽ ഹാലൈഡിനെ കുറിച്ചാണ്. വിനൈൽ ഹാലൈഡിന്റെ പ്രത്യേകത ഹാലോജൻ അറ്റാച്ച് ചെയ്തേക്കേണ്ടത് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിലാണ്. അപ്പൊ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 3 ഉണ്ട്. പക്ഷെ ഓപ്ഷൻ 1 ഈ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഈസ് ആസ് എ പാർട്ട് ഓഫ് അരോമാറ്റിക് റിംഗ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇതിലെ വിനൈൽ ഹാലൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ്. ഇവിടെയും sp2 ആണ്. പക്ഷെ ഈ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഈസ് എ പാർട്ട് ഓഫ് അരോമാറ്റിക്. ഇത് നമ്മൾ അരൈൽ ഹാലൈഡ്. ഇതാണ് ഇതിലെ വിനൈൽ ഹാലൈഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 3 വരും. ഓപ്ഷൻ നമ്പർ 3 വരും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളിപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ശിവൻ സാറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ശിവൻ സാർ നമ്മുടെ കുട്ടികളായിട്ട് റെസ്പോൺസുമായിട്ട് വന്നിട്ടുണ്ട്. ഹായ്. അപ്പോൾ 6ാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. തീർച്ചയായിട്ടും. കാരണം നമുക്ക് കുട്ടികളുടെ ഒരു റെസ്പോൺസും കൂടെ നോക്കിയിട്ട് നമ്മുടെ ഫാക്കൽറ്റീസിന് ഒരു നിമിഷം ശ്രമിക്കുക. നമുക്ക് കുട്ടികളെ എത്രയും പിള്ളേർ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് പിള്ളേർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനായിട്ടാണ്. കാരണം അതുപോലെ അവർ എക്സാം എഴുതി ഒരു ടയേർഡുമാണ്. തിരിച്ചവർക്ക് ഹോസ്റ്റലിലോട്ട് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ മുമ്പ് എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതിയവരുടെ ഈ ഷിഫ്റ്റ് 6 6ാമത്തെ പരീക്ഷയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഗതി കേൾക്കാം. കാരണം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇതിന്റെ ആദ്യത്തെ സെഷനിൽ നമുക്ക് കുട്ടികൾ പങ്കുവെച്ച കുറെ അധികം കാര്യങ്ങൾ. എന്താണ് ഈ ഷിഫ്റ്റില് അറ്റൻഡ് ചെയ്തത് നമുക്ക് നോക്കാം. 2 കുട്ടികളെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ലൈവ് സെക്ഷനിലേക്ക്. JEE Main 2024 30-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റിൽ എഴുതിയ 2 പേരെയാണ് നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത്. ലേറ്റസ്റ്റ് എക്സാം എഴുതിയ 2 പേരുടെ പേരെങ്ങനെയാണ്?
ദേവാങ്ക്. സ്ഥലം എവിടെയാണ്? കണ്ണൂർ. കണ്ണൂരാണ്. ഓക്കെ. അനന്തു, മലപ്പുറം. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഏറ്റവും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്ന് ഇതാ എക്സാം എഴുതി 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ആദ്യ റെസ്പോൺസ് എക്സാം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ. അതെ അതെ അതെ. എന്താണ് ഫസ്റ്റ് റെസ്പോൺസ്? കെമിസ്ട്രി പറഞ്ഞ പോലെ ഈസി തന്നെയായിരുന്നു. ഫിസിക്സ് അവർ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കൊന്നും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. മാത്സ് വിചാരിച്ച പോലെ അത്യാവശ്യം ടഫായിരുന്നു, ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അറിയാമായിരുന്നു അല്ലേ? കഴിഞ്ഞ 5 പാറ്റേൺ അനുസരിച്ച് 6ാമത്തത് വരെയുള്ളതെന്ന് അറിയാമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് ഇവർ പറയുന്നതിനകത്തൊരു മാറ്റമില്ല. ഇവർ പറയുന്ന എല്ലാം സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ഫിസിക്സ് കെമിസ്ട്രി ഈസി ആയിരുന്നു. ഇത് കമ്പയർഡ് ടു 2023 ഫിസിക്സും കെമിസ്ട്രിയും ഈ കൊല്ലം വളരെ ഈസി ആയിരുന്നു. കമ്പയർഡ് ടു 2023 മാത്തമാറ്റിക്സും ഈസി ആയിരുന്നില്ലേ? 2023 കഴിഞ്ഞ കൊല്ലത്തെ എക്സാം എഴുതിയതല്ലേ നിങ്ങള്? യെസ്, അങ്ങനെ നോക്കിയാ അതെ. പക്ഷെ നമ്മ പഠിച്ചതുകൊണ്ടായിരിക്കാം ഫിസിക്സിനെ കെമിസ്ട്രിനെയും വെച്ച് നോക്കുമ്പോൾ മാത്തമാറ്റിക്സ് ഒരല്പം ലെങ്തിയാണ്, അത്യാവശ്യം ടഫായിരുന്നു. യെസ്, മാത്സ് ടഫായിരുന്നു. കെമിസ്ട്രി കുഴപ്പമില്ല, വേഗം തീർക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ നമുക്ക് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും സമയം മാത്തമാറ്റിക്സിന് ഉപയോഗിക്കാൻ സാധിച്ചോ? കുഴപ്പമില്ല. മാത്സിന് അനന്തു. ഞാൻ പറഞ്ഞു. അനന്തു ആണ്. എവിടുന്ന സ്ഥലം വരുന്നത്? എവിടുന്നാണ്? ഞാൻ മലപ്പുറത്ത്. ഓക്കെ ഓക്കെ. നമുക്ക് ഈ എക്സാമിന് ഇപ്പൊ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ മാത്തമാറ്റിക്സ് ആണോ ഏതാണ് ആദ്യം അറ്റൻഡ് ചെയ്തത്? ഏതാണ്? മാത്സ് ആണ് ആദ്യം വന്നത്, പക്ഷെ ഞാൻ നേരെ ഫിസിക്സിക്കാ പോയത്. ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാനുള്ള ഒരു ടെൻഡൻസി പോലും തോന്നിയില്ല? നേരെ ഫിസിക്സിക്ക് പോയി. മാത്തമാറ്റിക്സ് ആയിരുന്നു. ഞാൻ കെമിസ്ട്രിയിലേക്കാണ് ചാടിയ. കെമിസ്ട്രി വെച്ചിട്ടാ തുടങ്ങാറ്. ഫിസിക്സും ഒരാൾ കെമിസ്ട്രിയും. അത് എടുത്തപ്പോഴത്തേന് കെമിസ്ട്രിയിൽ അത്യാവശ്യം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചോ? ഇല്ല, കിട്ടാത്തത് അന്നേരം വിട്ട് ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചത്. റിവ്യൂ ചെയ്യാനായിട്ട് സമയം കിട്ടിയായിരുന്നു? യെസ്, റിവ്യൂ ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയായിരുന്നു. എല്ലാ ചോദ്യങ്ങളും കണ്ടു. എല്ലാ ചോദ്യങ്ങളെല്ലാം കണ്ടു. കെമിസ്ട്രി എങ്ങനെയാണ്? ഓർഗാനിക്, ഇൻഓർഗാനിക്, ഫിസിക്കൽ കെമിസ്ട്രിയുടെ കാര്യങ്ങൾ ഇപ്പം ഇതിനിടയ്ക്ക് 1-2 പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി എനിക്ക് തോന്നുന്നു അധികവും ന്യൂമറിക്കലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഉണ്ടായിരുന്നു. ഇൻഓർഗാനിക് തന്നെയാണ് കൂടുതൽ വരുന്നത് തോന്നുന്നു. ഫിസിക്സിന്റെ പ്രോബ്ലം ആണോ അതോ തിയറി ആണോ ചോദിച്ചിരിക്കുന്നത്? ടൈം കൺസ്യൂമിംഗ് ആണോ? ഫിസിക്സ് ടൈം കൺസ്യൂമിംഗ് അല്ല, മാത്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ല. ആദ്യത്തെ 4 എക്സാമുകള് കൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഫിസിക്സ് കൂടുതൽ. പക്ഷേ ഇന്ന് രാവിലത്തെ ഷിഫ്റ്റ് നടന്നത് ഫിസിക്സ് ന്യൂമറിക്കൽ ടൈപ്പ് പ്രോബ്ലം ബേസ്ഡ് ആയിരുന്നു നടന്നത്. ഈ രണ്ടാമത്തെ ഷിഫ്റ്റ് ഫിസിക്സ് രണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ന്യൂമറിക്കലും അത്യാവശ്യം ഉണ്ടായിരുന്നു. ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. യെസ്, 1-2 ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ നമ്പർ വളരെ കുറവായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. യെസ്, അത് മാത്സ് ചോദ്യങ്ങൾ വായിച്ച് കഴിയുമ്പോൾ തന്നെ ടൈം എടുക്കുമായിരുന്നു. അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണ. പക്ഷെ ഇതിന് മുന്നത്തെ, അതായത് മോർണിംഗ് ഷിഫ്റ്റിലെ കുട്ടികൾ വന്നപ്പോൾ പറഞ്ഞത് വായിക്കാൻ പെട്ടെന്ന് കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നു ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മാത്തമാറ്റിക്സിന്റെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ തോന്നിയോ? ചിലത് അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ലെങ്ത് ആയിരുന്നു വായിച്ചു വരുമ്പോ തന്നെ. അതായത് നമുക്ക് നോക്കുമ്പോഴേ ഇത് വിട്ട് കളയാമെന്ന് തോന്നുന്നു. ഡിഫറൻസ് ഉണ്ട്. രാവിലത്തെ മോർണിംഗ് സെഷനും ഈവനിങ് സെഷനും ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. രാവിലെ വന്നപ്പോൾ ഇതിന്റെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് പറഞ്ഞത്. കാരണം എല്ലാവർക്കും ചെയ്യാൻ തോന്നുമായിരുന്നു. ഒരു സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് എത്തുമ്പോഴത്തേക്കും അവിടെ ഒന്ന് സ്റ്റക്ക് ആയി. ഇവര് ലക്കിയാണ്, കാരണം ഇവർ അറ്റൻഡ് ചെയ്യാനേ പോയില്ല. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. 200 ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഒന്ന് കണ്ണോടിക്കാനുള്ള സമയം തീർച്ചയായിട്ടും കിട്ടി. അതിനുശേഷം നമുക്ക് റിവ്യൂ ചെയ്യേണ്ടിരുന്ന ചോദ്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാനുള്ള സമയങ്ങളും കിട്ടി. അപ്പം നാളെ എക്സാം എഴുതാൻ പോകുന്നവരോട് എന്തായിരിക്കും നമുക്കൊന്ന് പറയാനുള്ളത്? സിലബസിൽ നിന്നാണ് എന്താണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ അവർക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിൽ നാളത്തെ എക്സാം എഴുതേണ്ടവരോട്, നിങ്ങളിപ്പോൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നവരാണ്, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ച പോലെ അങ്ങനെ അല്ലാന്ന് തോന്നിയോ? അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കണ്ടോ? ആ ചോദ്യം ഒരു ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾ പുതിയത്, അതായത് ഇപ്പൊ ബ്രില്യന്റിന്റെ മോഡൽ എക്സാമുകളെല്ലാം എഴുതിയവരാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എക്സാം ഹാളിൽ കയറിയതിനു ശേഷം നിങ്ങൾക്കൊരു പുതിയ ചോദ്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടോന്നാണ് ചോദിക്കുന്നത്. JEE അഡ്വാൻസിന് നമുക്കറിയാം, നമുക്ക് പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു ചോദ്യം സിലബസ് വന്ന എക്സാം ആണ്, അപ്പൊ അതുകൊണ്ട് സിലബസിനകത്തൊന്നും ഇല്ലാത്തതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചോദ്യം വന്നിരുന്നോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. എല്ലായിടത്തും കോമൺ ആണ്, ഫെമിലിയർ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ വരികയുള്ളൂ. അപ്പൊ നമുക്ക് താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് മെയ് 26 നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇന്ന് മുതൽ യാത്രയാണ്. പിന്നെ ഹാപ്പി അല്ലേ? രണ്ടുപേരും ഹാപ്പി അല്ലേ? എക്സാം എഴുതിയതിനു ശേഷം ഹാപ്പിയാണ് ആണല്ലോ? ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്.
അപ്പൊ എനിക്ക് തോന്നുന്നു ഈ 5-6 എക്സാമുകളുടെ പാറ്റേൺ ഈ 6ാമത്തെ മാത്തമാറ്റിക്സ് ലെങ്തി ആണെന്നുള്ളതാണ് ഓൾമോസ്റ്റ് കുട്ടികൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അഭിപ്രായങ്ങളെ ഒന്ന് യുണീക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആരും പാടാണെന്ന് പറയുന്നില്ല, അത് ഇങ്ങനെ പാടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കാൻ മാത്തമാറ്റിക്സിനെ തൊടുമ്പോൾ അങ്ങനത്തെ ഒരു അപകടം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാരണം നമുക്ക് ഓപ്പൺ ആയി വരുന്ന മാത്തമാറ്റിക്സ് ആണ് എല്ലാവർക്കും ഓപ്പൺ ആയി വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാനെങ്കിലുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ടൈം നന്നായിട്ട് സമയം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാതെ ഫിസിക്സ് കെമിസ്ട്രിയിലേക്കൊക്കെ പോകുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ ഞാനിപ്പം ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫാക്കൽറ്റി അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. എന്നിരുന്നാലും പിള്ളേരെ നല്ലതിന് വേണ്ടി ഞാൻ പറയുന്നതാണ്. 6 എക്സാം നടന്നതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യം ഒരേ പാറ്റേൺ ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫിസിക്സ് കെമിസ്ട്രി ഈസി ആണ്, മാത്തമാറ്റിക്സ് ലെങ്തി ആണെന്നുള്ള അതേ സ്റ്റേറ്റ്മെന്റ്. എല്ലാ ചാപ്റ്ററുകൾക്കും തുല്യ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒന്നും ഒഴിവാക്കാനില്ല. ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്സിൽ ഏതെങ്കിലും ഒഴിവാക്കിപ്പടി അങ്ങനെയൊന്നുമില്ല. സിലബസിൽ നിന്നുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പുതിയതൊന്നും അവർ പറയുന്നില്ല. കാണാത്ത അതുകൊണ്ട് കാരണം ഇതുവരെ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ എടുത്ത് പഠിച്ചേക്കാം, വേറൊരു എല്ലാം ഫെമിലിയർ കാര്യങ്ങളാണ്. ഇപ്പൊ 2 കുട്ടികളും കൂടെ തീർച്ചയായിട്ടും നമുക്ക് അവരുടെയും കൂടെ ഒന്ന് ചോദിച്ചു നോക്കിയിട്ട്. ഇന്ന് 6ാമത്തെ എക്സാം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് എക്സാം എഴുതി ഒരു 1/4 മണിക്കൂർ മുമ്പ് എക്സാം ഹാളിന് പുറത്ത് വന്നിരിക്കുന്ന ഇവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചു. അഖിൽ സ്ഥലം എവിടെ? തിരുവനന്തപുരം. ഹാർദവ് സ്ഥലം തിരുവനന്തപുരം. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഡൗട്ടോ അങ്ങനെ ഒന്നുമില്ല? കോൺഫിഡന്റ് ആണ്, നല്ല കോൺഫിഡന്റ് ആണ്. നല്ല കോൺഫിഡന്റ് ആണ്. ആ റിപ്ലൈ കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം. നമുക്ക് 2023 എടുത്തൊരു തീരുമാനമുണ്ട്. എനിക്ക് IIT ആയിരുന്നു, എനിക്ക് തീർച്ചയായിട്ടും പഠിച്ചിട്ട് എഴുതിയാൽ കിട്ടുമായിരുന്നെന്ന്. നന്നായിട്ട് ജൂൺ മുതൽ നമുക്ക് നന്നായിട്ട് തയ്യാറെടുക്കാൻ പറ്റി. ആ തയ്യാറെടുപ്പിന്റെ ഒരു ഫലമല്ലേ ഇപ്പൊ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ വന്നത്. അതായത് ഫസ്റ്റ് ടൈമിൽ എഴുതുമായിരുന്നെങ്കിൽ ഇത്ര ഈസി ആയിരുന്നു. 2024 എഴുതിയെങ്കിൽ പോലും നിങ്ങൾ +1 ഒപ്പം എഴുതിയിരുന്നെങ്കിൽ ഇത് എളുപ്പമായിരുന്നു. 2023 നിങ്ങളുടെ എക്സാമിന് 2024 ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അതായത് നമ്മൾ +1 +2 പഠിക്കുന്ന ഒരു നോർമൽ കുട്ടി ഈ എക്സാം എഴുതിയാൽ ഈസി എന്ന് പറയുമോ, അതോ അത്യാവശ്യം സമയം എടുക്കുമോ? നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഈസി ആണെന്ന് പറയാൻ സാധിക്കുന്നത്. എഴുതേണ്ട എക്സാം തന്നെയാണെന്നാണ് ഉദ്ദേശിച്ചത്. ആദ്യം ഏതാണ് ഓപ്പൺ ആയത്? മാത്തമാറ്റിക്സ് തന്നെയാണോ? ആദ്യം ഏത് അറ്റൻഡ് ചെയ്തത്? കെമിസ്ട്രി. എത്ര ഭംഗിയായിട്ടാണ് അവർ എന്റെ സബ്ജക്റ്റിനെ ഒഴിവാക്കി പറഞ്ഞത്. നമ്മൾ ആ കെമിസ്ട്രി 1 by 1 പോകുമ്പോൾ ആ 30 ക്വസ്റ്റ്യനുകളും വായിച്ചു നോക്കിയിട്ടാണോ ഫിസിക്സിലോട്ട് പോയത്? തീർച്ചയായിട്ടും. അവിടെ നമുക്ക് റിവ്യൂ വെക്കേണ്ടി വന്നോ ഏതെങ്കിലും? അസേർഷൻ റീസൺ നമുക്ക് ആ സമയം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കും. അതൊക്കെ ഒന്ന് റിവ്യൂ. നിങ്ങളുടെ പെർസ്പെക്റ്റീവില് കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എളുപ്പമായിരുന്നു. കെമിസ്ട്രി എളുപ്പമായിരുന്നു. തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നോ അതോ ഇനോർഗാനിക് ഒക്കെ തിയറി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു? എനിക്ക് ഇതിന് മുന്നത്തെ സെഷനിൽ വന്ന കുട്ടികൾ പറഞ്ഞത് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ റഫർക്കൊന്നും ആവശ്യമില്ല, വായിക്കുക ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനെ തന്നെയാണ്. അതായത് അങ്ങനെയാണ്. ഇനി ഫിസിക്സിലേക്ക് വരുമ്പോഴത്തേനും പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ കൂടുതൽ? ബാലൻസ്ഡ് ആയിരുന്നു. പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അത് ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? 2-3 ചോദ്യങ്ങൾ ഒരു അല്പം ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതാണ് അവർ പറയുന്നത്. ബാക്കി ഇറ്റ് വാസ് ഓക്കെ. നമ്മളെ വിഷമിപ്പിച്ചില്ല. പിന്നെ മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സ് ലെങ്തി ആണ്, ഡിഫിക്കൽട്ട് ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തെ എക്സാം തൊട്ട് നമ്മൾ കേൾക്കുന്നത്. അതെന്താ നിങ്ങൾക്കും അത് തന്നെയാണോ തോന്നിയത്? അതെ, മാത്തമാറ്റിക്സ് കമ്പയർഡ് ടു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വായിക്കാൻ തന്നെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവരും പറയുന്നുണ്ട്. കാരണം ആദ്യത്തെ മോർണിംഗ് സെഷനിലെ കുട്ടികൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ തോന്നുമായിരുന്നു, എളുപ്പമാണെന്ന് തോന്നുമായിരുന്നു, പക്ഷെ പകുതിക്ക് വെച്ച് നമുക്ക് ഡിഫിക്കൽട്ട് ആയി പോകുമായിരുന്നു. നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ബുദ്ധിമുട്ടായിരുന്നു, ലെങ്തി ആയിരുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കാണുമ്പോഴേ ഇത് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകുമായിരുന്നു. ട്രൈ ചെയ്യും അത്. പക്ഷേ ചില ക്വസ്റ്റ്യൻ ഇപ്പം കിട്ടിയായിരുന്നു, ചിലത് ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും ലെങ്തി ക്വസ്റ്റ്യന്റെ ഇടയ്ക്കായാലും 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ഇടയ്ക്ക് അവർ ഈസി ആക്കി ഇടുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സാറേ സ്ട്രെസ് ചെയ്ത് കൊടുത്ത് പറയണം. മാത്തമാറ്റിക്സിന്റെ ഇങ്ങനെയാണെങ്കിൽ പോലും സബ്ജക്ട് ഒഴിവാക്കരുത്. അതായത് 1-2 ചോദ്യങ്ങൾ, അതായത് ഇടയ്ക്ക് 1-2 ചോദ്യങ്ങൾ ഈസിയാക്കി തരുന്നത് അത് നമുക്ക് കിട്ടണം. പിന്നെ ഒരു ആവറേജ് ഒരു സാറേ 10 to 15 ആണ് ഇവർ പറയുന്നത്. 10 to 15 ആണ് മാത്തമാറ്റിക്സിന്റെ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നല്ലോ. ന്യൂമറിക്കല് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, ഉറപ്പായും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ടൈം കിട്ടത്തില്ല അത് ന്യൂമറിക്കൽ വരെ എത്താൻ. എല്ലാം ചെയ്ത് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞതാണ് ഇവര് ഓരോ ചോദ്യങ്ങൾ വെച്ചോണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാമല്ലോ. ഒരു പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ലെങ്തി ആണെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി. അപ്പൊ ന്യൂമറിക്കൽ ആ ചോദ്യങ്ങളിലേക്ക് മാത്സിന്റെ 2 ന്യൂമറിക്കൽ നല്ല എളുപ്പമുള്ളതായിരുന്നു. അത് ചോദിക്കാൻ പാടില്ലാത്തതാണ്. ചെയ്തില്ലേ?
ഒന്ന് ചെയ്തു. അതെന്റെ ഒരു പേഴ്സണൽ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചു പോയതാ. പുള്ളി പറയുമ്പോൾ എനിക്ക് പക്ഷേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, രണ്ടെണ്ണം എളുപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കിട്ടിയല്ലോ അല്ലേന്നൊരു ഒരു കാരണം ഇദ്ദേഹം പറയുകയും ചെയ്തു ലെങ്തി ആയിരുന്നു പക്ഷേ ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറയുന്നത്. നാളത്തേക്ക് നമുക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഇപ്പൊ നാളെ എക്സാം 4 സെഷനുകൾ ഇനിയും കിടക്കുന്നു. എന്താണ് അവര് മാത്തമാറ്റിക്സ് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ലാസ്റ്റ് മൂമെന്റിൽ മാത്തമാറ്റിക്സ് നോക്കുന്നത് വലിയ കാര്യം തോന്നുന്നില്ല. ഇനി അത് നാളെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എക്സാം ഹാളില് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ചെയ്യാൻ ഒരു ഐഡിയ മനസ്സിലൊന്ന് ഫ്രെയിം ചെയ്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ വിട്ടേ. അതിലേക്ക് ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തെന്ന് പറയുന്നത് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ചോദ്യം വന്നാൽ അതങ്ങ് ലീവ് ചെയ്യുന്നതല്ലേ നല്ലത്? അതെ അതെ അല്ലേ, തീർച്ചയായിട്ടും കോണിക് സെക്ഷൻസ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കാരണം ജോമെട്രി എല്ലാം ശരിയാണ്. ജോമെട്രി നമുക്കൊരു തോന്നൽ തോന്നും, കാണുമ്പോൾ ചെയ്യാം, പടമൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യാൻ ആൻസർ കിട്ടും. പക്ഷെ ഒരു കണക്ക് വരെ ജോമെട്രി ആകുമ്പോഴത്തേന്റെ ആൻസർ കിട്ടേണ്ടതല്ലേ, ഇതൊരു സമയം എടുത്താലും കിട്ടും അല്ലേ? ആ ഒരു തോന്നലുള്ളതുകൊണ്ട് നമ്മൾ തൊട്ടു പോകും. ചിലപ്പോ കാൽക്കുലേഷനിലൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോ JEE Mains എന്ന് പറയുമ്പോൾ കൺസെപ്ഷ്യൽ തരുന്ന ഇൻഫർമേഷൻ അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളായിരുന്നോ, അതോ നമ്മളൊന്ന് ചോയ്സിലോട്ട് എത്തുമ്പോൾ കൺഫ്യൂഷൻ വരും? ഫിസിക്സും കെമിസ്ട്രി അങ്ങനെ ചിന്തിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആണെന്ന് പറഞ്ഞാലും നെഗറ്റീവിലോട് അടിച്ചേക്കാം. അതായത് എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രിപ്പറേഷൻ കൊണ്ടാണ് ഇവർ അത്ര ഈസി ആണെന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് ഒരു ആവറേജ് ലെവൽ കുട്ടിയാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഈസിയാന്ന് ഞാൻ സംസാരിച്ച എല്ലാവരോടും തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. ഒരു ആവറേജ് ലെവൽ കുട്ടിയാണെങ്കിൽ, അതായത് തയ്യാറായിട്ടില്ലെങ്കിൽ, കുട്ടിയുടെ ലെവൽ ആവറേജ് ആയിട്ടല്ല, ഇതിന് JEE Main അത്ര ഫോക്കസ് ചെയ്തിട്ടല്ല തയ്യാറാക്കിയതെങ്കിൽ അല്ല എങ്കിൽ നമുക്ക് അത്രത്തോളം ഒരു 40-50 ക്വസ്റ്റ്യനിലോട്ട് മാക്സിമം എത്താൻ പറ്റുന്നത്. ഇവരൊരു 60-70 ക്വസ്റ്റ്യനിലോട്ട് എത്തുമ്പോൾ മറ്റൊരു 40 മാക്സിമത്തിൽ എത്തി നിൽക്കുന്നവർ അല്ലേ? നമുക്കൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ നമ്പർ കൊണ്ടും ഒരുപക്ഷെ അതാണ് പറഞ്ഞത്. എക്സാം ടഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും 92-93% എത്തും. ഇപ്പൊ നമുക്ക് 180 സ്കോർ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം 97% എന്നാണെങ്കിലും എത്തും. അപ്പൊ ആ ഒരു പേടിക്കണ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് 97 കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് അവിടെ ഒത്തിരി മാർക്കുകാർ 180, 200, 210, 230 ഒക്കെ ഇൻ ബിറ്റ്വീൻ 99 ആ പെർസെന്റേജിൽ ഒത്തിരി പേരുണ്ടായിരിക്കും അല്ലേ? ആ ഒരു സ്കോർ പോകില്ല. പിന്നെ ഒരു കാര്യം, മാജിക് എല്ലാം അവർ ഒളിച്ചു വെച്ചിരിക്കുന്ന ചിലപ്പോൾ ഒരുപക്ഷെ അവസാനത്തെ ക്വസ്റ്റ്യനുകളിലായിരിക്കും. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇപ്പം ഇദ്ദേഹം ന്യൂമറിക്കലിൽ 2 ചോദ്യം എളുപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നത് സാറേ, പേഴ്സണലി എനിക്ക് പെട്ടെന്നൊരു സങ്കടം വന്നു. കാരണം വെച്ചാൽ ചെയ്ത് ഒപ്പിക്കാൻ പറ്റേണ്ട ചോദ്യങ്ങളാണല്ലോ, ഡയറക്റ്റ് ചോദ്യമായിരുന്നു അല്ലേ? അപ്പൊ അത് അപ്പോ സ്കിപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. പെട്ടെന്ന് കണ്ടിട്ട് അൺഫെമിലിയർ ആയിട്ട് തോന്നുവാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുക, ആൻസറിലോട്ട് എത്താനായിട്ട് മാക്സിമം ട്രൈ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും ഈസി ആണെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. ബ്രില്യന്റിന്റെ മോഡൽ എക്സാമുകളെല്ലാം റെഗുലർ ആയിട്ട് എഴുതിക്കൊണ്ടിരുന്നവരല്ലേ നിങ്ങൾ? അപ്പൊ അങ്ങനെ ആ എക്സാം എഴുതി എക്സാം ഹാളിലോട്ട് കയറിയപ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു എന്തായിരുന്നു, എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തോ? കാരണം ഇതിന് മുന്നത്തെ കുട്ടികൾ പറഞ്ഞത് ആ ഒരു ഫീൽഡിൽ അങ്ങ് പോയി എഴുതി കൂളായിട്ട് എഴുതി പോകുന്നതാണ്. സെയിം തന്നെ. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല? എക്സാം ഹാളിലെ ഇടപെടിയില് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ, ബയോമെട്രിക് എല്ലാം ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് NTA നടപ്പാക്കിയത്. ഒത്തിരി നന്ദി. അപ്പൊ നമുക്ക് മെയ് 26 വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് അടുത്ത് വലിയൊരു കടമ്പയാണ് നമുക്ക് മുമ്പിൽ ഇരിക്കുന്നത്. ഫുൾ സിലബസ് ആണ് നമുക്ക് മുമ്പിൽ ഇരിക്കുന്നത്, ഒന്നും ഒഴിവാക്കാനില്ല. ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇതുവരെ നമ്മൾ ഫെമിലിയർ ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ പറയുന്ന അൺഫെമിലിയർ ചോദ്യങ്ങൾ ചെയ്ത് ശീലിക്കണമെന്ന് നിങ്ങളോട് പറയും. കാരണം നിങ്ങൾ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവാം. പിന്നെ ആ കാര്യത്തിൽ 100% കോൺഫിഡൻസോട് കൂടിയല്ലേ നിൽക്കുന്നത്. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ്. ഇവിടെ വന്ന ഒരൊറ്റ കുട്ടിക്കും ആ എതിരഭിപ്രായം ഇല്ല. സാർ റിസൾട്ട് വന്നതിന് ശേഷം നോക്കാമെന്ന് പറയുന്നില്ല. എല്ലാവരും 100% കോൺഫിഡൻസ്. സോ താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പം 6ാമത്തെ എക്സാം, അതായത് ഇന്ന് 30-ാം തീയതി ഉച്ച കഴിഞ്ഞ് നടന്ന എക്സാമും ഫിസിക്സ്, കെമിസ്ട്രി അതേ പാറ്റേണിൽ തന്നെ ചോദിക്കുന്നു. പക്ഷെ ന്യൂമറിക്കൽ ഉണ്ടായിരിക്കും, ന്യൂമറിക്കൽ ഇല്ലായിരിക്കും. അതൊക്കെ ഏതാണ്ട് ഒരു മോഡറേറ്റ്, ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെയാണ് ഫിസിക്സ്, കെമിസ്ട്രി പോകുന്നത്. മാത്തമാറ്റിക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. വീണ്ടും നമ്മൾ പറയുകയാണ്, അതായത് ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ട്വിസ്റ്റിംഗ് എന്നല്ല, കൺസെപ്ഷ്യൽ ചോദ്യങ്ങളാണെങ്കിലും ലെങ്തിയാണ്, ഡിഫിക്കൽട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ എവിടെയൊക്കെ തൊട്ട് സമയം കളഞ്ഞ് അവസാനം എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് വീണ്ടും ആ സെയിം സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യണം. എളുപ്പമുള്ള ചോദ്യങ്ങൾ സ്പീഡിൽ ചെയ്യുക എന്നുള്ളതാണ് JEE Mainsന്റെ ഫോർമുല. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് കാണുന്ന ചോദ്യങ്ങളിലെല്ലാം തൊട്ട് സമയം കളയരുത് കേട്ടോ. പിന്നെ റിവ്യൂ ചെയ്യാൻ സമയമുണ്ടെന്ന് ഞങ്ങൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റിനും വായിക്കാൻ സമയമുണ്ട്. ഇവിടെ വന്ന എല്ലാവരും 27-ാം തീയതി രാവിലെ തൊട്ട് വന്ന് എല്ലാവരും പറയുന്നത് സമയം കിട്ടിയിട്ടുണ്ട്, റിവ്യൂ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഓരോ ചോദ്യത്തിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് അനാവശ്യമായ സമയം കളയരുത്.
ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യുന്ന ആളേക്കാൾ മേളിൽ പോകുന്നത് എളുപ്പമുള്ള 2 ചോദ്യം ചെയ്യുന്നവരാണ്. അതിൽ എല്ലാ ചോദ്യത്തിനും ഈക്വൽ മാർക്സ് ആണ്, മറക്കരുത്. നമ്മുടെ രാവിലത്തെ കെമിസ്ട്രിയുടെ നമുക്ക് ബാക്കി അനലൈസ് ചെയ്യാനുണ്ട്. ഇനി ഷിഫ്റ്റ് 2-ന്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ അനലൈസേഷൻ ഉണ്ട്. പോകരുത്, ഞങ്ങൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ എത്രയാണെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കെമിസ്ട്രി ഫാക്കൽറ്റിയിലോട്ട് ആ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ്. സാർ പ്ലീസ്. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് ഓൺ അഡീഷൻ ഓഫ് നാഫ്തലീൻ സോളിഡ് ടു ലിക്വിഡ് ബെൻസീൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് എന്നാണ് ചോദ്യം. സാർ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ സൊല്യൂഷൻ ചാപ്റ്ററിൽ എന്തേലും ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ടാവും. ഒന്നും അല്ലെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് തന്നെ ന്യൂമറിക്കൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. ആ ഒരു സ്ഥാനത്താണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ എന്താണ്, നമുക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോളിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അതെ അതെ അതെ, വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്താൽ തീർച്ചയായിട്ടും ഫ്രീസിംഗ് പോയിന്റും ഡിക്രീസ് ചെയ്യപ്പെടും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2 ആണ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അത് 4ൻ്റെ അകത്തുനിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലം എത്രയോ ഡിഫറെൻറ്റ് ടൈപ്പ് ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രസ് ചെയ്യപ്പെട്ടു. യെസ്, സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 2 ആണ്. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതൊന്നും ആരും തെറ്റിക്കാൻ തോന്നുന്നില്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് നൈട്രോജൻ ആറ്റം ഇൻ പ്രോഡക്റ്റ് വെൻ എത്തനാൽ റിയാക്ട് വിത്ത് സെമി കാർബസൈഡ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ NCERT പ്രോപ്പർ ആയിട്ട് നോക്കിയിരുന്നെങ്കിൽ അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഉണ്ട്, റിയാക്ഷൻ വിത്ത് നൈട്രോജൻ കോമ്പൗണ്ട്സ് അല്ലേ. അതിൽ ഹൈഡ്രോസീൻ ഉണ്ട്, ഹൈഡ്രോക്സിലമൈൻ ഉണ്ട്, ഫിനൈൽ ഹൈഡ്രോസീൻ ഉണ്ട്. അപ്പം അതിൽ ലാസ്റ്റ് തന്നേക്കുന്ന ഒരു റിയേജന്റ് ആണ് സെമി കാർബസൈഡ്. ഇത് ചെയ്യണമെങ്കിൽ സെമി കാർബസൈഡിന്റെ സ്ട്രക്ചർ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇച്ചിരി പാടാണ് അല്ലേ. അപ്പൊ അത് സെമി കാർബസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെമി കാർബസൈഡ്. NH2 NH C+O NH2. നിങ്ങൾക്ക് ഓർത്ത് വെക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് യൂറിയയുടെ ഒരു ഡെറിവേറ്റീവ് ഓർത്ത് വെക്കുക അല്ലെ. NHന്റെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ഒരു NH2, അല്ലെങ്കിൽ ഹൈഡ്രസീന്റെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ഒരു CONH2 ഗ്രൂപ്പ്. ഈ രീതിയിൽ നമ്മുടെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? നമ്മൾ എവിടെയെങ്കിലും അത് പുറത്തുനിന്നുള്ളതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതാണ് സെമി കാർബസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെമി കാർബസൈഡിന്റെ റിയാക്ഷൻ വിത്ത് എത്തനാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് എത്തനാൽ അല്ലെ, അസെറ്റാൽഡിഹൈഡ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ റിയാക്ഷൻ കോമൺ ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബോണിൽ കോമ്പൗണ്ടിലെ ഓക്സിജനും നൈട്രജന്റെ മുകളിലിരിക്കുന്ന 2 ഹൈഡ്രജനും കൂടിയിട്ട് വാട്ടർ എലിമിനേറ്റ് അല്ലെ, -H2O. ന്യൂക്ലിയോഫിലിക് അഡിഷൻ ആണ് ഇതിന്റെ മെക്കാനിസം ഒക്കെ. നമുക്ക് മെക്കാനിസത്തിനൊന്നും ആവശ്യമില്ല, നമുക്ക് ഫൈനലി എന്താണ് കിട്ടുന്നതെന്ന് മാത്രം. അപ്പൊ ഇവിടെ CH3 CH, ഈ കാർബണും ഈ നൈട്രജനും തമ്മിലൊരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. പിന്നെ ബാക്കി ഇതാണ് ഇതിന്റെ പ്രൊഡക്റ്റ് അല്ലെ. ഇത് സെമി കാർബസൈഡുമായിട്ട് ആൽഡിഹൈഡ് റിയാക്ട് ചെയ്തതിന് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് നൈട്രോജൻ ആറ്റം എന്നാണ്. അപ്പൊ ഇതിൽ പ്രൊഡക്റ്റുകളിലെ നൈട്രോജൻ ആറ്റത്തിന്റെ എണ്ണം 1 2 3 അല്ലെ. 1 2 3 3 നൈട്രോജൻ ആറ്റം അല്ലെ. ഈ വർഷത്തെ ഈ സെഷനിൽ ഓർഗാനിക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ശരിക്കും അതിലും മെക്കാനിസം ബേസ് ആയിട്ടുള്ളൊന്നും തന്നെയില്ല, വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അതായത് കാർബോ കാറ്റോൺ ഈ സംഭവം ഒന്നുമില്ല. ഡയറക്റ്റ് ഒരു നെയിം റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അതിന്റെ ആൻസർ വരുന്നത് 3 വരും. ആൻസർ 3. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് സ്ട്രക്ചർ ഓഫ് 4-methyl pentane-2-enal എന്നാണ് ചോദ്യം. ഓർഗാനിക് കെമിസ്ട്രിയുടെ നോമൻക്ലേച്ചർ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുക അല്ലേ. ജസ്റ്റ് നമ്മൾ നമ്പർ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മാത്രം മതി. ഇപ്പം നമുക്ക് ഓപ്ഷൻ നമ്പർ 1 നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്പർ കാർബൺ വരും. ഇത് ഫസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരും. 1 2 3 4 5. ഇത് നെയിം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ ആയെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം പോലും നമുക്ക് വരുന്നില്ല അല്ലേ. അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, 4-methyl pent-2-ene ഉണ്ട്, ആളുണ്ട് അല്ലെ. 1 ആളുണ്ട്, 4th മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2 and 3 ഒക്കെ മീഥൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറെന്റ് ആണ്. ഇത് 2-methyl, this is 3-methyl.
ഇതൊരു കീറ്റോൺ ആണ്. കീറ്റോൺ ആണ്, ആൽഡിഹൈഡ് അല്ല. അപ്പോൾ ഇതിന്റെ ആൻസർ വരെ ഓപ്ഷൻ നമ്പർ 1 ആണ്. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുകയാണ്. സാധാരണ ഇങ്ങനെ ഇത് ഓപ്ഷൻ ഇതിങ്ങനെയാണോ കറക്റ്റ് ഓർഡർ നമുക്ക് അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഇങ്ങനെ വന്നു എന്നേ ഉള്ളൂ. എനിക്കറിയില്ല ഈ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ആയിരുന്നോ നമുക്കറിയില്ല. എന്നിരുന്നാൽ ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിപ്പോയി ഇതും അല്ലേ. നോമൻക്ലേച്ചറിൽ എത്രയോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ്, ഇൻ ലാന്തനൈഡ് സീരീസ് ഐഡന്റിഫൈ ദ പെയർ വിച്ച് ആർ ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ എന്നാണ്. അപ്പോൾ ലാന്തനൈഡ്സിലെ ഡയാമാഗ്നറ്റിക് നേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് F0 F14 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ആൾക്കാർ ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ F0 അല്ലെങ്കിൽ F14 വരുന്ന ആൾക്കാർ ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ സീരിയത്തിനെ സംബന്ധിച്ച് സീരിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f1 5d1 6s2 ആണ്. ഇതാണ് സീരിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇപ്പോൾ സീരിയം 4+ ആകുമ്പോൾ അതിൻ്റെ അകത്ത് 4 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. അപ്പോൾ 2 3 4 സോ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4f0 വരും. തീർച്ചയായിട്ടും ഇത് ഡയാമാഗ്നറ്റിക് സ്പീഷീസ് തന്നെയാണ്. ഇതേപോലെ തന്നെ മറ്റൊരെണ്ണം ലുട്ടീഷ്യം 3+ ആണ്. കാരണം ലുട്ടീഷ്യത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4f14 5d1 6s2 എന്നുള്ളതാണ് അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇപ്പോൾ ലുട്ടീഷ്യം 3+ ആകുമ്പോൾ അവിടുന്ന് 3 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നു. അപ്പോൾ 2 + 1 3 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ പിന്നീട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4f14 വരുന്നു. അപ്പോൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ F0 അല്ലെങ്കിൽ F14 വരുന്ന കേസുകളിൽ ഇവർ ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിയോഡൈമിൻ 3+ലെ F0 F14 നമുക്ക് കിട്ടുന്നില്ല. സീരിയം 4+ലെ F0 നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലുട്ടീഷ്യം 3+ൽ നമുക്ക് F14 വരുന്നുണ്ട്. യൂറോപ്യൻ 3+ലും നമുക്ക് ഈ പറയുന്ന F0 F14 നമുക്ക് കിട്ടത്തില്ല. ഇതിനകത്ത് ഡയാമാഗ്നറ്റിക് ആയിട്ട് വരുന്നത് സീരിയം 4+ ഉണ്ട്, അതുപോലെ തന്നെ ലുട്ടീഷ്യം 3+ ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് 2 and 3 ആണ്. ഓപ്ഷൻ നമ്പർ 2 ഇസ് എ കറക്റ്റ് ആൻസർ. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കാരണം തോന്നുന്നു നമ്മുടെ കുട്ടികൾ പറഞ്ഞത് 3 ലാന്തനം 3+ ആയി. ലാന്തനം 3+ ആണോ? അതെയോ? അതും അല്ലേ, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാണെങ്കിൽ ഡയാമാഗ്നറ്റിക് തന്നെ ആയിക്കോളും. തീർച്ചയായിട്ടും അതിന്റെ തൺപേഡ് ഇലക്ട്രോൺ ഇല്ല. യെസ്, അതും ഡയാമാഗ്നറ്റിക് ആയിക്കോളും. ആണെങ്കിൽ കൂടെയും നമുക്ക് അതിന്റെ ആൻസർ വരുന്നുണ്ട്. ഇപ്പോൾ ലുട്ടീഷ്യം ആണോ നമുക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെ വന്നെന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സീരിയം 4+ഉം ലുട്ടീഷ്യം 3+ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇത് വളരെ സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് DF എലമെന്റ്സ് NCERT ഇങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളുമാണിത്. ഈ സീരിയം 4+, ലുട്ടീഷ്യം 3+ NCERT തന്നിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ എക്സാമ്പിൾ, ഇതേ പർട്ടിക്കുലർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോട്ടിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു DF എന്ന് ചോദിച്ചത്. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 2 വരും. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഇൻഓർഗാനിക് എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ അല്ലെങ്കിൽ അയോൺ ആയിരിക്കാം. ചിലപ്പോൾ മോളിക്യൂൾ ഓർ അയോൺ മോസ്റ്റ്. കാരണം നമുക്ക് തന്നിരിക്കുന്നതിൽ 3 അയോണുകളാണ്, ഒരു മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സ്റ്റെബിലിറ്റി ആണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സ്റ്റെബിലിറ്റി ഒരു 4 പൈലക്ട്രോൺ ഉണ്ട്, 4 പൈലക്ട്രോൺ, പിന്നെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. 4 പൈലക്ട്രോൺ ഉണ്ടാവും. നമുക്കറിയാം അത് ആന്റി അരോമാറ്റിക് അല്ല, ആന്റി അരോമാറ്റിക് ആണ്. സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും ആന്റി അരോമാറ്റിക് ആകുമ്പോൾ. ലീസ്റ്റ് സ്റ്റേബിൾ മിക്കവാറും ഇതായിരിക്കും ഇതിനകത്ത്. പിന്നെ വന്നിരിക്കുന്നത് ഇതാണ് സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ എന്നാണ് അതിന് പറയാം. അപ്പോൾ ഇതിൽ 2 പൈലക്ട്രോൺസ് ഉണ്ട്. പിന്നെ എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ ഇത് 4n+2 പൈലക്ട്രോൺ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ്. ദിസ് ഇസ് ആരോമാറ്റിക്. ഇത് ആരോമാറ്റിക് ആണ്. ഇവിടെ വരുന്നത് സൈക്ലോപെന്റീനൈൽ ആനയോൺ ആണ്. ഇത് 2 പൈലക്ട്രോൺസ് ആണ്. 4 പൈലക്ട്രോൺസ് വരുമ്പം അത് ആന്റി അരോമാറ്റിക് ആയിരിക്കും. അഗെയിൻ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. പിന്നെ ഇത് ഇവിടെ 2 കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp3 ഹൈബ്രിഡൈസ് കോൺജുഗേഷൻ ഇല്ല, നോൺ ആരോമാറ്റിക് ആയിരിക്കും. ഇതിൽ അരോമാറ്റിക് ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആള്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ഇതും നമ്മൾ നമുക്ക് അറിയുന്ന തന്നെയാണ് അല്ലേ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ ഓപ്ഷൻ 2 ആയിരിക്കും. അരോമാറ്റിക് ആണ്, സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലെ. നെക്സ്റ്റ്, ഓക്കെ. ഇവിടെ നമുക്കിപ്പം ഇത് അനിലീനാണ്. pH ഫിനൈൽ NH2 അനിലീനാണ്. ഒരു റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ എഴുതുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അനിലീൻ ഇത് N2+ എന്നാണ്. ഇതിന്റെ പേര് നമുക്കറിയാം ഡയസോണിയം സോൾട്ട് ആണ് അല്ലെ, ഡയോസോണിയം കാറ്റയോൺ ആണ് അത്. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യണമെന്നാണ്. ബേസിക്കലി പ്രൈമറി അമീൻ്റെ ഒരു റിയാക്ഷൻ ആണ്. അത് റിയാക്ട് ചെയ്യുന്നത് നൈട്രസ് ആസിഡുമായിട്ടാണ്, HNO2 ആയിട്ടാണ് അത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ബെൻസീൻ ഡയസോണിയം കാറ്റയോൺ കിട്ടാൻ പോകുന്നത്. അപ്പോൾ
നമുക്ക് നൈട്രസ് ആസിഡ് ഡയറക്റ്റ്ലി നമ്മളത് ഉപയോഗിക്കത്തില്ല, അത് ഇൻസിറ്റു പ്രിപ്പറേഷൻ ആണ്. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആണ് സോഡിയം നൈട്രൈറ്റും HCl-ഉം അറ്റ് 0 to 5 degrees Celsius എന്നാണ് നമ്മളതിന് പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ 2 ഓപ്ഷനിലേക്ക് നമുക്ക് വരാം, ഇത് കളയാം, NaNO2 HCl. പിന്നെ ഉള്ളത് ഈ ഒരു ഡയസോണിയം കാറ്റയോൺ ഒരാളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കാർലെറ്റ് റെഡ് ഡൈ കിട്ടും. ഈ ഡയസോണിയം അയോണുകളുടെ പ്രത്യേകതയാണ്, അതൊരു കോൺജുഗേറ്റഡ് മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റൻസ് കളേർഡ് ആയിട്ടുള്ള ഡൈസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ സ്കാർലെറ്റ് റെഡ് ഡൈ കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റാ നാഫ്തോൾ ആണ്. ബീറ്റാ നാഫ്തോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കാർലെറ്റ് റെഡ് ഡൈ കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ വരെ NaNO2 HCl at 0 degrees Celsius. അതാണ് എ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റിയേജൻസ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബീറ്റാ നാഫ്തോൾ അല്ലേ. ഓപ്ഷൻ 1 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. മെക്കാനിസം വരുന്ന ഒരു കാര്യം ഡയറക്ട്ലി പ്രൊഡക്റ്റ് ചെയ്ത എന്താണോ കണ്ടീഷൻ അത് മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്നാണ്. ലാസ്റ്റ് പോർഷൻ ബീറ്റാ നാഫ്തോൾ എനിക്കൊന്ന് അനിലീനും ഫിനോളും ഒക്കെ ആയിട്ടുള്ള കപ്ലിംഗ് റിയാക്ഷൻ കാണിച്ചു. ഇതിനെ കപ്ലിംഗ് റിയാക്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ 1 ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ ഓർഗാനിക് എന്നാണ്. find the product to find product A formed in the following multi-step reaction. അപ്പോൾ ഇവിടെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. നമുക്ക് തന്നേക്കുന്ന ഒരു അരൈൽ ഹാലൈഡ് ആണ്. അത് മെഗ്നീഷ്യം ആയിട്ട് റിയാക്ട് ചെയ്യും അല്ലേ. അരൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് മെഗ്നീഷ്യം ഗ്രിഗ്നാർഡ് റിയേജൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരാളുണ്ടാവും, ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉണ്ടാവും. ദെൻ വിത്ത് കാർബൺ ഡയോക്സൈഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ച റിയാക്ഷൻ ആയിരിക്കും. ഗ്രിഗ്നാർഡ് റിയേജന്റ് വിത്ത് കാർബൺ ഡയോക്സൈഡ് അല്ലേ. കാർബോക്സിലിക് ആസിഡ് ആണ് അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ COH ഗ്രൂപ്പ് വരും. മെക്കാനിസം ഒന്നും എഴുതുന്നില്ല, നമുക്കിവിടെ COH. ഇതാണ് രണ്ടാമത്തെ. ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മുടെ അടുത്തുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസോയിക് ആസിഡ് ആണ്. ആ ബെൻസോയിക് ആസിഡ് ഇനി റിയാക്ട് ചെയ്യാൻ പോകുന്നത് അമോണിയ വെച്ചിട്ട് ഹീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു ആസിഡ് ആണ്, ബേസ് ആണ്, സോൾട്ട് ഫോം ചെയ്യും. എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് NH3 വെച്ച് ഹീറ്റ് ചെയ്യുമ്പം നമുക്ക് അമൈഡ് കിട്ടും, ബെൻസ് അമൈഡ്. ഇനിയുള്ള റിയാക്ഷൻ ഒരിക്കലും മറക്കരുത്. ഈ റിയാക്ഷൻ ഈ റിയേജൻ അല്ലേ, ബ്രോമിൻ Br2 NaOH. നമുക്ക് അമൈഡിൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നെയിം റിയാക്ഷൻ NaOH ആണ്. ഒരു ആൽക്കലി OH-. അമൈഡ് റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി ഒരു നെയിം റിയാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ ഹോഫ്മൻ ബ്രോമോമൈഡ് റിയാക്ഷൻ അല്ലെ. ഹോഫ്മൻ ബ്രോമോമൈഡ് റിയാക്ഷൻ ആണ്. പ്രൊഡക്റ്റ് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഒന്നുമില്ല. ഈ NH2 നമ്മൾ ഈ ഒരു ഇവിടെ ഏത് ഗ്രൂപ്പ് ആണുള്ളത്, ഇവിടെ അരൈൽ ഗ്രൂപ്പാണ്, ആൽക്കൈൽ ഗ്രൂപ്പാണ്, അരൈൽ ഗ്രൂപ്പാണോ ആ NH2 ഗ്രൂപ്പിനെ ആ കാർബണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതായിരിക്കും പ്രൊഡക്റ്റ്. പിന്നെ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. Na2CO3 ഉണ്ടാവും, NaBr ഒക്കെ ഉണ്ടാവും. നമുക്ക് അതൊന്നും വേണ്ട, മെയിൻ പ്രൊഡക്റ്റ് മാത്രം. നമ്മളുടെ ഓപ്ഷൻ ഇതുണ്ടോ നോക്കിയാൽ മതി. തീർച്ചയായിട്ടും ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ 2 ആണ്. അപ്പോൾ അനിലീനാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ആദ്യം ഗ്രിഗ്നാർഡ് റിയേജന്റ്, റിയാക്ഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ് വിത്ത് കാർബൺ ഡയോക്സൈഡ്, കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. പിന്നെ അമോണിയ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ അത് അമൈഡ് ഫോം ചെയ്യും. പിന്നെ അതിന് ബ്രോമിൻ OH- വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഹോഫ്മൻ ബ്രോമോമൈഡ് റിയാക്ഷൻ നടക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 അനിലീൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇതെല്ലാം അറിയുന്ന റിയാക്ഷൻ ആണ്, വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന റിയാക്ഷൻസ് ആണ്. ഒന്ന് ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ കാർബൺ ഡയോക്സൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ. പിന്നെ ഇതായിരിക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ അതും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ 2 വരും, അനിലീൻ ആണ്. ഒരു ക്വസ്റ്റൻ എന്നിട്ട് നമുക്ക് മാത്സ് കൊടുക്കാം. ഓക്കെ, ഇത് ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ. ഓർഗാനിക് എന്നാണ്, നെയിം റിയാക്ഷൻ ആണ്. ദിസ് റിഡക്ഷൻ ഈസ് നോൺ ആസ് എന്നാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഈ റിയേജന്റ് കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടണം അല്ലേ. വളരെ സിമ്പിൾ ആണ്. ഈ റിയേജന്റ് പേരും കൂടെ ഉണ്ട്. ഇത് ബെൻസോയിൽ ക്ലോറൈഡ് ആണ്. ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് നമ്മൾ
ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ. ബെൻസാൽഡിഹൈഡിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ എനിക്ക് തോന്നുന്നു ആദ്യം പഠിക്കുന്ന റിയാക്ഷൻ ആണ്, ഒരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ റിയാക്ഷന്റെ പേര് റോസൻമോണ്ട് റിഡക്ഷൻ ആണ്. റോസൻമോണ്ട് റിഡക്ഷൻ ഒരു ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ ബെൻസോയിൽ ക്ലോറൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രോജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം സപ്പോർട്ടഡ് ഓവർ ബേരിയം സൾഫേറ്റ്. കാറ്റലിസ്റ്റ് നമുക്കറിയാം ഹൈഡ്രോജനേഷൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് CL പോയിട്ട് ഇവിടെ H വരും. കുറച്ച് വീക്ക് റെഡ്യൂസിങ് ഏജന്റ് ആണ് ബേസിക്കലി. നമ്മൾ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് CH2OH ആയിട്ട് റെഡ്യൂസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഹൈഡ്രോജൻ ഇൻ മെറ്റൽ എടുക്കാത്തത്. കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആൽഡിഹൈഡ് സ്റ്റേജിൽ ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് റോസൻമണ്ട് റിഡക്ഷൻ എന്നാണ്. ഇതും ഡയറക്റ്റ് എന്താ പറയുക മെക്കാനിസം ഒന്നുമില്ല. നമ്മൾ ഇവിടെ അപ്പൊ ഇത് നമുക്കിനി ഉടൻ തന്നെ മാത്സിലേക്ക് പോകാം അല്ലേ. മാത്സിലേക്ക് അത് കഴിഞ്ഞിട്ട് മാത്സിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മാത്സിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. സാബു സാറും വന്നിരിക്കുകയാണ്. സോ ആദ്യം പ്രോബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്, 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തതാണ്. ഇത് ഞാൻ ചെയ്യാം. താങ്ക് യു. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ. 2 numbers A and B are selected from the set 0, 1, 2, 3, etc. 10. Find the probability that modulus of A minus B greater than 5. ഇത് ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ, നമുക്ക് ഉറപ്പില്ല. റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ എന്നറിയില്ല. ഏതായാലും ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരുന്നതെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതായത് 2 numbers സെലക്ട് ചെയ്യാണ് ഇവിടെ നിന്ന്. അതായത് 11 നമ്പേഴ്സിൽ നിന്ന് നമ്മൾ 2 numbers സെലക്ട് ചെയ്യുക. 11 നമ്പേഴ്സിൽ നമ്മൾ 2 numbers സെലക്ട് ചെയ്യുക. 11 നമ്പേഴ്സിൽ നിന്ന് 2 numbers നമുക്ക് 11C2 വേസിൽ സെലക്ട് ചെയ്യാം. ശരിക്കും ഇത്രയാണ് ശരിക്കും സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ AB എന്ന് പറയുന്ന 2 വാല്യൂസിനാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ അങ്ങനെ അസൈൻ ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചും മറിച്ചും വരാം. അപ്പോൾ നമ്മൾ അറേഞ്ച്മെന്റ് കൂടി നോക്കണം, സെലക്ഷൻ മാത്രം നോക്കിയാൽ പോരാ അല്ലേ സാർ? അങ്ങനെയാണ് വരുന്നത്. സോ 11C2 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 2 numbers സെലക്ട് ചെയ്തു. അപ്പോൾ Aയും B എന്ന് പറയുന്ന 2 numbers നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ 0യും 1ഉം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 0, 1 എന്നും വരാം, 1, 0 എന്നും വരാം, തിരിച്ചു മറിച്ചും വരാം. സോ 11C2 മാത്രം പോരാ, ഇൻറ്റു 2 ഫാക്ടോറിയൽ കൂടി എടുക്കണം. ഇതാണ് നമ്മുടെ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് വരുന്നത്. ഇതാണ് നമ്മുടെ ടോട്ടൽ വരുന്നത്. അപ്പോൾ ഇത് 11C2 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 11P2 തന്നെയാണ്. സോ 11 × 10 110 വരും. 110 ആണ് ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഇനി ഫേവറബിൾ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് A minus B greater than 5. മോഡുലസ് ഓഫ് A minus B greater than 5 എന്ന് പറയുമ്പോൾ നമുക്ക് എയുടെ വാല്യൂസ് ആദ്യം നോക്കാം. A0 ഒന്നും വിചാരിക്കാം. A0 ഒന്ന് ഇവിടെ റീപ്ലേസ്മെന്റിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. സോ 0, 0, 1, 1, 2, 2 ആ കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് 110 വന്നത്. അല്ലെങ്കിൽ 11 × 11 121 ആണ് വരേണ്ടത് ടോട്ടൽ ഔട്ട്കംസ്. അതെ. സോ ഇവിടെ A0 വന്നു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ ഏതൊക്കെ വരാം? 0 വന്നു കഴിഞ്ഞാൽ 0.5 വരാൻ പറ്റില്ല. കാരണം 0.5 വന്നു കഴിഞ്ഞാൽ 5 - 0 5 വരുള്ളൂ. ബിക്ക് മോർ ദാൻ 5 കൊടുക്കുക. അപ്പോൾ 6, 7, 8, 9, 10. അതായത് ഇവിടെ 5 വാല്യൂസ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് 0, 6 വരാം, 6, 0 വരാം. സോ ഈ എടുത്തേക്കുന്നതിന് ഇൻറ്റു 2 ഫാക്ടോറിയൽ കൂടി ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ 1 വരുമ്പോൾ ഇവിടെ 4 വന്നു, 7, 8, 9, 10. ഇവിടെ 4 × 2 ഫാക്ടോറിയൽ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 2 ആണെങ്കിൽ 3 × 2 ഫാക്ടോറിയൽ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 3 ആണെങ്കിൽ 2 × 2 ഫാക്ടോറിയലും. അതുപോലെ തന്നെ 4 ആണെങ്കിൽ 1 × 2 ഫാക്ടോറിയൽ ആയിരിക്കും വരുന്നത്. സോ ഇത്രേ വരുള്ളൂ. 5 വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം 5 10 വരുമ്പോൾ പറ്റില്ല. സോ ഇത്ര ഔട്ട്കംസ് ആയിരിക്കും വരുന്നത്. 5, 4, 9, 15. ടോട്ടലിൽ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 ആയിരിക്കും നമുക്ക് ഫേവറബിൾ വരുന്നത്. സോ 30/110 ദാറ്റ് ഈസ് 3/11 ആണ് വരുന്നത്. ഇവിടെ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ടോട്ടല് 121 വരും. അപ്പോഴും ഫേവറബിൾ 30 തന്നെ ആയിരിക്കും. കാരണം 0, 0, 1 നമ്മൾ എന്തായാലും കൂട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ആൻസർ വരുന്നത്. സോ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? സാബു സാർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. അപ്പുറത്തേക്ക് കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ ഒരല്പം ഡിഫിക്കൽട്ടി തോന്നിയേക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് ആൽഫയും ബീറ്റയും നമുക്ക് തന്നിരിക്കുക 1² + 4² + 8² + എക്സെട്ര. ഇതിൻ്റെ അകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ 1, 4, 8, 13 ജനറൽ ടൈം കണ്ടുപിടിക്കാൻ പാടില്ല. അവിടെ നമ്മൾ എടുക്കുന്നൊരു വഴി ഡിഫറൻസ് മെത്തേഡ് അങ്ങ് യൂസ് ചെയ്യുക. ഡിഫറൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ഇങ്ങനെയാണ്. അതിൽ ഈ സ്ക്വയർ നമുക്ക് രണ്ടാമത് ചെയ്താൽ മതി. 1, അതേപോലെ 4, 8, 13, പിന്നെ അടുത്തിങ്ങനെ പോട്ടെ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 3, ദെൻ നമുക്ക് കിട്ടുന്ന 4, 5. ഇത് രേപ്പിയാണ്. ഇവ നമ്മൾ ഡിഫറൻസ് എടുത്താൽ 1, 1 ആണ്.
ന്യൂട്ടൺ പറഞ്ഞേക്കുന്ന ഐഡിയ ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസ് പോയി. നിങ്ങൾ അങ്ങനെയൊന്നും അറിയണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ എന്ത് ടേം എടുക്കാം. ഈ എന്ത് ടേം എടുക്കാനുള്ള വഴി തന്നെ ഇങ്ങനെയാണ്. ഈ 3 ടേമുകൾ മതി ഈ TN എന്ന് പറയുന്നത്. അതിങ്ങനെയാണ്. ഇതിനെ D0 എന്നും ഇതിനെ D1 എന്നും ഇതിനെ D2 എന്നും വിളിച്ചാൽ ഇനി അങ്ങോട്ടുണ്ടെങ്കിൽ D3. ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രം നടക്കുള്ളൂ കേട്ടോ, അല്ലാതെ പറ്റില്ല. അത്ര ഒരു ഇക്വേഷൻ എത്തേണ്ട ഇതാണ് D0 പ്ലസ് n-1 ഇൻറ്റു D1 പ്ലസ് n-1 ഇൻറ്റു n-2 ഇൻറ്റു D2 ഡിവൈഡ് ബൈ 2 ഫാക്ടർ. ഇങ്ങനെയാണ്. ഇനി D3 എടുത്താൽ 0 ആയിപ്പോൾ. ഇത് എത്ര വേണമെങ്കിലും പ്രൊസീഡ് ചെയ്യാവുന്ന ദിസ് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ്റെ അകത്തോട്ട് നിങ്ങൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് D0 ആയിരുന്നു 1 ആണ്, പ്ലസ് n-1 ഇൻറ്റു 3 ആണ്, പ്ലസ് n-1 ഇൻറ്റു n-2 ഇൻറ്റു വീണ്ടും 1 D വാല്യൂ ഇൻറ്റു 2 എന്നാണ്. ഇത് ചെയ്താൽ 1 പ്ലസ് 3n-3 പ്ലസ് 1/2 ഇൻറ്റു n² മൈനസ് 3n പ്ലസ് 2 എന്നുണ്ടാവും അല്ലേ? ഇതിൻ്റെ അകത്ത് സാറേ നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ എത്ര ആട്ടുന്നത് 3n മൈനസ് 2 പ്ലസ് 1/2 ഇൻറ്റു n² മൈനസ് 3n പ്ലസ് 2 എന്നാണ്. എൻ്റെ അരിത്തമെറ്റിക്സ് നോക്കിയാൽ കേട്ടോ, ചിലപ്പോൾ തെറ്റും. സോ LCM 1/2 എടുത്തു കഴിഞ്ഞാൽ 6n മൈനസ് 4 പ്ലസ് n² മൈനസ് 3n പ്ലസ് 2. ഇത് നമ്മൾ 1/2 ഇൻറ്റു n² പ്ലസ് 3n മൈനസ് 2. ഇതാണ് TN. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇങ്ങനെ ചെയ്ത ചാടിക്കരിച്ചല്ല ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കണം. n-ന് 1 ഇതാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് ഉണ്ടോ നമ്മുടെ ആൽഫയുടെ ടേം നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുത്ത് സം ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു n² പ്ലസ് 3n മൈനസ് 2 ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇതെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സ്ക്വയർ കിടക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഈ ക്വസ്റ്റിൻ്റെ അത് ഇങ്ങനെ സ്ക്വയർഡ് കിടക്കുന്നതുകൊണ്ടാണ്. ഉണ്ട് ഇങ്ങനെ ഇതുണ്ട്, ഇത് സ്ക്വയർ ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സ്ക്വയർ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ആൻസറിൻ്റെ അകത്ത് എനിക്ക് രസകരമായിട്ട് 4 ആൽഫ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇവിടെ ആൽഫയുടെ സ്ക്വയർ അല്ല, ആൽഫ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ അതെ, അപ്പോൾ ഈ 4 ആൽഫ നമുക്ക് വേണമല്ലോ. അതങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ n² പ്ലസ് 3n മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇച്ചിരി പ്രശ്നമുണ്ട്, a പ്ലസ് ഇത് ഹോൾ സ്ക്വയർ ആണ്. ഒറ്റ അടിയും കടിച്ചാൽ n⁴ പ്ലസ് 9n² പ്ലസ് 4 പ്ലസ് 6n³ മൈനസ് 4n² മൈനസ് 6 12n. ഇതാണ് സ്ക്വയർ വരുന്നത്. അപ്പോൾ ഈ 4 ആൽഫ ആണെങ്കിൽ ഇതിൻ്റെ ബീറ്റ നിങ്ങൾ നോക്കി പഠിച്ച് ബീറ്റ എല്ലാം ഇതുണ്ട് 1/4 അവിടെ അവർ പ്ലേ വെച്ചത് 1/4 2/4 അത് n/4 ആണ്. അപ്പോൾ ബീറ്റ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് n/4 എന്ന് കൊടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ കാര്യം. സോ ബീറ്റ എന്ന് പറയുന്നത് n/4 ആണ്. സോ വാട്ട് അബൌട്ട് ദാറ്റ് 4 ആൽഫ മൈനസ് ബീറ്റ ഇത് രണ്ടും പോയി. ദെൻ 9n² പ്ലസ് 6n³ മൈനസ് 4n² തുടങ്ങിയേക്കാം. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് 6n³ ആദ്യം, പിന്നെ ഇത് രണ്ടും കൂടി 5n² ആണ്. ദെൻ മൈനസ് 12n ആണ്, പ്ലസ് 4 ആണ്. ഇതാണ് നമ്മുടെ 4 ആൽഫ. ഇതിന് സിഗ്മയും കൂടി കൊടുത്താൽ പണി കിട്ടും. അതാ 10 ടേംസേ ഉള്ളൂ. ഈ 10 ടേമിൻ്റെ സം അറിയാമല്ലോ. 6 സിഗ്മ 1 to 10 n³ പ്ലസ് 5 സിഗ്മ 1 to 10 n² മൈനസ് 12 ഇൻറ്റു സിഗ്മ 1 to 10 n. പക്ഷേ ഇവിടെ 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് 55 ഉണ്ടോ k പ്ലസ് 14 ഇട്ട് k ആണ് ക്വസ്റ്റ്യൻ. ദാ പോയി അല്ലേ? ഇനിയിപ്പോൾ ഇത് രണ്ടെണ്ണേ ഉള്ളൂ. ഇതിനെ എങ്ങനെയാണ് 6 ഇൻറ്റു ഇതിനെ പിടിച്ചാൽ എത്ര കിട്ടും? നമ്മുടെ അപ്പം 10 ഇൻറ്റു 11 ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഈ 55 അകത്തുണ്ട് കേട്ടോ, ഇതാ വരുന്നത്. അതേപോലെ പ്ലസ് 5 ഇൻറ്റു ഇത് കിടക്കുന്നത് 10 ഇൻറ്റു 11 ഇൻറ്റു 21 ഡിവൈഡ് ബൈ 6 മൈനസ് 12 ഇൻറ്റു 10 ഇൻറ്റു 11 ഡിവൈഡ് ബൈ 2 ആണ്. ഈ കെ ഫൈൻഡ് ചെയ്യേണ്ടത് എല്ലാം എന്തേ പോയി ഇങ്ങനെ വന്നു. 6 ഇൻറ്റു ഇവിടെ 55ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ 7 വരും, 2 വരും, 5. അതെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ഇൻറ്റു 55 പ്ലസ് വേണ്ട പോയി മൈനസ് 12 ഇൻറ്റു 55. ഇതാ ഈ 55 കോമൺ എടുക്കുക. അതായത് 55 ഇൻറ്റു 6 ഇൻറ്റു 55 പ്ലസ് 35 മൈനസ് 12. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്താൽ നാണക്കട നിങ്ങൾ തന്നെ അതാണ് കാര്യം. അപ്പോൾ ഇതിൽ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സുനിൽ സാറാണ് വരുന്നത്. സുനിൽ സാർ കേട്ടോ, സുനിൽ സാറിനെ ക്ഷണിക്കുകയാണ്. കമൺ സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.
സാർ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇതിനകത്തൊരു കുറച്ച് കറക്ഷൻ ഉള്ള പോലെ തന്നെ തോന്നുന്നു. ഉറപ്പല്ലേ. അപ്പോൾ ഇത് മെമ്മറി ബേസ്ഡ് ആയതുകൊണ്ട് കുട്ടികൾ തന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കറക്ഷൻ തോന്നുന്നുണ്ട്. ഇതൊരു ലിമിറ്റിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്, അതായത് ലെബനൈസ് തിയറം അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് വരുന്നത് എൻ്റെ ഒരു റൈറ്റിംഗ് ആണ് ഈ എഴുതുന്നത്. ഇവിടെ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ എഴുതാം അല്ലേ സാറേ? 0 to x. ഇത് FTDT വേണം. ഇത് FTDT വേണം. ഇവിടെ വരുന്നത് e⁻² ആണ്. നമുക്കിതിന് ആൽഫ എന്ന് കൊടുത്താലോ? അതെ, അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സാറേ ഇതിനും ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുണ്ട്. F'0 എന്നാണ് വരേണ്ടത്. എന്തായാലും ഇവിടെ മെമ്മറീസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റാവുന്ന ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് പിള്ളേർ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സൈറ്റിൽ ഇടുന്നതായിരിക്കും. അതിന് മുമ്പേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ഇതിനെ ലെബനൈസ് തിയറം തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത്. കാരണം ഈ കണ്ടീഷൻസ് എല്ലാം അതുപോലെയാണ് നമ്മൾ കാണുന്നത്. രണ്ട് റൂൾ, ഒന്ന് ലോപിറ്റൽ റൂളും പിന്നെ ലെബനൈസ് റൂളും. കാരണം ലോപിറ്റൽ റൂൾ ഉപയോഗിക്കണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അവിടെ ലെബനൈസേ പറ്റുള്ളൂ. അപ്പോൾ സാർ അങ്ങോട്ട് ഉപയോഗിച്ചു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലും നമുക്കിതിവിടെ ഈ രീതിയിൽ തന്നെ പ്രൊസീഡ് ചെയ്യാം. ഇവിടെ വരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഞാനും ഒന്ന് ട്രൈ ചെയ്യാം. സാറേ ശ്രദ്ധിച്ചേക്കണം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് നമുക്ക് FX തന്നെ എടുക്കേണ്ടി വരും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ വരുമ്പോൾ 0 to x FTDT എന്ന് പറയുന്നത്. ഡിവൈഡിങ് ബൈ നമുക്കിവിടെ കിട്ടുന്ന ഇതിൻ്റെ ഡെറിവേറ്റീവ് e⁻² × 2x എന്ന് വരുന്നത്. ഈ രീതിയിലാണ് ഈ സംഭവം വരുന്നത്. ഇതിന്റെ ലിമിറ്റിംഗ് ആണ് നോക്കുന്നത്. എഗെയിൻ ലിമിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലിമിറ്റിന്റെ കേസിൽ ബെറ്റർ ഫൈനൈറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ടായിട്ട് ആക്കുന്നതല്ലേ സാർ? ഇതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സെപ്പറേറ്റ് ഫൈനൈറ്റ് സം ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റുള്ളൂ. ലിമിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണത്. അപ്പോൾ ഞാനിതിനെ 2 ടൈമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിതിനെ ഫൈനൈറ്റ് ആക്കുവാണ്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഉടനെ FX ഡിവൈഡിങ് ബൈ 2 × e⁻² വരുന്നുണ്ട്. അടുത്ത് വരാൻ പോകുന്നത് സാറും കൂടി ഒന്ന് നോക്കിയാൽ സാറേ, ഇത് വരുന്ന 0 to x FTDT ഡിവൈഡിങ് ബൈ 2x × e⁻² എന്ന് വരുന്നത്. അപ്പോൾ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇവിടെ വരാൻ പോകുന്ന F0 ആണ് ഒരെണ്ണം, അല്ലെ F'0 വരുന്നുണ്ട് അല്ലേ സാറേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ F'(x) വരുന്നുണ്ട്. ഡിവൈഡിങ് ബൈ ഇതെനിക്ക് കിട്ടാൻ പോകുന്നത് എത്രയായിരിക്കും ഒന്ന് പറഞ്ഞോളൂ. ഇവിടെ വരാൻ പോകുന്ന 2 × e⁻² × 2x എന്ന് വരുന്നുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് F' അല്ല FX തന്നെയാണ് വരുന്നത്. FX ഡിവൈഡിങ് ബൈ 4x² × e⁻² എന്ന് അവിടെ പ്രൊഡക്റ്റ് റൂൾ ഉണ്ട്. സോറി ഇവിടെ പ്രൊഡക്റ്റ് റൂൾ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത് വരുന്നത് ആ 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 2 രീതിയിൽ ഇങ്ങനെ വാല്യൂ ഇട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ F'(x)ൻ്റെ വാല്യൂ എല്ലാം നമ്മളൊന്ന് നോക്കിയേക്കണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് ഇവർ ആൽഫയായിട്ട് സാർ ഇത് കൊടുത്തിരിക്കുന്നത്. ലിമിറ്റ് x ടെൻഡിങ് ടു 0 ഇതാണ് ആൽഫ വാല്യൂ. ഇനിയിപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ അന്നേരം ആൻസർ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ എടുക്കാവുന്നതല്ല. ഇനിയിപ്പോൾ നമ്മുടെ ചാൻസറിനെ വിളിക്കുകയാണ് അടുത്ത സെറ്റായിട്ട്. അപ്പം ഇതിനകത്ത് നമ്മളിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ അറിയാം ഏത് പോർഷൻ ആണെന്നുള്ള. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനകത്ത് നിന്ന് ഏരിയയുടെ കർവ്സ് അത്രയും ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഏരിയയുടെ ക്വസ്റ്റ്യൻ അല്ല. ഏരിയയുടെ പ്രോബ്ലംസ് ഒക്കെ നമ്മളിപ്പോൾ ഏതൊരു സർക്കിൾ ഇതിങ്ങനെ സർക്കിൾ എടുത്ത് വരച്ചാൽ കിട്ടുന്നത് ഈ പ്ലെയിനാണെങ്കിലും ശരി ഇവിടെ ആണെങ്കിലും ശരി ഏരിയക്ക് മാറ്റമല്ലേ. ക്വസ്റ്റ്യൻ നമ്മുടെ ഏരിയ ആണ്. ഷിഫ്റ്റിംഗ് സാധാരണ രീതിയിൽ പിള്ളേർ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് ഒരേ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേണം നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇങ്ങനെ കൊടുത്ത് ഞാൻ അന്നേരം കഴിഞ്ഞു. അപ്പോഴേ നമുക്ക് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. കാര്യം റിസൾട്ട് നമ്മുടെ ബുക്കെല്ലാം മെറ്റീരിയലെല്ലാം കിടപ്പുണ്ട്. എങ്ങനെ സാറേ ഇതിൻ്റെ അകത്ത് ഈ ഇക്വേഷൻ നമുക്ക് എടുക്കാൻ പോകുന്നത് y² = 4x അതുപോലെ ഒന്നൊരു പരാബോള ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒരു പരാബോള പഠിക്കുന്നതാണ്. അതേപോലെ ഇങ്ങനെ ഒരു ഒറിജിനൽ ആശയം ലൈനും. അപ്പൊ ഇതിന്റെ ഒരു ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിക്കുന്നത് എന്താണ് നമ്മുടെ അതിൻ്റെ ഇതിപ്പം കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അറിയോ? ആദ്യം കുട്ടികൾ ചെയ്യുന്നത് ഇതിന്റെ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് എടുക്കണം. അതെന്ന് പിന്നെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അത് ലെങ്തിയാ, അവരൊക്കെ ലെങ്തി എന്ന് പറയും. പക്ഷെ നമ്മൾ അതല്ല ഉപയോഗിക്കേണ്ടത്. സാർ ഇതിന്റെ ഈ ഒരു കോൺസെപ്റ്റ് പോലെ കാര്യം ഷിഫ്റ്റ് ഓഫ് ഒറിജിൻ സെയിം ആണെന്ന് കാണുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ലൈൻ്റെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഏരിയ ഇങ്ങനെ ഒരു പരാബോളയും y=mx y² = 4x
അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ അണ്ടറുള്ള ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. കാണാൻ പഠിക്കുന്നത് എത്രയാ 8a² ഡിവൈഡ് ബൈ എന്ത് ക്യൂബാ 3m³ ഇങ്ങനെ ഇക്വേഷൻ പഠിക്കുന്ന. അപ്പോൾ അതിനകത്ത് വിട്ടു കൊടുത്താൽ മതി. അത് പെട്ടെന്ന് മനസ്സിലാവും A1 ആണെന്നും M നോക്കുമ്പോഴത്തേക്കും 2 ആണെന്ന് മനസ്സിലായ പരിപാടി കഴിഞ്ഞു. നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ എന്തായാലും ഇതുപോലുള്ള ഇതൊന്നും ട്രിക്ക് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അന്ത പഠിച്ചു വെക്കണം, അതിന് മെനക്കെടണം. അല്ല ലെങ്തി ആക്കുന്ന പണി ഇതിന്റെ അകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഗുഡ് ആയിരിക്കും സാർ. ഓക്കെ നമ്മുടെ MBK സാർ വരികയാണ്. പരസ്യം സാർ, കമൺ സാർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാണ്. ഇതാണ് നമ്പർ ഓഫ് ഇൻ്റഗ്രൽ ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 7^1/2 പ്ലസ് 2^1/6 ഓൾ റേസ് ടു 824. അപ്പോൾ നമുക്കിത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഞാനിവിടെ ഒന്ന് എഴുതാം. A⁻⁴ B⁻⁴ ഓൾ റേസ് ടു n. ഈ പിയും ക്യൂവും LC എടുക്കുക. LCM ഓഫ് PQ ആൻഡ് നമ്പർ ഓഫ് ഇൻ്റഗ്രൽ ടേംസ് ഇസ് n ഡിവൈഡ് ബൈ LCM ഓഫ് PQ +1. ഈ +1 ആഡ് ചെയ്യുക എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിൻ്റെ ഫാക്ടറായിട്ട് PO QO വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ 824 ഡിവൈഡ് ബൈ LCM ഓഫ് 2 and 6 +1. അപ്പോൾ 824 ഡിവൈഡ് ബൈ 6 +1 ചെയ്താൽ ആൻസർ കിട്ടും. ചെയ്യണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. 6 13 അപ്പോൾ 78 ആയി. റിമൈനിങ് 44 7 6 42 അല്ലേ? അപ്പോൾ 137 + 1 138 ആണ് ഇതിൻ്റെ ആൻസർ. ഇതൊരു ട്രഡീഷണൽ പ്രോബ്ലം ആണ്. നമ്മളെ സംബന്ധിച്ച് പറയുന്ന മിക്കവാറുമുള്ള ക്വസ്റ്റിൻ്റെ അകത്ത് ഇതേപോലെ ഒരു ഇതുണ്ട്, നമ്പർ ഓഫ് ഇൻ്റഗ്രൽ ടേംസ്. ഈ ഇൻ്റഗ്രൽ ടേംസ് എന്ന് കേൾക്കുമ്പം നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവർ ഉദ്ദേശിക്കുന്നു ഇത് തന്നെയാണ്. പിന്നെ 2x + 2x എടുത്തു കഴിഞ്ഞാൽ അത് 5x ഒറ്റ ടൈമേ ഉള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ ടൈംസിൻ്റെ കൗണ്ട് എനിക്കൊന്നത് നമ്മുടെ IIT വരെയാണ് അവർ ഇങ്ങനെ ചെയ്യും. അതായത് നമ്പർ ഓഫ് ടൈംസ് ബിക്കം ഇൻ്റഗ്രൽ ആയേക്കാവുന്ന എത്ര എണ്ണമാണെന്ന് ചോദിക്കും. അപ്പോൾ കറക്റ്റ് 138. അല്ലാതെ എല്ലാം കൂടെ സം ചെയ്യേണ്ടി വരും. ഇതാണ് എൻ്റെ ഒരു കണ്ടീഷൻ. ഓക്കെ സാർ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കൂടെ പോകാം. ഇത് നമ്മളെ ലിമിറ്റ് ഓഫ് എ സമ്മിലാണ്. അത് സിലബസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ഇത് ഇഷ്ടംപോലെ ചെയ്തിരുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ ആദ്യം ഇതിനെ n³ പുറത്തെടുക്കുക. ഇതിനൊരു n², ഇതിനൊരു n². അപ്പോൾ 1/n കിട്ടണം. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n. സിഗ്മ k = 1 to n. ഇപ്പോൾ n² പോയി 1 ഡിവൈഡ് ബൈ 1 + k/n (² ഇൻറ്റു 1 + 3 k/n (² dx. So we can integrate it directly. Limit n tends to infinity 1/n sigma k = 1 to n. Then നമുക്ക് ജനറൽ ടേം എഴുതാം. 1 ഡിവൈഡ് ബൈ 1 പ്ലസ് k/n ആണ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. നമുക്ക് ഇന്റഗ്രൽ 0 to 1 ഡയറക്റ്റ് 1/1 പ്ലസ് x² റൈറ്റ് ഇൻറ്റു 1 + 3x². ഇനി ചെയ്യേണ്ടത് ഇതിപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പോയാൽ കുറച്ച് ലെങ്തി ആവും. അതിനുവേണ്ടി നമുക്കൊരു 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലും താഴെ. അപ്പോൾ അതാണ് ഈസി മെത്തേഡ്. മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡിങ് ബൈ 3. സോ മൾട്ടിപ്ലൈ ബൈ 3 ആൻഡ് ഡിവൈഡിങ് ബൈ 3, ദാറ്റ് ഈസ് 3 + 3x² ഇൻറ്റു 1 + 3x² dx. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 3/2 ഇൻറ്റു 0 to 1 2 ഡിവൈഡ് ബൈ 1 + 3x² ഇൻറ്റു 3 + 3x². അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് ആണ് 2. അപ്പോൾ 1/least factor മൈനസ് 1/greatest factor. ഇതിനെ രണ്ടെണ്ണാക്കി എഴുതാം. ദാറ്റ് ഈസ് 3/2 ഇൻറ്റു 0 to 1. ഇതാണ് ചെറിയ ഫാക്ടർ, ഇത് വലിയ ഫാക്ടറാണ്. 1/1 + 3x² മൈനസ് 1/3 ഇൻറ്റു 1 + x² dx. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3/2. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് 1/√3 tan inverse √3x. Correct? Yes. Second one 1/3 tan inverse x 0 to 1. ഇതിൽ അപ്ലൈ ചെയ്യുമ്പം ദാറ്റ് ഈസ് 3/2 1/√3 tan inverse √3 pi/3. ദാറ്റ് ഈസ് 1/√3 pi/3 മൈനസ് tan inverse 1 pi/4. ദാറ്റ് ഈസ് 1/3 pi/4. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ. സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ് ഈസ് 3 ക്യാൻസൽ ചെയ്യുക. pi/2√3 മൈനസ് pi/8. ഇതിലൊരു മാജിക് ഉണ്ട്. മാത്തമാറ്റിക്സ് അല്ല, മാത്തമാറ്റിക്സ്. MBK സാർ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഐഡിയ. അത് കുട്ടികൾക്ക് സംശയം തോന്നിയേക്കും. വളരെ സിമ്പിളായ ടെക്നിക്കാണ് സാറ് പറഞ്ഞുകൊണ്ട്. 1/a - 1/b = b - a
നമ്മുടെ എ ബി ആണ്. അപ്പോൾ 1/AB ഈസ് ഈക്വൽ ടു 1/B - A ഇൻറ്റു 1/A - 1/B. ഇതാണ് സാർ അവിടെ പ്രയോഗിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ആ ഡിഫറൻസ് എടുത്ത് ഒറ്റ ഇടി. ഇത് നമ്മൾ ടെക്നിക്കായിട്ട് പഠിക്കുമ്പോഴാണ് മാത്സ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ജോബിൻ സാർ അടുത്ത ജോബിൻ സാർ ചെയ്യുന്നു. ശരി സാർ. സാർ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ the value of maximum area possible maximum area such that A00 B A00 ദിസ് ഒറിജിൻ ആണ്. അതുപോലെ ബിയുടെ കോർഡിനേറ്റ് അവർ പറഞ്ഞേക്കുന്നത് x,y ആണ്. സിയുടെ കോർഡിനേറ്റ് പറഞ്ഞിരിക്കുന്നത് -xy ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ട് 1/2 ഇൻറ്റു 00 xy ആൻഡ് -xy ആൻഡ് 00. ഇതിട്ടാൽ നമുക്ക് ഏരിയ കിട്ടി. ദിസ് ഏരിയ സിംപ്ലി വി ക്യാൻ സി. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1/2 ഇൻറ്റു ദിസ് വിൽ ബി xy. കാരണം ബാക്കിയൊക്കെ 0 പ്ലസ് xy. അപ്പം -xy ആണ്. ദാറ്റ്സ് ഈക്വൽ ടു xy ആണ്. ഇപ്പോൾ xy ആണ് ഈ ഏരിയ. ഇതിനെ മിനിമൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ സിമ്പിൾ എന്ന് പറയുന്നത് ഇതുണ്ട്. ഈ y ഈസ് ഈക്വൽ ടു -2x². അപ്പോൾ ഇവിടെ നമുക്ക് XY ഇത് ഏരിയ ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കിട്ടുന്നത് x ഇൻറ്റു -2x² പ്ലസ് 54x എന്നാണ് കേട്ടോ. ഇതിട്ടാലോ അല്ലേ 54x അങ്ങനെയുള്ള സ്ഥലം. അപ്പോൾ -2x³ പ്ലസ് 54x ആണ് എ. നൗ യു ട്രൈ ടു ഡിഫറൻഷിയേറ്റ് ഇറ്റ്. ഡിഫറൻഷിയേറ്റഡ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ ഒരു പ്രത്യേകത ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ dA/dx ഈസ് ഈക്വൽ ടു -6x² പ്ലസ് 108x ആണ്. സോ പുട്ട് ദം ടു 0. ഇതിനെ മാക്സിമൈസ് ചെയ്യാനുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആ 0 എന്നുള്ള കാര്യം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് കിട്ടും. സോ വി ക്യാൻ സി x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു 18 ഉണ്ടോ. 18 × 6 108. രണ്ട് ആൻസറായി. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന x=8 നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. x=8 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ വാല്യൂ? ഇതാണ് നമുക്ക് ഏരിയ. അതിൻ്റെ അകത്തോട് കൊടുത്താൽ ആൻസർ ആയി അല്ലേ. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 54 ഇൻറ്റു 18² മൈനസ് 2 ഇൻറ്റു 18³ അപ്പോൾ നമുക്ക് 18² കോമൺ ആക്കി ഇങ്ങ് എടുക്കുക. കഴിഞ്ഞു കണ്ടോ. സോ 18² ഇൻറ്റു 54 മൈനസ് 2 ഇൻറ്റു ദാറ്റ് ഇസ് 36. ഇത് കുറച്ചിട്ട് 18² കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ സിമ്പിളായിട്ട് ഓപ്ഷനകത്തുണ്ട്. സോ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ പ്ലാൻ 2 കണ്ടീഷൻസ് ചേർത്തെടുക്കണമെന്നുള്ളൂ. സോ എമംഗ് ദം നമ്മൾ ആ എടുത്തതും എളുപ്പമാണ്. ഇനി അടുത്ത് നമ്മുടെ ജോബിൻ സാറിനെ വിളിക്കുകയാണ് അടുത്ത ക്ലാസ്സിലുണ്ട്. സാറേ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ മനീഷ് സാറേ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട്? ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിളാണ്. കുറച്ച് നമ്മൾ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്യണം. നമ്മൾ പഠിച്ച ബ്രെയിൻ പോയിന്റർ ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതിലൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വളരെ എളുപ്പം. അതെ 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 അതെ. കുറച്ച് ലെങ്തി ആണെന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്യണം. അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സാറേ? സാറേ ഈ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അതെ അതെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2 sin x ഇൻറ്റു x-1 പ്ലസ് cos x ഇൻറ്റു x² മൈനസ് 2x ഇസ് ഈക്വൽ ടു dy/dx എന്നാണ് തന്നിരിക്കുന്നത്. സോ നമുക്കിത് ഏത് മെത്തേഡിൽ ചെയ്യാൻ പറ്റും സാറേ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അല്ലേ? അതെ, ഇത് വേരിയബിൾ സെപ്പറബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? dx ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഈ 2നെ ഞാൻ അകത്തോട്ട് കൊടുക്കാൻ പോവാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അതെ നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്തൊരു 2x - 2 വരും അല്ലേ? പക്ഷേ ഇത് ഇവിടെ നോക്കി, ഇവിടെ കിടക്കുന്ന x² - 2 ഇല്ലേ, അതിന്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് വരും? ഈ 2x - 2 ആയിട്ട് വരും. സോ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവും. സോ അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് sin x ഇൻറ്റു 2x - 2 എന്ന് വരും അല്ലേ? dx ഇൻ്റഗ്രൽ. ഓക്കെ, സോ പ്ലസ് ഇൻ്റഗ്രൽ cos x ഇൻറ്റു x² മൈനസ് 2x dx is equal to integral dy. ഇങ്ങനെ നമുക്ക് കിട്ടും അല്ലേ? സോ ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഇതിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ sin x ഇൻറ്റു 2x - 2 dx പ്ലസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലേ? അവിടെ നമുക്ക് cos x ഉണ്ട്, x² മൈനസ് 2x ഉണ്ട്. അപ്പോൾ ആരാകും നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ? നമ്മുടെ ഹൈലൈറ്റ് റൂൾ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² മൈനസ് 2x അല്ലേ? സോ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും?
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ആയിരുന്നു നമ്മുടെ cos x ആണ്. cos x ഇന്റഗ്രൽ എന്ന് പറയുന്നത് sin x ആണ് അല്ലെ, മൈനസ് ഇന്റഗ്രൽ ഓഫ് അവിടെ എന്തുണ്ട് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. കണ്ടോ, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് നമ്മുടെ എക്സ് സ്ക്വയർ മൈനസ് 2x ന്റെ ഡെറിവേറ്റീവ് ആര് വരും 2x മൈനസ് 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കണ്ടോ, ഇത് നമുക്ക് ആവശ്യം വരും, അത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അവരങ്ങനെ തന്നിരിക്കുന്നത്. സോ ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി വൈ നമുക്കറിയാം y ആണെന്നുള്ളത്. കണ്ടോ, സിമ്പിൾ ആയിട്ട് ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് കിട്ടി, y ഇസ് ഈക്വൽ ടു പ്ലസ് ഒരു സി കൊടുത്തില്ലല്ലോ, പ്ലസ് ഒരു സി കൂടെ കൊടുക്കും നമ്മുടെ കോൺസ്റ്റന്റ് അല്ലെ. സോ y ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് സി എന്ന് വരും അല്ലെ. സോ നമ്മുടെ y കിട്ടി. നമ്മുടെ y കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, സി കണ്ടുപിടിക്കാം അല്ലെ. അതിന് വേണ്ടി f(2 = 2) തന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ കൊടുത്താൽ 2 = ഇതെന്തായി 2 കൊടുക്കുമ്പോൾ ഇത് 0 ആയിരിക്കും അല്ലെ. c = 2 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് നമ്മുടെ y കിട്ടും അല്ലെ. വളരെ എളുപ്പമുള്ള, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്യണം എന്ന് മാത്രമേ. ഈ ഒരു ഐഡിയ അവിടെ ക്ലിക്ക് ആണ്. കാരണം ഇവിടെ കണ്ടോ cos x ഇൻറ്റു ഈ x സ്ക്വയർ മൈനസ് 2x ന്റെ ഡെറിവേറ്റീവ് ആണ് ഈ 2. അവർ മനഃപൂർവ്വം 2 എടുത്ത് വെളിയിലിട്ടിരിക്കുക. ഈ 2 അകത്തോട്ട് കൊടുക്കുമ്പോഴേ നമുക്കത് വരുത്തുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. അതുപോലെ തന്നെ സാർ ഇവിടെ ഒരു ചെറിയ sin x ഇൻറ്റു x മൈനസ് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്ത് കണ്ടില്ലേ, കുട്ടികളെ ശരിക്കും ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ മെറ്റീരിയലൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള കുട്ടികൾ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതെ, നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ എന്താ പറയാ 10ാം ക്ലാസ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ വളരെ ഈസി ആയിട്ട് ഗ്രൂപ്പ് ഡാറ്റയാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് വേണം, ക്ലാസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം, മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം ഒന്ന് ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്ന CF ആഡ് ചെയ്യാം അല്ലേ. CF എന്ന് പറയുന്നത് 3 ആണ്, 9 ആണ്, 19 ആണ്, then 31 ആണ്, 36 വരും. സോ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്ക് 36 കിട്ടും. അപ്പോൾ നമ്മുടെ n/2 എന്ന് പറയുന്നത് 18 ആണ്. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു m. നമ്മുടെ മീഡിയൻ ക്ലാസ് ആദ്യം നമുക്ക് ഐഡന്റിഫൈ അല്ലേ. മീഡിയൻ ക്ലാസ് നമുക്ക് 18 വരുന്നതുകൊണ്ട് നമുക്ക് 8 to 12 ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ് വരുന്നത് അതെ അല്ലെ. ഇതാണ് നമ്മുടെ മീഡിയൻ. ഇനി നമ്മുടെ ആ മീഡിയന്റെ ഇക്വേഷൻ അത് നോക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്ക്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി കൊടുത്താൽ അവർ ചെയ്യും സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന സാധനമാണ്. സോ ആ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ്. അവിടെ ശ്രദ്ധിക്കണം. പ്രീസീഡിംഗ് ക്ലാസ് ആണ് നമ്മുടെ ജസ്റ്റ് ബിഫോർ ആണ്. അപ്പൊ നമുക്ക് എന്താ 9 വരും. 9 ഡിവൈഡഡ് ബൈ 10 വരും. ഇവിടുത്തെ ഫ്രീക്വൻസി ഇൻറ്റു ക്ലാസ് വിഡ്ത് 4 ആണ്. സോ ദാറ്റ് ഈസ് 8 പ്ലസ് 9/10 ഇൻറ്റു 4 വരും. ദാറ്റ് ഈസ് സോ നമുക്ക് ഇതിനെ 36/10 അതായത് 3.6 വരും. സോ 8.3.6 11.6. ഓക്കേ, അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കേ, സോ ഇൻറ്റു 20 ആണ്, 20m ആണ് ക്വസ്റ്റ്യൻ. ഓക്കേ, സോ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ മനീഷ് സാർ ചെയ്യട്ടെ. ഓക്കേ സാർ, ഞാൻ ചെയ്യാം. ഓക്കേ, ഇത് നമ്മുടെ 3D നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വളരെ വലിയ കുഴപ്പമില്ല. ഇപ്രാവശ്യം അറിയാലോ, സിലബസ് ഒക്കെ കുറച്ചതുകൊണ്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം 3D എന്ന് വന്നിരിക്കുന്നതും വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ലെറ്റ് ആൽഫ ബീറ്റ ഗാമ ബി ദ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ from the point 1 2 3 on the line x plus 3 divided by 5 that is equal to y minus 1 divided by 2 that is equal to z plus 4 divided by 3 then 19 into alpha plus beta plus gamma. ഇത് നമ്മൾ മെമ്മറി ബേസ്ഡ് ആണ്, അതുകൊണ്ട് എക്സാക്ട് ആണോ നമുക്ക് പോയിന്റ്സ് ഒന്നും അറിയില്ല. ബട്ട് നമുക്ക് ആ മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒരു ലൈൻ എങ്ങനെ വരയ്ക്കാം. ദിസ് ഈസ് അവർ ലൈൻ. ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ലൈൻ്റെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, x plus 3 divided by 5 that is equal to y minus 1 divided by 2 equal to z plus 4 divided by 3 ആണ്. Then ഒരു പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് അവർ പോയിന്റ്. നമുക്ക് ഇതിനെ P എടുക്കാം. P is 1, 2, 3. കോർഡിനേറ്റ്സ് നമുക്കറിയാം. ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ലൈനിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. സോ വി ക്യാൻ കൺസിഡർ ദിസ് പോയിന്റ് ആസ് Q. ഓക്കെ ആണല്ലോ. നമുക്കറിയാം കുട്ടികളെ, Q എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഈ ലൈനിലുള്ള പോയിന്റ് ആണ്. ഇതെല്ലാം എന്താ ഈക്വൽ ആയതുകൊണ്ട് നമുക്കറിയാം ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെ ലാംഡ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈക്വേറ്റ് ചെയ്യും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, വി വിൽ ഗെറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് Q ഇൻ ടേംസ് ഓഫ് ലാംഡ. ഓക്കെ, അതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പൊ ഇതിന് നമുക്ക് ലാംഡയിലോട്ട് സാറേ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x എങ്ങനെ കിട്ടും സാറേ, x plus 3 divided by 5 ലാംഡ ആയതുകൊണ്ട് Q is 5 lambda minus 3 വരും. ശരിയല്ലേ സാറേ? ദെൻ അതുപോലെ തന്നെ ഇത് വൈഡ് ടേംസ് എടുക്കുന്ന സമയത്ത് 2 lambda plus 1 വരും. 2 lambda plus 1 വരും.
then the third term becomes 3 lambda minus 4. 3 lambda minus 4. Okay ആണല്ലോ? ക്യൂവിന്റെ കോർഡിനേറ്റ്സ് ക്യൂവിന്റെ കോർഡിനേറ്റ്സ് റെഡി. ഓക്കെ, ഇനി അതുപോലെ തന്നെ സാറേ ഇത് നമ്മുടെ ലൈൻ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സിന്റെ ഡയറക്ഷൻ റേഷ്യോ നമുക്കറിയാം. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോ എത്രയാണ്? 5, 2, 3. ഓക്കെ ആണല്ലോ സാറേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതാ പിയും ക്യൂവിന്റെ കോർഡിനേറ്റ്സ് അറിയാവുന്നതുകൊണ്ട് പി ക്യൂവിന്റെ ഡയറക്ഷൻ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ലൈൻ സെഗ്മെന്റ് പി ക്യൂവിന്റെ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പി ക്യൂ പറയുമ്പോൾ നമുക്ക് എന്താ ഇത് സബ്ട്രാക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ എത്രയാണ് സാറേ? 5 lambda minus 4, 2 lambda minus 1, then next is 3 lambda minus 4 minus 3, that is 3 lambda minus 7. കുട്ടികളെ ഇനി വളരെ എളുപ്പമാണ്. എന്താണ് പി ക്യൂ എന്ന് പറയുന്നത്? ഈ ലൈനിന് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? പി ക്യൂ ഡോട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ വെക്ടർ നമുക്ക് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം അല്ലെ? ഡോട്ട് പ്രോഡക്റ്റ് രണ്ടും പെർപെൻഡിക്കുലർ ആണല്ലോ, അതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതിന്റെ ഡോട്ട് പ്രോഡക്ട്സ് എടുക്കാം. സോ 5 lambda minus 4 into 5 പ്ലസ് 2 lambda minus 1 into 2 പ്ലസ് 3 lambda minus 7 into എത്രയാണ് സാറേ? 3 lambda minus 7 into എത്ര വരുന്ന? 3 ആണ് അല്ലേ? 3 ഈക്വൽ ടു 0 ആണ്. സോ നമുക്കിത് സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 20 lambda വരും. ഇവിടെ എത്ര? 4 lambda, 20 lambda, 4 lambda, ഇവിടെ എത്ര വരും? 9 lambda വരും. 20, 24, 9, that is 33 lambda വരും. ഓക്കെ, 33 lambda വരും. ഇത് minus 20, this is minus 2, this is minus 21. അപ്പോൾ എത്ര വരും? minus 43 വരും അല്ലേ സാറേ? സോ minus 43 ഈക്വൽ ടു 0 ആണ്. Therefore we will get the value of lambda, that is equal to 43 divided by ഇവിടെ ഒരു എത്രയാണ്? 3 lambda, 4 lambda എത്ര വരും? 25 ആണ്. 25 ഒരു 4 വരുന്നുണ്ട്, പിന്നെ ഒരു 9 വരുന്നുണ്ട് അല്ലേ? അപ്പൊ എത്ര വരും സാർ? ആഡ് ചെയ്യുമ്പോൾ 38 വരും. 33 അല്ല, 38 ആട്ടോ. 38 ആണ് വരും. ഇനി 43/38 കിട്ടി. കുട്ടികളെ ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചോ, ഇനി നമ്മൾ ഇവിടെ പോയിട്ട് കോർഡിനേറ്റ്സ് കാണേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആൽഫ ബീറ്റ ഗാമയാണെന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ സമ്മല്ലേ ചോദിച്ചത്? അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് ആഡ് ചെയ്യാം അല്ലെ? ഇവരെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും സാറേ? 5 lambda 2, അപ്പൊ 10 lambda വരും അല്ലേ? 10 lambda minus 3 plus 1, അപ്പൊ എത്ര? -6 വരും അല്ലേ? -6. ഓക്കെ ആണല്ലോ? അപ്പൊ 10 lambda, നമുക്ക് ലാംഡയുടെ വാല്യൂ അറിയാം. ലാംഡ എത്രയാ? 43 divided by 38 ആണ്, -6. അപ്പൊ ഇവിടെ എത്ര പ്രാവശ്യം? ഇവിടെ 5 times, ഇവിടെ വരുമ്പോൾ എത്ര വരും സാറേ? 19 times അല്ലേ? 430. അപ്പൊ സിംപ്ലിഫൈ അല്ലേ? സോ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 into ഇത് എടുക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദ ആൻസർ 101. ഓക്കെ, യു വിൽ ഗെറ്റ് ദ ആൻസർ 101. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഫിസിക്സ് ആണ് നമ്മളുടെ അടുത്ത തുടങ്ങുന്നത്. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. സാറേ നമുക്കെന്നാ ഫിസിക്സിന്റെ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലേ? അതെ, നമ്മൾ നേരത്തെ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ ഓർഡർ അനുസരിച്ച് 11th ക്വസ്റ്റൻ ആണ്. കൺസ്ട്രെയിൻഡ് മോഷൻ സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നോക്കിയാൽ അറിയാം. ഫ്രിക്ഷൻലെസ് സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വന്ന് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ആദ്യം കോമൺ ആക്സലറേഷൻ കണ്ടുപിടിക്കും അല്ലേ സാറേ? കോമൺ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആകെ പുള്ളിങ് ഫോഴ്സ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 30 വരും, ഫോഴ്സ് 30 വരും. ഡിവൈഡ് ബൈ ടോട്ടൽ പുള്ളിങ് മാസ് എന്ന് പറയുമ്പോൾ 3 + 3 + 3 9 വരുമല്ലോ സാറേ? ദിസ് ഈസ് ഈക്വൽ ടു 10/3 കോമൺ ആക്സലറേഷൻ കിട്ടി. ഈ കോമൺ ആക്സലറേഷൻ നമുക്കറിയാം സിസ്റ്റത്തിന് മൊത്തത്തിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആക്സലറേഷനും ഈ ഒരു 10/3 തന്നെയാണ്. കറക്റ്റ് അല്ലേ? ചോദിച്ചിരിക്കുന്ന ഇതിൻ്റെ ഇടയ്ക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇവൻ്റെ എലോങ്ങേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ എലോങ്ങേഷൻ കിട്ടുന്നത് നമുക്ക് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ടെൻഷൻ തന്നെയാണ്. കറക്റ്റ് അല്ലേ? ആ ടെൻഷൻ T ഈസ് ഈക്വൽ ടു വളരെ സിമ്പിളാണ്, വേറെ ഒരു കണക്റ്റിംഗ് ബോഡി ഇങ്ങോട്ടില്ല. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു MA. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് 3 × 10/3. കറക്റ്റ് അല്ലേ സാറേ? ടെൻഷൻ 10 കിട്ടി, 10 ന്യൂട്ടൺ ടെൻഷൻ കിട്ടി. അപ്പോൾ ഇവിടെ സ്ട്രെച്ചിങ്ങിന് കാരണമായിട്ടുണ്ടാകുന്ന ഫോഴ്സ് ഈ ടെൻഷനാണ്. നമുക്കിനിയും യങ്സ് മോളസിൻ്റെ എക്സ്പ്രഷൻ ഉപയോഗിച്ചാൽ പോരെ. യങ്സ് മോളസ് ഇസ് ഗിവൺ, കണ്ടോ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. Y ഈസ് ഈക്വൽ ടു FL/A ΔL. സോ ΔL ഈസ് ഈക്വൽ ടു FL/AY. F ടെൻഷനാണ്. ടെൻഷൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി 10. Length is given, area is given. Length is given as 1, area area centimeter square ആണ് അല്ലേ? അപ്പോൾ ഒരു 10⁻⁴. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സാറേ, അത്രേ ഉള്ളൂ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളൂ. കാൽക്കുലേഷൻ ഒക്കെ അവർ ചെയ്യും, കുഴപ്പമില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും സാറേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഈസ് 0.84 ഇലക്ട്രോൺ വോൾട്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇഫ് ദ ഇലക്ട്രോൺസ് കംസ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ അതെ, നമുക്ക് ആ എനർജി ലെവൽ കാണുമ്പോൾ തന്നെ അറിയാം. ആ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സെക്കൻഡ് ഓർബിറ്റിൻ്റെ എനർജി -3.4 ആണ്.
തേർഡ് ഓർബിറ്റിൻ്റെ എനർജി -1.51 ഇലക്ട്രോൺ വോൾട്ട് അടുപ്പിച്ചാണ്. ഫോർത്ത് ഓർബിറ്റിൻ്റെ എനർജിയാണ് -0.85 ഇലക്ട്രോൺ വോൾട്ട് അടുപ്പിച്ച് വരുന്നത്. 0.84 നിയർലി ഈക്വൽ ടു നമുക്ക് 85 എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിക്കോണം അവരിയ്ക്കുന്നത്, ആ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഫോർത്ത് ഓർബിറ്റിലാണ്, n = 4 ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4-ൽ നിന്ന് എങ്ങോട്ടേക്കാണ് വരുന്നത്? 4-ൽ നിന്ന് 1-ലേക്കാണ് വരുന്നത്. 4-ൽ നിന്ന് 1-ലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് പഠിപ്പിക്കുന്ന ഫോർമുലയാണ് അല്ലേ സാർ? നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് NC2 എന്നോ n × n-1/2 എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ n എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ചാടുന്നത്? n-ൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ചാടുമ്പോൾ, nth ഓർബിറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ചാടുമ്പോൾ ഉള്ള നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡിൻ്റെ ഫോർമുലയാണ് n × n-1/2 എന്ന് പറയുന്നത്. സോ ഹിയർ n എന്ന് പറയുന്നത് എത്രയാണ്? n എന്ന് പറയുന്നത് 4 ആണ്. 4 - 1 3 ആണ്. അപ്പോൾ 12/2. സോ ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത് കിട്ടും. അതെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ സാറേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ആൻ ഐഡിയൽ ട്രാൻസ്ഫോർമർ കണക്റ്റഡ് ടു 220 വോൾട്ട്. 220 വോൾട്ട് ഇപ്പം പ്രൈമറി വോൾട്ട് അല്ല സാറേ, പ്രൈമറി VP ആണെന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് പറയുന്നുണ്ട്. പ്രൈമറിയിലെ 100, സെക്കൻഡറിയിലെ 10. ചോദിച്ചിരിക്കുന്ന സെക്കൻഡറി വോൾട്ടേജ് ആയിരിക്കുമല്ലോ സാറേ? ഔട്ട്പുട്ട് വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞാൽ സാറേ അത്ര സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. VS/VP = NS/NB. കറക്റ്റ് അല്ലേ സാറേ? നമുക്ക് VS ആണ് വേണ്ടത്. VS = NS/NP × VP. NS സാറേ, NS സെക്കൻഡറിയിലെ 10 അല്ലേ? 10 NB 100 × 220 22 കിട്ടുമല്ലോ സാറേ? 22. ശരി, 22 വോൾട്ട് നേടി. എത്ര സിമ്പിൾ ക്വസ്റ്റൻ ആണല്ലേ? സാധാരണ ഇതിലൊരു ഐഡിയൽ ട്രാൻസ്ഫോർമർ അല്ലാത്ത ഏതെങ്കിലും കേസൊക്കെയാണ് ചോദിക്കാറുള്ളത്. വളരെ സ്ട്രേറ്റ് ക്വസ്റ്റൻ ആയി പോയി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് ആക്സലറേഷനിലാണ് നീങ്ങുന്നത്. കവേഴ്സ് 125 മീറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ t ആൻഡ് t+1 സെക്കൻഡ്. t സെക്കൻഡിനും t+1 സെക്കൻഡിനും ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t+1th സെക്കൻഡ് ആണ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t+1th സെക്കൻഡ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t+1th സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 125 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, t സെക്കൻഡിനും t+1th സെക്കൻഡിനും ഇടയ്ക്ക് ട്രാവൽ ചെയ്ത ദൂരം 125, വിച്ച് മീൻസ് ദാറ്റ് t സെക്കൻഡിനും t+1th സെക്കൻഡിനും ഇടയ്ക്കുള്ള സെക്കൻഡ് എന്ന് പറഞ്ഞാൽ t+1th സെക്കൻഡ് ആണ്. അപ്പോൾ അവിടെ ട്രാവൽ ചെയ്ത ദൂരം 125 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ t+2 സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t+2 സെക്കൻഡ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് ഫോർമുല u + a × n-1/2 എന്ന് പറയാം, അല്ലെങ്കിൽ 2n-1/2 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി a × n-1/2 എന്ന് എഴുതും. ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡിന്. u + a × n-1/2. ഇവിടെ യുവിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ യു ആയിട്ട് തന്നെ നമുക്ക് ഇട്ടിരിക്കാം. ഇനിഷ്യലി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നൊന്നും പറയുന്നില്ല. സാധാരണ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ അത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ യു എന്ന് തന്നെ ഇട്ടേക്കാം. അടുത്ത എന്താ? നമുക്കിവിടെ നിന്ന് കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി 50 m/s എന്ന് തന്നിട്ടുണ്ട്. t സെക്കൻഡിനും t+1 സെക്കൻഡിനും ഇടയ്ക്കുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 50 m/s എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് 1 സെക്കൻഡ് അല്ലേ ഉള്ളത്. അപ്പോൾ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ? ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 50. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി 50. എത്ര ടൈം കൊണ്ട്? t സെക്കൻഡിനും t+1 സെക്കൻഡിനും ഇടയ്ക്കുള്ള ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്ന 1 ആണ്. വിച്ച് മീൻസ് ദാറ്റ് ആക്സലേഷൻ്റെ സ്ഥാനത്ത് എത്ര വരും? ആക്സലേഷൻ്റെ സ്ഥാനത്ത് 1 വരും. അപ്പോൾ ആക്സലേഷൻ്റെ സ്ഥാനത്ത് 50 വരും. ആക്സലേഷൻ്റെ സ്ഥാനത്ത് 50 വരും അല്ലേ? ഇനി എന്നിൻ്റെ സ്ഥാനത്ത് എത്ര വരും? നമുക്ക് t+1 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് t+1 എന്ന് വരും, -1/2 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? സോ ദാറ്റ്സ് ഈക്വൽ ടു 125 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ u+ ഇതെന്തെന്ന് കിട്ടും? 50t എന്ന് കിട്ടും. u + 50t 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ +15 × 1/2 എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 125 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സ്പ്രഷൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുവാണ്. u + 50t = എത്രയാണെന്ന് കിട്ടും? 125 - 25, അതെ സർ, 100 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. നമുക്കൊന്ന് സെലക്ട് ചെയ്ത് വച്ചേക്കാം. അടുത്തേ ഇതുവരെ കുഴപ്പമില്ലല്ലോ സാർ? ഓക്കെ, അടുത്ത നമുക്ക് എന്താ വേണ്ടത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t+2 സെക്കൻഡ് ആണ് വേണ്ടത്. സോ ദാറ്റ്സ് ഈക്വൽ ടു പറഞ്ഞേ u +
എയുടെ സ്ഥാനത്ത് എത്ര? എ കോൺസ്റ്റന്റ് ആക്സിലേഷനിലാണ് നീങ്ങുന്നത്. അപ്പോൾ ആക്സിലേഷൻ എപ്പോഴും 50 തന്നെയാണ്. എൻ എത്ര? t+2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത് ദൂരമാണ് വേണ്ടത്. അപ്പോൾ എന്നിൻ്റെ അവിടെ t+2 ഇട്ട് കൊടുക്കണം. മൈനസ് എന്തെന്ന് വരും? -1/2 എന്ന് വരും. ഓക്കെ ആണല്ലോ. സോ ഇത് എക്സ്പാൻഡ് ചെയ്താൽ u+50t എന്ന് വരും. ഇത് എക്സ്പാൻഡ് ചെയ്താൽ u+50t പ്ലസ് ഇത് 2 - 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 50 × 3/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ആണ് ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. u+50t എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് അല്ലേ? u+50t എന്ന് പറയുന്നത് 100 ആണ്. സോ ദാറ്റ് ഈസ് 100 പ്ലസ് എന്തെന്ന് കിട്ടും? 2ഉം 50ഉം വെട്ടിയാൽ 25 എന്ന് കിട്ടും. അപ്പോൾ 25 × 3 എന്ന് പറയുന്നത് 75 എന്ന് കിട്ടും. സോ ദ ആൻസർ 175 മീറ്റർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇത്രയൊന്ന് ലേശം ഒന്ന് ചെയ്യാൻ, എന്നാലും വലിയ ടഫ് ഒന്നും അല്ല. നാണയിലും നിസാര ക്വസ്റ്റൻ അല്ല, നമ്മൾ ശ്രദ്ധിച്ചേണ്ട ഒരു ക്വസ്റ്റൻ, നല്ലൊരു ക്വസ്റ്റൻ. ഇത് നമുക്ക് ചിലപ്പം മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം റീഡിങ് നമ്മൾ വായിച്ച ആദ്യത്തെ വായന ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ക്വസ്റ്റൻ രീതി. പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോഴല്ല ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് 0 ഒരു ടെൻഡൻസി ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ചെയ്തു വരുമ്പോൾ എളുപ്പം കിട്ടുന്ന ക്വസ്റ്റൻ തന്നെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ. അടുത്ത ക്വസ്റ്റൻ വളരെ സിമ്പിൾ ആയി പോലെ സാറേ. സിമ്പിളാണ്, എന്നാലും ചിലപ്പോൾ അറിയാതെ വല്ല ധൃതി പിടിച്ച് തെറ്റിച്ചാലേ ഉള്ളൂ. പിന്നെ നമുക്ക് മാച്ചിങ് എങ്ങനെയാണെന്ന് കണ്ടാലേ അറിയത്തുള്ളൂ. സിമ്പിൾ മാച്ചിങ് ആണ്. ഡയമെൻഷൻ ആണ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, r×p ആണ്, rp ആണ്. അപ്പോൾ r l വരും. ലീനിയർ മൊമെൻറ്റം അപ്പോൾ m × l t⁻⁻1 ഇൻറ്റു ഇത് സാധാരണ നമ്മുടെ ലീനിയർ മൊമെൻറ്റം ആണ്, ml t⁻⁻1 ഇൻറ്റു l വരും. This is equal to ml² t⁻⁻1. കറക്റ്റ് അല്ലേ സാറേ? ml² t⁻⁻1 വരും. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കറക്റ്റ് കിട്ടി. ഓക്കെ, P1 കിട്ടി. ഓക്കെ, P1 കിട്ടി. അടുത്ത കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. നമുക്ക് സ്റ്റോക്സ് ഫോമിൽ എടുക്കാം സാറേ. സ്റ്റോക്സ് ഫോമിൽ എടുക്കാം. F is equal to 6π η/rv. So eta is equal to F divided by ഡയമെൻഷൻ എടുക്കുമ്പോൾ 6π വേണ്ട, rv എടുക്കാം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഈറ്റ ഈസ് ഈക്വൽ ടു F/rv. എഫിൻ്റെ ഡയമെൻഷൻ ml t⁻⁻2 ഡിവൈഡ് ബൈ l തന്നെ. വെലോസിറ്റി l t⁻⁻1 ഒരു l ക്യാൻസൽ ആയി പോയി. t⁻⁻1 ഒരെണ്ണം പോയി. അപ്പോൾ m l⁻⁻1 t⁻⁻1 കറക്റ്റ് അല്ലേ സാറേ? മാച്ചിങ് ഉണ്ട് അല്ലേ? 4 ഉണ്ട്. 4 മാച്ചിങ്. അപ്പോൾ ഇനി നമുക്ക് ടോർക്ക് ഉണ്ട്. ടോർക്ക് പിന്നെ ഡയറക്റ്റ് ആണ്, വർക്ക് തന്നെ. ml² t⁻⁻2. സർഫസ് ടെൻഷൻ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഫോഴ്സ് ബൈ ലെങ്ത്, അപ്പോൾ m⁻⁻2 വരും. md നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് സെയിം ഡയമെൻഷൻ m⁻⁻2 വരും. വളരെ സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്. അതെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. നമുക്ക് അടുത്തേക്ക് പോകാം സാറേ. അടുത്ത ക്വസ്റ്റൻ നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇഫ് ദ സിസ്റ്റം ഈസ് റിലീസ്ഡ് ഫ്രം റസ്റ്റ്, ഫൈൻഡ് ആക്സലേഷൻ ഓഫ് 2 kg. ഫൈൻഡ് ആക്സലേഷൻ ഓഫ് 2 kg എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ കാൽക്കുലേഷൻ ഫുള്ള് പറയത്തില്ല, പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഇവിടെ താഴോട്ട് ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യും? 4g ആക്ട് ചെയ്യും. അപ്പോൾ ഇവൻ്റെ ആക്സലേഷൻ ഞാൻ A1 എന്ന് എടുക്കുന്നു. ഇവൻ്റെ ആക്സലേഷൻ A1 എന്ന് എടുക്കുന്നു. അപ്പോൾ ഇവൻ താഴോട്ട് നീങ്ങിയാൽ ഇവൻ അലോങ് ദ പ്ലെയിൻ ഇങ്ങനെ നീങ്ങും. സോ ദാറ്റ് ആക്സലേഷൻ ക്യാൻ ബി ടേക്കൺ ആസ് A2. ദെൻ ഇവിടുത്തെ ടെൻഷൻ ഞാൻ എത്ര എന്ന് എടുക്കുന്നു? ഇവിടുത്തെ ടെൻഷൻ ഞാൻ T എന്ന് എടുക്കുന്നു. അവിടുത്തെ ടെൻഷൻ T എന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ എത്ര വരും? ഇവിടെയും T വരും, ഇവിടെയും T വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് 2T എന്നാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇങ്ങോട്ടേക്ക് ആര് ആക്ട് ചെയ്യും? ഇങ്ങോട്ടേക്ക് mg sin θ ആക്ട് ചെയ്യും. ഇങ്ങോട്ടേക്ക് mg sin θ ആക്ട് ചെയ്യും. ഇങ്ങോട്ടേക്ക് mg cos θ ആക്ട് ചെയ്യും. ഇങ്ങോട്ടേക്ക് നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. അപ്പോൾ നോർമൽ റിയാക്ഷൻ mg cos θ ഒക്കെ ക്യാൻസൽ ആയി പോകും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് m എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2g എന്ത് sin 30 എന്ന് ആക്ട് ചെയ്യും. sin 30യുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ 2 × 1/2 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. അപ്പോൾ 1 × g എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 2 ബ്ലോക്സിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഞാൻ ആദ്യം ഈ ബ്ലോക്കിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ഈ ബ്ലോക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4g - 2t. 4g - 2t കറക്റ്റ് അല്ലേ സാറേ? 4g - 2t ഈസ് ഈക്വൽ ടു 4a1 എന്ന് കിട്ടും. 4a1 എന്ന് കിട്ടും. വേണമെങ്കിൽ അതിൽ നമുക്ക് ഹോളായിട്ട് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ 2g - t ഈസ് ഈക്വൽ ടു 2a1 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അത് കണക്ക് നമുക്ക് ഇവിടെ ഇക്വേഷൻ എഴുതാൻ പറ്റും. അവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ നെറ്റ് ഫോഴ്സ് T - g എന്ന് പറയുന്നത് വരും. അവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ നെറ്റ് ഫോഴ്സ് T - g ഈസ് ഈക്വൽ ടു മാസ് 2 ആണ്, ആക്സിലേഷൻ A2 ആണ്. അപ്പോൾ 2a2 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം 1 × 2 കൂടെ ആഡ് ചെയ്താൽ T യും T എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്ത് പോകും. 2g - g എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? g എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ദെൻ ബാക്കി ആരൊക്കെ കിട്ടും? 2a1 + 2a2 എന്ന് പറയുന്നത് കിട്ടും. 2a1 + 2a2 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ആക്സലറേഷൻ ഓഫ് 2 kg ആണ് വേണ്ടത്. അപ്പോൾ A2 ആണ് വേണ്ടത്. ഇനി ഒരു റിലേഷനും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്?
കൺസ്ട്രെയിൻസ് വരുമ്പോൾ ഉള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ടി ഡോട്ട് എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന റിലേഷനും പഠിച്ചിട്ടുണ്ട് അല്ലേ? സിഗ്മ ടി ഡോട്ട് എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസ്ട്രെയിൻസിൻ്റെ റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? ഈ ബ്ലോക്കിലെ ടെൻഷൻ 2t ആണ്, അവൻ്റെ ആക്സലേഷൻ a1 ആണ്, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അവരുടെ ഡോട്ട് പ്രോഡക്റ്റിൽ cos 180 വരും. അതെ, ഇവിടുത്തെ ടെൻഷൻ ടി ആണ്, ആക്സലേഷൻ a2 ആണ്, രണ്ട് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് അവരുടെ ഡോട്ട് പ്രോഡക്റ്റിൽ cos 0 വരും. ഇതിനെ രണ്ടിൻ്റെയും കൂടെ സം എടുത്താൽ എന്തെന്ന് കിട്ടും? 0 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതെത്ര കിട്ടും? ഇത് -2ta1 എന്ന് കിട്ടും, ഇത് +ta2 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ രണ്ടിൽ നിന്ന് ടി ക്യാൻസൽ ആയി പോകും. അപ്പോൾ a2 ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 2a1 എന്ന് കിട്ടും. നമുക്ക് a2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ a1 ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? a2/2 എന്ന് പറയുന്നത് കിട്ടും. അതെടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. അതെ അതെ, നമ്മളെ കൺസ്ട്രെയിൻസ് റിലേഷൻസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെ അതെ അതെ, നമ്മുടെ മെറ്റീരിയലും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി പോയി. അതെ, ഇതൊരു 2 സെക്കൻഡ് കൊണ്ട് ഇത് ഓപ്ഷൻ കണ്ടാൽ എഴുതാം, ഇപ്പോൾ ഓപ്ഷൻ തന്നിട്ടില്ല. The electric potential due to electric dipole at its axis varies with the distance r. Axis നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം. V is equal to 1/4πε0 p cos theta by r square. കറക്റ്റ് അല്ലേ സാറേ? ഷോർട്ട് ഡൈപോളിന്റെ ഇക്വേഷൻ. ആക്സിസ് അല്ലേ പറഞ്ഞത്? ആക്സിസ് അപ്പോൾ θ0 വരും. അപ്പോൾ നമുക്ക് θ0 അല്ല 180 വരും. ആക്സിസ് അപ്പുറം ഇപ്പുറം 180 പ്ലസ് ഓർ മൈനസ് വരും. അപ്പോൾ v is equal to 1/4πε0 p by r square. ഷോർട്ട് ഡൈപോളിന്റെ ആണോ ആക്ച്വൽ ഡൈപോൾ ആണ്? ചെറിയ വ്യത്യാസം വരും ഇക്വേഷനകത്ത്. ഷോർട്ട് ഡൈപോൾ ആയിരിക്കും ഓപ്ഷനകത്ത് r square minus a square cos square theta അങ്ങനെ ഒരു എക്സ്പ്രഷൻ വരും. അപ്പോൾ നമുക്ക് ഷോർട്ട് ഡൈപോൾ എടുക്കാം. ഷോർട്ട് ഡൈപോൾ ഓപ്ഷൻ വേറെ ഒന്നുമില്ല. അപ്പം വി ആർ സ്ക്വയറിന് എങ്ങനെയാണെന്ന് നോക്കുക. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഇത്രയല്ലേ സാറേ ഉള്ളൂ? അത്രേ ഉള്ളൂ അല്ലേ? വേറെ ഒന്നും അതിനകത്ത് ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറെ ഒന്നും അതിനകത്ത് നമുക്ക് നോക്കാൻ പോലും ഇല്ല. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് അടുത്ത ദിവസം പറയുന്നത് ആൻ AC source of voltage V is equal to V0 sin 1000t is applied across an LR circuit. Its power factor is 1/√2. അപ്പോൾ LR സർക്യൂട്ടാണ്. LR സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ എത്ര തന്നിട്ടുണ്ട്? 1/√2 എന്ന് തന്നിട്ടുണ്ട്. പവർ ഫാക്ടറിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ R/Z ആണ്. പവർ ഫാക്ടറിൻ്റെ ഫോമുല R/Z. RL സർക്യൂട്ട് ആയതുകൊണ്ട് Z എന്ന് പറഞ്ഞാൽ √r² + XL² എന്ന് വരും. XL എന്ന് പറഞ്ഞാൽ L² ω² എന്ന് വരും. XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. അപ്പോൾ XL² എന്ന് പറഞ്ഞാൽ L² ω² ആണ്. ആദ്യത്തെ കേസിൽ ഒമേഗ എത്രയാണ്? 1000 ആണ്. അപ്പോൾ 1000² എന്ന് പറഞ്ഞാൽ എത്ര എന്ന് വരും? 10⁻6 എന്ന് പറയുന്ന വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1/√2 എന്ന് പറയുന്നത് കിട്ടും. ഇതൊന്ന് സ്ക്വയർ ചെയ്തേക്കാം സാറേ. സ്ക്വയർ ചെയ്താൽ ഇവിടെ എന്ത് വരും? R² വരും. √2 സ്ക്വയർ ചെയ്താൽ 2 വരും. 2 അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 2r² വരും. ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ റൂട്ട് അങ്ങ് പോയി കിട്ടുമല്ലോ. റൂട്ട് അങ്ങ് പോയി കിട്ടിയാൽ r² + L² × 10⁻6. കറക്റ്റ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? R² ഈസ് ഈക്വൽ ടു 2r² - r² എന്ന് പറഞ്ഞാൽ r² ആണ്. അപ്പോൾ r² ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? L² × 10⁻6 എന്ന് പറയുന്നത് കിട്ടും. അതെ അതെ, XL ഈസ് ഈക്വൽ ടു r വരും. അപ്പോൾ r ഈസ് ഈക്വൽ ടു L × 10⁻3 എന്ന് വരും. അപ്പോൾ നമുക്ക് r ഈസ് ഈക്വൽ ടു 1000 L എന്ന് കിട്ടും. അപ്പോൾ ആറിൻ്റെ റിലേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ r ഈസ് ഈക്വൽ ടു 1000 L എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നൗ വോൾട്ടേജ് ഈസ് ചേഞ്ച്ഡ് ടു V0 sin 2000t. നൗ വോൾട്ടേജ് ഈസ് ചേഞ്ച്ഡ് ടു V0 sin 2000t. അപ്പോൾ ഒമേഗ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒമേഗ ചേഞ്ച് ചെയ്താൽ എന്തായാലും എന്ത് മാറും? XL മാറും. അപ്പോൾ പവർ ഫാക്ടർ മാറും. അങ്ങനെയാണെങ്കിൽ ന്യൂ പവർ ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ന്യൂ പവർ ഫാക്ടർ cos ∅ എന്ന് കൊടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു R/Z ആണ്. അപ്പോൾ R ചേഞ്ച് ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് ഈക്വൽ ടു R/√of എന്തെന്ന് കിട്ടും? R² + XL വരും. അപ്പോൾ അത് എത്രയാണ്? L² ω² ആണ് അല്ലേ സാറേ? ഓക്കെ, R എത്ര നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു? R നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 1000 L ആയിരുന്നു. R നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 1000 L ആയിരുന്നു. സോ ദാറ്റ്സ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ R² എത്രയാണ്? 1000² 10⁻6 ആണ്. L-ൻ്റെ സ്ക്വയർ L² ആണ്. ഓക്കെ, ദെൻ L² × ഇവിടെ എന്ത് വരും? ω² എന്ന് വരും. രണ്ടാമത്തെ കേസിൽ ഒമേഗ 2000 ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 1000ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. അപ്പോൾ ഈ രണ്ട് 10⁻6 റൂട്ടിൻ്റെ വെളിയിൽ ഇറങ്ങും അല്ലേ സാറേ? പുറത്തിറങ്ങുമ്പോൾ 1000 ക്യാൻസൽ ചെയ്തു. എല്ലും ക്യാൻസൽ ആയിപ്പോൾ. L² റൂട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയ L വരും. അതും L ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ ഇവിടെ 1 ആണ്. ഇവിടെ 1/, ഇവിടെ ആരുണ്ട്? 1 ഉണ്ട്, പ്ലസ് ആരുണ്ട്? 4 ഉണ്ട് അല്ലേ?
അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര എന്ന് വരും 1/√5. സോ ദിസ് ഈസ് ദ ന്യൂ പവർ ഫാക്ടർ. അതെ അതെ, ഇത് ഇത്തിരി ഒന്ന് നമ്മൾ ആലോചിക്കണം. ആ ഒരു ടെൻഷനിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. എളുപ്പമാണ്. അതെ അതെ, ഈസി എന്നൊക്കെ സിമ്പിൾ ക്വസ്റ്റനാണ് വന്നിരിക്കുന്നത്. വലിയ സർക്യൂട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കെന്നാൽ അടുത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ സാറേ വേവ്സ് എന്നുള്ള ക്വസ്റ്റനാണ്. നല്ലൊരു ക്വസ്റ്റനാണ് അല്ലേ? അതെ അതെ. ക്ലോസ്ഡ് ഓർഗൺ പൈപ്പാണ്. ക്ലോസ്ഡ് ഓർഗൺ പൈപ്പാണ്. യെസ്, ഏരിയ തന്നിട്ടുണ്ട്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, സൗണ്ടിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് ആ ഡേറ്റ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. വെലോസിറ്റി 330, ഫ്രീക്വൻസി സാറേ 30 ഹെർട്സ്. വേവ് ലെങ്ത് കണ്ടുപിടിക്കല്ലോ സാറേ. ലാംഡ ഇസ് ഈക്വൽ ടു 330/30 11 കിട്ടും. 11 മീറ്റർ കിട്ടും. ശരിയല്ല സാറേ? ആ സാറേ, ഓപ്പൺ ബൈ ഓർഗൺ ക്ലോസ്ഡ് ഓർഗൺ പൈപ്പ് ആയതുകൊണ്ട് ലെങ്ത് λ/4 ആണ്. λ/4 ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ലെങ്ത് വരുമ്പോൾ λ/4. 11/4 എന്ന് പറയുമ്പോൾ സാറേ 2.75 വരും. കറക്റ്റ് അല്ലേ സാറേ? 2.75. ഇത് ഫസ്റ്റ് സിറ്റുവേഷൻ ആണ്. പക്ഷെ നമ്മൾ ഇനി ട്യൂബിനുള്ളിലേക്ക് വാട്ടർ കുറച്ച് ഫില്ല് ചെയ്യാൻ പോകും. കംപ്ലീറ്റ് ആക്കുന്നില്ല. ആ വാട്ടറിൻ്റെ എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര മാസ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുതിയ കേസിലും ഇതേ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വെലോസിറ്റി നോ ചേഞ്ച് 330, ഫ്രീക്വൻസി 110. പുതിയ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 110. സോ സാറേ ലാംഡ കിട്ടുന്നത് 330/110. നമുക്ക് 3 വരും അല്ലേ സാറേ? 3 വരും. അപ്പോൾ പുതിയ ലെങ്ത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ലെങ്ത് എടുക്കുമ്പോൾ λ/4 വരും വീണ്ടും അല്ലേ? 3/4 വരും സാറേ. 0.75 പുതിയ ലെങ്ത് 0.75 കിട്ടി. അങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നല്ലേ? ഇവിടെ ലെങ്ത് 2.75 ആണ്, ഇവിടെ ലെങ്ത് 0.75 ആണ്. സാർ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് എടുത്താൽ വാട്ടറിൻ്റെ അളവ് കിട്ടും. ആ ലെങ്ത് കിട്ടും. കിട്ടും. ഓക്കെ, നമുക്ക് ആ ചേഞ്ച് ഇൻ ലെങ്ത് എടുത്താൽ മതി. ചേഞ്ച് ഇൻ ലെങ്ത് ΔL ഈസ് ഈക്വൽ ടു സാറേ -0.75 2 മീറ്റർ വരും. ഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ വോളിയം വേണം. വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് അല്ലേ സാറേ? ലെങ്ത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റൻ 2 സെന്റിമീറ്റർ സ്ക്വയർ. 2 × 10⁻⁴ ഇൻറ്റു ΔL വി ഗെറ്റ് 2. 4 × 10⁻⁴ മാസാണ്. സ്ട്രൈറ്റ് അല്ല, മാസ് കണ്ടുപിടിച്ചാൽ മതി. മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. 4 × 10⁻⁴ ഇൻറ്റു വാട്ടർ അല്ല സാറേ, ഡെൻസിറ്റി 1000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും സാറേ? 0.4 കിട്ടും. 0.4 kg. ഗ്രാമിലാണ് 400 ഗ്രാം. നല്ല ക്വസ്റ്റൻ ആണല്ലോ സാറേ? വലിയ കുഴപ്പം പറയാനില്ല. നല്ല ചിന്തിക്കേണ്ട ക്വസ്റ്റൻ ആണ്. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ സാറേ, എന്നാൽ മുന്നോട്ട് പോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണോ എന്ന് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഇങ്ങനെ തന്നെയാണെങ്കിൽ ഞാൻ തൽക്കാലം പറയുവാണ്. എനിക്ക് തോന്നുന്നു അത് ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ട് ഞാൻ പറയുവാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് h എബോവ് ദ എർത്ത് സർഫസ് ഈസ് 6.4 m/s². റേഡിയസ് ഓഫ് എർത്ത് ഈസ് 6400 km. ഫൈൻഡ് ദ വാല്യൂ ഓഫ് h എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ h ഹൈറ്റിലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ നമുക്ക് എന്തെഴുതാം? G/1 + h/r the whole square. കറക്റ്റ് അല്ലേ സാറേ? സോ that is given as 6.4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിക്ക് എന്ത് കൊടുക്കാം? ജിക്ക് 10 എന്ന് തൽക്കാലം കൊടുക്കാം. G 10 എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുവാണ്. ആ 6.4 താഴേക്ക് കൊണ്ടുവന്നു. G 6.4 താഴേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 1 + h/r the whole square എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് വേണമെങ്കിൽ എന്തെഴുതാം? 10/6.4നെ വേണമെങ്കിൽ 100/64 എന്ന് എഴുതാം അല്ലേ? 10/6.4നെ നമുക്ക് വേണമെങ്കിൽ 100/64 എഴുതാം. ഇങ്ങനെ എഴുതേണ്ടുള്ള ഗുണം എന്താ? എല്ലാം നമുക്ക് സ്ക്വയർ റൂട്ട് ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുവാണെങ്കിൽ 100ൻ്റെ സ്ക്വയർ റൂട്ട് 10 ആണ്. 64ൻ്റെ സ്ക്വയർ റൂട്ട് 8 ആണ്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 1 + h/r ആണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ h/r എന്ന് പറഞ്ഞാൽ 1 - 10/8 എന്ന് പറയുന്നത് കിട്ടും. 10/8 ആ, അതാ ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണോ എന്നൊരു ക്ലാരിറ്റി കുറവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത്. അപ്പം ആക്ച്വലി ഇങ്ങനെയാണ് ചെയ്യുന്നത്. G/1 + h/r the whole square is equal to 6.4. എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റും? ഓക്കെ. 10/8നെ നമുക്ക് എന്തെന്ന് എഴുതാം? 5/4 എന്ന് എഴുതാം. അവിടെ നമ്മൾ എഴുതിയത് തിരിഞ്ഞു പോയതാണ്.
10/8 നമുക്ക് 5/4 എന്ന് എഴുതാം. ഓക്കെ, ദെൻ 1 ഇങ്ങോട്ടേക്ക് വന്നാൽ -1 എന്ന് പറയുന്ന വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു h/r എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് ചെയ്തു വരുമ്പോൾ എത്രയാണെന്ന് കിട്ടും? 1/4 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? h/r എന്ന് കിട്ടും. അപ്പോൾ h എന്ന് പറഞ്ഞാൽ r/4 എന്ന് കിട്ടും. r/4 എന്ന് കിട്ടും. അതെ, എങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അപ്പം r ഈസ് ഈക്വൽ ടു 6400 കിലോമീറ്റർ ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, /4 എന്ന് വരും. അപ്പോൾ 64/4 എന്ന് പറഞ്ഞാൽ 16 ആണ്. സോ ദാറ്റ് ഈസ് 1600 കിലോമീറ്റർ എന്ന് പറയുന്നത് കിട്ടും. അപ്പം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ ആൻസർ ഇതാണ്, 1600 കിലോമീറ്റർ ആണ്. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ 2 സ്റ്റുഡൻസ് വന്നപ്പോൾ അവർ ഇങ്ങനെയാണോ എന്നൊരു ചെറിയൊരു ഡൗട്ട് പറഞ്ഞായിരുന്നു. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എങ്ങാണ്ട് തന്നിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്താലും ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മുന്നോട്ട് പോകാം അല്ലേ സാറേ? സാറേ നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഹീറ്റർ ഈസ് ഓപ്പറേറ്റിംഗ് 27 degrees Celsius ഹാവിംഗ് റെസിസ്റ്റൻസ് 60 ohm. ഓക്കെ, the heater is connected across 220 volt DC source. Find the temperature of heater when current 2.75 ampere flowing through it and temperature coefficient of resistance per degree Celsius തന്നിട്ടുണ്ട്. ഇക്വേഷൻ എഴുതി ഡയറക്റ്റ് ചെയ്താൽ മതിയല്ലോ സാറേ? അതെ, കാര്യം അവർ 27 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ റെസിസ്റ്റൻസ് നമുക്ക് ആ കറണ്ടും വോൾട്ടേജ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 27 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് അവർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 27 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് 60 ohm തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടെമ്പറേച്ചർ നമുക്ക് അറിയത്തില്ല, നമുക്കത് T ഡിഗ്രി സെൽഷ്യസ്. ഇത് പെർ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നിങ്ങൾ ഈ സെൽഷ്യസിനെ മാറ്റേണ്ട കാര്യമില്ല. ആൽഫ തന്നിരിക്കുന്ന പെർ കെൽവിനിലാണെങ്കിൽ നിങ്ങൾ ഈ ടെമ്പറേച്ചറിനെ എന്തിലോട്ട് മാറ്റണം? കെൽവിനിലോട്ട് മാറ്റണം. അപ്പൊ T ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് എത്ര വരും സാറേ? വോൾട്ടേജ് 220 വരും, കറണ്ട് 2.75 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് V/I എടുക്കുമ്പോൾ 80 വരും. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് 80 ohm. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റൻസ് 60 ohm ആണ്. T ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റൻസ് 80 ohm ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഫോമുല അപ്ലൈ ചെയ്യാം? നമുക്കറിയാവുന്ന ഫോമുല എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് അറ്റ് എനി ടെമ്പറേച്ചർ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് റെഫറൻസ് ആക്കി വെച്ചാൽ R ഈസ് ഈക്വൽ ടു R0 × 1 + α/T ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ R എത്രയാണെന്ന് കിട്ടും? 60 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു R0 × 1 + α × T എത്ര സാറേ? 27. ഓക്കെ, ഗുഡ്. അടുത്ത കേസിൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടും? അടുത്ത കേസിൽ റെസിസ്റ്റൻസ് 80 എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ് ഈസ് R0 × 1 + α × T എന്ന് കിട്ടും അല്ലേ സാർ? ഓക്കെ, ഇനി നമുക്ക് 2 ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യാം? 2 ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്യാം. 2 ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്താൽ 6/8 വരും. 6/8 എന്ന് പറഞ്ഞാൽ 3/4 വരും അല്ലേ? 3/4 വരും. R0 എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഇത് 1 + 27 α/1 + 27 α/1 + α/T എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 + 3 α/T ഈസ് ഈക്വൽ ടു 3 + 3 α/T ഈസ് ഈക്വൽ ടു 4 + 108 α എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫയുടെ ടേംസ് എല്ലാം ഒരുമിച്ചാക്കാം. അപ്പോൾ 3 α/T - 108 α എന്ന് വരും അല്ലേ സാറേ? 108 α ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 4 - 3 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് ആൽഫയെങ്ങ് കോമൺ എടുക്കാം. ആൽഫയെങ്ങ് കോമൺ എടുത്താൽ 3T - 108 എന്ന് പറയുന്ന വരും. ഇത് 1 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 3T - 108 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1/α എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 1/α 2 × 10⁻⁻⁴ എന്ന് തന്നിട്ടുണ്ട്. 10⁻⁻⁴ മുകളിൽ ചെന്നാൽ 10,000 ആണ് അല്ലേ സാർ? 10,000 / 2 എന്ന് കിട്ടും. 10⁻⁴ മുകളിൽ ചെന്നാൽ 10,000 / 2 അതെ 5,000 എന്ന് കിട്ടും. അപ്പോൾ 3T - 108 എന്ന് പറയുന്നത് 5,000 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3T എന്ന് പറയുന്നത് 5108 എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ T എന്ന് പറയുന്നത് 5108/3 എന്ന് പറയുന്നത്. അത്രയും ഡിഗ്രി സെൽഷ്യസിലാണ് കിട്ടുന്നത്. അതെ അതെ അടുത്ത ക്വസ്റ്റ്യൻ EMA straight question ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. An electromagnetic wave electric field is equal to E0. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്ടർ ഫോം തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആണ്. നമുക്കറിയാമല്ലോ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുമ്പോൾ B is equal to B0 sin ω_t - kx. ഫേസിന് ചേഞ്ച് ഒന്നുമില്ല, സെയിം ഫേസാണ് അല്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും സെയിം ഫേസിലാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഡേറ്റ തന്നിരിക്കുന്നത് വെച്ച് നമ്മൾ ചെയ്യുവാണ്. B0 sin ω_t - kx. അപ്പോൾ നമുക്ക് B0 വേണം,
അറിയാമല്ലോ. ഫ്രീ സ്പേസ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. സാറേ ഫ്രീ സ്പേസ് ആണെന്നൊന്നും പറയുന്നില്ല അല്ലേ? പറയാം. നമുക്ക് നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റ് സി എടുക്കാം. E0/B0. അതിൽ നിന്ന് B0 കിട്ടി സാറേ. B0 = E0/C. അത് കഴിഞ്ഞു. സോ ദെൻ B = E0/C സൈൻ ഫേസ് ചേഞ്ച് ഇല്ല ω_t - kx കണ്ടപ്പോൾ മനസ്സിലായി പ്രൊപ്പഗേഷൻ എക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ആണ് അല്ലേ സാറേ? വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് I ഡയറക്ഷൻ. അപ്പോൾ E ക്രോസ് B യുടെ ഡയറക്ഷൻ അലോങ് I ആയിരിക്കണം സാറേ. ഇലക്ട്രിക് ഫീൽഡ് J ക്യാപ്പ്. അപ്പോൾ V = E ക്രോസ് B ശരിയല്ല സാറേ? V = E ക്രോസ് B ആണ്. അപ്പോൾ V I ക്യാപ്പ് വരണം പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് J ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് തീർച്ചയായിട്ടും സാറേ K ക്യാപ്പ് ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എഴുതുമ്പോൾ നമുക്കിവിടെ K ക്യാപ്പ് വരും. കറക്റ്റ് അല്ലേ? ഓക്കെ സാറേ. അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 23. ഇത് കഴിഞ്ഞ ദിവസം ഇതേ കണക്കത്തെ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സാറേ. സെയിം ക്വസ്റ്റ്യൻ വാല്യൂ മാത്രമേ ഉള്ളൂ, ലേശം ചെറിയ വ്യത്യാസം. ഇത് എനിക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു അല്ല സാറേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. വർക്കാണ് ചോദ്യം. ഏരിയ എടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഏരിയ എടുക്കുക. ഏരിയ സെനറിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. സെനർ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് സിമ്പിൾ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ഏരിയ ഹാഫ് ബി എച്ച് ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് സാറേ 10 30 20. ശ്രദ്ധിച്ചോണം. കിലോ പാസ്കൽ ആണ്. കിലോ 10⁻³ ഇൻറ്റു ഹൈറ്റും ശ്രദ്ധിക്കുക. യൂണിറ്റ് സാറേ ഇത് ഡെസി ആയിരിക്കും അല്ലേ? ഡെസി ആയിരിക്കും. ഡെസി ആണ്. അപ്പോൾ 10⁻⁻1 10⁻⁻1ന്റെ ക്യൂബ് 10⁻³ വരും സാറേ. 10 30 20 ശരിയല്ല സാറേ? 20 × 10⁻³ സാറേ. 10⁻³ ക്യാൻസൽ. 200 വരും സാറേ. 200 വന്നു. 200 ജൂള് കിട്ടി. വർക്ക് ഏരിയ വർക്ക് അങ്ങനെയാണ്. കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബ്ലോക്ക് ഓഫ് മാസ് 2 kg ഈസ് പ്ലേസ്ഡ് ഓൺ എ ഡിസ്ക് വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി 4 radian/second. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക് ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഡിസ്ക് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുവാണ്. കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി 4 radian/second. ഫൈൻഡ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബ്ലോക്ക് ആൻഡ് ഡിസ്ക് ഇഫ് ബ്ലോക്ക് ഈസ് നോട്ട് സ്ലൈഡിങ്. എനിക്ക് തോന്നുന്നു അവർ ആ ഡിസ്കിൻ്റെ ഒരു എഡ്ജിൽ, അതെ ക്വസ്റ്റ്യനിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഡിസ്കിൻ്റെ ഒരു എഡ്ജിൽ ഒരു ബ്ലോക്കിനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൻ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് അവൻ സ്ലൈഡ് ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് അവൻ എന്ത് ചെയ്യുന്നില്ല? സ്ലൈഡ് ചെയ്യുന്നില്ല. അപ്പം അവൻ അതിനോടൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ബ്ലോക്ക് ഈസ് ഓൾസോ റൊട്ടേറ്റിംഗ് അലോങ് വിത്ത് ദാറ്റ് ഡിസ്ക്. അതായത് അവന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? ഫ്രിക്ഷൻ ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? mv²/r എന്നാണ്, അല്ലെങ്കിൽ mω²r എന്നെടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ സാറേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫ്രിക്ഷൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എം തന്നിട്ടുണ്ട്. മാസ് ഓഫ് ദ ബോഡി 2 kg ആണ്. മാസ് ഓഫ് ദ ബോഡി 2 kg എന്ന് തന്നിട്ടുണ്ട്. ω4 ആണ്. അപ്പോൾ അത് 4² ആണ്. റേഡിയസ് എത്ര ആണ്? റേഡിയസ് 1 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാം. പക്ഷേ ഇതിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ബോക്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ബോക്സ് നമ്മൾ എഡ്ജിലാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ബ്ലോക്ക് ഡിസ്കിനോടൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കാൻ താഴോട്ട് mg, മുകളിലോട്ട് n, വേറെ ആരുമില്ല. അപ്പോൾ ഫ്രിക്ഷനാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രിക്ഷൻ mω²r ഇക്വേറ്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ റൊട്ടേഷൻ ബേസ് ക്വസ്റ്റ്യൻ തന്നെയല്ലേ സാറേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ എല്ലാം മിക്കവാറും ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയല്ലേ സാറേ? യൂണിഫോം ഡിസ്ക് ആണ്. മാസ് അറിയാം, റേഡിയസ് അറിയാം. റൊട്ടേറ്റിംഗ് വിത്ത് 10 ω തന്നിട്ടുണ്ട്. ഐഡൻറ്റിക്കലായിട്ട് മറ്റൊരു ഡിസ്ക് ജസ്റ്റ് ജെൻറ്റ്ലി പ്ലേസ് ചെയ്യുന്നു. സോ ω അറിയില്ല, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ്സ് ഒമേഗ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ലോസ് എന്താ സാറേ ചോദിച്ചിരിക്കുന്നത്? ലോസ് ഓഫ് കൈനറ്റിക് എനർജി. ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് വേണേൽ ചെയ്യാം. അല്ല, നമുക്ക് നമ്മുടെ കൺസെപ്റ്റ് ഉപയോഗിച്ച് നോക്കുവാണെങ്കിൽ I = മൊമെന്റ് ഓഫ് ഇനർഷ്യ സാറേ ഡിസ്ക mr²/2. m ഈസ് 5 × റേഡിയസിൻ്റെ സ്ക്വയർ 4 സാറേ /2 10 വരും സാറേ. ആദ്യത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I1 10 കിട്ടി. സാറേ ω1 തന്നിട്ടുണ്ട് അല്ലേ? 10 തന്നിട്ടുണ്ട് സാറേ. I2 10 ആണ്. പക്ഷെ രണ്ടുപേരും ഒന്നിച്ച് വരില്ല സാറേ. അല്ല, ആദ്യത്തെ കേസിൽ
അപ്പോൾ രണ്ടാമത്തെ കേസിൽ അവന് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് I2 എന്ന് പറഞ്ഞാൽ സാറേ 2I1 എടുത്താൽ കറക്റ്റ് അല്ലേ? അപ്പം 10 രണ്ടുപേരും ഒന്നിച്ചായി സാറേ, ശരിയല്ലേ? 20 കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ I1 നിന്ന് I2ലേക്ക് എത്തിക്കഴിഞ്ഞാൽ I⍵ കോൺസ്റ്റന്റ് അല്ലേ സാറേ? I⍵ കോൺസ്റ്റന്റ് ആണെങ്കിൽ I1 I2 10 നിന്ന് 20 10 നിന്ന് 5ലേക്ക് വരുമല്ലോ സാറേ. ω2 5 ആയി. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എത്രയല്ലേ സാറേ? കഴിഞ്ഞിട്ടില്ല. കൈനറ്റിക് എനർജി ലോസാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ K ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് I1 ω1² മൈനസ് ഫൈനൽ എടുക്കണം ഹാഫ് I2 ω2². കറക്റ്റ് അല്ലേ സാറേ? ഹാഫ് കോമൺ I1 10 ω1 സാറേ 10 100 മൈനസ് I2 20. അവിടെ 2 ടൈംസ് വീണ്ടും എടുക്കാൻ പോരുതല്ലേ സാറേ? നമ്മൾ എടുത്ത് 20 ഇൻറ്റു ω2² 25 വരും സാറേ. ഹാഫ് ഇൻറ്റു മൈനസ് 500 വരും. 250 വരും. 250 ജൂളാണ് കൈനറ്റിക് എനർജിയുടെ ലോസ്. കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ ബാക്കി ഷിഫ്റ്റ് 1-ലെ ബാക്കി കെമിസ്ട്രി ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ കെമിസ്ട്രി സാറുമാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ ബാക്കി ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ വരിക. നമ്മുടെ ഫസ്റ്റ് സെഷൻ്റെ അകത്തുണ്ടായിരുന്ന കുറേയധികം കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ജസ്റ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് വരാം അല്ലേ? കുറച്ച് 1-2 ഉള്ളൂ, ബാക്കിയെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് ഇങ്ങനെയാണ്: ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എ ഗിവിംഗ് പ്രോഡക്റ്റ് the concentration of A at 10 minute and 20 minute is 0.04 molar and 0.03 molar respectively. Calculate T half in a minute എന്നാണ് പറഞ്ഞിരിക്കുക. ലോഗിൻ്റെ വാല്യൂ ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഒരു പക്ഷേ തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് സാറേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓർഡർ ആണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാം അറിയാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ അതെ നമ്മൾ ഇക്വേഷൻ എഴുതുന്നു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടി ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K ആണല്ലോ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കെയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഫസ്റ്റ് ഓർഡർ ആണ്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഡേറ്റ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ തന്നെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടി ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ 2.303 ഡിവൈഡഡ് ബൈ T ഇൻറ്റു ലോഗ് R0 ഡിവൈഡഡ് ബൈ R ആണ് വരിക. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ദ പ്രസൻറ്റ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ബാക്കി വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇങ്ങോട്ടേക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ 10 മിനിറ്റ്സ് നമുക്ക് കാണും. 10 മിനിറ്റ് ആണ്. അതായത് ഇനിഷ്യലി 10 മിനിറ്റിലാണ് നമ്മളിത് മെഷർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് നമ്മൾ ഫൈനൽ ചെയ്തത് 20 മിനിറ്റിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ റിയാക്ഷൻ നടന്ന ടൈം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് മാത്രമാണ്. സോ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ടി ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ 2.303 ഡിവൈഡഡ് ബൈ 10 മിനിറ്റ്. ടോട്ടൽ റിയാക്ഷൻ നടന്ന ടൈം 10 മിനിറ്റ് ആണ്. സ്റ്റാർട്ടിങ് 10-ലായിരുന്നു, നമ്മൾ ഫിനിഷ് ചെയ്ത് 20 മിനിറ്റിലാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ 20 ആൻഡ് 10 ദാറ്റ്സ് ഈക്വൽ ടു 10 മിനിറ്റ് ആണ് ഇവിടെ ആക്ച്വലി റിയാക്ഷൻ നടന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി ലോഗ് R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ സാറേ. 0.04 ആയിരുന്നു. 0.04 ഡിവൈഡഡ് ബൈ 0.03 ആണ് ഫൈനൽ കോൺസെൻട്രേഷൻ വരിക. ഇത് ജസ്റ്റ് നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന 0.693 നമുക്ക് 2.303 ഇൻറ്റു 0.3010 എന്ന് എഴുതാം. 0.3 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ 2.303 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു ലോഗ് 4 മൈനസ് ലോഗ് 3 വരും അല്ലേ. അപ്പോൾ ലോഗ് 4ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.6 ആണ്. ലോഗ് 3യുടെ വാല്യൂ ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട് അല്ലേ. ലോഗ് 4ൻ്റെ വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, 0.48 തന്നിട്ടുണ്ട്. ഓക്കെ, 0.48 നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാം ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുക. അപ്പോൾ 2.303 ഇവിടെ നിന്ന് തന്നെ ക്യാൻസൽ ആയി പോയിക്കോളും. പിന്നെ 0.3 ഇൻറ്റു 10 മേളിൽ വരുമ്പോൾ നമുക്കത് ടി ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 0.12. യെസ്, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 എന്ന് വരും. 25 മിനിറ്റ്. നമ്മുടെ മിനിറ്റിലാണ് ആൻസർ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ സാറേ? അതെ, മിനിറ്റിലാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ടി ഹാഫ് നമുക്ക് കിട്ടുന്ന 25 എന്ന് കിട്ടും. ഇതൊരു പക്ഷേ ന്യൂമറിക്കൽ ടൈപ്പ് ആയിരുന്നായിരിക്കും അല്ലേ? ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. ഈ തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 25 ആണ് നമുക്ക് ആൻസർ കിട്ടും. അതെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. ഇതിൻ്റെ ഉള്ള എല്ലാ ഡേറ്റയും ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. യെസ്, അതും ചെയ്യാം. ലോഗിന്റെ വാല്യൂ പോലും ക്വസ്റ്റൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ അങ്ങനെ IIT നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അത്രയും സിംപ്ലിഫൈ ചെയ്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുക. അപ്പോൾ എൻ്റെ ആൻസർ വരുന്നത് 25 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
Aluminum chloride in acidified aqueous solution form an in having geometry ion having ആയിരിക്കും. Yes, form an ion having ആണ്. Ion having geometry ആണ് ചോദ്യം. ഈ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഇല്ലല്ലോ സാർ, അല്ലേ? ഒരെണ്ണം ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പക്ഷേ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നായിരിക്കാം. ഒക്ടാഹെഡ്രയാണ് വരിക. അവിടെ നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ നമ്മൾ തെറ്റിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷൻ ആയിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് യെസ്. അപ്പൊ നമുക്ക് ടെട്രാഹെഡ്ര എടുക്കേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഇത് അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ നമ്മുടെ അതെ അതെ നമ്മുടെ അലുമിനിയം ക്ലോറൈഡ് ഫോംസ് ഇൻ അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ AL2O6 എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോർഡിനേഷൻ നമ്പർ 6 ആണ്. തീർച്ചയായിട്ടും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആകും, അല്ലേ? അപ്പോൾ ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ P ബ്ലോക്കിൽ കൃത്യമായിട്ട് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ ഓപ്ഷന്റെ പ്രശ്നമായിരിക്കാം ഒരു പക്ഷേ, അല്ലേ? ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒക്ടാഹെഡ്ര കാണേണ്ടതാണ്. ഒക്ടാഹെഡ്ര ആണ് കറക്റ്റ് ആൻസർ വരിക. എന്തായാലും അസിഡിക് മീഡിയം ഉണ്ടെങ്കിൽ, ഇനി അതില്ലെങ്കിൽ ഓപ്ഷൻ്റെ അകത്ത് എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് P ബ്ലോക്ക് കിടപ്പുണ്ട്. യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക്. Next, the organic compound were allowed to run thin layer chromatography using hexane and give the following result. See the figure. The RF value of the most polar compound is ആണ് തന്നിരിക്കുന്നത്. ACE എന്നായിരിക്കും, അല്ലേ? ഒരു കോമ്പൗണ്ട് ഉള്ളൂ. ACE എന്നായിരിക്കും ക്വസ്റ്റിനകത്ത്. അപ്പോൾ നമുക്ക് RF വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടല്ലോ, അല്ലേ? നമുക്ക് RF വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കമ്പൗണ്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സോൾവെന്റ് എടുത്താൽ മതിയല്ലോ, അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കമ്പൗണ്ട് തീർച്ചയായിട്ടും ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുന്ന് നമുക്ക് ഡിസ്റ്റൻസ് A മൂവ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3.5 സെന്റിമീറ്റർ ആണ്. സോ 3.5 ഡിവൈഡഡ് ബൈ ഇനി സോൾവെന്റ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ആണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റിനകത്ത് തന്നെ തന്നിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര 0.7 കിട്ടും, അല്ലേ? 0.7 അല്ല 0.7 ആണ്. അപ്പോൾ ഇത് 0.7 വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 10⁻⁻1 ആണ്. നമ്മുടെ ആൻസർ 7 വരും. യെസ്, 7 കൊടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ. ഇത് പ്രാക്ടിക്കൽ കെമിസ്ട്രി ആണെന്ന് തോന്നുന്നല്ലേ സാറേ? അല്ല, പ്യൂരിഫിക്കേഷനകത്ത് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഓക്കെ 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 ഇതും വളരെ സിമ്പിൾ ക്വസ്റ്റൻ തന്നെയായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? യെസ്, അടുത്ത ക്വസ്റ്റൻ സ്റ്റേറ്റ്മെന്റ് 1. ഫോർ എ ഹൈഡ്രജൻ ആറ്റം 3p and 3d ആർ നോട്ട് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തെറ്റാണ്. ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ആണെങ്കിൽ പോലും എല്ലാം ഒരു ഷെല്ലിലെ എല്ലാ സബ് ഷെല്ലുകൾക്കും എല്ലാ ഓർബിറ്റിലും ഒരേ എനർജി. അപ്പോൾ അവർ ഡീജനറേറ്റ് ആണ്. ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ഈ നോട്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡാണ്. നോട്ട് ഡീജനറേറ്റ് ഓർബിറ്റൽ അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. 1 ഇലക്ട്രോൺ സിസ്റ്റം ആണല്ലോ. സോ ഇത് ഫോൾസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 2. ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഹാവ് ദ സെയിം എനർജി. യെസ്, ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആ വേർഡിന്റെ മീനിങ് തന്നെ സെയിം എനർജി തന്നെയാണല്ലോ. സെയിം എനർജി ആണ് കോൾഡ് ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. യെസ്, ട്രൂ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് വരും. സ്റ്റേറ്റ്മെന്റ് ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ. സ്ട്രക്ചർ ഓഫ് തിയററ്റിക്കൽ ആയിട്ട് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ്, how many maximum number of molecular orbitals are formed by mixing 2s and 2p orbitals in diatomic molecule ആണ്. ഈ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് മോളിക്കുലർ ഓർബിറ്റൽ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾ നമുക്ക് അസ്യൂം ചെയ്യാം. അതേ രക്ഷയുള്ളൂ. കാരണം കൃത്യമായ ഡാറ്റ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഫോം ചെയ്യുന്നത് പോലെ F2 ഫോം ചെയ്യുന്നത് പോലെ നമുക്കൊക്കെ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 2s combines with 2s forms sigma 2s and sigma star 2s ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആന്റി ബോണ്ടിങ്. അതേപോലെ തന്നെ നമുക്ക് 3 2p ഓർബിറ്റൽസ് ഉണ്ട്. 3 പേരും അന്യോന്യം കമ്പൈൻ ചെയ്ത് രണ്ട് പുതിയ ഓർബിറ്റൽസ് വീതം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ അവിടെ 6 ഉണ്ട്, ഇനിഷ്യലി 2 ഉണ്ട്. ടോട്ടൽ എത്ര പേര് വരും? കമ്പൈൻ ചെയ്ത് 2 വരും. 3 2p കമ്പൈൻ ചെയ്ത് 6 വരും. ഓവറോൾ 8 മോളിക്കുലർ ഓർബിറ്റൽ. ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ അനുസരിച്ചാണെങ്കിൽ ആൻസർ 8 പറയാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഇനി ഇൻ കേസ് പോലെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് മാത്രമാണെങ്കിൽ വേരിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽ ആണോ എന്ന് അറിയില്ല, ഉണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റ്യൻ അതല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ 8 എടുക്കേണ്ടതായിട്ട് വരും. 2s ഒരു ബോണ്ടിങ്ങും ഒരു ആന്റി ബോണ്ടിങ്ങും പിന്നെ പിയുടെ കേസിൽ 3 പേര്, ടോട്ടൽ 6 മോളിക്കുലർ ഓർബിറ്റൽസ് വരുമ്പോൾ ടോട്ടൽ 8 എണ്ണം വരും. ഇനിയിപ്പോ അതല്ലാതെ ഒരു 2sഉം ഒരു 2pയും 2p ഓർബിറ്റൽ എന്ന് മാത്രമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അപ്പൊ 4 വരും നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഈ തന്നിരിക്കുന്ന ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അങ്ങനെ നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 8 എടുക്കേണ്ടതായിട്ട് വരും. 8 തന്നെയാണ്. 8. ഓക്കെ, നമുക്ക്
അടുത്തത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻക്രിമെന്റ് ആയിരിക്കില്ല, ഇൻക്രീസ് ഇൻ റേഡിയസ് ആയിരിക്കും. ഓക്കെ, ഇൻക്രിമെന്റ് റേഡിയസ് ഫ്രം നൈട്രജൻ ടു ഫോസ്ഫറസ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി മോർ ആസ് കമ്പയർഡ് ടു അസ് ആർസെനിക് ടു ബിസ്മത്ത്. അതും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ടു ഫോസ്ഫറസിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. പിന്നീട് ഈ ലാന്തരോയിഡ് കൺട്രാക്ഷൻ പോലെയുള്ള പുവർ ഷീൽഡിംഗ് എഫക്ട് ഓഫ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസിന്റെ കാരണം റേഡിയസിൽ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നില്ല. അപ്പൊ താഴേക്ക് പോകുന്നതിനനുസരിച്ച് അത്രയും ഒരു വേരിയേഷൻസ് പിന്നീട് ഉണ്ടാകുന്നില്ല. വരുന്നില്ല. കാരണം അവിടെ ലാന്തരോയിഡ് കൺട്രാക്ഷൻ പോലെയുള്ള പുവർ ഷീൽഡിംഗ് പവർ ഡി എഫ് ഓർബിറ്റൽസ് ഒക്കെ ഇവിടെ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാന്ന് പറയേണ്ടതായിട്ട് വരും അല്ലേ? വാല്യൂസ് കിടപ്പുണ്ട്. വാല്യൂസ് നിങ്ങൾ വെരിഫൈ ചെയ്താലും അങ്ങനെ തന്നെ. ഇനി സ്റ്റേറ്റ്മെന്റ് 2, ഫോർ എ പർട്ടിക്കുലർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അയോണിക് റേഡിയസ് ആൻഡ് കോവലന്റ് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. തീർച്ചയായിട്ടും ഡൗൺ ദ ഗ്രൂപ്പിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത് ഒന്നുമില്ല, ജനറലി ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതും ട്രൂ തന്നെയാണ് അല്ലേ? പിന്നെ അത് സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ട്രൂ ആണ്. ആൻസർ ഓപ്ഷൻ നമ്പർ 3 വരും. യെസ്, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? ഇതൊക്കെ ജനറൽ പ്രോപ്പർട്ടീസ് ആണ്, ഇതിൻ്റെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് കാണാം. നെക്സ്റ്റ്, the number of atoms in silver plate having area 0.05 centimeter square, the thickness is 0.05 centimeter is dash into 10 raised to minus 19 ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 10 raised to 19 ആകാനാണ് സാധ്യത. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് 10 raised to 19 സംതിങ് ആക്കിയിട്ട്, കാരണം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് സാറേ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഒരു ഡേറ്റ ഡെൻസിറ്റിയാണ്. ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് മാസ് കണ്ടുപിടിക്കാം. മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡെൻസിറ്റി ക്വസ്റ്റിനെ തന്നിരിക്കുന്നത് 7.9 ആണ്. അപ്പോൾ വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഏരിയയും തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഇൻറ്റു തിക്നെസ് ചെയ്താൽ മതി. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 0.05 ആണ്. ഞാനതിനെ 5 × 10⁻² എന്ന് എഴുതാണ്. അതുപോലെ തന്നെ ഇൻറ്റു തിക്നെസ്സും 5 × 10⁻² തന്നെയാണ് വരിക. ജസ്റ്റ് നമുക്ക് സ്ക്വയർ ചെയ്താൽ മതിയാണ്. യൂണിറ്റ് എല്ലാം സെന്റിമീറ്റേഴ്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്കിത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാസിൻ്റെ വാല്യൂ 1.975 × 10⁻² ആണ്. അപ്പോൾ 1.972 × 10⁻² ആണ് നമുക്ക് ആക്യുറേറ്റ് വാല്യൂ വരിക. ഇപ്പോൾ മാസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാം. കാരണം നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താൽ മതിയല്ലോ. നമുക്ക് നല്ല പരിചയമുള്ള ആളാണ് 108. നമ്പർ ഓഫ് മോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. നമുക്കിപ്പോൾ മാസ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.972 × 10⁻² ഓൾ ഡിവൈഡഡ് ബൈ 108 ചെയ്യും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾ കിട്ടും. ആ നമ്പർ ഓഫ് മോളെ ഇനി അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് ആയി അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് that is equal to 1.972 × 10⁻² ഇൻറ്റു അവഗാഡ്രോ നമ്പർ വരും. അവഗാഡ്രോ നമ്പറിൻ്റെ വാല്യൂ വരുന്നത് 6.022 × 10⁻23 ഓൾ ഡിവൈഡഡ് ബൈ 108 വരും അല്ലേ? ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് ഫൈനലി കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 11 × 10⁻19 വരിക. 11 × 10⁻19 ആണ് വരിക. അപ്പോൾ ആക്ച്വലി ഇത് ക്വസ്റ്റൻ്റെ അകത്ത് തന്നിട്ടുള്ളത് 19 ആയിരിക്കും. -19 വരാനുള്ള ഒരു പോസിബിലിറ്റി എൻ്റെ അകത്തില്ല. നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ 11 × 10⁻19 വരില്ലല്ലോ. യെസ്, അപ്പോൾ അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റൻ്റെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നു. 10⁻19 ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ 11 ആണ് ആൻസർ വരിക. യെസ്, 11 ആൻസർ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഡെൻസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് നമ്മൾ മാസിലേക്ക് വന്ന് മാസ് ഉപയോഗിച്ച് നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കുന്നു. നമ്പർ ഓഫ് മോൾ അവഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈ നമ്മൾ ആറ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയായിരുന്നു. യെസ്, അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. നമ്പർ കാൽക്കുലേഷൻ ഓൾമോസ്റ്റ് നമുക്ക് അതിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. യെസ്, ആ കൂടെ കാൽക്കുലേഷൻ വരുന്ന ഒരു ക്വസ്റ്റൻ ഇത് മാത്രം നമ്മൾ ഇതിനകത്ത് കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഡയറക്റ്റ് ആൻസർ പോലുള്ള ഒരു ക്വസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേഷൻ റീസൺ ആണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, dilute H2O solution is passed in aqueous medium and warm. The gas will produce black precipitate with lead acetate solution. So ഇത് സൾഫൈഡിന്റെ ഒരു പ്രിലിമിനറി ടെസ്റ്റ് ആണ്. ടെസ്റ്റിൽ സൾഫൈഡ് ആനയോണിന്റെ പ്രിലിമിനറി ടെസ്റ്റ്. നമുക്ക് സൾഫൈഡ് സോൾട്ടുകൾ, ഫോർ എക്സാമ്പിൾ സോഡിയം സൾഫൈഡ്, ഡൈലൂട്ട് H2O ഹീറ്റ് ചെയ്താൽ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യുമല്ലോ. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഇസ് ദി ഗ്യാസ് ഇവോൾവ് ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് ലെഡ് അസറ്റേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്താൽ PbS ഫോം ചെയ്യുന്നത് നമുക്കറിയാം. സ്റ്റാൻഡേർഡ് ആയ റിയാക്ഷൻ ആണ്. ലെഡ് സൾഫൈഡ് ഈസ് എ ബ്ലാക്ക് precipitate ആണ്. യെസ്, ബ്ലാക്ക് precipitate. Statement is correct ആണ്. Yes, correct. No doubt.
ഇനി റീസൺ ഉണ്ട്. അതെ, റീസണിലേക്ക് പോകുമ്പോൾ ബ്ലാക്ക് പ്രസിപിറ്റേറ്റ് ഇസ് ഫോം ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ലെഡ് സൾഫൈഡ്. അവിടെ വരെ ശരിയാ, ഒരു ലെറ്റർ മാത്രമാണ് ഇവിടെ പ്രശ്നം. സൾഫൈഡ് ആയിരുന്നെങ്കിൽ അത് കറക്റ്റ് റീസണും ആയേനെ. ഇത് ടി ആയതുകൊണ്ട് എൻറ്റയർലി ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആവുകയാണ് ചെയ്യുക. സോ എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ് എന്നൊരു ഓപ്ഷൻ തന്നെ നമ്മൾ ഓപ്ഷൻ നമ്പർ 3 ചൂസ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ്. അത് സൾഫൈഡ് ആയിരുന്നെങ്കിൽ ഓക്കെ ആണ്. ഓക്കെ, യെസ്. ഓക്കെ. ഇനി ലാസ്റ്റ് ഒരു മെട്രിക്സ് മാച്ച് പോലെയുള്ള ഒരു ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഡി ആൻഡ് ഫ്ലോക്ക് എലമെന്റ്സിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇവിടെ ക്രോമിയം 3+ ഉണ്ട്. ക്രോമിയത്തിനെ സംബന്ധിച്ച് 3d5 4s1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ക്രോമിയം 3+ ആകുമ്പോൾ അത് 3d4 വരില്ല സാറേ? 4s 2 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ പോവും. ദെൻ 3d3 അല്ല, 3d3 സോറി, 3d3 4s0 വരും. 3d3 4s0 വരും. S2 3d3 4s2. വനേഡിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d3 4s2. 3d3 4s2 ആണ്. അതിന്റെ ഇലക്ട്രോൺ പോകും. 3d3 4s1 വരും. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3 ആണ് അതിന് മാച്ച് ആവുക. ടൈറ്റാനിയം 3d2 4s2 ആണ്. അപ്പോൾ 3+ ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺ പോകുന്നു, റിമൈനിങ് ഉണ്ടാവും. അപ്പോൾ 3d1 4s0 വരും. അപ്പോൾ ഫസ്റ്റ് 1 വരും. പിന്നെ നിക്കൽ 2+, നിക്കൽ 3d8 4s2. അതെ അതെ, 3d8 4s2 ആണ്. നിക്കൽ 2+ ആകുമ്പോൾ 2 ഇലക്ട്രോൺസ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. 3d8 4s0 വരും. അപ്പോൾ അത് 4th 1 ആണ് അതിന് മാച്ച് ചെയ്യും. അപ്പോൾ പിക്ക് മാച്ച് ആകുന്നത് 2, ക്യൂവിന് 3, R 1 ഫസ്റ്റ് ഓപ്ഷൻ. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് കാണുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ നമുക്കിനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിസിക്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയെ സംബന്ധിച്ച് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ളൊരു പേപ്പർ തന്നെയായിരുന്നു. ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അതെ അതെ, മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അത് സൂക്ഷിച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് ഷിഫ്റ്റ് 1 നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മുടെ കംപ്ലീറ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഷിഫ്റ്റ് 2 ഫിസിക്സ് പേപ്പറുമായിട്ട് നമ്മുടെ സാറുമാർ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ. ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. വിനീത് സാറ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെഷൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഈവനിങ് ആഫ്റ്റർനൂൺ സെഷൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. നിലവാരം എങ്ങനെയുണ്ടാണ് സാറേ? പൊതുവേ നിലവാരം ആദ്യത്തെ ദിവസത്തെ പേപ്പർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നത്. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ട്രിക്കി എന്ന് പറഞ്ഞാൽ ടഫ് എന്നല്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പ്രൊജക്ടൈൽ മോഷന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കുട്ടികൾ ഹൈറ്റ് ഒക്കെ എടുത്ത് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിച്ച് ഫോക്കസ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പോൾ ജനറലി അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും കണ്ടില്ല. പക്ഷേ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങൾ പേപ്പറിനെക്കാളും കുറച്ചുകൂടി നിലവാരം കൂടി വന്നിട്ടുണ്ട്. അല്പം കൂടി അവർക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടാകും. പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചുകൂടി ഒന്ന് വന്നതെന്നാണ് തോന്നിയത്. നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം സാറേ. അപ്പോൾ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷനിൽ നിന്നാണ്. നമുക്ക് കിട്ടിയ മെമ്മറിയിൽ നിന്ന് കിട്ടിയ ഐഡിയ വെച്ചാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് വളരെ ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫോർ എ given planet the radius is 1/3 the radius of Earth and mass is 1/6 the mass of Earth. Then find the escape velocity from that planet compared to the 11.2 that of Earth ആണ്. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ √2gm/r ആണ്. അപ്പം ജിയും 2ഉം ഒക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ √m/r എന്നുള്ള രീതിയിൽ എടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഈ റേഡിയസും ഈ മാസം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ മാസം എന്ന് പറയുന്നത് m/6 എന്ന് നമ്മൾ കൊടുക്കുന്നു എർത്തുമായി കമ്പയർ ചെയ്ത്. റേഡിയസ് എന്ന് പറയുന്നത് r/3 എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് 1/√2 ടൈംസ് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 1/√2 ടൈംസ് 11.2 എന്ന് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വളരെ ഡയറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ ഇത് പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. ഈ വാല്യൂ നിങ്ങൾക്ക് പരിചയമുള്ള വാല്യൂ ആയിരിക്കില്ല. 1.2/√2 അതെ തീർച്ചയായിട്ടും വാല്യൂ അറൗണ്ട് 8 അതിനടുത്തുള്ള വാല്യൂ ആണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും സാറേ. ക്വസ്റ്റ്യൻ 2 എന്ന് പറയുന്നത് സാറേ അത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിന്റെ ആണ്. നമുക്ക് വാല്യൂസ് ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കി കിട്ടാന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ക്വാണ്ടിറ്റി ഈ ഒരു എക്സ്പ്രഷൻ്റെ ഡയമെൻഷൻസ് എമ്മിൻ്റെ ഡയമെൻഷൻസിന് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ c സ്പീഡ് ഓഫ് ലൈറ്റ് ആയിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സോ L2⁻⁴ L⁻p T⁻⁻p വരും. അടുത്തത് g ആണ്. ജിയുടെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ ചെയ്ത് നോക്കിയാൽ m⁻⁻1 L³ T⁻⁻2 ആണ്. -1/2 -1/2. പിന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ എത്രയാണ്? m
L square t raised to minus 1 the whole raised to 1 by 2 that is equal to m raised to 1. ഓക്കെ, ഇനി ജസ്റ്റ് അവരുടെ പവേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ യെസ് ഇവിടെ എം റൈസ് ടു 1 ആണ് വരുന്നത്. സോ എം റൈസ് ടു ഇവിടെ എമ്മിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല, എം ബാലൻസ്ഡ് ആണ്. പിന്നെ എല്ലും ടിയും നോക്കിയാൽ മതി. എല്ലിന്റെ പവർ ഇവിടെ പി ആണ്, ഇവിടെ 3 റൈസ് ടു മൈനസ് 1 by 2. സോ പി പ്ലസ് പിന്നെന്താണ് 3 റൈസ് ടു മൈനസ് 1 by 2 മൈനസ് 3 by 2 പ്ലസ് ഇവിടെ 2 ആണ്, 2 റൈസ് ടു 1 by 2. സോ 1 വരും ഇസ് ഈക്വൽ ടു എമ്മിൻ്റെ പവർ ആയിട്ടുള്ള 1 വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എം റൈസ് ടു പ്രോപ്പറായിട്ട് എന്തെങ്കിലും എം റൈസ് ടു ഇത് 1 by 2 ആണ് സാറേ. അപ്പോൾ ഇത് എം റൈസ് ടു 1 by 2 ആണ് ഇവിടെ വരുന്നത്. -1 എൽ റൈസ് ടു മൈനസ് 3 by 2. അതുപോലെ എല്ലിൻ്റെ പവർ 1 തന്നെയാണ് അല്ലേ? ഇസ് ഈക്വൽ ടു 1 അല്ല വരുന്നത്, ഇസ് ഈക്വൽ ടു 0 ആണ്. അവിടെ എല്ലിൻ്റെ പവർ 0 ആണല്ലോ. ഓക്കെ, മിസ്റ്റേക്ക്. പി ഇസ് ഈക്വൽ ടു 1 by 2 എന്ന് വരും. ഒരെണ്ണം ചെയ്താൽ മതി, ബാക്കി ടീയുടെയോ വേറെ ഒന്നിൻ്റെയോ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് മോഡേൺ ഒന്നുമില്ല, വെറുതെ വായിച്ച ആൻസർ. ഗ്രാഫ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഇൻസിഡന്റ് ഫ്രീക്വൻസി. വാക്കുകൾ കേട്ടപ്പോഴേ തന്നെ മനസ്സിലായി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വെച്ചാണ്. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതുക. എച്ച് ന്യൂ ഈക്വൽ ടു ദ വർക്ക് ഫംഗ്ഷൻ പ്ലസ് ദ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് കോഴ്സ് വൈ ആക്സിസിലായിരിക്കും എടുത്തിരിക്കുക. ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് 5 എന്നായിരിക്കും വരിക. അപ്പോൾ ഇത് വൈ ഈക്വൽ ടു ന്യൂ ഈസ് എക്സ്, സോ ഇറ്റ് ഈസ് എം എക്സ് പ്ലസ് ഇ എന്നുള്ള ഫോമിലേക്ക് പോകുമ്പോൾ എം എന്ന് പറയുന്നത് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്ന എല്ലാവർക്കും അറിയായിരിക്കും. എഴുതി നോക്കേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല, ഡയറക്റ്റ് നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം നമുക്ക്. An electron revolves in a circle of radius r around infinitely long uniformly charged wire of charge density lambda. Find the time period. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് വയറിന് ചുറ്റും സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ലാംഡ ബൈ 2π എപ്സിലോൺ 0 r എന്നുള്ളതാണ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഇതാണ് ടോട്ടൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി സ്ക്വയർ. സോറി, ഇവിടെ ഒമേഗ എടുക്കുന്നതായിരിക്കും നല്ലത്. എം ഇൻറ്റു ആർ ഒമേഗ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇത് റീഅറേഞ്ച് ചെയ്താൽ വി വിൽ ഗെറ്റ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0 m r സ്ക്വയർ. സോ സോൾവ് ചെയ്താൽ ഒമേഗ കിട്ടും. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ. ഓക്കെ, അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഡാറ്റ ഇല്ലാതിരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അറിയത്തില്ല എങ്ങനെയാണ് കറക്റ്റ് ഡേറ്റ, എക്സാക്ട് ഡേറ്റ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അടുത്തതിലേക്ക് വരാം. ഇത് പൊതുവെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കെല്ലാം ഇക്വേഷൻ അറിയാമായിരിക്കും. നമ്മൾ ക്ലാസ് നോട്ട്സിലൊക്കെ സാധാരണ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിസ്ക് ഓൾറെഡി റൊട്ടേറ്റ് ചെയ്യുന്നു, പിന്നെ ആ ഡിസ്കിന്റെ പുറത്ത് വേറെ റൊട്ടേറ്റിംഗ് ഡിസ്ക് കൊണ്ട് വെക്കുന്നു. അപ്പോൾ അവർക്കിടയിലുള്ള ഫ്രിക്ഷണൽ ലോസ് ഓഫ് എനർജി ചോദിക്കുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഡിസ്ക് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ 4 kg/m² is spinning about at 10 radian/second, and second disk of moment of inertia is 2 kg/m² and angular speed 4 is slide down the spindle of the first disk and then spin together. So that joining ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ലോസ് ഇൻ കൈനറ്റിക് എനർജി, ലോസ് ഇൻ എനർജി ഓഫ് ദ സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഇതിന് ഒമേഗയൊക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ നോക്കും, അതിന്റെ ആവശ്യം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എക്സ്പ്രഷൻ ഉണ്ട്. കാരണം സാറേ ഇതിനകത്ത് പിന്നെ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഡയറക്ഷനെ കുറിച്ചൊന്നും കാണുന്നില്ല. ചിലപ്പോൾ ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ എനർജി ലോസിന്റെ ഡയറക്റ്റ് ഫോമിൽ ഉപയോഗിച്ചാൽ മതി. ഹാഫ് ഓഫ് I1 I2 ഡിവൈഡഡ് ബൈ I1 പ്ലസ് I2 ഇൻറ്റു ω1 മൈനസ് ω2 ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു സ്പിന്നിങ് ഓപ്പോസിറ്റ് ആണ് വരുന്നതെങ്കിൽ അത് ω1 പ്ലസ് ω2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ I1 4 കൊടുക്കാം, I2 കൊടുക്കാം 2, പിന്നെ ω1 ω2 തന്നിട്ടുണ്ട് 10 and 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സാർ എനിക്ക് 24 എന്നാണ് കിട്ടിയത് ഈ ഡേറ്റ വെച്ചിട്ട്. സോ ചിലപ്പോൾ ഡേറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആൻസറിൽ വ്യത്യാസം വരാം. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ട്യൂബ്, ഓക്കെ, പ്രൊജക്ടൈൽ കൈനമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്.
two balls are thrown from a height of 400 meter at an angle 60 degree and 45 degree with horizontal. Okay, the horizontal ആണോ vertical ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, but that doesn't matter. Their range and time of flight are same, the ratio of their respective initial velocity. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ഹൈറ്റ് എന്ന് പ്രൊജക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹൈറ്റ് എന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഉള്ള റേഞ്ചിൻ്റെയോ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെയോ ഒക്കെ ഭീകരമായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ എടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. പ്രത്യേകിച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്കായിരിക്കും, ചിലപ്പോൾ അറിയാത്ത ആൾക്കാരാണെന്നും ചിലപ്പോൾ നോക്കണമെന്നില്ല, കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അതൊക്കെ നോക്കാം. പക്ഷേ ഇത് ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതൊരു കേസിലാണെങ്കിലും ഹൊറിസോണ്ടലി ആക്സിലറേഷൻ ഇല്ലാത്ത കേസിൽ നമുക്ക് പറയാം ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ആളുടെ R1 ഇസ് ഈക്വൽ ടു ux1 ഇൻറ്റു T1, രണ്ടാമത്തെ ആളുടെ R2 ഇസ് ഈക്വൽ ടു ux2 ഇൻറ്റു T2. പക്ഷേ ഇവിടെ R1ഉം R2 ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്, T1ഉം T2 ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ux1 ഇസ് ഈക്വൽ ടു ux2. u1 എന്താണ്? u1 cos 60 ആണ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ ആണെന്ന് അസ്യൂം ചെയ്തിട്ട്. ux2 is u cos 45, then u1/2 is equal to u2 by √2. അങ്ങനെയാണെങ്കിൽ u1/u2 വളരെ എളുപ്പത്തിൽ നമുക്ക് √2 എന്ന് കിട്ടും. ഓക്കെ, ഡയറക്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രേ വരുന്നുള്ളൂ കേട്ടോ, ബാക്കി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഈ റേഞ്ച് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആർ ഈക്വൽ എന്ന് പറയുന്നത് നല്ല ട്രിക്കിയാണ്. അതെ, തീർച്ചയായിട്ടും. ഒരെണ്ണം ഡിഫറെന്റ് ആയിരുന്നെങ്കിൽ ക്വസ്റ്റിന്റെ മോഡ് മാറിയാണ്, കൂടുതൽ സ്റ്റെപ്സ് ഒരുപാട് വന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ, ഇത്രയും മതി, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആൻസർ ചെയ്താന്ന് മനസ്സിലായി. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ട്രിക്കിയാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ലോസ് ഓഫ് മോഷനും ഫ്രിക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റൻ ആണ്. 10 Newton ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ മാസ് എം ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. മാസ് എം 1 കിലോഗ്രാം എന്നാണ് കിട്ടിയിരിക്കുന്ന ഡേറ്റ. ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.1 ആണ്, 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്വേർഡ് ഡയറക്ഷനിലേക്ക് കൊടുത്തിരിക്കുന്ന ഫോഴ്സ് 10 Newton ആണ് ഫിഗറിൽ കാണുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 10 മീറ്റർ ഈ ബ്ലോക്കിന് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ഫ്രിക്ഷൻ ചെയ്യുന്നവർക്ക് അല്ലെ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർ ഇൻഡിക്കേഷൻ ആണ്. നമുക്കറിയാം ഈ മാസ് എടുക്കുകയാണെങ്കിൽ ഡൗൺ ദ പ്ലെയിൻ വരുന്ന ഫോഴ്സുകൾ ഒന്ന് mg sin θ ആണ്, പിന്നെ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ ഇവിടെ മൂവിങ് കേസ് ആയതുകൊണ്ട് നമുക്ക് കൈനറ്റിക് കേസ് തന്നെ എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ mg sin θ എടുക്കുമ്പോൾ മാസ് 1 കിലോഗ്രാം ആണ്, g ഞാൻ 10 എന്ന് കൊടുക്കുന്നു, θ 60 എടുക്കുമ്പോൾ അത് 5√3 എന്ന് വരും. ഫ്രിക്ഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ mg cos θ ഈ ഡയറക്ഷനിലേക്ക് വരുന്നു, നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ n = mg cos θ, അപ്പോൾ അത് μmg cos θ എന്ന് വരും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ μmg cos θ will be 0.1 into mg cos θ എന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് അറൗണ്ട് 0.5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് അറൗണ്ട് 8.9 ന്യൂട്ടൺ ആണ് വരുന്നത് ഡൗൺവാർഡ് ഫോഴ്സ്. അപ്പോൾ 9 ന്യൂട്ടൺ ഡൗൺവാർഡ് ഫോഴ്സും 10 ന്യൂട്ടൺ അപ്വാർഡ് ഫോഴ്സും ആയതുകൊണ്ട് ബോഡി ഈസ് ആക്സലറേറ്റിംഗ് അപ്വാർഡ്സ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് ഓക്കെ ആയി. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല. ഇത് ശരിക്കും 10 മീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എത്രയെന്ന് മാത്രമാണ്. അപ്പം വർക്ക് ബൈ ഫ്രിക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ fs cos θ എന്നുള്ള ഇക്വേഷനിലേക്ക് നേരിട്ട് പോകാം. ഫ്രിക്ഷൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കൈനറ്റിക് തന്നെയാണ്, 0.5 വരും. എസ് 10 ആണ്, പിന്നെ θ 180 ആണ് ഇവിടെ. അപ്പോൾ അത് -1 ആണ് വരുന്നത്. എനിക്ക് ഇതിൻ്റെ ഡേറ്റാസിൽ ചെറിയ സംശയമുണ്ട് ഇങ്ങനെയാണോ എന്നുള്ള കാര്യം. പക്ഷേ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ 10 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ട് ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ചോദിക്കുമ്പോൾ ബാക്കി ഡേറ്റാസ് ഒക്കെ അത്രത്തോളം റെലവെന്റ് ആയിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ മേ ബി ഫ്രിക്ഷന്റെ വാല്യൂ എന്തെങ്കിലും ഡിഫറൻസ് വരികയാണോ എന്നൊക്കെയുള്ള ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. എനിവേ ഇതാണെങ്കിൽ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസിയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി സർഫസ് ടെൻഷൻ്റെ ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. 1000 drops ഓഫ് സർഫസ് എനർജി E1 കമ്പൈൻസ് ടു ഫോം എ ബിഗ്ഗർ ഡ്രോപ്പ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേഷ്യോ E2/E1 ആണ്. അപ്പോൾ നമുക്കറിയാം സർഫസ് എനർജി, അപ്പോൾ 1000 drops കമ്പൈൻ ചെയ്താൽ ഒരു ഡ്രോപ്പിൻ്റെ റേഡിയസ് R ആണെങ്കിൽ ആ വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് n⁻⁴R 10R ആയിരിക്കും. എങ്ങനെയാണ് അവരുടെ വോളിയം ഇക്വേറ്റ് ചെയ്യുക, ഇനിഷ്യൽ വോളിയവും ഫൈനൽ വോളിയവും ഇക്വേറ്റ് ചെയ്യുക. 10 smaller, capital R is equal to 10 smaller. അപ്പോൾ ഒറിജിനൽ സർഫസ് എനർജി 4πr² ഇൻറ്റു T ആണെങ്കിൽ ഓക്കെ, വലിയ ഡ്രോപ്പിൻ്റെ സർഫസ് എനർജി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 4π ഇൻറ്റു R² വിച്ച് ഇസ് 100 times r² T വിച്ച് ഇസ് 100 E1. അപ്പോൾ നമുക്ക് പറയാം E2 is equal to 100 E1. ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കംപ്ലീറ്റ്ലി ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത്. എന്തായാലും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് എന്തായാലും അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഫോർമുല പഠിച്ച് വെക്കാറുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇതിനകത്ത് ഡേറ്റയിൽ ചെറിയ സംശയങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ഡയറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. എ വെക്ടർ ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ. ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് √3² + 4² = 5 ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും.
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് 5 ആണ്. ഇനി തന്നിരിക്കുന്ന ഈ വെക്ടർ ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാനിവിടെ കാണുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കമ്പോണൻറ്റ് 4i തന്നെയാണ് എടുക്കേണ്ടത്. എൻ്റെ ഒരു സംശയം ചിലപ്പോൾ ഇതിൽ ഈ 4ഉം 3ഉം ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വാല്യൂസ് ആകാം, അങ്ങനെ ആയിരിക്കാം. It becomes now too easy. കാരണം ഇവർ ഈ പറയുന്ന വെക്ടർ ഇപ്പോൾ ഇത് തന്നെയാണ്, ഇത് തന്നിരിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ എക്സ് കമ്പോണന്റ് എന്താണെന്നാണ്. പിന്നെ സാറേ വേണമെങ്കിൽ ട്രിക്കി ആവാം, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ട്രിക്കി ആകുമ്പോൾ അത് 4 എന്നുള്ള ആൻസർ വല്ലതും കൊടുക്കാനായിട്ട് ചിലപ്പോൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന JEE Main പോലുള്ള എക്സാം എഴുതുന്ന ആൾക്കാർക്ക് മാത്സ് വെക്ടേഴ്സ് മാത്സിൽ 12th ലെവലിൽ മാത്സ് പഠിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അതെ. അപ്പോൾ അതൊരു എനിക്കതിനാ ക്വസ്റ്റ്യൻ്റെ ഒരു ഇതിനകത്തൊരു ഡൗട്ടുണ്ട്. അടുത്തത് ഓക്കെ, മൂവിംഗ് ചാർജസിന്റെ ക്വസ്റ്റൻ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. 5 ആംപിയർ കറണ്ട് ഇസ് ഫ്ലോയിങ് ത്രൂ എ സ്ക്വയർ ഫ്രെയിം ഓഫ് സൈഡ് ലെങ്ത് 1 മീറ്റർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അറിയാന്നുള്ളതാണ്. ഒരു സ്ക്വയർ ഫ്രെയിം നമ്മൾ എടുത്താൽ ആ സ്ക്വയർ ഫ്രെയിമിൻ്റെ ഒരു സൈഡ് കാരണം സെൻറ്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നോക്കാൻ ഈ രണ്ട് ആംഗിളും 45 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു സൈഡ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഇസ് μ0 I/4π ഇൻറ്റു ഈ ഡിസ്റ്റൻസ് a/2 എന്ന് വരും. ദിസ് ഇസ് a/2 ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ, ദാറ്റ് ഇസ് √2 1/√2 പ്ലസ് 1/√2 അങ്ങനെ 4 എണ്ണം ഉണ്ട് ഇൻറ്റു 4. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, പ്രത്യേകിച്ച് അവിടെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. എല്ലാം ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. എല്ലാവരും ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്ന പിന്നെ ആർക്കും പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, ഇതും കറണ്ട് ലെക്സിറ്റിയിൽ നിന്നാണ്. അത്ര ഒരു വലിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ട് മീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. സെല്ലെടുത്ത് ചെയ്യരുത് എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഒരു 100 ഓം റെസിസ്റ്റൻസും 200 ഓം റെസിസ്റ്റൻസും സീരീസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 100 ഓം തന്നിട്ടുണ്ട്, പിന്നെ ഒരു 200 ഓമും തന്നിട്ടുണ്ട്. ഇത് 100 ഓം ആണ്, ഇത് 200 ഓം ആണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എ 4 വോൾട്ട് ബാറ്ററിയാണ്. 4 വോൾട്ട് ബാറ്ററിയാണ്. ഇനി വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് 100 ഓം. So the voltmeter is here, so it is connected across this 100 ohm. The voltmeter resistance small r എന്ന് എടുക്കുന്നു, and the reading of this voltmeter is 1. So naturally ഈ 100 ohമിന് across ആയുള്ള വോൾട്ടേജും 1 ആണ്. അപ്പോൾ ഇത് രണ്ടും പാരലൽ കോമ്പിനേഷൻ until 1 വോൾട്ട്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഡ്രോപ്പ് 1 ആണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ട് 4 ചെയ്യുന്ന റിമൈനിങ് 3 വോൾട്ട് ഇവിടെ വരും. അപ്പോൾ ഇതിലെ കറണ്ട് നമുക്ക് 3/200 എന്ന് കിട്ടും. 3/200 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമുക്കറിയാം, ഇവിടുത്തെ വോൾട്ടേജ് 1 ആണ് 100. അപ്പോൾ ഇവിടെ 1/100 ആണ് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 2/200. അപ്പോൾ റിമൈനിങ് 1/200 ആയിരിക്കും ഇതുവഴി പോകുന്ന കറണ്ട്. അപ്പോൾ നാച്ചുറലി R = 200 ഓം എന്നായിരിക്കും നമുക്ക് കിട്ടുക 1/1/200. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ഈസി സർക്യൂട്ടാണ്. പ്രോപ്പറായിട്ടൊരു സർക്യൂട്ട് അനാലിസിസ് അറിയാവുന്ന ഒരാൾക്ക് സാധാരണ രീതിയുള്ളൂ, പെട്ടെന്ന് ചെയ്യാം. പിന്നെ ഇത് ചിലൊക്കെ സാറേ ഈ 3 ഒക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ അവർ വീണ്ടും അങ്ങനെയൊക്കെ ഇത് 6 ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ പ്രൊസീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ളൂ. ഒന്നും അതിനകത്ത് കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് ഒരു വിഷയം ഉണ്ടാവേണ്ട കാര്യം പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്നത്. വീണ്ടും ലോസ് ഓഫ് മോഷൻ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമുക്ക് ആകെ ഒരു ഏകദേശം ഒരു 20 ക്വസ്റ്റൻസ് ആണ് കൺഫേംഡ് ആയിട്ട് കിട്ടിയത്. അതിനകത്ത് തന്നെ 2 ക്വസ്റ്റൻ ലോസ് ഓഫ് മോഷൻ ഉണ്ടായിരുന്നു. ലോസ് ഓഫ് മോഷൻ്റെ ഫാൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇവിടെ 3 ബ്ലോക്സ് കണക്റ്റഡ് സിസ്റ്റം ആണ്. ക്വസ്റ്റൻ ഇങ്ങനെയാണെങ്കിൽ ഈ 3 ബ്ലോക്സും ദേ വിൽ ആക്സിലറേറ്റ് അറ്റ് എ റേറ്റ് A is equal to ടോട്ടൽ ഫോഴ്സ് 80 ന്യൂട്ടൺ ആണ്, ടോട്ടൽ മാസ് 10 കിലോഗ്രാം. യെസ്, സോ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവരുടെ ആക്സിലറേഷൻ. അപ്പോൾ T1 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഈ 5 കിലോഗ്രാമിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. 5 കിലോഗ്രാമിനെ മുന്നിലേക്ക് ആക്സിലറേറ്റ് ചെയ്യിക്കുന്നത് ഈ T1 ആണ്. അപ്പോൾ T1 is equal to സിംപ്ലി മാസ് ഇൻറ്റു ആക്സിലറേഷൻ 5 × 8 40 ന്യൂട്ടൺ വരും. അടുത്തത് ഇത് വേണമെങ്കിൽ 5ഉം 3ഉം ഒരുമിച്ച് നമുക്കൊരൊറ്റ സിസ്റ്റമായിട്ട് എടുക്കാം. 5ഉം 3ഉം ഒരുമിച്ച് ഒരൊറ്റ സിസ്റ്റമായിട്ട് എടുത്താൽ ആ 5നെയും 3നെയും ആക്സിലറേറ്റ് ചെയ്യിക്കുന്നത് ഒരുമിച്ച് ആക്സിലറേറ്റ് ചെയ്യിക്കുന്നത് ഈ T2 ആണെന്ന് പറയാം. സോ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സസ് T2, മാസ് ഇസ് 8, 5 + 3 8 ഇൻറ്റു ആക്സിലറേഷൻ 8 തന്നെയാണ്. എല്ലാവരും ഒരേ ആക്സിലറേഷനിലാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 64. അപ്പോൾ ഇതാണ് ക്വസ്റ്റൻ എങ്കിൽ 40ഉം 64ഉം ആണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ. നമ്മുടെ ഇന്നത്തെ 12ാമത്തെ ക്വസ്റ്റൻ. ഒരു ക്വസ്റ്റൻ കൂടെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് ശേഷം ഓക്കെ. ഇത് നമ്മുടെ ശരിക്കും കറൻലെക്സിറ്റി പോലുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇവിടെ ജെർമേനിയം സിലിക്കൺ ഡയോഡ് കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. സംശയം വേണ്ട, രണ്ടും ഫോർവേഡ് ബയസ്ഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ 5 വോൾട്ട് കൊടുത്താലും ഈ 2 ഡയോഡ്സിൻ്റെ IPB ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഓവർകം ചെയ്താൽ ഇവിടെ കണ്ടക്ഷൻ പോസിബിൾ ആവത്തുള്ളൂ. നിങ്ങളുടെ NCERT ഡേറ്റ അനുസരിച്ച് ഇതിൻ്റെ 0.3 വോൾട്ടാണ് ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ 0.7 വോൾട്ടാണ് സിലിക്കൺ. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ഓവർകം ചെയ്യാൻ ഈ 5 എ ടോട്ടൽ ഓഫ് 1 വോൾട്ട് അങ്ങ് പോകും. അപ്പോൾ ശരിക്കും 4 വോൾട്ട് മാത്രമാണ് കറണ്ട് ഫ്ലോയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുക. അപ്പോൾ ഈ 4 വോൾട്ട് വരുമ്പോൾ ഇവിടെ 1.5 and 2.5 റെസിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ 2 ആണ്. അപ്പോൾ 1 മില്ലി ആംപിയർ ആണ് കറണ്ട്. 1 മില്ലി ആംപിയർ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് 1.5 വോൾട്ട് ആണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്.
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നല്ല ക്വസ്റ്റ്യൻ. ചെറിയൊരു കാര്യം ചെറിയൊരു സെമി കണ്ടക്ടറിന്റെ ഒരു കോൺസെപ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന്റെ സെക്കൻഡ് സെഷന്റെ ഡിസ്കഷൻ ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഫിസിക്സിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരും. ഓക്കെ, താങ്ക് യു. ബൈ. Hi everyone. Good evening all. സാർ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. എനിക്ക് ആമുഖമായിട്ട് കുട്ടികളോട് പറയാനുള്ളത് ഒരു കാരണവശാലും പേടിക്കേണ്ട. ഇറ്റ് ഈസ് വെരി ഈസി. Some questions will be there which will be lengthy. Yes, sir. Some time consumption. Otherwise, as a whole, it's a good paper. Compared to 2023 question paper, it is very easy. We can say very easy, simply. Very easy for you. It is a simple walkover for you. So we will try the question. Okay, straight away we will move on to the question. A question paper has 3 sections, A, B, C, having 8, 6, 4 questions respectively. If the student has to answer 15 questions attempting at least 4 from each section, find the number of ways the paper can be answered by the student. Okay. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് A, B, C. This is the section we have. Total എത്ര അറ്റൻഡ് ചെയ്യണം? 15 questions should be attended. At least 4 from each section. From each section. See, 4, then 4, 8, 7. We have 7. Then 4. This maximum is 4. Then this is 5, 9. This will become 6. Actually, it's a comfortable number. Therefore, number. All fine. It's again 4. That it should be 4 always. Yeah. This will be this 10. And that is 5. Any more? Your answer is what there? 8C7 into 6C4 into 4C4 plus. These are all or. Or means plus and means into. Plus 8C6 into 6C5 into 4C4. That's one definitely. Plus 8C5 plus 8C5 into 6C6 into 4C4. Your answer. So, simple question. We will move on to the next question. Question number 2. 3 sin A plus B is equal to 4 sin A minus B. If tan A is equal to K times tan B, then the value of K is... Actually, you all know. Yeah, we all know, but no one should attend by the formula for sin A plus B. That's the problem. See, I start from here. Given tan A divided by tan B is equal to K. Many a times I told you, component to dividendo. That is tan A plus tan B divided by tan A minus tan B equal to K minus 1 by K plus 1 by K minus 1 actually. K plus 1 by K minus 1. Absolutely, you are right. Absolutely. K plus 1 by K minus 1. Okay, this you have formula. Sine of A plus B divided by sine of A minus B. And they have given. Oh, that's given. That's K plus 1 divided by K minus 1. That's equal to what is there? Sine A plus B by 4 by 3. Am I right? Yeah, 4 by 3. So it means 3K plus 3 is equal to 4K minus 4. So this will become K is equal to 7. Your answer. Actually, it's a memory based question. It may be K is equal to 7 if the question is like this only. Okay, we move on to the next question. Question number 3. First time of 2 GPs are equal. Okay. Third time of the first GP is equal to 5th time of the second GP. If 11th time of the first GP is Pth time of the second GP, then find the value of P. This is it. T3 is equal to T5. Small t, first GP. For the first GP and capital for the second GP. Okay, A's are there. A into R raised to 2 is equal to small a into capital R raised to 4. Yeah, small letter R for the first GP and that is R square is equal to capital R raised to 4. Yeah. First, second. Given condition. And this is A, R raised to 10 is equal to A, R raised to, this is P, I think. P at the time, is it? That's the question? That's P at the time. That is P. R raised to P minus 1. Look this A and A. Look at this. R raised to 10 is equal to R raised to 20. That means capital R raised to 20 is equal to R raised to P minus 1. Simply, that is P minus 1 is equal to 20. P is equal to 21. Your answer. Next. Right. Yeah. We'll move on to the next. Next question. Okay. That is given a vector B is equal to 2 and the modulus of magnitude. So magnitude of B cross A is equal to 2. Then magnitude of B cross A minus magnitude of B inside the magnitude all square is equal to equal. That's the question. I told you many a times whenever there is modulus in vector modulus, no, you know it, square. Look at this. I do square this one. It is B cross A the whole square plus B square minus 2B dot
B cross A. It will be You 0. got triple product. That's gone 0. It will be 4 plus 4. Answer 8. 8. Simple thing. And shall we go to the next question? Oh yeah, sure. We'll move on to the next question. Probability. A bag probability. A bag contains 7 white balls, 3 red balls. Bag B contains 3 white balls and 2 red balls. A ball is chosen random and found it to be red. Then find the probability that it is taken from the bag A. It's conditional probability based Conditional theorem. probability, simple Simply one. NCERT question. Okay, that is, this is bag A. There is 7 white and 3 red red. balls. Bag B, 3 white, 2 red. 2 red. A bag is Okay, chosen. even base theorem you can apply conditional probability. So it is given that you have to. It is given a ball is chosen Taken randomly, and it is found red. to be red. That is given red from the first bag A. That's equal to probability of A intersection R divided by probability of R. What's the probability of selecting the first bag or the second bag? 1 by 2. 1 by 2. So this comes out to be what there? 1 by 2 into 3 divided by 10 plus by divided by 1 by 2 into 3 by 10 plus 1 by 2 into 2 divided by 5. 1 by 2 gone. This is 3 by 10 by 3 by 10 plus 4 by 10. That is 3 by 7. That is equal to option C. If the question is like this, it will be option C. That's the answer. And that is just the introduction of mathematics. Okay. So we can Alright. leave. And we are changing the mic to chemistry department. Chemistry. They are In the really chemistry department. We are moving on to other questions. Please wait. We'll come back. ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കെമിസ്ട്രിയുടെ സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുക. നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി സാറേ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ട് തോന്നി. സെക്കൻഡ് ഷിഫ്റ്റിൽ പല കുട്ടികളും അത് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഷിഫ്റ്റ് എളുപ്പമുള്ള ക്വസ്റ്റൻ. അതെ അതെ. മാത്രമല്ല നമുക്ക് ഓർഗാനിക് ഒക്കെ സാറേ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ഷിഫ്റ്റിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഒരു അല്പം നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിന്നുമുള്ള ഫ്ലെയിം ടെസ്റ്റിന്റെ കളറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ തോന്നിയേക്കാം, എന്നാൽ വലിയ കൺഫ്യൂസിംഗ് ഒന്നും അല്ല. പിന്നെ നമുക്ക് വേറെ ഇനോർഗാനിക്കിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് പി ബ്ലോക്കിൽ നിന്നൊക്കെ തന്നെ. അത് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ എനിവേ നമുക്ക് ഷിഫ്റ്റ് 2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് 1 by 1 ആയിട്ട് പോകാം. നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ NCERT നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇനിയുള്ളവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ്. NCERT കൃത്യമായിട്ടും ഫോക്കസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റൊന്നും പറയാനില്ല. നമ്മുടെ ബ്രില്യന്റിന്റെ മെറ്റീരിയലൊക്കെ നന്നായിട്ട് നോക്കുക. ഇപ്പൊ കഴിഞ്ഞ 6 എക്സാം ഇത് ഒരേ കാര്യമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാറേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ KMnO4 ഷോസ് കളർ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ KMnO4ന്റെ കളറിന് കാരണം നമുക്കറിയാം, പലപ്പോഴും ഈ ഒരു +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ മാംഗനീസ് നീക്കുമ്പോൾ ഡിയിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പൊ പിന്നെ DD ട്രാൻസിഷൻ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റിനോടൊപ്പം പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, സോഡിയം ഡൈക്രോമേറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു, പറയുന്നത് കേട്ടായിരുന്നു. അപ്പൊ എനിവേ നമുക്ക് ആ ഒരു ക്രോമേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അതെ 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 D0. അപ്പൊ ഇവിടെ കോൺഫിഗറേഷൻസിലേക്ക് വന്നു, നമുക്ക് D0 ആണ്. അപ്പൊ പിന്നെ DD ട്രാൻസിഷൻ നടക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ആൻസർ ഉള്ളൂ. പക്ഷെ വേറെ പ്രശ്നമുണ്ട് സാറേ, കാരണം ഒരു മെറ്റൽ ടു ലിഗാൻഡ് തന്നിട്ടുണ്ട്. അല്ല, മെറ്റൽ ഇലക്ട്രോൺ ഇല്ലല്ലോ. അല്ല ലിഗാൻഡ് ടു മെറ്റൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പൊ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് അതായിട്ട് പറയാം. ലിഗാൻഡ് ടു മെറ്റൽ ആണോ മെറ്റൽ ടു ലിഗാൻഡ് ആണോ എന്നൊരു ചെറിയ കൺഫ്യൂഷൻ. അതേപോലെ വേറെ ഒന്നുമില്ല. അതും D0 ഓർക്കുമ്പോൾ ആ കൺഫ്യൂഷൻ തീർന്നു. അപ്പൊ പിന്നെ നമുക്ക് ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ, നമ്മൾ LMCT എന്നാണ് സാധാരണ നമ്മൾ ഷോർട്ട് ഫോമിലൊക്കെ പറയും. ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര എന്ന് നമ്മൾ പറയും. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് NCERT എന്നല്ലേ ഡയറക്റ്റ് NCERT എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഡ്യൂ ടു F സെന്റർ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സോളിഡ് സ്റ്റേറ്റ് നമുക്ക് നമ്മൾ അഫക്ട് ചെയ്യാത്തൊരു ഓപ്ഷൻ. അതെ അതെ. ചിലർ ചോദിക്കുന്നുണ്ട് സാറേ ഔട്ട് ഓഫ് NCERT ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഒരു ഓപ്ഷൻ അതിന്റെ അകത്തുണ്ട്. ആവുന്നില്ല, കാരണം നമ്മളത് പഠിച്ചിട്ടില്ല അല്ലെ, നമ്മളത് പഠിച്ചിട്ടില്ല, നമുക്ക് അതിന്റെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൊല്യൂഷനിൽ നിന്നാണോ അതോ ബേസിക് കോൺസെപ്റ്റ് രണ്ടിടത്തും ഉണ്ട്. എവിടെ വേണമെങ്കിലും കൂട്ടി വായിക്കാം. അപ്പൊ നമുക്ക് ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ, സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. സോ C is added to solution of A and B, find mole fraction of C എന്നാണ് ചോദ്യം. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പർട്ടിക്കുലർ സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആണ് നമ്മൾ പറയാം. പറയുന്നതനുസരിച്ച് ആദ്യം ഒരു ബൈനറി സൊല്യൂഷൻ ആയിരുന്നു, അതിലേക്ക് ഒരു ന്യൂ സൊല്യൂട്ട് ആഡ് ചെയ്യുക ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അവിടെ വരുമ്പോൾ
NC ഡിവൈഡഡ് ബൈ NA പ്ലസ് NB പ്ലസ് ആ ഒരു പ്ലസ് ഒക്കെ ഒന്ന് നോക്കിയാൽ ആൻസർ കിട്ടാവുന്നതാണ് അല്ലേ? എനിക്ക് തോന്നുന്നു അവർ എന്തൊരു മൈനസ് ഒക്കെ ഇട്ടിട്ട് ചുമ്മാ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ വേറെ പ്രശ്നം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല. ഇല്ല അതെ NC ഡിവൈഡഡ് ബൈ NA പ്ലസ് NB പ്ലസ് NC എന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. സോ ബേസിക് കോൺസെപ്റ്റ് ഡെഫിനിഷൻ ഓഫ് മോൾ ഫ്രാക്ഷൻ അത് തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ബാക്കിയുള്ള മൊളാലിറ്റിയോ ഒക്കെ പ്രതീക്ഷിക്കാം അല്ലേ? ഇനിയുള്ള എക്സാമിന് അതൊന്നും പ്രതീക്ഷിക്കാം. സോ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്കും ഉണ്ടല്ലോ സാറേ, വാലൻസി കാർബന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്കൊരു CH3 അവിടെ കൊടുക്കാം. അല്ല സാർ, വേറൊരു പ്രശ്നം വെച്ചാല് എനിക്ക് തോന്നുന്നു ഇവിടെ NH2 ഗ്രൂപ്പ് ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പറയുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ട്. NH2 ഗ്രൂപ്പ് ആണ്. അപ്പൊ കമന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. NH2 ഗ്രൂപ്പ് ആണ് എന്ന് ചിലർ പറയുന്നു, അതല്ല C ട്രിപ്പിൾ ബോണ്ട് CN നൈട്രൈൽ ഗ്രൂപ്പ് ആയിരുന്നു ചിലർ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ എന്ത് ചെയ്യാം? നമുക്ക് അല്ല, ഇവിടെ ഇപ്പൊ ആൻസർ പോയി ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഇടണം. കാരണം നമ്മുടെ ഓപ്ഷൻസിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് കൂടെ ഇടണം. കാരണം നമ്മുടെ ഓപ്ഷൻ അനുസരിച്ചാണ്. അപ്പൊ ഇവിടെ നമുക്ക് 1 2 3 4 പൊസിഷൻ നമ്പറിങ് കൊടുത്താല് നമുക്ക് ആൻസർ ആയി അല്ലെ സാറേ? ആൻസർ 3 methyl 1,9 ആവും അല്ലെ? അപ്പൊ ഇനിയിപ്പോ വേണ്ട, NH2 ഗ്രൂപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ? അമിനോ ഗ്രൂപ്പ് വരുന്നു എന്ന് മാത്രമേ. പിന്നെ നൈട്രൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചിലർ ഇങ്ങനെ കറക്ഷൻ പറയുന്നതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്കും കൂടെ ഒന്ന് പോവാം കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Which reagent on reacting with the phenol gives salicylate? ഇന്നലെയും ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. നെയിം റിയാക്ഷൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരിക. അത് എനിക്ക് തോന്നുന്നു എല്ലാ എക്സാമിനും തന്നെ ഏതാണ്ട് ഒരു അങ്ങനെയുണ്ട്. ഈ റീമർട്ടൈമൻ റിയാക്ഷൻ ആണ് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതെ. അപ്പൊ നെയിം റിയാക്ഷൻസ് എല്ലാം കൃത്യമായിട്ടൊന്ന് പഠിക്കുക, അത് മാത്രമാണ് ചെയ്യണ്ടുള്ളൂ അല്ലേ? പഠിക്കേണ്ട കാര്യമില്ല, അതെല്ലാം ബൈ ഹാർട്ട് ആണല്ലോ. എനിക്ക് തോന്നുന്നു അമീൻസിൽ ചോദിക്കാനുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. അമീൻസിൽ എനിക്ക് തോന്നുന്നു ഇന്ന് കപ്ലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കപ്ലിംഗ് റിയാക്ഷൻസ് റിയാക്ഷൻ ഉണ്ടായിരുന്നു. ചോദിച്ചു. അപ്പൊ പിന്നെ എല്ലാ ചാപ്റ്ററിലും റിയാക്ഷൻ ഒക്കെ വരാനുണ്ടെന്തോ. ഗബ്രിയൽ താലമേട് ചോദിച്ചായിരുന്നു. അത് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഗബ്രിയൽ താലമേടൊക്കെ ഒരു പ്രതീക്ഷിക്കാം അല്ലേ? അതൊക്കെയാണ് ഇനി ചാൻസ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ചിലപ്പോൾ ചോദിച്ചത് വീണ്ടും ചോദിച്ചു കളയും. ഇന്നലെ ചോദിച്ചതാണ്. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് വരുമ്പോ നമുക്കറിയാം ക്ലോറോഫോം വന്നിട്ടുണ്ട്, NaOH വന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് NaOH. ഞാൻ ആദ്യമേ തന്നെ വായിച്ചപ്പോഴേ മനസ്സിലായി കാണും ഓപ്ഷനാണ് നമ്മുടെ കടയിൽ ആദ്യമേ വരിക. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് എനിക്ക് ആരും അങ്ങ് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല അല്ലേ? കാണുമ്പോൾ തന്നെ ടിക്ക് ചെയ്യാൻ പാകത്തുന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കെമിസ്ട്രി ഒരു സ്കോറിംഗ് സബ്ജക്റ്റ് ആണെന്ന് പറയണത് കറക്റ്റ് ആണ് കേട്ടോ. കാരണം JEE കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും പല സബ്ജക്റ്റുകൾ, എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കെമിസ്ട്രി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ എക്സാമിലും എനിക്ക് തോന്നുന്നു ഫിസിക്സിനെയും മാത്സിനേക്കാളും ഒക്കെ എളുപ്പം കെമിസ്ട്രി ക്വസ്റ്റ്യൻസുകളായിരുന്നു. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ എക്സാംസും ഇപ്രാവശ്യം ഈസി ആയിട്ട് വരും. അങ്ങനെയും കൂടെ കുറച്ചുകൂടെ ഈസി ആയി കെമിസ്ട്രി എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇത്തിരി കൂടെ ടഫ് ആയിരുന്നു. അതെ ശരിയാ. പക്ഷേ കെമിസ്ട്രി നമുക്ക് ഈസിയാണ്. നമുക്ക് ഇനി നമുക്ക് അടുത്ത ആണെങ്കിലും തീർച്ചയായിട്ടും എല്ലാവരും സൂക്ഷിച്ചു വേണം. അത് ശരിയാ. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ ബിയിലേക്ക് വരും. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സാലിസിലാൽഡിഹൈഡ് ഉണ്ടാവാൻ ഡൈക്ലോറോ കാർബന്റെ കാര്യം ചോദിച്ചേക്കാം. ഡൈക്ലോറോ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് നമ്മളോട് ചോദിക്കാം അല്ലെ? അപ്പോ അതും ഇന്റർമീഡിയറ്റ് സ്ട്രക്ചർ ഒക്കെ നമുക്ക് ആ ഒരു O- Na+ എന്നിട്ട് CHCl2 ഇങ്ങനെയുള്ള ഇന്റർമീഡിയറ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുന്ന ഒക്കെ ഓർത്തിരിക്കുക. ഇതൊക്കെ NCERT ഉള്ളതാണ്. അതെ. എനിക്ക് തോന്നുന്നു NCERT ഡയറക്റ്റ് ആണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കണ്ട. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പതുക്കെ പോയാലോ സാറേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഇനോർഗാനിക് ക്വസ്റ്റൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഇനോർഗാനിക് ഇതാ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, സിൻസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ഹൈഡ്രജൻ, സോ ഡൈപോൾ മൊമെന്റ് ഓഫ് NF3 ഗ്രേറ്റർ ദാൻ NH3 എന്നാണ്. നമുക്ക് NF3യുടെ സ്ട്രക്ചർ സാറേ വരച്ചു. NF3യുടെ NH3യുടെ സ്ട്രക്ചർ നമുക്കറിയാം, പിരമിഡലാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെയാണ് അല്ലെ? ഓൾമോസ്റ്റ് ഇവർക്ക് സിമിലർ സ്ട്രക്ചർ ആണ്, പക്ഷേ ഡൈപോൾ മൊമെന്റിന്റെ വേരിയേഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഒരാളുടെ 4.9 സംതിങ് ആണെന്ന് തോന്നുന്നു. കൺഫ്യൂഷൻ ചെറുതായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവര്. ഇലക്ട്രോനെഗറ്റീവ് ആണ്. പക്ഷെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരി, അത്രയും ഭാഗം ശരിയാ, അവിടെ വരെ ശരിയാ. സാർ ഈ പഠിക്കെ കൊണ്ടേ കലോടച്ചു എന്ന് പറയുന്ന പോലെയാണ്. ശരിയായിട്ടൊക്കെ വന്നിട്ട് അവസാനം കൊണ്ട് ടോട്ടലി തെറ്റാക്കി എന്നുള്ളതാണ്.
ലാസ്റ്റ് ഒരു ചെറിയ പെട്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നുണ്ടല്ല ഈ കെമിസ്ട്രി വളരെ എളുപ്പമാണെന്ന് ചിന്തിച്ച് വരുന്നവരെ സംബന്ധിച്ച് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ ശ്രദ്ധിക്കില്ല, എക്സൈറ്റഡ് ആയാൽ പ്രശ്നമാണ്, തീർച്ചയായും അത് തെറ്റിക്കും. അപ്പൊ അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഓപ്ഷൻ എന്താണ് നമുക്ക് ഇതിപ്പം ബോണ്ട് ഡൈപോൾസ് എല്ലാം ഈ രീതിയിൽ വരുന്നത് കാരണം ഇവിടെയാണ് നമുക്ക് ബോണ്ട് ഡൈപോൾസ് ഇങ്ങനെയാണല്ലോ വരിക. ഞാനും എന്തെങ്കിലും വരച്ചേക്കാം. ഡൈപോൾ അങ്ങനെയും പോകുന്നു. ഇവിടെ ഒരു ക്യാൻസലേഷൻ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും കൂടെ ഓരോടത്തേക്ക് തള്ളുകയാണ്. അപ്പൊ ഞങ്ങളും തള്ളിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റി. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 പ്രശ്നമില്ല, തെറ്റിപ്പോയി എന്നുള്ള വ്യക്തമാണ്. സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് വന്നാൽ ലോൺ പെയർ ഡൈപോൾ ഇൻ അമോണിയ ഈസ് നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് ബോണ്ട് ഡൈപോൾ മൊമെന്റ് വൈൽ in the case of NF3 the lone pair dipole is in the direction of the resultant dipole ആണ്. അപ്പോൾ നമുക്കറിയാം അത് ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ലോൺ പെയർ ഡൈപോൾ രണ്ടും ഫോൾസ് ആണ് അല്ലേ? ലോൺ പെയർ ഡൈപോൾ in the direction ആണ് പറഞ്ഞേക്കുന്നത്. while in the case of NF3 ലോൺ പെയർ ഡൈപോൾ is in the direction of resultant dipole moment. അപ്പോൾ ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റിപ്പോയി എന്നൊരു ഓപ്ഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ചെറിയൊരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 2 ഇതാണ് സെന്റൻസ് വരുന്നതെങ്കിൽ ഓക്കെ ഫോൾസ് എന്നുള്ള ഓർക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ അല്ലേ സാറേ? ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. അതെ, സാറ് പറഞ്ഞപ്പോൾ തന്നെ അത് റെഡി ആക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒക്കെ റെഡിയാണ്. വാട്ട് ഈസ് ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദി ഗിവൻ കോമ്പൗണ്ട് ആണ്? IPSC നെയിം നമുക്ക് CH3 CHNH2. നമ്മൾ ആ CH3 ഇട്ട സ്ഥാനത്ത് NH2 ഗ്രൂപ്പ് ആണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് സാറേ ചിലർ പറയുന്ന ഒരു കാർബൺ എണ്ണം കൂടുതലാന്ന് പറയുന്നുണ്ട് കമന്റിലൊക്കെ. ആയിരുന്നു എന്നൊരു സംശയം ചില പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു കാർബൺ ഒരു കൂടുതലാണ് പെന്റനൈട്രൽ ആയിട്ടുണ്ട്. അപ്പൊ ഒരു കാർബൺ കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബ്യൂട്ടൈൻ്റെ ആവും അല്ലെ? അപ്പൊ എന്ന് ചില ആൻസർ ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്ന വെച്ചിട്ട് നമുക്ക് 4 ആണ്. 4 അമിനോ കൊടുക്കാൻ പറ്റും. റിമെമ്പർ വേറൊരു പ്രശ്നമുണ്ട്, എയും ബിയും നമ്മുടെ ഓപ്ഷൻ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് കുഴപ്പമില്ല. എനിവേ നമുക്ക് അത് 3 ആക്കാം. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഒരു ചെറിയ ഇത് എന്ന് പറയാൻ ചിലർ പറയുന്നു അത് 4 കാർബണേ ഉണ്ടായിരുന്നുള്ളൂ ടോട്ടൽ എന്നുള്ളത് മാത്രമാണ്. അത് എനിവേ അതൊരു പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ ദിസ് ഈസ് എ നെയിമിംഗ്. ഓക്കെ, നമുക്ക് ആ നെയിമിംഗ് സിസ്റ്റം അങ്ങനെ. ക്വസ്റ്റ്യൻ നമ്പർ ഹൗ നമുക്ക് റിയാക്ഷൻ മെക്കാനിസത്തിൽ നിന്ന് ചോദ്യം. റിയാക്ഷൻ മെക്കാനിസത്തിൽ എന്നുള്ള ഒരു മനോഹരമായ ചോദ്യമാണ്. നമുക്ക് NCERT തന്നെയാണ് സാറേ. ഇതിന് എത്രയോ നല്ല വൃത്തികെട്ട ഓർഡറൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അല്ലെ, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓർഡറുകളൊക്കെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടെ നമ്മൾ കൺഫ്യൂഷനുള്ള ഓർഡറുകൾ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എത്ര സിമ്പിളാണ് അവർ ചോദിക്കണമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഒരു മാത്രം പഠിക്കും. നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബോക്കേറ്റോണിന്റെ ഓർഡറിന്റെ സ്റ്റെബിലിറ്റി ആണ് ചോദ്യം. ട്രഷറി കാർബോക്കേറ്റോൺ ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, നമുക്ക് പ്രൈമറി ഉണ്ട്, മീഥൈലും ഉണ്ട്. പിന്നെ ഞങ്ങൾ പോലും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാം മനസ്സിലല്ല അല്ലെ സാർ? ചില കുട്ടികൾ പറയുന്നത് ഇത് തന്നെ ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഇവിടെ 1 2 3 4 എന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ആണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് വരിക. അപ്പോൾ 1 2 3 ഓപ്ഷൻ ബി വരുന്നുണ്ട് സാറേ. ഓപ്ഷൻ ബി വരുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സ്ട്രക്ചേഴ്സ് തന്നെയായിരുന്നു ഓപ്ഷൻസ് കൊടുത്തത്. അതെ, ഇത് തന്നെ ഓർഡർ ആയിട്ട് കൊടുത്തിരുന്നു. എനിക്ക് തന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തന്നെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് കോർഡിനേഷൻ എന്നുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് Mn2CO10 ആണ്. Mn2CO10ന്റെ സ്ട്രക്ചർ നമുക്ക് ജസ്റ്റ് മാംഗനീസ് പിന്നെ നമുക്ക് കൊബാൾട്ട് ഉണ്ട്, 5 എണ്ണം ഉണ്ട് നമുക്കറിയാം. കാർബണൈൽ ഗ്രൂപ്പ്, സോറി കൊബാൾട്ട് എന്ന് പറഞ്ഞു. കാർബണൈൽ ഗ്രൂപ്പ് നമുക്ക് 5 എണ്ണം ഉണ്ട്. ഞാൻ പറയാൻ കാരണം ഈ നമ്മുടെ കൊബാൾട്ട് വെച്ചിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ബ്രിഡ്ജ് ഉണ്ടാകുന്ന സ്ട്രക്ചർ കോർഡിനേഷൻ ഉണ്ട്. ബ്രിഡ്ജ് വരുന്നത് 2 ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ 5 1 2 3 4 5 1 2 3 4 5. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ അതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ മതി. ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ വരച്ചതിന്റെയാണ് സൈഡിൽ നിന്ന്. അപ്പൊ സാർ ആ ഭാഗം വരച്ച് ഞാൻ ഈ ഭാഗം വരച്ചാൽ മതിയായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഈ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സ്ക്വയർ പിരമിഡിൽ വന്നിരിക്കുന്നു. യൂണിറ്റ്സ് ജോയിൻഡ് ബൈ ബ്രിഡ്ജിങ് CO. അപ്പൊ തന്നെ നമുക്കത് കട്ട് ചെയ്യാം. ഇല്ല അതിനകത്തില്ല. നേരെ മറിച്ച് കൊബാൾട്ടിന്റെ കോംപ്ലക്സിലുണ്ട്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് അതില്ല. അപ്പോൾ പിന്നെ അതങ്ങ് വിട്ടേ. 2 സ്ക്വയർ പിരമിഡൽ യൂണിറ്റ്സ് ജോയിൻഡ് ബൈ MN ബോണ്ട് എന്ന് പറയുന്നത്. നമുക്ക് സ്ക്വയർ പിരമിഡിലാണ് എന്താണെങ്കിലും യൂണിറ്റ്സ് വരിക. അപ്പോൾ ആൻസർ ഏതാണ്ടായി. പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നു സ്ക്വയർ പ്ലാനാർ ഒരു ചെറിയതായിട്ട് കൊടുത്തിരിക്കുന്നു, പോകുന്നില്ല. സോ MN ബോണ്ടുകൾ ഉണ്ട്, MN ബോണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ചൂസ് ചെയ്യാം. അല്ല, അതാണ് കറക്റ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നമുക്ക് അടുത്ത ബി നമുക്കൊന്ന് ടിക്കറ്റ് എടുക്കാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ സ്റ്റേറ്റ്മെന്റ് 1, ഹാലജൻ അറ്റാച്ച്ഡ് ടു ബൾക്കിയർ ഗ്രൂപ്പ് അണ്ടർഗോസ് SN2 റിയാക്ഷൻ. SN2 റിയാക്ഷൻ ബാക്ക് സൈഡ് അല്ലെ, ഒരു അറ്റാക്ക് നോക്കുമ്പോൾ ഒരു അല്ലെ നമുക്ക് അത് തന്നെ. അപ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൺസിഡർ ചെയ്തേ നമുക്ക് പറ്റുള്ളൂ. ടെർഷ്യറി സെക്കൻഡറി ഒന്നും പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ബൾക്കിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞേക്കാം. കാരണം ട്രേഷറി എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞ കുട്ടികൾ കുറച്ചുകൂടി പെട്ടെന്ന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൾക്കിയർ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഓർക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അതെ. പലപ്പോഴും നമ്മൾ മറന്നു. സിംപ്ലിഫൈഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ സാറേ? സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് എക്സസ് C2H5OH അണ്ടർഗോസ് SN1 റിയാക്ഷൻ. ആ മീഡിയം അവർ അങ്ങ് ഇട്ടിട്ട് അല്ലെ സോൾവെന്റ് വെച്ചിട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് രണ്ടുപേർക്കും ട്രേഷറി അല്ല, അതായത് SN1 SN2 കേസിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന ഒരു കാര്യം അതിന്റെ മീഡിയ ആണ് സാറേ. മീഡിയം നോക്കിയിട്ടാണ് നമ്മൾ അതൊന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പോളാർ പ്രോട്ടിക് ആണ്, അതും എക്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്, സോൾവെന്റ് ആണ് അവരിങ്ങനെ പിടിച്ചേക്കുവാണ്. സിമ്പിൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെ കോംപ്ലക്സ് ആക്കാം. എന്നാ സിമ്പിൾ ആണ്. അപ്പോ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെന്റ് 1 തെറ്റിപ്പോയി, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ എന്നുള്ള ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ, ലാസ്റ്റ് ഓപ്ഷൻ ആണ് വരിക. എല്ലാവർക്കും അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. സോ നമുക്കത് കുഴപ്പമില്ല അല്ലെ, നമ്മളത് മുന്നോട്ട് പോകുന്നുണ്ട്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഇതിപ്പോ ഈ ഇതിൽ തന്നെ നമുക്ക് രണ്ടാമത്തെയായി അല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദി പ്രോഡക്ട്സ് ഓഫ് ദി റിയാക്ഷൻസ് ഓഫ് മെറ്റാക്ലോറോ ബെൻസാൽഡിഹൈഡ് ആണ്. അപ്പൊ മെറ്റാക്ലോറോ ബെൻസാൽഡിഹൈഡ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആൽഫ ഹൈഡ്രജന്റെ പ്രസൻസ് ഒരു പ്രശ്നമാണ് അല്ലെ. ബെൻസാൽഡിഹൈഡ് ആവുമ്പോൾ നമുക്ക് ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ബേസ് മീഡിയം കൊടുത്തിട്ടുണ്ട് 50% ആണ് കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോഴത്തേക്കും നെയിം റിയാക്ഷൻ ഏതായിരിക്കും? ആൽഡോൾ ആണോ ക്യാൻസർ ആണോ? നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഇല്ല. അതെ, ക്യാൻസർ റിയാക്ഷൻ ആണ്. പക്ഷെ ഒരു പ്രശ്നം പറ്റി സാറേ, നമുക്ക് കെ മിസ്സിംഗ് ആയെന്ന് തോന്നുന്നു. സിഒ കുഴപ്പമില്ല അല്ലേ? സിഒ മൈനസ് മെമ്മറി ബേസ്ഡ് ആയിട്ട് എഴുതുമ്പോൾ മിസ് ആവുന്ന ഓപ്ഷൻസിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. വാട്ട് ആർ ദി പ്രോഡക്ട്സ് എന്നാണ് ചോദ്യം. അപ്പോൾ COK പ്ലസ് CL ഉണ്ട്. പിന്നെ ഒരു ചെറിയ കാര്യം കാണിച്ചിരിക്കുന്ന ബെൻസിലിങ്ങിലെ ക്ലോറിൻ റീപ്ലേസ് ചെയ്ത് ഒഴിച്ച് വെച്ചേക്കുവാണ് അല്ലേ സാറേ, അത് ശ്രദ്ധിച്ചോ? അത് ബെൻസിലിങ്ങിലോ ക്ലോറിൻ മാറി മാറിയാൽ തന്നെ ഓയിച്ചായിട്ട് നിൽക്കത്തില്ല. അതെ അവന് അല്ല അങ്ങനെ മാറ്റാൻ പറ്റുമോ? അത്ര നിസ്സാരക്കാരനാണോ? മാറാൻ പറ്റുന്ന ആളെ ഉള്ളോ ക്ലോറിൻ ബെൻസിലിങ്ങിൽ ഇരിക്കുന്നത് അല്ലെ? നമ്മള് ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഫിനോൾ എത്ര കഷ്ടപ്പെട്ട അതെ. മാത്രമല്ല നമുക്ക് ഒത്തിരി നമ്മൾ അതിന്റെ റീസൺ പഠിക്കുന്നുണ്ട്. പക്ഷേ രണ്ടോ മൂന്നോ NO2 ഗ്രൂപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ചുമ്മാ വെള്ളമൊക്കെ NO2 വെച്ചപ്പോ 3 നൈട്രോ വെച്ചപ്പോഴാണ് സിംപ്ലി ഒന്ന് H2 ആഡ് ചെയ്തപ്പോൾ. അപ്പൊ നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊരു സൈക്ലോഹെക്സേനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെ ഒരു പ്രശ്നം ഉണ്ടാക്കാമായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു അല്ലെ. പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ ക്യാൻസറുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇതിപ്പോ പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. റിങ് മാറ്റിയൊക്കെ ഒന്ന് കൊടുത്താൽ നോക്കാനായിട്ട് ശ്രമിച്ചു ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാമായിരുന്നു അങ്ങനെ പോലും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ 1 വരും അല്ലെ സാർ? ഓപ്ഷൻ 1 ആണ് വരിക അല്ലെ. CH2OH ആവുന്നു 50% ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ വാട്ട് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. അമീൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കൊതിച്ചിരിക്കുമായിരുന്നു സാർ. ഇവിടെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് സാർ നമുക്കൊരു OH ഇടണോ NH ഇടണോ NH2 വേണോന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത എക്സാമിന് NH2 ചോദിക്കട്ടെ. ഇതിപ്പോ OH സാറേ? OH മാത്രമല്ല സാർ പല പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞ ഷിഫ്റ്റുകളിലാണ് ഇപ്പോൾ. അപ്പം ഇപ്പൊ നമുക്ക് പിന്നെ അടുത്ത ഇപ്പൊ കളറുകളൊക്കെ ഓർത്തിരിക്കുന്നതായിരിക്കും നല്ലത്. ഓറഞ്ച് ആണ്,
എന്നുള്ള കളർ അനിലീൻ വരുമ്പോ യെല്ലോ ഡൈ കിട്ടും, ഫിനോൾ വരുമ്പോ ഓറഞ്ച്. ഞാൻ ഈ ഫിനോളിന്റെ ഓ വെച്ചിട്ട് പറയാറുണ്ട്. ഓർത്തോണം ഓറഞ്ച് ആണ്. അപ്പൊ ഡൈയുടെ ഒരു കൺഫ്യൂഷൻ വന്നാലും അപ്പൊ നമ്മള് എനിവേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ കോൺസെൻട്രേറ്റഡ് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. നൈട്രേഷൻ നടത്തി, ബെൻസീനെ നൈട്രേഷൻ നടത്തി, നൈട്രോബെൻസീൻ ആക്കി. പിന്നെ റിഡക്ഷൻ ആണല്ലോ, റിഡക്ഷൻ ആണ്. ടിൻ ഇൻ ദ പ്രസൻസ് ഓഫ് HCl, Fe ഇൻ ദ പ്രസൻസ് ഓഫ് HCl. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ് അല്ലേ? അതെ അതെ. എ കിട്ടി. എ ചോദിച്ചിട്ടുണ്ടോ? എയും ഉണ്ട് അല്ലേ? അല്ല, എ ബി റെസ്പെക്റ്റീവിലാണ് ചോദിച്ചത്. ഓപ്ഷൻ എയും ഉണ്ട്. ഓപ്ഷൻ നമുക്ക് അനിലീൻ ആണ്. അപ്പൊ എ അനിലീൻ ആണ്. ബി വരുന്നത് നമ്മള് ഡൈസോട്ടൈസേഷൻ റിയാക്ഷൻ, ഡൈസോണിയം സോൾട്ട് ആക്കി മാറ്റി. ആദ്യം ഡയസോണിയം ആയിട്ട് Cl- ആയി പിന്നെ നമുക്ക് കപ്ലിംഗ് ആയിട്ട് കപ്ലിംഗ് നടക്കുന്നു. അപ്പം നമുക്ക് ആ ഡൈ ഫോർമേഷൻ ആണ്, ഓറഞ്ച് ഡൈ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓറഞ്ച് ഡൈ ചെറിയൊരു പ്രശ്ന ആൻസറിൽ നമുക്കുണ്ട്. പോട്ടെ, സാരില്ല. ഞാനിവിടെ നിന്ന് കറക്റ്റ് ചെയ്യാം രണ്ടും കൂടെ. യെസ്, ഓക്കെ, റൈറ്റ്. അപ്പം നമുക്ക് ആൻസർ കിട്ടി. ചെറിയൊരു പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. OH ആണ്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് ആൻസർ ആയല്ലോ. നമ്മുടെ ആൻസർ ഇതാണ് വരിക. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഇത് ഡൈല്യൂട്ട് ആൽക്കലൈൻ മീഡിയത്തിലുമാണ് ഈ റിയാക്ഷൻ നടക്കുക. ഉണ്ടാവണം, ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരിക്കും. അനിലീൻസ് ആണെങ്കിൽ സ്ലൈറ്റ്ലി അസിഡിക് കണ്ടീഷനിലും, ഫിനോൾ കപ്ലിംഗിൽ വരുമ്പോൾ സ്ലൈറ്റ്ലി ആൽക്കലൈൻ കണ്ടീഷൻ. അതൊക്കെ ഓർത്തിരിക്കുക. അതൊക്കെ എൻസിആർടി ബേസ്ഡ്. ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, pH മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. 4 to 5 ആണോ അല്ലെ, അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. So, structure of atom എന്നുള്ള physical chemistry. How many spectral lines are obtained when an electron in He+ ion jumps from n equal to 5 to n equal to 1? ഫിസിക്സ് വെച്ച് ചെയ്യണോ കെമിസ്ട്രി വെച്ച് ചെയ്യണോ? എന്താണെങ്കിലും ആൻസർ ഒന്നേ ഉള്ളൂ. ഒരു ഇക്വേഷനേ ഉള്ളൂ അല്ലെ? ഒരു ഇക്വേഷനേ ഉള്ളൂ. വേണമെങ്കിൽ രണ്ട് ഇക്വേഷൻ ആക്കാം. അതെ അതെ. ജനറൽ കേസ് -n1 + 1 × -n1/2 എന്നോ അല്ലെങ്കിൽ n1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അങ്ങനെ കൊടുത്ത് നമുക്ക് n-1/2 എന്ന് കൊടുക്കാം. സാറേ നമുക്ക് അതായിരിക്കും n(n-1)/2 കൊടുക്കുന്നതായിരിക്കും നല്ലത്. സോ 5 4 / 2 which is equal to 20/2 which is equal to 10 ആണ് വരിക. സിമ്പിൾ ആണ്. നമ്മുടെ മെറ്റീരിയൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് തോന്നുന്നു അല്ലെ? ഈ നമ്മുടെ മെറ്റീരിയൽ, നമ്മുടെ JEE മെറ്റീരിയൽ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ 5 to 1 എന്നുള്ളത് മാറി ചിലപ്പോൾ 6 to 1 എന്തെങ്കിലും ആയി. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. ഇനി കെമിസ്ട്രിയുടെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമുക്ക് മെറ്റീരിയൽ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ ഹീലിയം പ്ലസ് ആണെങ്കിൽ ആരാണെങ്കിലും ആൻസർ ഈസ് 10. 5 to 1 ആണെങ്കിൽ ആൻസർ 10 തന്നെയാണ്. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഹൈഡ്രജൻ H+ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ ഹീലിയം പ്ലസ് ആണ്, കാർബൺ 5+ പറഞ്ഞാലും ആൻസർ ഈസ് 10. അതെ, തിയററ്റിക്കലി നമുക്ക് അത്രേ ഉള്ളൂ, പോസിബിലിറ്റി അത്രേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ റെഗുലർ ഇൻക്രീസ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റി ഫ്രം ഗ്രൂപ്പ് 1 to ഗ്രൂപ്പ് 18. ഗ്രൂപ്പ് 1 മുതൽ ഗ്രൂപ്പ് 18 വരെ റെഗുലർ ഇൻക്രീസ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 കൊടുത്തേക്കുന്ന ഓക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആർ ബേസിക് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 17 ആർ അസിഡിക്. ഇനോർഗാനിക് എന്നുള്ളൊരു മനോഹരമായ ക്വസ്റ്റ്യൻ. എന്താണെങ്കിലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണുമ്പോഴേ ഗ്രൂപ്പ് 1 എലമെന്റ്സ് മെറ്റൽ ഓക്സൈഡ്സ് ആണ്. ബേസിക് ഓക്സൈഡ്സ് ആയിരിക്കും, അവർ അയോണിക് ആണ് അല്ലേ? അയോണിക് ഓക്സൈഡ്സ് ആർ ബേസിക്. 17 ഗ്രൂപ്പ് 17ലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നോൺ കോവലന്റ് ഓക്സൈഡ്സ് മാക്സിമത്തിലേക്ക് പോയി. Covalent oxides are acidic, expected to be acidic. So there is a regular increase in chemical reactivity from group 1 to group 8. അതിലാണ് ഒരു പ്രശ്നം അല്ലേ? നമുക്ക് അങ്ങനെ അല്ലല്ലോ. അതെ, ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുന്നുണ്ട്, അല്ല അയനൈസേഷൻ കുറയുന്നുണ്ട്. മെറ്റൽസിനെ സംബന്ധിച്ച് ലെഫ്റ്റ് മോസ്റ്റ് എലമെന്റ്സ് ആയിരിക്കും മോർ റിയാക്റ്റീവ്. അതേസമയം നോൺ മെറ്റൽസിനെ സംബന്ധിച്ച് റൈറ്റ് മോസ്റ്റ് എലമെന്റ്സും ആയിരിക്കും മോർ റിയാക്റ്റീവ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് അതിൽ പറയാനില്ല. മെറ്റൽ ടു നോൺ മെറ്റൽ വേരിയേഷൻ വരുന്നത് കാരണം. സോ അത് ഫസ്റ്റ് ഗ്രൂപ്പ് 18 വരെ കൂടുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നമല്ലേ? കാരണം നോബൽ ഗ്യാസ് എന്ന് പറയുന്നത് ഞങ്ങൾ അത്ര റിയാക്റ്റീവ് ഒന്നും അല്ല. ഞങ്ങൾ വളരെ ഇപ്പം ഗ്രൂപ്പ് 18 പറഞ്ഞത് കാരണം വേണമെങ്കിൽ നമുക്കത് റോങ് ആണെന്നും പറയാം. അതെ അതെ, കെമിക്കൽ റിയാക്ടിവിറ്റി ഇല്ലാത്തവരെ പിടിച്ച് അവന്റെ എത്തിട്ട് അവിടെ വരെ അങ്ങ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അത്ര ശരിയല്ലല്ലോ. അപ്പൊ നമുക്ക് അത് തെറ്റാണ്. ഓപ്ഷൻ അപ്പൊ അല്ലെ സാറേ, നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഏത് വരും? സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ എന്നുള്ളതാണ്. യെസ്, ഓപ്ഷൻ സി ഉണ്ട്. ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക അല്ലേ? ആൻസർ അതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ
തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻതാൽപി ചേഞ്ച് ഫോർ ഗിവൻ റിയാക്ഷൻ എന്നാണ്. നമുക്ക് ശരിക്കും 2 കമ്പോണന്റ് റിയാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്ന് കൊടുത്താൽ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്ന് കൊടുത്താൽ നമുക്ക് ഇക്വേഷൻ 2നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. ഇക്വേഷൻ 1 റിവേഴ്സ് ചെയ്യണം. അപ്പോൾ റിവേഴ്സ് ഓഫ് ഇക്വേഷൻ 1 പ്ലസ് 3 ഇൻറ്റു ഇക്വേഷൻ 2 അല്ലേ, 3 ഇൻറ്റു ഇക്വേഷൻ 2 ആണ് വരിക. റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് 825 സാറേ ചിലർ 822 ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ചില ഒരു കുട്ടികൾ പറയുന്നുണ്ട് 824 അല്ല 822. അത്ര സ്പെസിഫിക് ആയിട്ട് ഓർക്കുന്നവരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റിവേഴ്സ് ചെയ്യുമ്പോൾ പ്ലസ് ആകും, അതറിയാലോ. നമുക്ക് പ്ലസ് 3 ഇൻറ്റു നമുക്ക് 110 ആണ് അല്ലേ, 110. അപ്പോൾ 824 പ്ലസ് നമുക്ക് 330 ആണ് വരിക. സോ നമുക്ക് 824 പ്ലസ് 330 ആണ് വരിക. സോ നമുക്ക് ന്യൂമറിക്കലി നമുക്ക് ആൻസർ ആയി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നമുക്ക് 4 5 അല്ലേ സാറേ, 1150 വരും അല്ലേ, 1150. സൈനൊന്നും മാറിയിട്ടില്ലല്ലോ അല്ലേ. ഓക്കെ, സോ നമുക്ക് 3 × 3 കിലോ ജൂൾ ആണ്. യൂണിറ്റ്സ് ഒന്ന് നോക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്കൊന്ന് പോവാം. പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്കതൊന്ന് എഴുതിയാലോ? അതെ, ഇപ്പോൾ റിയാക്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. CrO2 Cl2 plus CrO2 Cl2 plus NaOH giving A plus NaCl plus H2O. നിങ്ങൾ നമ്മുടെ NCERT-യുടെ പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഇത് റിയാക്ഷൻ അതുപോലെ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ക്രോമിക് ടെസ്റ്റ് പേരുണ്ട്. നമ്മൾ ബ്രില്യൻറ്റിൽ നിന്ന് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻസും റിയാക്ഷൻസും അതുപോലെ തന്നെ കൊടുത്തേക്കണേ, ഡിറ്റോ ഡയറക്റ്റ് അത് തന്നെ. നമ്മൾ സാധാരണ NCERT നോക്കി പഠിക്കുന്ന പോലെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ നോക്കി പഠിച്ചാലും നമുക്ക് ആൻസറാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് തന്നെയാണ് വന്നേക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. H2SO4 plus A giving H2O2 and B ആണ് നമ്മളുടെ ചോദ്യം. അപ്പം നമുക്ക് CrO2 Cl2 plus NaOH Na2CrO4 നമ്മൾ ഡി ബ്ലോക്കിലും വേണമെങ്കിൽ നമുക്കിത് അല്ലേ ടെസ്റ്റ് ക്ലോറൈഡ് ടെസ്റ്റ് വേണമെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് Na2CrO4 ആണ് എ വരിക. സോഡിയം ക്രോമേറ്റ് ആണ് വരിക. എനിക്ക് തോന്നുന്നു പല ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് അല്ലേ, പല ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. Na2CrO4 കൊടുത്തിട്ടുണ്ട്, CrO5 കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നതാണ് നമ്മുടെ ഓപ്ഷൻ ബിയിൽ വരുന്നത് CrO5 ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബട്ടർഫ്ലൈ സ്ട്രക്ചർ. നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറയുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പ്രാക്ടിക്കൽ ഇനോർഗാനിക് എല്ലാം തന്നെ അങ്ങനെ ഡയറക്റ്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഓർഗാനിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സാറേ അടുത്തത്. ഞാനത് ഇടാം. അപ്പം നമുക്ക് CH3 ഒന്ന് ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ ആണ് അല്ലേ, ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ ആണെന്ന് തോന്നുന്നു. B2H6 ടെട്രാഹൈഡ്രോഫ്യൂറാൻ ഗീവ്സ് A ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. H2O2 NaOH ഉണ്ട്. പിന്നെ വെറുതെ ഹൈഡ്രേഷൻ മാത്രമാണെന്ന് തോന്നുന്നു അല്ലേ. H2O plus H plus ആണ്, B ആണ്. അപ്പം നമുക്കൊന്ന് ആൻറ്റി മാർക്കോണി ഒന്ന് മാർക്കോണി അല്ലേ, സിമ്പിൾ. അപ്പം നമുക്ക് ഡയറക്റ്റ് ആൻറ്റി മാർക്കോണി ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ, മറ്റേത് മാർക്കോണി ആണ് വരിക അല്ലേ സാറേ. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ കുറവുള്ളിടത്തേക്കാണോ കൂടുതലുള്ളിടത്തേക്കാണോ HOH പോകേണ്ടത് എന്താണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആന്റി മാർക്കോണി ആണ്. അപ്പം നമുക്ക് CH3 അവിടെ തന്നെ കൊടുക്കുക H വരും, അവിടെ OH വരും. ആന്റി മാർക്കോണിക്കോസ് അഡീഷൻ ആണ്. സെക്കൻഡ് ആണെങ്കിൽ ഡയറക്റ്റ് മെക്കാനിസം അനുസരിച്ച് അല്ലേ സർ? അതെ OH ഇവിടെ വരും, H വരും. അപ്പോൾ സോ നമുക്കത് ആൻസറായി. ഒരു ആൽക്കഹോൾ ബി, ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും എ. അതെ. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ളൂ അല്ലേ. ഇനി വന്നിട്ടുണ്ടോ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട് സാറേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പ്യൂരിഫിക്കേഷൻ. നമുക്കൊരു 2 3 ക്വസ്റ്റ്യൻ കൂടെ. സോ നമുക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ്
is a purification method based on the difference in Insolubilities of the compound. അല്ലേ, solubilities of the compound വെച്ചിട്ട് നമ്മൾ അത് ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ, ക്രിസ്റ്റലൈസേഷൻ, കോളം ക്രോമാറ്റോഗ്രാഫി NCERT-ലുള്ള ഡിസ്റ്റിലേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. പല ടൈപ്പ് ഡിസ്റ്റിലേഷൻ ഉണ്ട്, സിമ്പിൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് സബ്ലിമേഷൻ നമുക്കറിയാം. സബ്ലിമേഷൻ ക്രിസ്റ്റലൈസേഷൻ ഇവിടെ ആൻസർ ആണ്, ശരിയാണ്. ക്രിസ്റ്റലൈസേഷൻ ആണ്. എനിക്ക് ഡിസ്റ്റിലേഷൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടഫ് ആക്കാമായിരുന്നു. സിമ്പിൾ അല്ല, ഞാൻ അതുപോലെ ഉണ്ട്. എന്നാലും ഈ ക്വസ്റ്റ്യനിലേ ഡിസ്റ്റിലേഷനോ ആ ഒരു ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷനോ ഒക്കെ ചോദിച്ചു വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് വിച്ച് ഗീവ് ഫ്ലെയിം ടെസ്റ്റ് ഫ്രം ഫോളോയിങ്. ആ ഒരു ഫ്ലെയിം ടെസ്റ്റ് ഫ്രം ദ ഫോളോയിങ്. കുറച്ച് മെറ്റൽസ് നമുക്ക് തന്നിട്ട് ഫ്ലെയിം ടെസ്റ്റ് തരുന്നത് ആരൊക്കെയാണ്? സ്റ്റോൺഷ്യം കൊടുത്തിട്ടുണ്ട്, കോപ്പർ കൊടുത്തിട്ടുണ്ട്, കോബാൾട്ട് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, നിക്കൽ ഉണ്ട്, അയൺ ഉണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. സ്റ്റോൺഷ്യത്തിന്റെ കളറൊക്കെ നമുക്കറിയാം, ക്രിംസൺ റെഡ് കളർ കിട്ടുന്നതാണ് സ്റ്റോൺഷ്യം. കോപ്പറിനൊരു ബ്ലൂയിഷ് ടൈപ്പ് കളർ കിട്ടും. പിന്നെ നമുക്കുള്ളത് കാൽഷ്യമാണ്. നമ്മൾ ലാബിൽ ചെയ്യുന്ന ബ്രിക്ക് റെഡ് കളർ വരുന്നത്. പിന്നെ നമുക്ക് കൊബാൾട്ട് നിക്കൽ അയണിൽ പ്രത്യേകിച്ച് കളർ നമുക്ക് പറയാൻ പറ്റത്തില്ല. അയണൊക്കെ കളർ കാണിക്കൂ എന്നൊക്കെ പലയിടത്തും നിങ്ങൾ സെർച്ച് ചെയ്താലൊക്കെ കാണുമായിരിക്കും. പക്ഷെ അതൊക്കെ വളരെ നമ്മുടെ ഫ്ലെയിമിലല്ല, നമ്മുടെ ഈ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ള അതെ തന്നെ ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പൊ അത് എനിവേ നമുക്ക് 3 കിട്ടുള്ളൂ അല്ലെ സാറേ? സ്റ്റോൺഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അല്ലേ സാറേ വരുന്ന ഷിഫ്റ്റിലേക്ക് ഓർത്തിരിക്കണമെങ്കിൽ ചോദിക്കാം സാറേ. ഗ്രീൻ കളേഴ്സ് തീർച്ചയായിട്ടും കളേഴ്സ് ഓർത്തിരിക്കണം. ഒപ്പം നമുക്ക് അത് കുറച്ചുകൂടി എസ് ബ്ലോക്കിൽ നിന്നൊക്കെ വരുന്ന ചിലപ്പോൾ ചോദിക്കുകയല്ലായിരിക്കും. ആണോ? കളർ നമുക്ക് പ്രാക്ടിക്കൽ മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട്, റെഫർ ചെയ്യേണ്ടതാണ്. നമുക്ക് റെഫർ ചെയ്യാം. അതെ ബെർലിയ ഒക്കെ ശരിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്കും കൂടെ പോകാം. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് How many of the following shows disproportionation reaction? Disproportionation reactionൽ എത്ര ഡിസ്പ്രൊപ്പോർഷനേഷൻ നടത്തണമെങ്കിൽ നമുക്കറിയാം ലോവറും പറ്റൂല, ഹയർ ഓക്സിഡേഷൻ ലെവലും പറ്റൂല, ഇടയിൽ വരണം. ഇടയിൽ വരണം. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നാലേ കാര്യം. ഇവിടെ നമുക്ക് ഞാൻ ഓപ്ഷൻ എഴുതാം സാർ, അല്ലെങ്കിൽ സാർ ഞാൻ പറയാം. H2O2 ഉണ്ട് സാർ, H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, Cu+ ഉണ്ട്, K+ ഉണ്ട്, F2, Cl2, ClO3-. ഇത്രയും പേരാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് H2O2 വരുമ്പോൾ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അത് -2 0 ഒക്കെ വരാം, റെഡ്യൂസ്ഡ് ആവാം. അപ്പോൾ H2O2 നമ്മളെ സംബന്ധിച്ച് ഓക്കെയാണ്. സിൽവർ ഇരിക്കുന്നതിന്റെ ഏറ്റവും ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഇനി അത് കുഴികുത്തി താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, നെഗറ്റീവിലേക്ക് പോകില്ല, ഇനി അത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ പരിപാടിയൊന്നും പറ്റിയല്ല. അപ്പോൾ സിൽവറിലെ പറ്റില്ല. കോപ്പർ കോപ്പർ +2 ആകാം, 0 വരാം. അതെ. അപ്പോൾ അത് നമുക്ക് +2 +1 +2 വരാം. കോപ്പർ പ്ലസ് നോർമലി സ്റ്റേബിൾ അല്ല. K+ നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് ആണല്ലോ. ആകെ ഒരു വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞു. ഇനി അവൻ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ സഹിക്കാൻ പറ്റത്തില്ല. ഇനി വേണമെങ്കിൽ റിഡക്ഷൻ ആണ്. അതൊന്നും ടഫാണ്. അതെ ഡിസ്പ്രൊപ്പോർഷനേഷൻ ആവില്ല, എന്നാലും റിഡക്ഷൻ നടക്കണം. അപ്പൊ നമുക്ക് അതും പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്കുള്ളത് ഫ്ലൂറിനും ക്ലോറിനും ClO3 ആണ്. ഫ്ലൂറിനെ സംബന്ധിച്ച് ആണ് അവിടെ ഒരു പ്രശ്നം വരിക. പലർക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഫ്ലൂറിന് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് കൊടുത്തേക്കുന്നത്. ഇത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, ഇത് 0 ആണ്. നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് +5 ആണ്. പക്ഷേ ഈ ക്ലോറിൻ ഓക്കെയാണ്, കാരണം അത് -1 പ്ലസിലേക്കും പോസിറ്റീവിലേക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഫ്ലൂറിൻ അത് പറ്റത്തില്ല, നമുക്കറിയാം ഫ്ലൂറിൻ അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലോറിൻ സെലക്ട് ചെയ്യേണ്ടി വരും അല്ലേ സാറേ? ഫ്ലൂറിനിലേക്ക് പോകുമ്പോൾ +1 പോകുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസ്പ്രൊപ്പോർഷനേഷന്റെ സാധ്യത തള്ളിക്കളയാം. ClO3- വരുമ്പോൾ ഓക്കെയാണ്, നമുക്ക് +7 വരെ പോവാലോ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചും വരാം. അപ്പോൾ നമുക്ക് 4 ഓക്സൈഡ് 4 എണ്ണം നമുക്ക് വരും. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് വന്നപ്പോൾ നമുക്ക് ഉള്ളത് അല്ലേ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്.
എനിവേ നമ്മളുടെ ക്വസ്റ്റ്യൻസുകൾ ഒന്നും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം സാറിൻ്റെ അഭിപ്രായത്തിൽ? അതെ, തീർച്ചയായും സിമ്പിൾ ആണ്. ചില ക്വസ്റ്റ്യൻസ് എങ്കിലും കൺഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇൻഡിജർ സെക്ഷനിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനും ഈസി ആയുള്ള 5 ക്വസ്റ്റ്യൻസ് അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതെ, അപ്പോൾ അങ്ങനെ ഓവറോൾ ഈസി ആയ ഒരു എക്സാം തന്നെയായിരുന്നു. എക്സാം ഇങ്ങനെ തന്നെയായിരിക്കും. ആയിരിക്കട്ടെ. കെമിസ്ട്രി നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. സ്കോറിംഗ് സബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് മാത്സ് ആണ് വരുന്നത്. മാത്സിലെ പ്രഗത്ഭരായ അധ്യാപകർ ഞങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. കെമിസ്ട്രി എന്നത് ഞങ്ങൾ രണ്ടുപേരും. ഗുഡ് നൈറ്റ്. Welcome back to the question paper section of mathematics. Here Rausar is there to discuss the rest of the questions of the JEE Mains Shift 2. So these are the questions we are discussing right now. Yes. Good evening, my dear students. So this is the question today's evening Shift 2. Right? The question based on calculus as well as definite integral. Right? Yes. So the question is this. And some of the questions may be exact or because it is collected from memory based. So questions may not exact, some are questions exact. But we are solving according to this, right? Yes. Okay, so the first function is given, f of 0 given, f dash given, and we have to find out a plus c. So 3 conditions, 3 equations, right? Yes. So first we will apply f of 0 minus 1. So f of 0 minus 1, so you will get here a plus b, this is 0, so this is equal to minus 1, Yes. right? Equation 1. Yeah, plus equation. So now we'll find out this, right? Another condition, f dash log 2. So we can find f dash x, right? So f dash x is 2e power 2x b e power x plus c, right? This is the f dash x. Yes, differentiation. Yeah, differentiation. And F we'll dash put of log 2. log x. Because of x you can put log 2. Yes, f dash log 2. Okay. And this becomes 4 to the 8. Of course, a also A is there. there, A is there. Yes, 8a. Because 4 to the 8. Right. And plus this is 2b. And plus c is equal to 21. Yes. Right. So equation 1, 2. 2, yes. And this will apply. Yeah. Here fx minus cx is this. Yeah. We can put here. Yeah, just Yes. So 0 to log 4. Right. It becomes a e power 2x plus b e power x that's it. dx is equal to 39 by 2. Yes, right. Right? Yes. Now we will integrate Integrate it, right. one more equation. 3 equations we can solve the equation. and There are 3 substitute variables this. and you can solve it. Yes. Right. So this is a e power 2x by 2 and b e power x and 0 to log 4, right? Yes. Is equal 39 by 2. Yes. Right. Yeah, this is 1 by 2 into a. This is again, this is 2x, 16. 16, sir. 16, Yeah. right? Plus this is 4b, right? Minus a by 2 plus b is equal to 39 by 2. You will get one more equation. Just solve 1, 2, 3 and substitute in that. Yes, that's it. So you will get a plus c, I think 8. Yes. Right. Answer A, right? 8. 8. Yes. We'll go to the next question. Yeah, second question is. Yeah, this is the question. Absolute maximum minimum. Yeah, application of derivatives, right? Application derivatives, absolute maximum minimum. Yes. Right. So therefore, you can find, right, f dash x, that is 2 times x minus 2 into x minus 3 whole cube plus and 3 times x minus 2 whole square into x minus 3. Right? This is the first derivative. So now in this, so f dash x, you can take x minus 2 common and x minus 3 here whole square. This is x minus 2, 3 whole square. Yes. Because cube, no? Yeah, right. Right. So x minus 2 common. X minus 3 2 common. Then x minus 3 whole square common. Right. So now we'll get here. Yeah. Yes, fine. Right, you will get here, this is 2x minus 3, that is 2x minus 6. Okay, fine. 2x minus 6. And here 3 times you will get x minus 2. That is 3x minus 6 is equal to 0. Right.
So therefore, x minus 2 into x minus 3 whole square, and this is 5x minus 12, 0. Right? So this cannot 0 because part of the function. Yeah, x belongs to yes. 4, yes. So x is 12 by 5. Right? As obviously it is there in this interval. Yeah. 2 Just point absolute something. maximum. You can just Yeah. put the Now values. we can find f of 1, f of 12 by 5, 12 by 5. f of 4. Right? In this, find the maximum minima. Then you find out this difference. Capital number represent maximum, small number represent Yes. minimum. Simple question, right? Okay. I think you there's a material question also. No, I think this model is there. Yes, I think, yes. And we'll given one exam question also. Also like yes, this, I have seen the question, yes, right. So to find out f of 1, f of 12 by 5, f of 4, you will get 3 values among this maximum minima. Then evaluate this. That's it. That's right. it. Right. I will be next question. Yeah. Again, it's given a vector. This is a vector question, right? Yes, this is a question angle between given A a dot b 3, A dot b 3 then. and this we want. Yes. Right? Alpha square plus beta Okay. square. Mod of a plus Alpha a square plus beta square into A plus b mod the a whole cross square. b whole square. Okay. Right. So a bar dot b given 3. So we'll start with a bar dot b bar. Right? A dot b. A dot b. A bar dot b bar is mod a mod b cos theta. Yes. So mod a mod b cos, that angle is given pi by 4. Yeah, right. They Yes. can put cos pi So by 4. pi by 4. Such a second. Yes. Okay. Cos pi by 4. Pi by 4. Right. When is So now a dot b given 3. and 3. 3. And here is 1 And mod a 1 alpha square beta square. Oh, okay. Root of So 1 alpha square beta square root. Root of yeah. Right. Then mod of b is root 6. Root 6. Yes. Mod of b is root 6. Yes. Right. Into 1 by root 2. 1 by root 2. This is cancelled root 3 times. Here also cancel. And cancel. Therefore, alpha square beta square is equal to 2. That's it. Because root 3 times. Right. Yes, you can gives get that. 1. Yes. Right. Yes. Now, we want a cross b whole square into this. Yes. Right? Yes, right. So, here alpha a cross b whole square will write. Yes. A cross b whole square from Squarch inequation, right? That is a bar square b bar square minus a bar dot b bar whole square. Yes, that's it. Right? Because sin square theta plus cos square theta 1. Yes, it right. is 1. Yeah, right. Okay. Now this is a square. You have again alpha square beta square 1 plus. 1 square, 1 plus. This. Yes, right. And beta square 6. It is 6. 6. And this is 9. No, it's 9, right. A dot b. Okay, fine. Right? Now, a cross b whole square is this. A cross b whole square. Okay. Now, we'll substitute here. Yes. Yes? Yes, we know that. Alpha square, yes. Alpha square beta square into a cross b whole square. Okay. Right? Yes. And this as this, we know 2. This also known. Everything is known. Okay, fine. So, alpha square beta square and 1 plus alpha square beta square into 6 minus 9. Fine. You know this value? All right. From There's this, also values there. Just you can substitute. Yes. Right? Yes. Okay. Fine. So, I'll go to the next question. Yeah. This is a question based on This is a functions question. Domain had find. log and inverse Yeah. function. Log. Yes, both Log. and This inverse also. inverse. Yes. Right? Yes, right. Sir. Okay. You know log fx exists. Fx must be positive. Yeah, right. So this must be positive. This is positive. And this must be between -1 and +1. Yeah, the Cos inverse x. Yes. Right? The range of Okay. So first we'll solve the first this one. Okay. So 2x by 4x square minus x minus 3 greater than 0. Yes. Because log 0 not defined. So greater than 0. So it is by wavy curve method we can find 2x by this is 3 4s are factors 4x plus 3x minus 3 greater than 0. So 2x by 4x into x minus 1 plus 3 into x minus 1 greater than 0. Fine, that's it. Right? So I'll do wavy curve directly. That is minus 3 by 4, 0 and 1. Will come. 1. N1. Plus, minus, plus, minus. It's easy method, right? So we want this portion. Yes. So therefore,
right, will move. Move on. It's Just a reduce little size. clear. Reduce size. I think it will be good. Okay. This side? Yeah, you reduce. No issues. Right. So now we want a positive portion. Yes. Open minus 3 by 4, 0, open, all are open only. Yeah, the 1 to infinity. 1 to infinity, set A. Yes. Right. Yeah. Now this cos inverse exists, it should lie between minus 1 plus 1. Yes, right. That is. So therefore this is minus 1 2x plus 1 by x plus 2 less than or equal to 1. That's it. Right. So this I will write mod 2x plus 1 by x plus 2 less than or equal to 1. Because minus a less than x less than a implies and implied mod x less than or equal to a. This property. Oh, using that property. Yes. Yes. Now, so I am cross multiplying this 2x plus 1 mod less than mod x plus 2. Condition is x not equal to minus 2. Minus 2 will be there. Because minus 2 are not defined. Not defined. It will be Yes. Yes. So now it is like mod a less than or equal to mod b. A plus b into a minus b. 2x plus this. 3x plus 3. And this minus this. X minus 1 less than or equal to 0. 3 cancel. So again wavy curve minus 1 to 1 set B. Now take A intersection B. Okay, we'll get the domain. Domain. Yes. And then the right. Questions for substitute. 4 alpha and 5 Yes. We'll get. Okay, sir. Okay, going to the next question, I think. Yeah. Yeah. Again, this is a domain based, right? Number of Yes. real solutions. Yes. Yeah. So this is again a modulus equation. Right. So one solution is x0 because yeah, that's it. Now another is x square plus mod x plus 5 into mod x minus 1 minus 6 mod x minus 2 0. That's it. Right? Yes. Here zeros are Yeah. Okay, sir. so zeros are 0, 1, 2. So therefore we will discuss the solution in different intervals. Okay. Less than 0. Yes. Then this is x square, this is negative minus x, X. and this is also minus, Minus x, it will be right? minus, yes. You can put any value minus, yes. minus 5 into x minus 1, and minus plus, this is also minus, this Right, part. also, because most of the models problems will be done by only this way. Yes, that's it. yes, is equal to 0. Yes, yes. So, Bracket x of square, minus x square minus x. minus x, minus Minus 5x 5x, plus 1. plus 5, plus 6x, 6x, minus 12, 0. Yeah. So, therefore, this 6 cancel. And x square. So x square minus 7, 0. Okay. So x is plus minus root 7, right? Minus root 7. Yeah, right. And less than 0, this is solution, this is not not. a solution. Right. So one solution, solution. this. Next. Now the discussion between 0 and 1. 0 and 1 only. Yes, 0 and 1. Yeah. Second case, right? Second interval. case. Yeah, 0 included 1. Yeah, that's it. So therefore, this is positive. X square mod x Yes, positive, positive because plus positive. And this is negative This will again. be negative and that also will be negative. Right. Yes, negative. That is also negative. Negative. Plus 6 into x minus 2, 0. So you will get equation. Yeah, x square plus x. Minus 5x plus 5 plus 6x minus 12, 0. Is equal to So x square, this is 7 minus 2 plus 2x. 2x is there. And This is 5 minus 7. Yes, equals 0. Right? Yeah. So x is equal to minus 2. This negative ruled out. Okay, right. Yes. This is plus root of 4 minus plus 28, 28, yes. by 2. 2. That's it. So, Okay. 1 minute. Fine. Keep it. So, now here this 32. 32 will be there. 32 and 2 cancel. Yes. Right? Never. Minus 1, Minus 1 plus plus only because minus. I don't need, yeah, same. Right. Fine. So 32 means 4 out. Oh, yes. And that will be then 32, no? 32, yes. 32, 4 out. 4 out, I mean. This 8, is 8. yeah. 8. 8 means this is 2. 2 root. 2. So 2 root 2. 2 root will be there. Yes. 2 root 2. 2. Yes. So this is minus 2 into 1.414 minus 1. 2828 minus 1. 1.828. Yes? Yes. But it is not there. Not there. So it's not a solution. no solution. Okay, fine, sir.
Now, last Again, case. again, one more case, right? Last case. One more case, sir. It Yeah. means it belongs on the interval Greater than 2. Greater than or equal to. equal to 2. Greater than 2. Where 1 to 2 also there. There's 0 to 1 only taken. You have to get 1 and 2 also. 1 to 2. 1 to 2 is there. Yes? Yes, yes. 1 to 2. So that is here x square. Yes. And this is 1 to 2. Show me the equation. This. Minus it. Yes, 1 to 2. Positive this. This will be good. Oh. Yeah. Plus That x. is positive here. That is also This positive. is positive. Positive. That is positive. Right? Positive. Plus 5 times x minus 1. And this is negative. Yes. Negative plus. X minus 2 0. Right? So x square plus x plus 5x minus 5 plus 6 minus 12 0. So x square, this is 6 12x and minus 17 is equal to 0. Right? X equal to minus 12 plus minus root of 144 plus 68 by 2. Right? Now we also have to check. Yes. Right? That same way you also do it by yes, the what, greater than you get equal the to. number of solutions. So total 3 solutions solutions will will get. be, yes. Yes. That'll be fine, right? Yes, Right. sir. Again, I think we can do that question. Yes. Okay, fine. And this question. This question. We again go for differentiability and also integrations also. Integration. You So can use, odd function, even function can be. minus 2 to 2. Right. Yes. First we will find out AB values. First to find AB values because it is a differential function. We know every differential function is continuous also. Right. So therefore left limit at 1 equal to right limit at 1. Right. So now f of 1 minus is 3 plus 2 plus a. That is 5 plus a is equal to right is a b plus 2. B plus 2. Right? So a minus b is minus 3. Yeah, that's it. You get an equation. A minus 3 equation 1. 1, yeah. Now, no differentiable function. So f dash 1 plus equal f dash 1 minus. Yes, that's right. it. Right, left, Yeah, right derivative, left derivative equal. Yes. So f dash 1 plus equal to f dash 1 minus. Yes, that's it. So f dash 1 plus means this. Yeah, that's it. This is b. B only. bx x divided 1. That's what b only. B. B is also. Yes. No Right, less than 6x 2 plus 2. plus 2. That's it. So b is 8. Yes. B is 8. You can just put So the value substitute here a5. Yes, right. Right now? Yeah, right. a5. Now we want minus 2 to 2 fx dx. That's it, that's it. Minus 2 to 2 fx dx. Okay. So it is a discontinue function. We can write minus 2 to 1. 2 to 1 and 1 to 1 minus 2 to 1 means this That's part. that part. Yeah, 3x square plus 2x plus a is 8. Put the value of a and b, A. right? A is 5. A is 5 And 1 to 2 is this bx plus function. bx plus 2. Yeah. You can put B the is place is b is 8x. 8x 8x plus 2. Yeah, this If you integrate it, you get the answer for that. You'll get the answer. That's the question. Right. That's it. Yes. I think we discussed the questions, right? Physics. Yeah. Physics. Yeah. Right now we go to physics, right? Okay. ഹലോ എവരി വൺ അഗെയിൻ ഗുഡ് ഈവനിങ് വിനീത് സാറ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്, മെമ്മറി ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ കിട്ടിയത് മാക്സിമം അതിനെ ഇത് ചെയ്തിട്ട് കിട്ടാനുള്ള രീതികളിലാക്കി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് സമയം ഒരുപാടായി. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിൽ നിന്നാണ്. ഒരു PV ഡയഗ്രാം ആണ്. പ്രോസസ് എയും ബി രണ്ട് പ്രോസസ്സാണ് തന്നിരിക്കുന്നത്. ഗ്രാഫ് ഹൈപ്പർബോളിക് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരെണ്ണം നമ്മൾ ഇക്വേഷൻസ് നോക്കിയാൽ കാണാം. ഒന്ന് PV⁻1 കോൺസ്റ്റന്റ്, പിന്നെ PV⁻γ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ ഒന്ന് ഐസോതെർമൽ, ഒന്ന് അഡയബാറ്റിക് ആണെന്ന് ഓപ്ഷനിൽ നിന്ന് മനസ്സിലാവും. ഈ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ അതാണെന്ന് ഉറപ്പാക്കാം നമുക്ക്. ഇതിൽ സ്ലോപ്പ് നമുക്കറിയാം, ഐസോതെർമൽ സ്ലോപ്പ് കുറവും അഡയബാറ്റിക് കർവ് മോർ സ്റ്റീപ്പറാണ്, കാരണം അത് ഗാമ ടൈംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് ലെസർ സ്ലോപ്പ് എക്കാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ഡ്രോയിങ് കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് എ ഐസോതെർമൽ ആണെങ്കിൽ ബി അഡയബാറ്റിക് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ ഷേപ്പിലൊക്കെ വരച്ച് വന്നതിൽ അല്പം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനിവേ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ. പ്രോപ്പർ ഷേപ്പ് മിക്കവാറും അങ്ങനെ ആവാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. ഏതായാലും സ്ലോപ്പ് വലുതായിട്ടുള്ളത് അഡയബാറ്റിക് ആണെന്നുള്ള ഐഡിയ യൂസ് ചെയ്യുന്നത്. അടുത്തതിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, വെർണിയർ സ്കെയിലാണ്, ഡയറക്റ്റ് വെർണിയർ കാലിപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഹിയർ 50 divisions match with 49
മെയിൻ സ്കെയിൽ ഡിവിഷൻ. അപ്പോൾ 50 ഡിവിഷൻ, n ഡിവിഷൻ ഓഫ് VSD കോയിൻസൈഡ്സ് വിത്ത് n-1 ഡിവിഷൻസ് ഓഫ് MSD ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലീസ്റ്റ് കൗണ്ട് പറയാൻ പറ്റുന്ന എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഇസ് മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ n എന്ന് പറയാം. എങ്ങനെയാണ് നമ്മളവിടെ ലീസ്റ്റ് കൗണ്ട് ഇസ് ആക്ച്വലി MSD മൈനസ് VSD നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ MSD എന്ന് പറയുന്നത് 0.5 millimeter ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ വെർണിയർ സ്കെയിൽ ഇറ്റ് ഇസ് 50. So this will be 1/100 or 0.01 millimeter. അതാണ് ആൻസർ വരേണ്ടത് if question is exactly like this. അടുത്തതിലേക്ക് വരാം. ഓക്കെ, ഇത് ഒപ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വേ ഒപ്റ്റിക്സിൽ നിന്നാണ്, പോളറൈസേഷൻ എന്നുള്ള സെക്ഷനിൽ നിന്നാണ്. നോക്കൂ, അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി I0 passes to two polarizers whose axes are at an angle 45 degree with each other. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള ക്രിസ്റ്റൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആക്സിസ് എന്ന് പറയുന്നത് ആക്ച്വലി 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ആക്സിനിടയിലുള്ള ആംഗിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി നമുക്കറിയാം I0 ആണെങ്കിൽ ഫസ്റ്റ് ക്രിസ്റ്റൽ ഈസ് ഓഫ് കോഴ്സ് ദ പോളറൈസർ ആണ്. ഇൻറ്റൻസിറ്റി I0/2 ആണ്. അപ്പോൾ പോളറൈസ് ലൈറ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്രിസ്റ്റൽ അനലൈസർ ആണ്. അനലൈസറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മാലസ് ലോ ഫോളോ ചെയ്യും. I0/2 cos square 45, that is I0/4 is the answer. It's a very direct question. ഡയറക്റ്റ് ആയിട്ട് പോളറൈസേഷൻ പഠിച്ചിട്ടുള്ള ആർക്കും ഉത്തരം ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തതിലേക്ക് വരാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഈസ് മാട്രിക്സ് മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് ഒന്നുമില്ല, ബേസിക് ആയിട്ട് സ്കൂൾ ലെവലിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം പഠിച്ച ആർക്കും പറയാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഉണ്ട്. യെസ്, മാക്സ്വെൽസ് 4 ഇക്വേഷൻസ് പറയുന്നുണ്ട്. അതൊന്ന് മാച്ച് ചെയ്താൽ മാത്രം മതി. ആദ്യത്തെ ഏതാണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഇൻറ്റഗ്രൽ. ഓക്കെ, ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ V dot dA, Gauss law for magnetism. Integral E dot dA is equal to Q enclosed by epsilon 0, Gauss law for electrostatics, Ampere's circuitry law, and this one is Faraday's law of electromagnetic induction. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് A Q ആയിട്ട് മാച്ച് ചെയ്യുന്നു, B S ഉമായിട്ട് മാച്ച് ചെയ്യുന്നു. യെസ്, അത് മാത്രമേ ഉള്ളൂ അല്ലേ? യെസ്, ഓപ്ഷൻ A തന്നെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഓക്കെ, ഇത് നമുക്ക് ഈ എന്താണ് ഒരു 2 moles of monatomic gas gamma equal 3/2 is mixed with 3 moles of diatomic gas gamma equal to, എനിക്ക് തോന്നുന്നത് 7/5 ആണ്. ശരിക്കും അത് 5 ഗാമ എന്ത് വന്നാലും ഒന്നിനേക്കാളും വലുതേ വരുള്ളൂ CP/CV ആയതുകൊണ്ട്. അതിൻ്റെ ഗാമ ഓഫ് ദ മിക്സർ. അപ്പം നിങ്ങൾക്കറിയാം ഗാമ 3/2 എന്നാണ് തന്നിരിക്കുന്നത്. മേ ബി അത് 5/3 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പല ഇക്വേഷൻസ് നിങ്ങൾക്കറിയാം. ഗാമ മിക്സറിന് നമുക്ക് ഡയറക്റ്റ് ഫോർമുലാസ് ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് യൂഷ്വലി ഉപയോഗിക്കുന്ന ഗാമ CP ഓഫ് മിക്സർ ബൈ CV ഓഫ് മിക്സർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുലയുണ്ട്. N1/Γ1 - 1, N2/Γ2 - 1 ഈക്വൽ ടു N1 + N2/Γ - 1. ഇത് സോൾവ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആ ഏത് രീതിയിൽ ചെയ്താൽ ആൻസർ കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്തതിലേക്ക് വരാം നമുക്ക്. അടുത്തത്, an electron is revolving in nth orbital of helium atom. Its magnetic moments depends on the radius of the orbital s. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്കതിനെ m കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്കറിയാവുന്ന കാര്യം, ദി മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഇലക്ട്രോൺ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആംഗുലർ മൊമെൻറ്റം. അവർ തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം, ജൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയും. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഇസ് n times h/2π അല്ലേ? അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ m is proportional to n എന്ന് നമുക്കറിയാം. ഇനി അവിടെ റേഡിയസ് എങ്ങനെയാണ് കൊണ്ടുവരിക? റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു n². സോ വേറെ ക്വാണ്ടിറ്റീസ് ഒന്നും ഇല്ലാതെ നമുക്ക് m is proportional to n. സോ r is proportional to n². സോ n is proportional to √r എന്ന് നമുക്ക് പറയാം. ഓക്കെ, വേറെ രീതിയിലും ചെയ്യാം. യെസ്, അല്ലെങ്കിൽ സാർ ഈ VR/2 എടുത്ത് ചെയ്യാം. പക്ഷേ അതിനേക്കാളും ഇതാണ് നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കോൺസ്റ്റൻറ്റ് സ്റ്റേമുകൾ വരുന്നുണ്ട്. ഇത് വളരെ ഡയറക്റ്റ് ആണ്. ഇത് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ഡെവലപ്ഡ് W if there is a wire whose resistance is R. So the original resistance is R actually, you know. So very clearly you can take the source to be the same. So the W will be very clearly V²/R you can take. Now the resistance is cut into 2 parts, means R/2 and R/2 ആയി. പകുതിയായി, R/2 R/2. പിന്നെ അതിനെ പാരലായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അത് R/4 ആയി എഫക്ട് ചെയ്യും. അപ്പോൾ നാച്ചുറലി W' സോഴ്സ് സെയിം ആയിട്ട് V² തന്നെ വരും. ഇത് R/4 ആയിട്ട് മാറും. അപ്പോൾ 4W എന്നുള്ള ഡയറക്റ്റ് ആൻസർ നമുക്ക് അവിടെ കിട്ടും. ഈസി ക്വസ്റ്റ്യൻ, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇത്ര ക്വസ്റ്റ്യനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന. യെസ്, നമുക്ക്
ആ ഒരു കുട്ടികളുടെ നിന്ന് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വലിയ ഒത്തിരി സിമ്പിൾ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതും ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ടതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേസമയം വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും കുറച്ചൊരു നല്ല ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്ന് തോന്നുന്നു. ഫസ്റ്റ് രാവിലത്തെ സെക്ഷനും നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്ത ആൾക്കാർ കുറച്ച് ഹാപ്പി ആവുന്ന രീതിയിലുള്ള പേപ്പർ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്സ് നമ്മൾ ഇന്നത്തേക്ക് ബൈ പറയാണ്. നമുക്ക് വീണ്ടും കാണാം. ഇനി നിങ്ങൾക്ക് മാത്സിൻ്റെ സെക്കൻഡ് സെഷൻ്റെ ബാക്കിയുള്ള ഇന്നത്തെ ലാസ്റ്റ് ആ ഒരു പാർട്ടിലെ ക്വസ്റ്റ്യൻസുമായിട്ട് മാത്സിലെ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. Welcome back, dear students. We can continue our maths problems. Sunil sir, please do that. So the question is y minus 2 the whole square equal to x minus 1. They are saying that the area bounded by these curves, in first quadrant they are saying that. So normally what we will do, this situation we want to solve to find out the point of intersection. Yes, sir. So here I think that x equal to 2y minus 4. Yes, sir. From this equation. So y square minus 4y plus 4 equal to 2y minus 5 it is coming. So y square minus 6y plus 9 equal to 0. So y equal to 3 is the point of intersection we are getting. Yes. So we know that this graph is something like this. Vertex is 1, 2 only. So 1, 2 is somewhere here. So graph is in parabolic shape, something like this. Now this is point of intersection is 3. So y become 3. Then what will be x? I think it is 2 only. Yeah. Now I can draw that this line also, and this line will passing through. Whenever I am putting x equal to 0, that point is coming out be 0, 2. Is it? Yes. Now next one is whenever this become y, x becomes 0, that is coming out be y becomes 0, that become x minus 4. This is minus 4, 0. We need only the area of the first quadrant. Area in the first. So we need this area only. Using this. Sure, sir. This area. This area we want. Yes. This is the area we want to discuss. So as usual what we will do, upper curve minus lower curve. We are taking this y-axis instead of x-axis, we are taking the y-axis only. So you are very familiar with this. So area is coming out be, this is the things, this is y equal to 0, this is y equal to 3. So 0 to 3, upper curve minus lower curve we already written here, y minus 3 the whole square, minus this portion we want to subtract. So that is minus 1/2 into this length is 4 and this height is 1/2. So 4 into 2. So as you know that this is integral is very easy. Y minus 3 the whole square by 3. Upper limit is 3, lower limit and minus 4. Very clear. This is 0 minus of 27/3. 9 minus 4. That answer is coming out be 5. Oh, very fine, sir. So I hope this is a numerical question itself. I hope you got it. I done it little fast, but you should go through the solution slowly. So we are moving on to this second problem. This is also very familiar to us because whenever this x sin theta y, in this situation we will normally denote that by a constant. So what is the sin theta value? Because this is very famous k by x. So similarly sin theta plus 2 pi by 3 we can write k by y. So this is a basic idea we studied in our trigonometry booklet. You know that k by x plus this k by y plus k by z is coming out be 0. Some of these values. This normally almost all the package we can see this one. So you can see this from this k is a non-zero quantity. From that identity we know that. So 1 by x plus 1 by y plus 1 by z equal to 0 is the data they are given from this. So very easy problem, not that much complicated one. So what is happening here? Trace of a is coming out b. Trace of a is coming out b. You know that trace of a is x plus y plus z. We can go for that identity. X plus y plus z the whole square equal to x square plus y square plus z square. I want to use this one, so I am taking 2xyz outside. So this is coming out be 1 by x plus 1 by y plus 1 by z. If you expand this, you will get this one. So very clear, this value is coming out be 0. This part coming out be 0. Now this is x square plus y square plus z square. Clearly this is not equal to 0.
So trace of A cannot be 0. We know that trace of adjoint of A is always multiple of trace of A. That is an identity. I can write it all that identity if you want. So for example, if you write adjoint of A, we know that that is determinant of A into A only. So if you go to take the trace of this, what is happening? Adjoint of A equal to determinant of A constant only we can take out, because that is trace only coming. So this trace of A we already proved it is not equal to 0. So this S1 and S2, I think there may be option like this. One of them true, two of them true, both of them are Statement not true. of That this. statement type problem is only this one. Next question is yours, I think. This one. Okay, sir. Thank you, sir. Done it little fast, but go through that. This equation actually, we know the idea as infinitely many unique solution, infinitely many inconsistent infinite solution. So, you know, Ax is equal to B is our equational form, and at the same time, we can write down the equation as in the form 1, 1, 1. 1, 2 lambda square. 1, 2 lambda square. Sir, use this. Yes, thank you, sir. 1, 2 lambda square. 1, 3 lambda into x, y, z is equal to 5, 9 and mu. You know, if the determinant is 0, then it has a infinitely many solution or no solution. If determinant not equal to 0, unique solution. So this is the clue inside the problem. So we can do its values as in the form like this 1, 1, 1. And I put this 5 and 1, 2 lambda square is 9 and 1, 3 lambda it is a mu. Now please listen how I complete the question. So first of all, R2 is tending to R2 minus R1. I want to find the determinant value using the reduction procedure. That's actually I keep the initially it is 1 and that should be 9. Then you got the 1, 1 and lambda square minus 1 and 4 is there. 1, 0, sorry. This is 0. This 0. 0, 1. And it is equal to 0 and 0, 2 and lambda minus 1 and mu minus 5. This is our first stage. Now I put this one equal to 0. How to put this is 0? That R3 is tending to R3 minus 2R2. So 0, 2 lambda minus 1 and second 0, 2 and 2 lambda square minus 2. And the right side is mu minus 5 and 8. When you subtract this, you can see this is equal to 0 and then 0. When you subtract this, it is 2 lambda square minus lambda minus 1. And here it is 8 minus mu plus 5. So we can see the last row is reduced to the form 1, 1, 1 and 5, 4 and this will be 0, 1 lambda square minus 1 and here it is 0, 0 and lambda square 2 lambda square minus lambda minus 1 and it is 13 minus mu. So after reach them, then we can easily do this problem. Look that. In this row, if this is equal to 0, then determinant equal to 0. If this is not equal to 0, determinant is not equal to 0. So the first point, when 2 lambda square minus lambda minus 1 not equal to 0, you got unique solution. Then you can see which option is correct. If 2 lambda square minus lambda minus 1 equal to 0, it will suggest you two values of lambda. Lambda is equal to 1 or minus 1 by 2. Now, this also what 0? If it is 0, then mu is equal to 13. So, when lambda is equal to 1 and mu is equal to 13, both these rows are 0, then determinant and its corresponding values are 0. So, what? We can easily say that infinitely many solutions. So, this is good way. From this that ABCD also. Yeah. So, whenever you have a condition like this, different values are there, we can do that form directly, we can observing it. Okay. Now, this is a complex number problem. You can do, sir. So as usual, you know that this is very familiar to you, and earlier also this question they asked. So you see this one, this is coming out B. We can split like this, Z cube, I think. There is Z cube only. So this is Z cube, Z square, Z, then again Z square, Z plus 1.
So we can take the factor here. Here you will get Z is common, and or Z square plus Z plus 1 is common. The remaining here is Z, and from here it is 1. So you know that this is coming out be the values are -1 omega square are the roots of this equation. -1 omega square. -1 omega square is the solution to that. So we want to check which one of them is common to this also. So this is coming out be Z raised to 1901. You know that multiple of this is multiple of 3 minus 1 only. You know, this is 1 plus 9 plus 1, 11 only coming. So next one is 100. That is coming out be multiple of Z raised to multiple of 3 plus 1 is coming. So -1 is not satisfying this equation because this is -1 plus 1 cannot be 0. So the only option for us either Z equal to omega or Z equal to omega square. If Z equal to omega will satisfy, automatically omega square also will satisfy. So this is, you can see that if you put in that LHS part, you can see that this is omega raised to -1, this is omega raised to +1 plus 1. 1 by omega is, we know that omega square only. This is, so this omega is satisfying both that equation. Similarly, so answer to this problem is coming out be 2 only. Only 2 roots. Okay, Only sir. 2. Okay, sir. So next one we can check it. What will be coming the next one? This also not that much complicated, I feel. So this is coming out be very clear to this problem. It is coming out be multiple of 4 minus 1 only, because n3 is coming, n equal to 2, 7, otherwise n equal to 3, 11. All of them are satisfying, sir, here. So what is happening? This is 40. I don't know why this is an even number. This also even number. This also even number. Why there is a... They are making confusion for okay, okay. So 6 n into n plus 1. Now this is coming out be sigma 4n minus 1 only. Direct formula for this, no need of doing anything. Doing sum first. This is only in the term, so you need to take the sum and after we can make it. We can find out the sum. So Tn is equal to Sn is equal to Tn. This is Sn is coming out be this one only. This is our Tn. We want to take the Sn. Sorry, this is we want to take Sn also. Yeah. So Sn is coming out be sigma 1 to n. Tn is 4n minus 1. So Sn is coming out be sigma Tn only, sir. Yes. So that I written here, that is coming out be sigma 4n minus 1. Then one more sigma is there. One more sigma is there. So this is coming out be 4n means it is coming out be n into n plus 1 2n minus n is coming. Yes. So this is the way it is coming. So let me write it. This is coming out be sigma 2n square plus 2n minus n means this is n only. Yes. Again find the sigma value and... So the remaining part is as usual we are considering that one. This is 20, let me write it. This is 3 by n into n plus 1. So this is coming out be that sigma we know that 2 times n square is coming out be that is n into n plus 1 into 2n plus 1 by 6. Now next one is it correct, sir, this one? Yes, sir. Now next one is n. Sigma n is coming out be n into n plus 1 by 2. Right. Less than 21, I hope. Then n plus 1 be cancelled. N into n plus 1 will be getting cancelling. And we are able to solve the value for it. The remaining part is as usual. We can solve it. Okay. സാർ ഇതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നേരത്തെ എൻ്റെ ചെറിയൊരു ഏരിയ പ്രോബ്ലം നമുക്കുണ്ടായിരുന്നു. ഏരിയയുടെ ഒരു കേസ് പറയുന്നുണ്ട്. അതെ, ഇതിൻ്റെ വി ക്യാൻ സബ്ട്രാക്ട് ദിസ് റീജിയൻ. വൈ ആക്സിസ് ആയതുകൊണ്ട് നമുക്ക് ഇത്ര മാത്രം എടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വേണം, ഇതിൻ്റെ അർത്ഥമാണ് സബ്ട്രാക്ട് ചെയ്താൽ യു ഗോട്ട് ദിസ് വൺ. നമ്മൾ ഇവിടെ നിന്നാണ് കുറച്ച് കളഞ്ഞത്. അത് ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ബെസ്റ്റ് വി ക്യാൻ ഡു ഡയറക്ട്ലി ബൈ സബ്ട്രാക്ടിങ് ദിസ് വാല്യൂ ദർ. So what will be the answer? You can also try in another way. Please try to find out the answer. I am damn sure it is 5 only the answer. Okay, I think that these two are same sometimes. That's the reason there. But we can just say this will be subtract from this way. From there you can do this value there, and after the same thing is there. You can instead of that we can sir, do that. What I am saying, I tried it in a different way also. The answer is coming out be 5. I will explain that part also. Okay, if you join this one, ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ ഇൻ്റഗ്രേഷൻ പാർട്ട് വി ക്യാൻ അവോയ്ഡ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഏരിയ വരുന്നുണ്ടല്ലോ, ഈ ഒരു ഏരിയ A1 വരുന്നുണ്ട്, ഇത് A2 വരുന്നുണ്ട്,
പിന്നെ ഇതാണ് A3 വരുന്നത്. വി വാണ്ട് ദാറ്റ് A1 ഉള്ളി. സോ നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ കോഡിന്റെ ഈ ഏരിയയുടെ ഈ കോഡിന്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്താലും വി ആർ ഗോയിങ് ടു ഗെറ്റ് ടു ദി ആൻസർ 5. അത് ശരിയാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ ഫിഗർ കാണിക്കുമ്പോൾ നമ്മൾ ഇതാണ് പറയേണ്ടതെന്ന് വെച്ചുള്ളൂ. വേറെ കുഴപ്പമില്ല. ഓക്കെ, ലാസ്റ്റ് വൺ മോർ പ്രോബ്ലം ഈസ് വിത്ത് യു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇനി സാറിനുള്ളത്. സിഗ്മ സ്ക്വയർ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്യും കുട്ടികൾ ലെങ്തി ആണെന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസണാണ്. മൊത്തം ചെയ്യേണ്ട സാർ. ഞാൻ പറയാം. ഓക്കെ സാർ. ഇതിൽ എക്സ് വാല്യൂസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0, 1, 5, 7, 10, 12. ഞാനിത് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല കേട്ടോ, നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. എഫ് 3, 2, 3. ഓക്കെ സാർ. 6, 3 and 3. Okay. Is it correct? Correct. 3, 3, 6. Okay. Sir, ഇത് 3, 3, 6. This one is 2. Then 3 to 3 to. Okay. It's actually 2 more 6, 3 and 3. Right. Okay. Now we can do our sigma square. The equation of sigma square is sigma fx square by n minus sigma fx by n the whole square. This equation is actually sigma square. So you try that by finding fx, that is equal to 0, then 2, then 15, then 14, then 60 and 36 and 51. Again fx square, that's actually we can multiply together along with them. Again 0, then you can see 2 and 75 and 8, 98, 600 and 12 into 36 and take the sum of that value and simply replace it, will give the answer of that question. So I think that നമ്മളിവിടെ ചെയ്തിട്ട് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ മനസ്സാറ വാ, നമുക്കത് ഇൻ ദി ലാസ്റ്റ് സെക്ഷൻ. ഓക്കെ, വാ. ഓക്കെ, കമാൺ. Please carry on. Make. Okay. Yes, thank you. Thank you, sir. ആൻഡ് നമസ്കാരം വീണ്ടും. അത് നമ്മുടെ ക്ലൈമാക്സ് ആയിരുന്നു. മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങി ഞങ്ങൾ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവസാനിപ്പിച്ചു. എൻ്റെ കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ എക്സാമിനെ കുറിച്ച് ഒരു ചെറിയ ഒരു ഓവറോൾ ഐഡിയയും കൂടെ നമ്മൾ പറയുവാണ്. എല്ലാവരും സാറേ മാത്സ് പാടാണെന്ന് പറയുന്നത്, പക്ഷേ എളുപ്പമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് മാത്രം ലെങ്തി ആയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. അതായത് പുറത്ത് വലിയൊരു കൺസെപ്റ്റുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കെമിസ്ട്രിയെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്, എല്ലാം എളുപ്പമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഫിസിക്സ് കാര്യങ്ങളാണെങ്കിലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന സംഗതിക്കാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നോണം. പിന്നെ നമ്മുടെ കുട്ടികൾ പറഞ്ഞിരുന്ന കാര്യമാണെങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെറുതെ ആവശ്യമില്ലാതെ സമയം കളയരുത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. പിന്നെ അത് മാത്രമല്ല, നാളെ രാവിലെയും ഉച്ചകഴിഞ്ഞും പരീക്ഷയുണ്ട്. രാവിലത്തെയും ഉച്ചകഴിഞ്ഞത്തെയും പരീക്ഷയുടെ അനാലിസിസും കുട്ടികളുടെ റെസ്പോൺസുകളും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും മാത്രമല്ല, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ്. അതിപ്പോ നമ്മുടെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതിൻ്റെതായ പോരായ്മകൾ നമുക്കുണ്ട്. ഉറപ്പിച്ച് പറയാത്തതുകൊണ്ടാണ് നമ്മൾ മിക്കതിലെ ആൻസറിലേക്ക് എത്തി കാണിക്കാത്തതിന്റെ കാര്യമൊക്കെ. ഇതിപ്പം നമ്മൾ ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാളത്തെ, അതായത് നാളെ 31-ാം തീയതിയിലെ മോർണിംഗ് സെക്ഷന്റെയും ഈവനിങ് സെക്ഷന്റെയും റെസ്പോൺസ്, അതായത് കുട്ടികളുടെ റെസ്പോൺസ് എന്നുള്ള കാര്യങ്ങളും മാത്രമല്ല ക്വസ്റ്റ്യൻ അനാലിസിസും, അതുകൂടാതെ ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യന്റെ അനാലിസിസുകളും ഇൻ ബിറ്റ്വീൻ നമുക്ക് സെക്കൻഡ് സെഷൻ കഴിയുമ്പോഴേ സെക്കൻഡ് സെഷന്റെ ക്വിക്ക് അനാലിസിസുകളും ഒക്കെ ചേർത്ത് 5 മണി മുതൽ അത് തീരുന്നവരെ, നമുക്ക് ലാസ്റ്റ് ഒരു സമയം പറയുന്നില്ല, തീരുന്നവരെ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. റിലവന്റ് ആയിട്ടുള്ള കമന്റുകളും കാര്യങ്ങൾക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ തരാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് കമന്റ് ചെയ്താൽ മതിയാകും. അപ്പം നിങ്ങൾ ജോയിൻ ആവുക. സോ ഇന്നത്തെ, അതായത് 30-ാം തീയതിയിലത്തെ ഡിസ്കഷനും കാര്യങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി നിങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.